സാറേ സ്റ്റാർട്ട് ചെയ്താലോ? സാറേ ഓക്കെ അല്ലേ? ഓക്കെ 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 ഓക്കെ. ഓഡിയബിൾ അല്ലേ? എന്താ മക്കളൊക്കെ ഓക്കെ അല്ലേ? ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. വളരെ സന്തോഷം. നമ്മുടെ ബഹുമാനപ്പെട്ട ഫിറോസ് സാറ്, അദ്ദേഹം തിരൂർ SSM പോളിടെക്നിക് കോളേജിലെ ലെക്ചറാണ്. അദ്ദേഹം നമുക്ക് വേണ്ടി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റി കേരള എന്ന് പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റിയുടെ കേരളത്തിലെ ഒരു കൂട്ടായ്മയാണ് പോളിടെക്നിക്കിൻ്റെ. അതിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഓൺലൈൻ റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. ഒരേ സമയം ഗൂഗിൾ മീറ്റും അതോടൊപ്പം യൂട്യൂബ് ലൈവും ഉണ്ട്. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ടും വേണമെങ്കിൽ യൂട്യൂബ് ലൈവിൽ ഇന്നത്തെ ക്ലാസ് കാണാവുന്നതാണ്. ഒരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ വെറുതെ കേട്ടിരുന്നത് കൊണ്ട് മാത്രം കാര്യം ഉണ്ടാവില്ല. ഒരു പേപ്പറും പേനയും അല്ലെങ്കിൽ നോട്ട്ബുക്കും പേനയും കയ്യിലെടുത്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്, നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന പോലെ എക്സാം നാളെയാണല്ലോ, അതുകൊണ്ട് പരമാവധി ഇത് പ്രയോജനപ്പെടുത്തുക. ഫിറോസ് സാറ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, ഈ സബ്ജക്റ്റിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫാക്കൽറ്റിയാണ്. അദ്ദേഹത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റി കേരള പോളിടെക്നിക് കോളേജിൻ്റെ ഈ ഒരു റിവിഷൻ ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ SSM പോളിടെക്നിക് കോളേജിലെ മറ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സിനെയും അതോടൊപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റിയിലെ മറ്റ് എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിനെയും ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക്, ലൈവിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഫിറോസ് സാറിനെ ക്ലാസ്, ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. താങ്ക് യു സർ. വെൽക്കം. ഗുഡ് ഈവനിങ്. ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ എക്സാം ഒക്കെ? DME ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാമ്പ് പ്രൊഫൈൽ വന്നില്ലല്ലേ? ആ ഒരു സങ്കടത്തിലാവും എല്ലാവരും അല്ലേ? എന്തായാലും നമുക്കിനി ടൈം വേസ്റ്റ് ചെയ്യണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞൊരു ടൈമേ കിട്ടിയുള്ളൂ. കാരണം ഇന്ന് ഒരു പകല നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് പോർഷൻസ് ഒന്നും ചിലപ്പോൾ കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല സാർമാർക്ക്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്കൊരു എൻറ്റയർ സിലബസും നമ്മളൊന്ന് റിവ്യൂ ചെയ്തിട്ട് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്തിട്ടൊന്ന് പോകാൻ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് കുറച്ചുകൂടെ ടൈം എടുത്തേക്കാം. ശരിക്കും നമുക്ക് 1.5 മണിക്കൂർ അലോട്ട് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഒരു 2-2.5 മണിക്കൂറൊക്കെ ആയാലും നിങ്ങൾക്ക് ഇരിക്കാൻ റെഡിയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് കഴിയുന്ന പോലെ മാക്സിമം എത്ര പോർഷൻസ് കവർ ചെയ്യാൻ പറ്റുന്നോ അതേപോലെ തന്നെ നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ അത് കംപ്ലീറ്റ് ഇരിക്കാം അല്ലേ? നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഇനി വെയിറ്റ് ചെയ്യണ്ട അല്ലേ? ഓക്കെ. ഞാൻ ആദ്യം സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, എൻ്റെ സ്ക്രീനാണല്ലോ കാണുന്നത് അല്ലേ? എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ബോക്സിൽ ഇട്ടാൽ മതി. നമുക്ക് ഇടയിൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൗട്ട് ക്ലിയറിങ്ങിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടൈം പോകും. അതുകൊണ്ട് നമുക്ക് അതിനടിയിൽ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കുക.
ഞാൻ ആദ്യം നമ്മളെ മൊഡ്യൂൾ ഒന്ന് പരിചയപ്പെടുത്താം. നമുക്കറിയാം ബാക്കിയുള്ളത് പോലെ തന്നെ ഇവിടെയും 4 മൊഡ്യൂൾസാണ് ഉള്ളത് അല്ലേ? ഫസ്റ്റ് മൊഡ്യൂളിൽ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് റെഫ്രിജറേഷൻ ആണുള്ളത്. അതിൽ ഇൻട്രൊഡക്ഷൻ, ആപ്ലിക്കേഷൻ ഓഫ് റെഫ്രിജറേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് റെഫ്രിജറേഷൻ ആൻഡ് ദെൻ ഫൈനലി എയർ റെഫ്രിജറേഷൻ സിസ്റ്റം. ഇതാണ് നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂളിലുള്ളത് അല്ലേ? ദെൻ രണ്ടാമത്തെ മൊഡ്യൂളിൽ എന്താണുള്ളത്? പിന്നീടാണ് നമുക്ക് വേപ്പർ കമ്പഷൻ റെഫ്രിജറേഷൻ സിസ്റ്റവും വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റവും വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് റെഫ്രിജറന്റ്. ഈ 3 ചാപ്റ്റർ ചേർന്നാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത്. തേർഡ് മൊഡ്യൂൾ എന്തായിരുന്നു? റെഫ്രിജറേറ്റിംഗ് എക്യുപ്മെന്റ്, ആപ്ലിക്കേഷൻസ് ഓഫ് റെഫ്രിജറേഷൻ ആൻഡ് ക്രയോജനിക് റെഫ്രിജറേഷൻ. ഈ 3 ചാപ്റ്റർ ചേർന്നായിരുന്നു നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂൾ വരുന്നത്. ആൻഡ് ഫൈനലി ഫോർത്ത് മൊഡ്യൂളിലാണ് സൈക്രോമെട്രി, എയർ കണ്ടീഷനിങ് ആൻഡ് കൂളിംഗ് ലോഡ് എസ്റ്റിമേഷൻ. ഈ ഇതെല്ലാം നമുക്ക് എൻറ്റയർ നമ്മുടെ സിലബസ് കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ മൊഡ്യൂളും 1 by 1 ആയിട്ട് നോക്കാം. അത് നമുക്കൊരു ശ്രദ്ധിക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് ഈ മൂന്നാമത്തെ മൊഡ്യൂൾ ഒന്ന് ഞാൻ കുറച്ചൊന്ന് ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് വിടും. ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയുള്ളൂ. 1, 2, 4 ആണ് നമുക്ക് നന്നായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ കഴിയുന്നത് പോലെ ഞാൻ കുറച്ച് ഫാസ്റ്റായി പോവും. അപ്പം അതിൽ എന്തെങ്കിലും പിന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ബോക്സിൽ ഇടുക. കാരണം ആൾറെഡി ഇപ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ ഒരു ക്ലാസ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ നമുക്ക് മൊഡ്യൂൾ 1. മൊഡ്യൂൾ 1 ഫസ്റ്റ് നമ്മൾ എന്താ പറയുക? റെഫ്രിജറേഷനും ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് റെഫ്രിജറേഷൻ ആൻഡ് ദെൻ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം. ഓക്കെ, അതിലിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ആദ്യം തന്നെ നമുക്കിത് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്താണ് റെഫ്രിജറേഷൻ നമുക്ക് മനസ്സിലാവും അല്ലേ? വാട്ട് ഇസ് മീൻ ബൈ റെഫ്രിജറേഷൻ? അക്കോർഡിംഗ് ടു അഷ്റേ എന്ന് പറയുന്നത് എന്താണ്? അമേരിക്കൻ സൊസൈറ്റി ഓഫ് ഹീറ്റിംഗ്, റെഫ്രിജറേറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ് എഞ്ചിനീയേഴ്സ്. അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് അഷ്റേ. According to ASHRAE, refrigeration എന്ന് പറഞ്ഞാൽ എന്താണ്? It is the science of providing and maintaining the temperature below that of surrounding temperature. The term maintaining, അതായത് നമുക്കറിയാം refrigeration എന്ന് പറഞ്ഞാൽ it's the science of providing and maintaining the temperature below than that of surrounding temperature. അപ്പോൾ സറൗണ്ടിങ് ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ്? നമുക്ക് ടെമ്പറേച്ചറിനെ അതിനേക്കാളും കുറച്ചിട്ട് പ്രൊവൈഡ് ചെയ്താൽ മാത്രം പോരാ, മെയിൻറ്റെയിൻ കൂടി വേണം. അപ്പോൾ ഈ മെയിൻറ്റെയിനിങ് ഉള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു ഫ്രിഡ്ജ് ഓൺ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ, പിന്നീട് നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിലേക്ക് വരും അല്ലേ? അപ്പോൾ നമ്മൾ ശരിക്കും അപ്പോൾ അതിന് നമുക്ക് റെഫ്രിജറേഷൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആൾറെഡി നമ്മൾ ഒരു ഉദ്ദേശിച്ച ടെമ്പറേച്ചറിലേക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ടെമ്പറേച്ചറിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും കൂടി വേണം. അപ്പോഴേ നമുക്കതിന് എന്ത് പറയാൻ പറ്റുള്ളൂ? റെഫ്രിജറേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ദ ടേം മെയിൻറ്റെയിനിങ് മീൻസ് ദ കണ്ടിന്യൂസ് റിമൂവൽ ഓഫ് ഹീറ്റ് ഫ്രം എ ബോഡി വിച്ച് ഈസ് ആൾറെഡി അറ്റ് ലോവർ ടെമ്പറേച്ചർ ദാൻ ഇറ്റ് സറൗണ്ടിങ്. അപ്പോൾ വൺസ് നമ്മൾ സറൗണ്ടിങ് ടെമ്പറേച്ചറിനേക്കാളും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താവും? ഇവിടെ കുറഞ്ഞ ഭാഗത്തേക്ക് എന്താവും? ടെമ്പറേച്ചർ നമുക്കറിയാം, ദ ഹീറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ഫ്രം ഹൈ ടെമ്പറേച്ചർ റീജിയൻ ടു ലോ ടെമ്പറേച്ചർ റീജിയൻ. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായി നമ്മൾ ആൾറെഡി അതിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ, റെഫ്രിജറേറ്ററിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ ദർ വിൽ ബി ഹീറ്റ് ലീക്കേജ് ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ്. അപ്പോൾ എത്രത്തോളം ആ ഹീറ്റ് ലീക്കേജ് ഉണ്ടോ അത്രത്തോളം ഹീറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താവും? ആ ടെമ്പറേച്ചറിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ ആ ഡെഫിനേഷനിൽ അങ്ങനെ ഒരു വേർഡ് ഉപയോഗിക്കാൻ കാരണം, മെയിൻറ്റെയിനിങ് കൂടി ഉപയോഗിക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ റെഫ്രിജറേഷൻ ഇസ് എ സയൻസ് ഓഫ് പ്രൊവൈഡിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ ടെമ്പറേച്ചർ ബിലോ ദാൻ ദാറ്റ് ഓഫ് സറൗണ്ടിങ് ടെമ്പറേച്ചർ. That is mean by refrigeration. Then what are the methods of refrigeration? ഇത് ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ നമുക്ക് 3 മാർക്കിനായിട്ടും ചോദിക്കാം, ചിലപ്പോൾ 7 മാർക്കിനായിട്ടും ചോദിക്കാം. നമുക്ക് ഏതൊക്കെയാണ്? 1 മാർക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് 9 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ നമുക്ക് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ 8 ഔട്ട് ഓഫ് 10 നമുക്ക് 8 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. പിന്നെന്താണ്? 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഇതിൽ പറയാം. അപ്പോൾ ഇതും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് റെഫ്രിജറേഷൻ? അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഓഫ് റെഫ്രിജറേഷൻ്റെ ഐസ് റെഫ്രിജറേഷൻ, ഡ്രൈ ഐസ് റെഫ്രിജറേഷൻ, എയർ എക്സ്പാൻഷൻ റെഫ്രിജറേഷൻ, ഇവാപറേറ്റീവ് റെഫ്രിജറേഷൻ, സ്റ്റീം ജെറ്റ് റെഫ്രിജറേഷൻ, ഗ്യാസ് ബോട്ട്ലിംഗ് റെഫ്രിജറേഷൻ, വേപ്പർ കംപ്രഷൻ, വേപ്പർ അബ്സോർപ്ഷൻ, തെർമോ ഇലക്ട്രിക് ആൻഡ് ലിക്വിഡ് ഗ്യാസ് റെഫ്രിജറേഷൻ. ഇത്രയും മെത്തേഡ്സ് ഓഫ് റെഫ്രിജറേഷൻ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇതിലൊരു 3 or 4 ചിലപ്പോൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം.
ഓക്കെ. അപ്പോൾ ഇതിൽ എല്ലാം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്കിവിടെ സിലബസ് പോയിന്റ് ഓഫ് വ്യൂവിൽ വേപ്പർ കമ്പഷൻ റിഫ്രിജറേഷൻ സിസ്റ്റം, വേപ്പർ അബ്സോർപ്ഷൻ റിഫ്രിജറേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ എയർ എക്സ്പാൻഷൻ റിഫ്രിജറേഷൻ സിസ്റ്റം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ. അപ്പോൾ ഇപ്പം ഞാൻ റിഫ്രിജറേഷൻ എന്താണെന്ന് പറഞ്ഞു. അടുത്തത് പിന്നെ നമുക്ക് എന്ത് പറയണം, ആ റിഫ്രിജറേഷൻ എന്തായാലും ഒരു യൂണിറ്റ് വേണം അല്ലേ. നമുക്കൊരു ഹീറ്റ് എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഹീറ്റ് എഞ്ചിൻ, അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഹീറ്റ് ആയാലും അതിനൊരു യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, റിഫ്രിജറേഷൻ നമുക്കൊരു യൂണിറ്റ് പറയണം. അപ്പോൾ യൂണിറ്റ് ഓഫ് റിഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടൺ ഓഫ് റിഫ്രിജറേഷൻ. TON പറയാറുണ്ട്, TONNയും പറയാറുണ്ട്. ഇപ്പോൾ TR എന്നാണ് അതിന് കോമൺ ആയിട്ട് നമ്മൾ പറയാം. അപ്പോൾ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടൺ ഓഫ് റിഫ്രിജറേഷൻ. അപ്പോൾ എന്താണ് 1 ton ഓഫ് റിഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ടൺ ഓഫ് റിഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ it is defined as the amount of refrigerating effect or cooling effect produced by the uniform melting of 1 short ton, അല്ലെങ്കിൽ US ടൺ എന്ന് പറയും. ആ US ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് 2000 പൗണ്ടാണ്. 1 pound equal to 0.545 കിലോഗ്രാം. അപ്പോൾ നമുക്ക് 2000 പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 907 കിലോഗ്രാം വരും. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, അപ്പോൾ 907 കിലോഗ്രാം ഓഫ് ഐസ് നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസിന് 24 hours കൊണ്ട് മെൽറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂളിംഗ് എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൺ ഓഫ് റിഫ്രിജറേഷൻ. നമുക്കറിയാം ഐസ് മെൽറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ ചുറ്റുഭാഗത്തുനിന്നുള്ള എയറിന് ഹീറ്റ് അബ്സോർബ് ചെയ്യാം അല്ലേ, എയറിന് ഹീറ്റ് അബ്സോർബ് ചെയ്യാം. അപ്പോൾ എന്താവും, ഓട്ടോമാറ്റിക്കായി അതിൻ്റെ സറൗണ്ടിങ് എയർ എന്ത് ചെയ്യും, കൂൾ ചെയ്യാൻ തുടങ്ങും. ഓക്കെ. അപ്പം അത് അങ്ങനെയാണ് ആ റിഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ അതിനൊരു ഈ ഡെഫിനേഷൻ പ്രകാരം നമ്മൾ എന്താ പറഞ്ഞത്, വെൻ 907 kilo, it is the amount of refrigerating effect or cooling effect produced by the uniform melting of 1 TON എന്ന് എഴുതിയാൽ മതി. 1 ടൺ. ആ ടൺ US ടണ്ണിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്, അല്ലെങ്കിൽ 907 കിലോഗ്രാം എക്സാക്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. അഷ്റേൻ്റെ ഡെഫിനേഷനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് 907 കിലോഗ്രാം ഓഫ് ഐസ് 0 ഡിഗ്രി സെൽഷ്യസ്. നമുക്കറിയാം വാട്ടർ ഐസ് ആവുന്നതും ഐസ് വാട്ടർ ആവുന്നതും 0 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിൽ 907 കിലോഗ്രാം ഓഫ് ഐസ് 24 hours കൊണ്ട് മെൽറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂളിംഗ് എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൂളിംഗ് എഫക്റ്റിന് 1 ton ഓഫ് റിഫ്രിജറേഷൻ പറയും. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ കൂളിംഗ് എഫക്റ്റിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, therefore when 907 കിലോഗ്രാം ഓഫ് ഐസ് മെൽറ്റ് ഇൻ 24 hours കൊണ്ട് മെൽറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ it can produce a cooling effect. കാരണം ഈ the latent heat of fusion of ice എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ആണ് 336 kJ/kg. ദാറ്റ് മീൻസ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 336 kJ/kg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറിൽ നിന്ന് നമ്മൾ 336 kJ ഓഫ് ഹീറ്റ് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ പ്രൊഡ്യൂസ് 1 kilogram ഓഫ് ഐസ്. അത് തിരിച്ചും പറയാം, ആ 0 ഡിഗ്രി സെൽഷ്യസിലെ ഐസിലേക്ക് നമ്മൾ 336 kJ ഓഫ് ഹീറ്റ് സപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് 1 kilogram ഓഫ് ഐസിനെ നമുക്ക് എന്തെങ്കിലും വാട്ടറാക്കി കൺവേർട്ട് ചെയ്യാം. ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ 907 കിലോഗ്രാം ഓഫ് ഐസിനെ നമ്മൾ 24 hours കൊണ്ട് ആ ഐസ് മെൽറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മിനിറ്റിലേക്കാക്കിയതാണ് 24 hours. അതിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹവേഴ്സിനെ മിനിറ്റിലേക്കാക്കി. അപ്പം അങ്ങനെയാണെങ്കിൽ വെൻ 907 kilogram of ice melt in 24 hours, it can produce a cooling effect. ആ വാല്യൂ ആണ് നമ്മളത് ഈ കാൽക്കുലേഷനിൽ കിട്ടുന്ന വാല്യൂ 211.6 kJ/minute. അത് നമ്മൾ 210 kJ/minute ആക്കിയിട്ട് നമ്മൾ അത് അപ്രോക്സിമേറ്റ് ചെയ്യാണ്. അതിനെ നമ്മൾ കിലോ വാട്ടിലേക്ക് ഡിവൈഡ് ബൈ 60 ചെയ്യുകയാണെങ്കിൽ കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് 3.517 kW എന്ന് വരും. ഓക്കെ. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ നമുക്ക് 1 ton ഓഫ് റിഫ്രിജറേഷൻ്റെ യൂണിറ്റ് നമുക്ക് കിട്ടി. എത്രയാണ്? 210 kJ/minute. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എ മെഷീൻ വിച്ച് ഈസ് capable ഓഫ് പ്രൊഡ്യൂസിങ് എ കൂളിംഗ് എഫക്റ്റ് അറ്റ് ദി റേറ്റ് ഓഫ് 210, ദാറ്റ് മീൻസ് 210 kJ/minute can be designated as 1 ton മെഷീൻ നമുക്ക് പറയാം. ദാറ്റ് മീൻസ് നമുക്കറിയാം ഏതെങ്കിലും ഒരു മെഷീൻ, റിഫ്രിജറേറ്റിംഗ് മെഷീൻ ഉണ്ട്, അതിന് ഒരു മിനിറ്റിൽ 210 kJ ഓഫ് ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് മെഷീൻ ഈസ് നോൺ ആസ് 1 ton മെഷീൻ നമുക്ക് പറയാം.
ഇതേ ഡെഫിനിഷൻ തന്നെ നമുക്ക് ചില ടെക്സ്റ്റ് ബുക്ക്, ദാറ്റ് മീൻസ് നമ്മുടെ കുർമി അതുപോലെ RK രജപുത്ത് പോലുള്ള ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും കൂടി നമുക്ക് കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ 907 കിലോഗ്രാം എന്നുള്ളത് 1000 കിലോഗ്രാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ എക്സാക്ട് ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ്, 907 കിലോഗ്രാം ആണ്. അത് ചില ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് 1000 കിലോഗ്രാം എന്നും പറയുന്നുണ്ട്. ഓക്കെ, അത് കാരണം വെച്ചാൽ കാൽക്കുലേഷൻ്റെ ഈസിനെസ്സിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. നമുക്ക് 907 ഒന്നുകൂടി ഓർമ്മിച്ച് വെക്കാൻ എളുപ്പം 1000 കിലോഗ്രാം ആണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചിട്ടുള്ളത്. പക്ഷേ എക്സാക്ട് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ 2000 പൗണ്ട്, ദാറ്റ് മീൻസ് 907 കിലോഗ്രാം ആണ്. അപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് കൂളിംഗ് എഫക്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ യൂണിഫോം മെൽറ്റിംഗ് ഓഫ് 1 ton of oil, that is 1000 kilogram of ice from -0 degree Celsius within 24 hours. ഓക്കെ, അപ്പോൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കൂളിംഗ് എഫക്റ്റ് നമ്മൾ 1000 കിലോഗ്രാം ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 233 കിലോ ജൂൾ പെർ മിനിറ്റ് ആയിരിക്കും വരിക. അതും അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് പിന്നീട് 210 കിലോ ജൂൾ പെർ മിനിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എക്സാക്ട് വാല്യൂ വിൽ ബി കമ്മിങ് അറൗണ്ട് 211.6 കിലോ ജൂൾ പെർ മിനിറ്റ് വെൻ വി ആർ കീപ്പിംഗ് ദ വാല്യൂ 907 കിലോഗ്രാം. അപ്പോൾ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഈ 907 കിലോഗ്രാം ഓഫ് ഐസ് നമ്മൾ ഉദ്ദേശിക്കുകയാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൺ ഓഫ് റിഫ്രിജറേഷൻ എന്താണെന്ന് പറഞ്ഞു. അതിൽ തന്നെ പിന്നെ എ മെഷീൻ വിച്ച് ഈസ് കാപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് എ കൂളിംഗ് എഫക്റ്റ് ഓഫ് 210 കിലോ ജൂൾ പെർ മിനിറ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് 1 ton മെഷീൻ. ഓക്കെ, അപ്പോൾ ഈ 1 ton എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടണ്ണേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഹീറ്റ് എക്സ്ട്രാക്ഷൻ കപ്പാസിറ്റിയാണ്. എത്രത്തോളം അതിന് ഹീറ്റ് വലിച്ചെടുക്കാൻ പറ്റുന്നത് ആ കപ്പാസിറ്റിയാണ് ഡെസിഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടണ്ണേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ചിലപ്പോൾ നമുക്കൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഡിഫൈൻ ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ, പിന്നീട് ഇനി അടുത്തത് നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ റെഫ്രിജറേഷൻ്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ എന്താണ്, ഇതുപോലെ റെഫ്രിജറേറ്റിംഗ് മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റെഫ്രിജറേറ്റിംഗ് മെഷീൻ്റെ പെർഫോമൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. അതുപോലെ ഹീറ്റ് എഞ്ചിൻ ആണെങ്കിൽ എന്താണ് പറയുക, ഈ ദ പെർഫോമൻസ് ഓഫ് ഹീറ്റ് എഞ്ചിൻ എന്താണ് ഒബ്റ്റൈൻ ബൈ യൂസിങ് ഇറ്റ്സ് എഫിഷ്യൻസി. അതേപോലെ തന്നെ നമുക്ക് ദ എഫിഷ്യൻസി ഓഫ് ദ റെഫ്രിജറേറ്റർ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയും. കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്, അതിന് COP എന്ന് അത് ഷോർട്ട് ഫോമിൽ പറയും. അപ്പോൾ നമുക്ക് എന്താണ് COP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, COP എന്ന് പറഞ്ഞാൽ അറിയാം, റെഫ്രിജറേറ്റർ നമ്മളത്തോളം എന്താണ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് അല്ലേ. റെഫ്രിജറേറ്റർ നമ്മളത്തോളം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, റെഫ്രിജറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ എക്സ്ട്രാക്ടിങ് ഹീറ്റ് ഫ്രം എ കോൾഡ് ബോഡി. അപ്പോൾ ആ ഒരു കോൾഡ് ബോഡിയിൽ നിന്ന് നമുക്ക് എത്രത്തോളം ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്നു അതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. ഇൻപുട്ടായിട്ട് നമുക്ക് റെഫ്രിജറേറ്റർ കൊടുക്കുന്നത് എന്താണ്, അത് വർക്ക് ഡൺ ഓൺ ദ റെഫ്രിജറന്റ് ഓർ കംപ്രസർ വർക്കാണ് നമുക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, ദാറ്റ് മീൻസ് ദ ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ബൈ ദ റെഫ്രിജറേറ്റർ ടു ദി വർക്ക് ഡൺ ഓൺ ദ റെഫ്രിജറന്റ്. ദാറ്റ് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഓഫ് എ റെഫ്രിജറേറ്റർ. ഓക്കെ, അപ്പോൾ റെഫ്രിജറേറ്റർ നമ്മളത്തോളം അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എത്ര ഹീറ്റ് വലിച്ചെടുത്തു, ദാറ്റ് മീൻസ് ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ഇൻ ദ റെഫ്രിജറേറ്റർ ഡിവൈഡഡ് അതിന് കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, വർക്ക് ഡൺ ഓൺ ദ റെഫ്രിജറന്റ് ഓൺ ദ ഫോം ഓഫ് കംപ്രസർ വർക്ക്. അപ്പോൾ അതിന് തിയററ്റിക്കൽ COP വി ക്യാൻ ഒബ്റ്റൈൻ ആസ് Q divided by W, where Q is the heat extracted and W is the work done. ഇതിന് ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ഡിഫൈൻ COP എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ദെൻ ഇനി പിന്നീട് നമുക്ക് ഒരു 7 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ്, കമ്പാരിസൺ ബിറ്റ്വീൻ എ റെഫ്രിജറേറ്റർ, എ ഹീറ്റ് പമ്പ് ആൻഡ് എ ഹീറ്റ് എഞ്ചിൻ. ഇത് മൂന്നും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി പറയും. ഇവിടെ ഞാൻ 3 സ്കീമാറ്റിക് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് 1 കാണുന്ന E for ഹീറ്റ് എഞ്ചിൻ ആൻഡ് സെൻട്രലിലുള്ളത് നമുക്ക് R for റെഫ്രിജറേറ്റർ ആൻഡ് അതിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് P for ഹീറ്റ് പമ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് മൂന്നും തമ്മിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, കമ്പയർ ബിറ്റ്വീൻ ഹീറ്റ് എഞ്ചിൻ, എ റെഫ്രിജറേറ്റർ ആൻഡ് ഹീറ്റ് പമ്പ്. അപ്പോൾ ഇവരുടെ മൂന്നും കാണുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നുന്നുണ്ടെങ്കിലും അത് ശരിക്കും ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് 1 ഹീറ്റ് എഞ്ചിൻ എടുക്കാം. അപ്പോൾ ഈ ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് എന്താണ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ കൺവേർട്ടിംഗ് ഹീറ്റ് എനർജി ഇൻ ടു മെക്കാനിക്കൽ വർക്ക് അല്ലേ. അപ്പോൾ അത് അവിടെ ഹീറ്റ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബൈ ബേണിംഗ് ദ ഫ്യൂവൽ, അല്ലെങ്കിൽ a hot body, a heat will be supplied from a hot body to the heat engine. That means according to this schematic diagram, a QT amount of heat is supplied to the heat engine. Then by utilizing that QT amount of heat, it will produce some amount of work. അപ്പോൾ അതുകൊണ്ടാണ് എഞ്ചിന് അങ്ങോട്ട് ആരോ മാർക്ക് കൊടുത്തിട്ടുള്ളത്. ഹീറ്റ് എഞ്ചിനിൽ QT amount of heat ഉപയോഗിച്ചിട്ട് അത് W amount of work പ്രൊഡ്യൂസ് ചെയ്യും.
and the remaining amount of heat energy will be rejected to the surrounding or cold body. അപ്പോൾ ആ റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് Q1 ആണ്, അതിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് Q2 ആണ്. ഓക്കെ, എന്തായാലും Q2 മസ്റ്റ് നോട്ട് ബി ഈക്വൽ ടു വർക്ക് ഡൺ അല്ലേ? നമുക്ക് കാരണം വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന 100% Q2 എമൗണ്ട് ഓഫ് ഹീറ്റും കംപ്ലീറ്റ് വർക്കാക്കി കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 100% എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹീറ്റ് എഞ്ചിനാണ്. അപ്പോൾ അതൊരിക്കലും നമുക്ക് പോസിബിൾ അല്ല. ഓക്കെ, അതുകൊണ്ടാണ് by utilizing Q2 amount of heat, it will produce some amount of work and then the remaining heat will be rejected to the surrounding or cold body. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കും? എഫിഷ്യൻസി ഈക്വൽ ടു എന്താണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഹീറ്റ് എഞ്ചിനെ സംബന്ധിച്ചോളം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? W എമൗണ്ട് ഓഫ് വർക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യും, ദാറ്റ് ഇസ് ഔട്ട്പുട്ട്. അതിന് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയാണ് അല്ലേ? അപ്പോൾ ഈ Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി നമ്മൾ കൊടുത്തു, അത് ഉപയോഗിച്ച് W എമൗണ്ട് ഓഫ് വർക്ക് പ്രൊഡ്യൂസ് ചെയ്തു, പിന്നെ Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഇസ് എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ? ദാറ്റ് ഈസ് Q2 മൈനസ് Q1. ഓക്കെ, Q2 മൈനസ് Q1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ഈക്വൽ ടു എന്തായിരിക്കും? വർക്ക് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് ദാറ്റ് മീൻസ് W ഡിവൈഡ് ബൈ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് Q2, ആൻഡ് ഔട്ട്പുട്ട് ആയിട്ട് W ഈക്വൽ ടു എന്താണ്? Q2 minus Q1. അപ്പോൾ Q2 minus Q1 divided by Q2 is the efficiency of a heat engine. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക? റെഫ്രിജറേറ്റർ എടുക്കുക. റെഫ്രിജറേറ്റർ ഇസ് എ റിവേഴ്സ്ഡ് ഹീറ്റ് എഞ്ചിൻ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ, നോക്കുക ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എ റെഫ്രിജറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ എക്സ്ട്രാക്ടിങ് ഹീറ്റ് ഫ്രം എ കോൾഡ് ബോഡി ആൻഡ് റിജക്റ്റിംഗ് Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് ടു ദി ഹോട്ട് ബോഡി. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ റെഫ്രിജറേറ്റർ സ്പേസിൽ എന്തായിരിക്കും? ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പോൾ നമുക്കറിയാം അക്കോർഡിംഗ് ടു ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ കോൾഡ് ബോഡി ടു എ ഹോട്ട് ബോഡി, നമുക്കറിയാം ഹീറ്റ് വിൽ ബി ആൾവേസ് ട്രാവലിംഗ് ഫ്രം ഹൈ ടെമ്പറേച്ചർ റീജിയൻ ടു ലോ ടെമ്പറേച്ചർ റീജിയൻ. ബട്ട് ഇൻ ഓർഡർ ടു travel heat from a cold body to or cold region to a high temperature or low temperature region to a high temperature region without the help of an external agency, it is impossible. അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു റെഫ്രിജറേറ്ററെ സംബന്ധിച്ചോളം നമുക്കറിയാം ഒരു കോൾഡ് ബോഡിയിൽ നിന്ന് ഒരു ഹോട്ട് ബോഡിയിലേക്ക് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു വർക്ക് നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ആ റെഫ്രിജറേറ്ററെ സംബന്ധിച്ചോളം WR വർക്ക് ഇങ്ങോട്ട് കൊടുക്കുന്നതായിട്ട് ആരോ വർക്ക് കാണാൻ കാരണം അല്ലേ? അപ്പോൾ നമുക്ക് ടു ട്രാൻസ്ഫർ ഹീറ്റ് Q1 ഫ്രം എ കോൾഡ് ബോഡി ടു എ ഹോട്ട് ബോഡി എന്താണ്? വിൽ ഹാവ് ടു സപ്ലൈ ആൻ അഡീഷണൽ എമൗണ്ട് ഓഫ് വർക്ക്. ഇൻ ദ കേസ് ഓഫ് റെഫ്രിജറേറ്റർ ദിസ് വർക്ക് ഈസ് സപ്ലൈഡ് in terms of compressor work. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി വാട്ട് വിൽ ബി ദ COP ഓഫ് എ റെഫ്രിജറേറ്റർ? COP ഓഫ് എ റെഫ്രിജറേറ്റർ ഈക്വൽ ടു എന്താണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് റെഫ്രിജറേറ്ററെ സംബന്ധിച്ചിടത്തോളം ഔട്ട്പുട്ട് എന്താണ്? എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്തു, അതായത് ഔട്ട്പുട്ട് ഏതാണ്? Q1. ദാറ്റ് മീൻസ് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് കോൾഡ് ബോഡിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തു, ദാറ്റ് ഈസ് ഔട്ട്പുട്ട്. ബൈ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? വർക്കാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്, ദാറ്റ് ഈസ് WR. അപ്പോൾ Q1 ബൈ WR is that is the COP of the refrigerator. അപ്പോൾ നമുക്ക് സപ്പോസ് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്തു, അതിന് വേണ്ടിയിട്ട് വർക്ക് നമ്മൾ സപ്ലൈ ചെയ്തു, അത് കഴിഞ്ഞിട്ട് Q2 എമൗണ്ട് ഓഫ് ഹീറ്റ്, അതായത് ദ കോമ്പിനേഷൻ ഓഫ് ദിസ് Q1 ആൻഡ് WR, Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് നമ്മൾ ഹോട്ട് ബോഡിയിലേക്ക് റിജക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ ദ നെറ്റ് വർക്ക് ഡൺ നമുക്ക് കിട്ടാൻ എന്താ ചെയ്യുക? നെറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു Q2 മൈനസ് Q1 ആണ് അല്ലേ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു Q2 മൈനസ് Q1 ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ എക്സ്പ്രഷൻ ഫോർ COP ഓഫ് എ റെഫ്രിജറേറ്റർ? ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു എന്താണ്? Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്തു, ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന എന്താണ്? വർക്ക് ഡൺ WR. ആൻഡ് WR ഈസ് ഈക്വൽ ടു എന്താ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? WR ഈസ് ഈക്വൽ ടു Q2 മൈനസ് Q1. അങ്ങനെയാണെങ്കിൽ ദ എക്സ്പ്രഷൻ ഫോർ COP ഓഫ് റെഫ്രിജറേറ്റർ ഈസ് ഈക്വൽ ടു Q1 ബൈ WR, or it will be equal to Q1 by Q2 minus Q1. That is the expression for COP of a refrigerator. Okay. പിന്നെ അടുത്തത് നമുക്ക് എന്താണ്? ഹീറ്റ് പമ്പാണ്. ഹീറ്റ് പമ്പിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഏറ്റവും ലാസ്റ്റ് P for heat pump. And the cycle of operation for both refrigerator and heat pump will be same. അതിനുള്ള ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. That means a refrigerator which can be used in summer season can be used as a heat pump which can be used heat pump in winter season. അപ്പോൾ റെഫ്രിജറേറ്റർ നമുക്ക് സമ്മർ സീസണിലാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഹീറ്റ് പമ്പ് എന്താണ് നമ്മൾ വിന്റർ സീസണിലാണ് യൂസ് ചെയ്യുന്നത്. എ റെഫ്രിജറേറ്റർ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ കൂളിംഗ് പർപ്പസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം എ ഹീറ്റ് പമ്പ് ഈസ് യൂസ്ഡ് ഫോർ ഹീറ്റിംഗ്.
ഹീറ്റിംഗ് പർപ്പസ്. ഓക്കെ, അപ്പോൾ സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ ഒക്കെ സെയിം തന്നെയാണ്. രണ്ടിൻ്റെയും എന്താണ്, നമുക്ക് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് പിന്നെ കോൾഡ് ബോഡിയിൽ നിന്ന് ഹീറ്റ് പമ്പ് സംബന്ധിച്ചിടത്തോളം കോൾഡ് ബോഡിയിൽ നിന്ന് ഹീറ്റ് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് വലിച്ചെടുക്കുന്നു, ആൻഡ് ദെൻ Q2 എമൗണ്ട് നമ്മൾ ഹോട്ട് ബോഡിയിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. പക്ഷേ ഇവിടെ ഹീറ്റ് പമ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് ഈ സപ്ലൈ ടു ദ ഹോട്ട് ബോഡി. നമ്മൾ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഹീറ്റ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ Q2 amount of heat is supplied to the hot body, that will become the output in the case of the heat pump. Okay, and input ആയിട്ട് നമ്മൾ എന്താ കൊടുക്കുന്നത്, then a work done on the system, that is WP. If WP denotes the work supplied to the heat pump, and Q2 is the input, Q2 is the output of the heat pump. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ എക്സ്പ്രഷൻ ഫോർ COP of a heat pump? COP ഹീറ്റ് പമ്പ് ഈക്വൽ ടു എന്നതുപോലെ തന്നെ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പോൾ നമ്മൾ ഹീറ്റ് പമ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഔട്ട്പുട്ട് എന്താണ്, എത്ര ഹീറ്റ് ഹോട്ട് ബോഡിയിലേക്ക് സപ്ലൈ ചെയ്തു, ദാറ്റ് മീൻസ് Q2 ഡിവൈഡഡ് ബൈ ഇൻപുട്ടായിട്ട് നമ്മൾ എന്താ കൊടുക്കുന്നത്, വർക്ക്, WP എമൗണ്ട് ഓഫ് WP ഓഫ് വർക്ക്. ഓക്കെ, അപ്പോൾ Q2 ബൈ WP വിൽ ബി ദ COP ഓഫ് എ ഹീറ്റ് പമ്പ്. ഓക്കെ, അതിൽ WP ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, അഗെയിൻ Q2 മൈനസ് Q1. ദെൻ COP ഓഫ് ഹീറ്റ് പമ്പ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, നമുക്ക് Q2 ബൈ Q2 മൈനസ് Q1. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മൂന്നും കൂടി കമ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടി ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു മാത്രം. റെഫ്രിജറേറ്ററിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ആദ്യം അതിൽ നമ്മൾ മിഡിൽ വണ്ണിലുള്ള ഈ റെഫ്രിജറേറ്റർ, അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഹീറ്റ് എഞ്ചിൻ വെച്ചിട്ട് പറയാം. ഹീറ്റ് എഞ്ചിൻ പറയുകയാണെങ്കിൽ ഇൻ ദ ഹീറ്റ് എഞ്ചിൻ the heat supplied to the engine is converted into useful work. If Q2 is the heat supplied to the engine and Q1 is the heat rejected from the engine, then the net work done by the engine will be equal to Q2 minus Q1, and efficiency or COP of heat engine is equal to output by input, that means work done divided by heat supply, and that is WE divided by Q2. Now W is equal to Q2 minus Q1 by Q2. These are about the heat engine. പിന്നെ നമുക്ക് ഇനി റെഫ്രിജറേറ്ററിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിലോ, റെഫ്രിജറേറ്റർ ഇസ് എ റിവേഴ്സ് ഹീറ്റ് എഞ്ചിൻ വിച്ച് മെയിൻറ്റെയിൻസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി ലോവർ ദാൻ ദി അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ TA. It is done by abstracting heat Q1 from a cold body and delivering it to a hot body Q2. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, ഈ Q1 എമൗണ്ട് ഓഫ് ഒരു കോൾഡ് ബോഡിയിൽ നിന്ന് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഒരു ഹോട്ട് ബോഡിയിലേക്ക് Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ക്ലോഷ്യർ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താവും, എ വർക്ക് ഹാസ് ടു ബി സപ്ലൈഡ്. അപ്പോൾ ഫോർ ഡൂയിങ് ദിസ് വർക്ക് ഈസ് റിക്വയർഡ് ടു ബി ഡൺ ഓൺ ദ റെഫ്രിജറേറ്റർ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ COP ഓഫ് റെഫ്രിജറേറ്റർ ഈസ് ഈക്വൽ ടു എന്താണ്, ഹീറ്റ് എക്സ്ട്രാക്റ്റഡ്. അതാണ് നമുക്ക് അതിൻ്റെ റെഫ്രിജറേറ്റർ സംബന്ധിച്ചോളം ഔട്ട്പുട്ടും പറഞ്ഞാൽ എന്താണ്, കോൾഡ് ബോഡിയിൽ നിന്ന് എത്ര ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്തു ഡിവൈഡഡ് ബൈ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന വർക്ക് ഡൺ. ആ ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് നമ്മുടെ ഈ സ്കീമാറ്റിക് ഡയഗ്രാം പ്രകാരം ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ഈസ് ഈക്വൽ ടു എന്താണ്, Q1. ഓക്കെ, അപ്പോൾ Q1 ബൈ WR ഓർ വിച്ച് ഈസ് ഈക്വൽ ടു Q1 ബൈ Q2 മൈനസ് Q1. അപ്പോൾ Q1 ബൈ Q2 മൈനസ് Q1 ഈസ് ദ expression for COP of the refrigerator. Then എന്താണ് നമുക്ക് ഹീറ്റ് പമ്പ്, a heat pump extracts heat Q1 from a cold body and delivers it to a hot body. So there is no difference between the cycle of operation of a heat pump and refrigerator. The main difference between the two is in their operating temperatures. Okay, where refrigerator which is used for cooling in summer can be used as a heat pump for heating in winter. അങ്ങനെയാണെങ്കിൽ the COP of a heat pump is equal to എന്താണ്, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര ഹീറ്റ് ഹോട്ട് ബോഡിയിലേക്ക് ഡെലിവർ ചെയ്തു, ഹീറ്റ് ഡെലിവേർഡ് ടു ദി ഹോട്ട് ബോഡി ഡിവൈഡ് ബൈ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. ദാറ്റ് മീൻസ് ആ ഹീറ്റ് ഡെലിവേർഡ് ഈസ് ഈക്വൽ ടു Q2 ആണ്. അപ്പോൾ Q2 ഡിവൈഡഡ് ബൈ WP വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, Q2 ബൈ Q2 മൈനസ് WP ഈസ് ഈക്വൽ Q2 മൈനസ് Q1 ആണ്. ഇത് തന്നെ ഈ Q2 ബൈ Q2 മൈനസ് Q1 നമുക്ക് എന്ത് എഴുതാം, Q1 ബൈ Q2 മൈനസ് Q1 പ്ലസ് 1 എഴുതാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, Q2 ബൈ Q2 മൈനസ് Q1 തന്നെ വരിക. ഈ Q1 ബൈ Q2 മൈനസ് Q1 എന്താണ്, ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ COP ഓഫ് എ റെഫ്രിജറേറ്റർ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, COP ഓഫ് എ ഹീറ്റ് പമ്പ് ഈസ് ഈക്വൽ ടു COP ഓഫ് എ റെഫ്രിജറേറ്റർ പ്ലസ് 1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റെഫ്രിജറേറ്ററിൻ്റെ COPൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടി, ഇഫ് യു ആർ ആഡിങ് 1 വിത്ത് ദ COP ഓഫ് റെഫ്രിജറേറ്റർ വിൽ ഗെറ്റ് ദ COP ഓഫ് എ ഹീറ്റ് പമ്പ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഫോർ ദ COP ഓഫ് എ ഹീറ്റ് പമ്പ് ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി. COP ഓഫ് ഹീറ്റ് പമ്പ് ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി. ഒരു റെഫ്രിജറേറ്ററിൻ്റെ COPയും നോർമൽ കേസ് എന്തായിരിക്കും, റെഫ്രിജറേറ്ററിൻ്റെ COP നമുക്ക് മോർ ദാൻ 1 ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ആ റെഫ്രിജറേറ്ററിൽ എന്താണ് COP ആണ്, ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ.
എന്തായാലും നമ്മൾ കൊടുക്കുന്ന വർക്കിനേക്കാൾ ഈക്വലൻ്റ് ആയിട്ടുള്ള ഹീറ്റ് എക്സ്ട്രാക്റ്റിനേക്കാൾ കൂടുതൽ ഹീറ്റ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോഴേ അതൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള റെഫ്രിജറേറ്റർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ എന്തായാലും നോർമൽ കേസിൽ the COP of a refrigerator will always be more than 1 ആയിരിക്കും here, and it may be equal to or less than 1 depending upon the situation. ഓക്കെ, അപ്പോൾ നോർമൽ കേസിൽ എന്തായിരിക്കും? COP ഓഫ് റെഫ്രിജറേറ്ററും മോർ ദാൻ 1 ആയിരിക്കും. അതുപോലെ തന്നെ COP ഓഫ് ഹീറ്റ് പമ്പ് എന്തായാലും മോർ ദാൻ 1 ആയിരിക്കും. കാരണം ഈ റെഫ്രിജറേറ്ററിന്റെ COPന്റെ കൂടെ 1 ആഡ് ചെയ്യുന്നതാണ് COP ഓഫ് ഹീറ്റ് പമ്പ്. ഓക്കെ, ഇതാണ് നമ്മൾ ഒരു റെഫ്രിജറേറ്റർ, ഒരു ഹീറ്റ് പമ്പ്, ഒരു ഹീറ്റ് എഞ്ചിൻ തമ്മിലുള്ള കമ്പാരിസൺ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് 7 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ്. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് എന്താണ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞു, എന്താണ് യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞു. ദെൻ അത് പറഞ്ഞു കഴിഞ്ഞ ശേഷം വാട്ട് ഇസ് മീൻ ബൈ COP ഓഫ് എ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം കമ്പാരിസൺ ബിറ്റ്വീൻ എ ഹീറ്റ് എഞ്ചിൻ, എ റെഫ്രിജറേറ്റർ ആൻഡ് ഹീറ്റ് പമ്പ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു മെത്തേഡ് ഓഫ് റെഫ്രിജറേഷൻസ് ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് റെഫ്രിജറേഷൻ ഉണ്ട്. അതിൽ ഒരു മെത്തേഡാണ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയാൻ ഏറ്റവും മുമ്പ് കാലത്ത് ഉണ്ടായിരുന്ന റെഫ്രിജറേഷൻ സിസ്റ്റം ആയിരുന്നു. അപ്പോൾ ഇവിടെ ഈ എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ എന്താണെന്ന് വെച്ചാൽ ആദ്യം എയർ ഈസ് യൂസിങ് ആസ് എ റെഫ്രിജറൻറ്റ്. അപ്പോൾ ഈ എയർ ഉപയോഗിച്ചിട്ട് എക്സ്പാൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി എന്താവും, എയറിൻ്റെ ടെമ്പറേച്ചർ കുറച്ചിട്ട് ദിസ് എയർ വിൽ ബി പാസ്ഡ് ടു ദ സ്പേസ് ടു ബി റെഫ്രിജറേറ്റഡ്. അപ്പോൾ അതുകൊണ്ടാണ് ദെൻ സിൻസ് എയർ ഈസ് യൂസിങ് ആസ് എ റെഫ്രിജറൻറ്റ് ഇറ്റ് ഈസ് നോൺ ആസ് ദി എയർ റെഫ്രിജറേഷൻ സിസ്റ്റം. പക്ഷേ ഇതിന് ഈ എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന് എന്താ വെച്ചാൽ കുറേ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സമയത്തൊന്നും നമ്മൾ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന എപ്പോഴാണ്, നമുക്ക് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ, ഒരു ലിക്വിഡ് റെഫ്രിജറൻറ്റ്. നമുക്കറിയാം, ഇപ്പോൾ നിങ്ങൾ ആൾറെഡി പഠിച്ചതാണ്, സാധാരണ മോസ്റ്റ് പ്രോബബ്ലി എല്ലാ റെഫ്രിജറൻറ്റും ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവില്ലേ. ഈ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഡ്യൂറിങ് ഇവാപ്പറേഷൻ അബ്സോർബ് ഇറ്റ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ. അപ്പോൾ അതുകൊണ്ട് അത് ആൻഡ് ദാറ്റ് ലിക്വിഡ് റെഫ്രിജറൻറ്റ് ബി കൺവേർട്ടിങ് ഇൻ ടു ഗ്യാഷ്യസ് റെഫ്രിജറൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ പക്ഷേ എയർ എന്തായിരിക്കും, എപ്പോഴും അത് ഗ്യാഷ്യസ് ഫേസിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന് അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്ന കൂളിംഗ് കപ്പാസിറ്റി, ഹീറ്റ് ക്യാരിങ് കപ്പാസിറ്റി കുറവായിരിക്കും. കാരണം ഞാൻ പറഞ്ഞു, ഒരു ഫേസ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്താണ് കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. പക്ഷേ എയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫേസ് ട്രാൻസ്ഫോർമേഷൻ ഇല്ല, അത് എപ്പോഴും ഗ്യാഷ്യസ് ഫേസിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താവും, എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ ഹീറ്റ് ക്യാരിങ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വോളിയം സിൻസ് അത് അറ്റ്മോസ്ഫിയർ പ്രഷറിന് ഏകദേശം ഈക്വലൻ്റ് ആയിട്ടുള്ള പ്രഷറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വോളിയം ഓഫ് എയർ ഹാൻഡിൽ ബൈ ദ കംപ്രസർ വിൽ ബി മോർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്രസറിൻ്റെയും എക്സ്പാൻഡറിൻ്റെ ഒക്കെ പവർ റിക്വയർമെൻ്റ് ഒക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് COP വളരെ കുറവായിരിക്കും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെച്ചാൽ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം ഈ നൗഎഡേയ്സ് കൂടുതലായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ദിസ് ആർ അബൌട്ട് ദി എയർ റെഫ്രിജറേഷൻ സൈക്കിൾ. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് എന്ത് വെച്ചാൽ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം തന്നെ കമ്പയർ ബിറ്റ്വീൻ ഓപ്പൺ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം ആൻഡ് ക്ലോസ്ഡ് ഓർ ഡെൻസ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം ഓർ ക്ലോസ്ഡ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം, ഇത് തമ്മിലുള്ള കമ്പാരിസൺ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കാരണം ഇതിൽ കൂടുതലായിട്ടൊന്നും ഈ മൊഡ്യൂളും ചോദിക്കാനില്ല. നമുക്ക് ഇനി അത് ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് കാർനോട്ട് സൈക്കിൾ, റിവേഴ്സ് കാർനോട്ട് സൈക്കിളും ബെൽകോൾമാൻ സൈക്കിളും കൂടി വരുന്നുള്ളൂ. അപ്പോൾ ഇതിന് ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉള്ളതാണ്. ചിലപ്പോൾ ഇത് തന്നെ 7 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നമുക്കറിയാം, എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസ് ചെയ്യാം, ഓപ്പൺ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം ആൻഡ് ക്ലോസ്ഡ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം. അപ്പോൾ ഈ ഓപ്പൺ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ എയറിനെ ഡിഫറെൻറ്റ് സൈക്കിൾ ഓഫ് ഓപ്പറേഷൻസിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞ ശേഷം എയർ എക്സ്പാൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി എയറിനെ കൂൾ ചെയ്യുന്നു. എന്നിട്ട് ഈ എയറിനെ ഡയറക്റ്റായിട്ട് നമുക്ക് കൂൾ ചെയ്യേണ്ട സ്പേസിലേക്ക് പാസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുന്നു, ഓപ്പൺ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയും. എന്നിട്ട് ആ എയർ നമുക്ക് കൂൾ ചെയ്യേണ്ട സ്പേസിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞ ശേഷം അവിടെ നിന്നുള്ള ഒബ്ജക്ട്സിനെല്ലാം നമുക്ക് ഹീറ്റ് അബ്സോർബ് ചെയ്തതിന് ശേഷം തിരിച്ച് അഗൈൻ നമുക്ക് അത് കംപ്രസർ പോയി ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂൾ ചെയ്തിട്ടുള്ള എയർ, അതായത് ഇവിടെ റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതും എയർ തന്നെയാണ്. ആ റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള എയർ നമുക്ക് കൂൾ ചെയ്യേണ്ട സ്പേസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പാസ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഓപ്പൺ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയും. ഓക്കെ, അതിന് പകരം നമ്മൾ ഈ ഓപ്പൺ വഴി പാസ് ചെയ്ത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും, ഈ എയർ ഉപയോഗിച്ചിട്ട് സെക്കൻഡറി റെഫ്രിജറന്റിനെ കൂൾ ചെയ്യാം. ഓക്കെ, ആ സെക്കൻഡറി റെഫ്രിജറന്റ് ആണ് സംടൈംസ് ഇറ്റ് മേ ബി ബ്രൈൻ സൊല്യൂഷൻ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ബി അനദർ എയർ ആയിരിക്കാം.
ഓക്കെ. എന്തായാലും നമ്മൾ ഈ ത്രോട്ട്ലിംഗ് എക്സ്പാൻഷൻ വഴി അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്തിട്ടുള്ള എയർ ആയിരിക്കില്ല ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്പേസിലേക്ക് പാസ് ചെയ്യിക്കുക. അതിന് പകരം ആ എയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു സെക്കൻഡറി റെഫ്രിജറന്റിനെ കൂൾ ചെയ്യും. എന്നിട്ട് ആ സെക്കൻഡറി റെഫ്രിജറന്റ് ആയിട്ടുള്ള ഇറ്റ് മേ ബി ബ്രൈൻ സൊല്യൂഷൻ ആവും, സാൾട്ട് വാട്ടർ സൊല്യൂഷൻ, അങ്ങനെ വേറെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ അനദർ ഫ്ലൂയിഡ്, വേറെ ഏതെങ്കിലും ഫ്ലൂയിഡ് ആയിരിക്കാം. അപ്പൊ അതിനെ കൂൾ ചെയ്തിട്ട് ആ ഒരു സെക്കൻഡറി റെഫ്രിജറന്റ് ആണ് നമുക്ക് കൂൾ ചെയ്യേണ്ട പിന്നെ ഏരിയയിലേക്ക് പാസ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഓപ്പൺ എയർ റെഫ്രിജറൻസും ക്ലോസ്ഡ് എയർ റെഫ്രിജറൻസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇപ്പോൾ ക്ലോസ്ഡ് എയർ റെഫ്രിജറൻസ് ഒന്നുകൂടി ഞാൻ പറയാം. എയർ ഡസ് നോട്ട് കം ഇൻ കോണ്ടാക്ട് ഡയറക്ട്ലി വിത്ത് ദ സ്പേസ് ടു ബി കൂൾഡ്. നമുക്ക് കൂൾ ചെയ്യേണ്ട സ്പേസിനായിട്ട് ഈ റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന എയർ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നില്ല. അതുപോലെ തന്നെ ദെയർ ഈസ് പാസ്ഡ് ത്രൂ ദ പൈപ്സ് ആൻഡ് കമ്പോണൻസ് ഓഫ് ദ സിസ്റ്റം അറ്റ് ഓൾ ടൈം ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ അബ്സോർബിംഗ് ഹീറ്റ് ഫ്രം അതർ ഫ്ലൂയിഡ്സ് ആൻഡ് ദിസ് ഫ്ലൂയിഡ് ഈസ് സർക്കുലേറ്റഡ് ഇൻ ടു ദ സ്പേസ് ടു ബി കൂൾഡ്. അപ്പൊ ഈ എയർ ഉപയോഗിച്ചിട്ട്, പ്രൈമറി റെഫ്രിജറന്റ് ആയിട്ടുള്ള ഈ എയർ ഉപയോഗിച്ചിട്ട് നമ്മൾ സെക്കൻഡറി ഫ്ലൂയിഡിനെ, ഒരു സെക്കൻഡറി റെഫ്രിജറന്റിനെ കൂൾ ചെയ്യും. ആ സെക്കൻഡറി റെഫ്രിജറന്റ് ആണ് നമുക്ക് കൂൾ ചെയ്യേണ്ട സ്പേസിലേക്ക് പാസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ക്ലോസ്ഡ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയും. അപ്പൊ ചിലപ്പോൾ ഇനി അടുത്ത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതുപോലെ തന്നെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അഡ്വാൻറ്റേജ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ക്ലോസ്ഡ് സിസ്റ്റം ഓവർ ഓപ്പൺ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം? ഈ ക്ലോസ്ഡ് സിസ്റ്റം എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ്? എയർ റെഫ്രിജറേഷൻ സിസ്റ്റം തന്നെയാണ് കേട്ടോ. അപ്പൊ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ക്ലോസ്ഡ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം ഓവർ ഓപ്പൺ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം? അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്ക്. അപ്പൊ എന്താണ് ഓപ്പൺ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് ഞാൻ പറഞ്ഞു, എന്താണ് ക്ലോസ്ഡ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു. അപ്പൊ ക്ലോസ്ഡ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം നോക്ക്, it can work at suction pressure higher than atmospheric, which reduces the volume handled by the compressor and expander. അപ്പോൾ നമുക്ക് ഓപ്പൺ എയർ സിസ്റ്റത്തിൽ മാക്സിമം സക്ഷൻ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അതിലും കൂടിയ പ്രഷറിൽ നമുക്ക് കംപ്രസറിനുള്ളിലേക്ക് എടുക്കാൻ പറ്റില്ല. നേരെ മറിച്ച് അത് നമുക്ക് ക്ലോസ് എയർ റെഫ്രിജറേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സക്ഷൻ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും കുറച്ചും കൂടി കൂടിയ പ്രഷറിൽ നമുക്ക് എന്ത് ചെയ്യാം? കംപ്രസറിനുള്ളിലേക്ക് എടുക്കാം, സക്ഷൻ പ്രഷർ ആക്കിയിട്ട് എടുക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? വോളിയം ഹാൻഡിൽ ചെയ്യുന്ന കംപ്രസറും എക്സ്പാൻഡറും കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്രസറിന്റെ എക്സ്പാൻഡറും കപ്പാസിറ്റി കുറക്കാൻ കഴിയും. രണ്ടാമതായിട്ട് എന്താണ്? ഇൻ ഓപ്പൺ എയർ സിസ്റ്റത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞു, എന്താണ്? ആഫ്റ്റർ എക്സ്പാൻഷൻ ദ കോൾഡ് എയർ, അതായത് റിഫ്രിജറേറ്റ് ആയിട്ടുള്ള കോൾഡ് എയർ ആണ് നമുക്ക് കൂൾ ചെയ്യേണ്ട സ്പേസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പാസ് ചെയ്യുന്നത്. അപ്പൊ ഈ എയർ എന്താവും? അവിടെ നമുക്ക് കൂൾ ചെയ്യേണ്ട ഏരിയ എന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വെച്ചാൽ നമുക്ക് അവിടെ കൂൾ ചെയ്യാൻ വെച്ചിട്ടുള്ള പ്രൊഡക്റ്റ് എന്താവും? ചിലപ്പോൾ മോയ്സ്ചർ കണ്ടന്റ് കൂടി ഈ എയറിന്റെ കൂടെ പിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, മിക്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. തിരിച്ചെന്ത് ചെയ്യും? ഈ എയർ തിരിച്ച് ഇതുപോലെ തന്നെ കംപ്രസർ പോയി കംപ്രസ് ചെയ്ത് എക്സ്പാൻഷൻ ഡിവൈസ് പോയി എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്താവും? ഈ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എയറിന് ടെമ്പറേച്ചർ കുറയല്ലോ. എന്നിട്ട് ആഫ്റ്റർ എക്സ്പാൻഷൻ ഈ എയർ പിന്നീട് അഗെയിൻ നമുക്ക് കൂൾ ചെയ്യേണ്ട സ്പേസിലേക്ക് പാസ് ചെയ്യുക ചെയ്യാം. അപ്പൊ ആ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്താവും? എയറിന്റെ കൂടെ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവുമല്ലോ, ഓപ്പൺ എയർ റെഫ്രിജറേഷൻ ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ ആ മോയ്സ്ചർ കണ്ടന്റ് എന്ത് സംഭവിക്കും? ചിലപ്പോൾ അത് ഫ്രീസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞ് എന്താവും? ആ ലൈൻ്റെ പൈപ്പ് ലൈൻ്റെ ഉള്ളിൽ ചോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഓപ്പൺ എയർ റെഫ്രിജറേഷൻ ആകുമ്പോൾ അങ്ങനെ ഒരു ചാൻസ് വരുന്നുണ്ട്. ക്ലോസ് എയർ റെഫ്രിജറേഷൻ ആ ഒരു ഡിഫിക്കൽറ്റി വരുന്നില്ല. കാരണം എന്താണ്? ഇൻ ക്ലോസ് എയർ സിസ്റ്റം റെഫ്രിജറേഷൻ സിസ്റ്റം ദ എയർ ഡസ് നോട്ട് കം ഇൻ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ സ്പേസ് ടു ബി കൂൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന എയർ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മോയ്സ്ചർ കണ്ടന്റ് ആവാനുള്ള ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രഷർ റേഷ്യോ റിഡ്യൂസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? COP ഓഫ് എ ക്ലോസ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം വിൽ ബി മോർ ദാൻ ദാറ്റ് ഓഫ് ഓപ്പൺ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം. അപ്പൊ ഈ ഒരു 3 ദ അഡ്വാൻറ്റേജസ് ഓഫ് ക്ലോസ്ഡ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം ഓവർ ഓപ്പൺ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതും നോട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു ഇല്ലേ? എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ എന്താണ്? എയർ ഈസ് യൂസിങ് ആസ് എ വർക്കിംഗ് സബ്സ്റ്റൻസ് പറഞ്ഞു. അപ്പൊ ഈ എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഇനിയിപ്പോൾ 2 റെഫ്രിജറേഷൻ സൈക്കിൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്ത്? ഒന്ന് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം വർക്കിംഗ് ഓൺ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളും, രണ്ടാമത്തെ എന്താണ്? എയർ റെഫ്രിജറേഷൻ സിസ്റ്റം വർക്കിംഗ് ഓൺ റിവേഴ്സ്ഡ് ബ്രൈറ്റൺ സൈക്കിൾ ഓർ ബെൽ കോൾമാൻ സൈക്കിൾ എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു, നമ്മൾ തെർമൽ എഞ്ചിനീയറിംഗിൽ IC എഞ്ചിൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ആദ്യം നമ്മൾ എയർ സ്റ്റാൻഡേർഡ് സൈക്കിളാണ് പഠിച്ചത് അല്ലേ? അപ്പൊ ആ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ അവിടെ നമ്മൾ പഠിച്ച സമയത്ത് ആദ്യത്തെ തിയററ്റിക്കൽ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ടെഡി കാർനോട്ട് സൈക്കിളായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം പഠിക്കുന്ന സമയത്ത് ദ ഫസ്റ്റ് തിയററ്റിക്കൽ സൈക്കിൾ ഡെവലപ്ഡ് ബൈ ദി
റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ. ഓക്കെ, റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളാണ്. അപ്പോൾ ഈ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൽ നമ്മൾ കാർനോട്ട് സൈക്കിളിലെ പോലെ തന്നെ 4 പ്രോസസ്സ്, അതായത് 2 ഐസോതെർമൽ പ്രോസസ്സും 2 ഐസെൻട്രോപിക് പ്രോസസ്സും. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ച ആ കാർനോട്ട് സൈക്കിളിൻ്റെ നേരെ റിവേഴ്സ് ആണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ നമ്മൾ പി വി ഡയഗ്രം ടി എഫ് ഡയഗ്രം വെച്ചിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ചിലപ്പോൾ നമുക്ക് ഒന്നുകിൽ 7 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിറൈവ് ദ expression for COP of an air refrigerator working on reverse Carnot cycle. ഒന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, എക്സ്പ്ലെയിൻ ദ റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ വിത്ത് പി വി ആൻഡ് ടി എഫ് ഡയഗ്രം. ഇങ്ങനെ 2 രീതിയിലും ഇതിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ 4 പ്രോസസ്സ് ഒന്ന് നോക്കുക. നമ്മൾ പറഞ്ഞു ഇവിടെയും 4 പ്രോസസ്സാണുള്ളത്. ആദ്യം 1 to 2 എന്താ, വിത്ത് ഹെൽപ്പ് ഓഫ് പി വി ഡയഗ്രാം ആൻഡ് ടി എഫ് ഡയഗ്രാം നമ്മൾ പറയാം. 1 to 2 എന്ന് പറഞ്ഞാൽ ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ്. ദാറ്റ് മീൻസ് എന്താണ്, നമ്മൾ റെഫ്രിജറന്റ് ആയിട്ടുള്ള എയർ വിൽ ബി കംപ്രസ്ഡ് ഐസെൻട്രോപിക്കലി ഫ്രം 1 to 2 so that its pressure will be increased from P1 to P2. Volume will be, അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഓട്ടോമാറ്റിക്കായി റെഡ്യൂസ് ചെയ്യും. വോളിയം will be decreased from V1 to V2 and its temperature will be increased from T1 to T2. Since it is an isentropic compression process, അതുകൊണ്ടാണ് no heat will be absorbed or rejected by the system. Okay, then അപ്പോൾ അത് കഴിഞ്ഞു. ആൻഡ് ദെൻ ആഫ്റ്റർ സെക്കൻഡ് പ്രോസസ് ആണ് 2 to 3, that is isothermal compression process. അപ്പോൾ ഈ isothermal compression process എന്താണ്, after isentropic compression the air will be compressed isothermally from 2 to 3 so that isothermally compressed ചെയ്യുന്ന സമയത്ത് its pressure will be increased from P2 to P3 and then its volume will be reduced from V2 to V3. ഹലോ ഹലോ സാർ, അതെ യൂട്യൂബിൽ വീഡിയോ ലൈവ് കാണില്ല എന്ന് പറഞ്ഞ് ഒരാൾ പറഞ്ഞായിരുന്നു. സ്ക്രീൻ ഓക്കെ സാർ. ഉണ്ടാവില്ല സാറേ, ഞാനൊന്ന് ക്ലിയർ അല്ലേ? ഓക്കെ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ക്ലിയർ ഉണ്ടല്ലേ? ഓക്കെ. ഓക്കെ, സെക്കൻഡ് പ്രോസസ് ആണെങ്കിൽ ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ് ആണ്. ഇപ്പോൾ ഡ്യൂറിങ് ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ് നമുക്കറിയാം എന്താണ്, പ്രഷർ വിൽ ബി ഇൻക്രീസ് ഫ്രം P2 to P3 ആൻഡ് വോളിയം വിൽ ബി ഡിക്രീസ് ഫ്രം V2 to V3. ഐസോതെർമൽ കംപ്രഷൻ ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ കംപ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് എന്ത് ചെയ്യണം, പുറത്തേക്ക് റിജക്ട് ചെയ്യണം. അപ്പോൾ എയറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഹീറ്റ് വിൽ ബി റിജക്റ്റഡ് ബൈ ദി എയർ ഡ്യൂറിങ് ദിസ് പ്രോസസ് 2 to 3 അല്ലേ? അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 2 to 3 എന്ന് പറയുന്ന പ്രോസസ്സിലാണ് എയറിനെ സംബന്ധിച്ചിടത്തോളം ഹീറ്റ് റിജക്ട് ചെയ്യുന്നത്. അപ്പോൾ അറ്റ് ടെമ്പറേച്ചർ T2 = T3 ഡ്യൂറിങ് ദിസ് ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ് നമുക്കറിയാം. ടി എഫ് ഡയഗ്രം നോക്കുക. 1 to 2 നമുക്കറിയാം ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ്, ദാറ്റ് ഈസ് S1 = F2 ആൻഡ് പിന്നെ ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ് നമുക്കറിയാം 2 to 3, അതായത് T2 ടെമ്പറേച്ചർ T2 = T3. അങ്ങനെയാണെങ്കിൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ if there is an entropy change during this compression process then the expression for heat rejected is equal to എന്താണ്, T3 into S2 minus S3 or T3ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, T3 = T2 തന്നെയാണ്. അപ്പോൾ T2 into that change in entropy, that is T2 into S2 minus S3. That is the expression for heat rejected during this isothermal compression process. Okay, അത് കഴിഞ്ഞ ശേഷം നമുക്ക് മൂന്നാമത്തെ പ്രോസസ്സാണ് എന്താണ്, ഐസെൻട്രോപിക് എക്സ്പാൻഷൻ പ്രോസസ്. അപ്പോൾ 3 to 4 ഡ്യൂറിങ് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ പ്രോസസ് പ്രഷർ വിൽ ബി റെഡ്യൂസ്ഡ് ഫ്രം P3 to P4 ആൻഡ് വോളിയം വിൽ ബി ഇൻക്രീസ്ഡ് ഫ്രം V4 to V4, V3 to V4 and the temperature will be reduced from T3 to T4. And during this isentropic compression, constant entropy, isentropic compression process also, no heat will be absorbed or rejected by the system.
And then നാലാമത്തെ പ്രോസസ്സാണ് from 4 to 1 is isothermal expansion process. And during this isothermal expansion process also temperature remains constant, that is T4 equal to T1. Pressure will be decreased from T4 to P1 and volume will be increased from V4 to V1. And ഈ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്താവും, നമുക്ക് അതിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്താവും, അതിൻ്റെ ഉള്ളിൽ റെഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് മസ്റ്റ് ബി അബ്സോർബ് ഫ്രം ദി സറൗണ്ടിങ്. അപ്പോൾ നമ്മൾ എയറെ സംബന്ധിച്ചിടത്തോളം എന്താണ്, during isothermal expansion process heat will be absorbed by the air, കാരണം not to make the temperature constant. അപ്പോൾ നമുക്ക് 4 to 1 കഴിഞ്ഞ പ്രോസസ്സിലാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് വിൽ ബി അബ്സോർബ് ബൈ ദി എയർ. ആൻഡ് 2 to 3 കഴിഞ്ഞ പ്രോസസ്സിലാണെങ്കിൽ എന്താണ്, ഹീറ്റ് റിജക്റ്റഡ് ബൈ ദി എയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ 4 പ്രോസസ്സ് നമുക്ക് ഒന്നുകൂടി നോക്കാം. 4 പ്രോസസ്സ്. ഫസ്റ്റ് വൺ ഈസ് ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ്, നോ ഹീറ്റ് ഈസ് അബ്സോർബ് റിജക്റ്റഡ് ബൈ ദി എയർ. Second one is isothermal compression process. ഈ isothermal compression processന്റെ സമയത്താണ് heat is rejected by air during this process and is given by, നമുക്കറിയാം, heat rejected is equal to T3 into S2 minus S3. That is T3 also equal to T2 ആണ്, കാരണം isothermal process അല്ലേ. അപ്പോൾ T2 into S2 minus S3 എഴുതി. മൂന്നാമത്തെ പ്രോസസ്സായിരുന്നു ഐസെൻട്രോപിക് എക്സ്പാൻഷൻ പ്രോസസ് 3 to 4. ഈ പ്രോസസ്സിൽ നോ ഹീറ്റ് ഈസ് അബ്സോർബ് റിജക്റ്റഡ് ബൈ ദി എയർ. ആൻഡ് നാലാമത്തെ പ്രോസസ്സായിരുന്നു isothermal expansion process. ഈ isothermal expansion processലാണ് എയർ സംബന്ധിച്ചിടത്തോളം ഹീറ്റ് ഈസ് അബ്സോർബ് ആൻഡ് ദ ഹീറ്റ് അബ്സോർബ് ബൈ ദ എയർ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു, ഇവിടെ നോക്ക്, T4 into if there is a change in entropy from S4 to S1 at a constant temperature T4 equal to T1, then the expression for heat absorbed is equal to എന്താണ്, T4 into change in entropy, that is T4 into S1 minus S4. ഓക്കെ, അപ്പോൾ T4 into S1 minus S4. T4 equal to T1 ആണ്. ഇവിടെ നമുക്കറിയാം ഐസോതെർമൽ പ്രോസസ് അല്ലേ, T4 equal to T1 ആണ്. അപ്പോൾ നമുക്ക് T4 പകരം T1 കൊടുക്കാം. അപ്പോൾ T1 into S2 minus S3. ഓക്കെ, അതുപോലെ തന്നെ സിൻസ് S1 equal to S2 ആൻഡ് S4 equal to S3 ആയതുകൊണ്ട് തന്നെ നമുക്ക് S1 minus S4 പകരം S2 minus S3 കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ദ എക്സ്പ്രഷൻ ഫോർ ഹീറ്റ് അബ്സോർബ്ഡ് ഈസ് ഈക്വൽ T1 into S2 minus S3. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്, ഈ എക്സ്പ്രഷൻ ഫോർ ഹീറ്റ് അബ്സോർബ്ഡും ഹീറ്റ് റിജക്റ്റഡും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തെർമൽ എഞ്ചിനീയറിംഗിൽ പഠിച്ചിട്ടുണ്ട്, ദ ഐഡിയൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എന്താണ്, ഹീറ്റ് റിജക്റ്റഡ് മൈനസ് ഹീറ്റ് അബ്സോർബ്ഡ് ആണ്. അപ്പോൾ ഹീറ്റ് റിജക്റ്റഡ് എക്സ്പ്രഷൻ എന്താണ്, T2 into S2 minus S3 മൈനസ് ഹീറ്റ് അബ്സോർബ്ഡ് ഉള്ളതോ T1 into S2 minus S3. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദെൻ COP ഓഫ് റെഫ്രിജറേറ്റർ ഈക്വൽ ടു എന്താണ്, നമ്മൾ ആസ് പെർ അവർ ഡെഫിനിഷൻ COP ഓഫ് റെഫ്രിജറേറ്റർ ഈസ് ഈക്വൽ ടു ഹീറ്റ് അബ്സോർബ്ഡ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ. നമ്മൾ പറഞ്ഞു ഹീറ്റ് അബ്സോർബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സിലാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. ആ ഹീറ്റ് അബ്സോർബിലെ ഡെഫിനിഷൻ എന്തായിരുന്നു, ഹീറ്റ് അബ്സോർബിലെ എക്സ്പ്രഷൻ എന്തായിരുന്നു, T1 into S2 minus S3 തന്നെയാണ്. അപ്പോൾ T1 into S2 minus S3 ഡിവൈഡഡ് ബൈ എന്താവും, വർക്ക് ഡൺ എക്സ്പ്രഷൻ എന്താണ്, T2 into S2 minus S3 മൈനസ് T1 into S2 minus S3. ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും S2 minus S3 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി ദ എക്സ്പ്രഷൻ ഫോർ COP ഓഫ് റെഫ്രിജറേറ്റർ വിൽ ബിക്കം T1 by T2 minus T1. നിങ്ങൾ ഇത്ര മാത്രം നോക്കിയാൽ മതി. രണ്ട് ടെമ്പറേച്ചർ റേഞ്ച് T1 T2 അല്ലെങ്കിൽ T4 T3 രണ്ടും സെയിം അല്ലേ. അപ്പോൾ ലോവർ ടെമ്പറേച്ചർ എന്താണ്, T1 ഹയർ ടെമ്പറേച്ചർ T2. ലോവർ ടെമ്പറേച്ചർ T1 ഹയർ ടെമ്പറേച്ചർ T2. ഈ രണ്ട് ടെമ്പറേച്ചർ റേഞ്ച് നമുക്ക് തന്നു കഴിഞ്ഞാൽ we can obtain the expression for COP of a refrigerator by reverse Carnot cycle is T1 by T1 lowest temperature divided by T2 minus T1. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം COP of refrigerator കിട്ടിക്കഴിഞ്ഞാൽ what will be the expression for COP of heat pump, that is COP of refrigerator plus 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കിട്ടിയ വാല്യൂവിനെ തന്നെ +1 കൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഇറ്റ് വിൽ ബിക്കം ഓട്ടോമാറ്റിക്കലി T2 by T2 minus T1 ആയി മാറും. ഈ T1 പകരം T2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി മാറി, COP of a ഹീറ്റ് പമ്പായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് T1 ലോവസ്റ്റ് ടെമ്പറേച്ചറും T2 ഹയസ്റ്റ് ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ എക്സ്പ്രഷൻ ഫോർ ഹീറ്റ് എഞ്ചിൻ. ഹീറ്റ് എഞ്ചിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എങ്ങനെ എഴുതിയിരുന്നത്, Q2 minus Q1 by Q2 എന്നായിരുന്നു. അപ്പോൾ അത് ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചറിൽ എങ്ങനെ എഴുതാം, T2 minus T1 divided by T2. ഓക്കെ, ഇനി നമുക്കെന്ന് വെച്ചാൽ ഇതിൽ ഇതിൽ നിന്നുള്ള ഒരു പ്രോബ്ലം സാധാരണ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. നമുക്കെന്ന് വെച്ചാൽ ഒന്നുകിൽ നമുക്ക് എന്തായാലും റിവേഴ്സ് കാർനോട്ട് സൈക്കിളിലെ ആ പ്രോസസ്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നുകിൽ ചോദിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അത് പ്രോബ്ലം ചെയ്യും. അത് 100% ഷുവറാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം കാർനോട്ടിലുള്ള പ്രോബ്ലം. നമുക്ക് ആകെ ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചാൽ മതി, ഇതിലുള്ള ഏത് പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്, ഈ COP ഓഫ് റെഫ്രിജറേറ്റർ ഈസ് ഈക്വൽ ടു ഹീറ്റ് അബ്സോർബ് ഡിവൈഡ് ബൈ വർക്ക്. അത് കോമൺ ഇക്വേഷൻ. ദെൻ പിന്നെന്താണ്, T1 T2 തന്നു കഴിഞ്ഞാൽ ദ എക്സ്പ്രഷൻ ഫോർ COP
of the refrigerator എന്താണ് T1 by T2 minus T1. Then expression for COP of the heat pump ആണെങ്കിലോ T2 by T2 minus T1. And expression for efficiency of heat engine equal to എന്താണ് T2 minus T1 divided by T2. ഈ ഇക്വേഷൻസ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള ഒരു 2 ചെറിയ പ്രോബ്ലം മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ 2 പ്രോബ്ലം ഓരോ പ്രാവശ്യം മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് ആലോചിച്ചാൽ കണ്ടാൽ തന്നെ അത് അത്രയും സിമ്പിൾ പ്രോബ്ലമാണ്. ചിലപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ പ്രോബ്ലം തന്നെ നമുക്ക് കിട്ടിക്കൂടാനില്ല. അപ്പോൾ അതിൽ ഫസ്റ്റ് ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മെഷീൻ വർക്കിംഗ് ഓൺ എ കാർനോട്ട് സൈക്കിൾ ഓപ്പറേറ്റ് ബിറ്റ്വീൻ 305 കെൽവിൻ. അപ്പോൾ നമ്മൾ ആദ്യം കെൽവിനിൽ തന്നിട്ടില്ല, ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് കെൽവിനിലേക്ക് എത്ര യൂണിറ്റിൽ കെൽവിനിലേക്ക് മാറ്റണം എന്നുള്ള കാര്യം ഓർമ്മിക്കുക. പലരും വരുത്തുന്ന തെറ്റ് അവിടെയാണ്. നമ്മൾ ഡിഗ്രി സെൽഷ്യസിലേക്ക് ചിലപ്പോൾ തരും, അത് പക്ഷേ പ്ലസ് 273 ആഡ് ചെയ്തിട്ട് നമ്മൾ അതായത് കെൽവിനിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ ആൾറെഡി നമുക്ക് കെൽവിനിൽ തന്നിട്ടുണ്ട് ബിറ്റ്വീൻ 305 കെൽവിൻ ആൻഡ് 260 കെൽവിൻ. അപ്പോൾ എ മെഷീൻ വർക്കിംഗ് ഓൺ എ കാർനോട്ട് സൈക്കിൾ ഓപ്പറേറ്റ് ബിറ്റ്വീൻ 305 കെൽവിൻ ആൻഡ് 260 കെൽവിൻ. That means എന്താണ് T1 equal to ചെറിയ വാല്യൂ 260 Kelvin and T2 equal to 305 Kelvin. Determine the COP when it is operated as a refrigerating machine and a heat pump and a heat. ഇതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചേഴ്സ് എടുത്തെഴുതുക. T1 equal to 260 Kelvin, T2 equal to 305 Kelvin. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ when it is operated as COP equal to T1 by T2 minus T1. T1 equal to 260, T2 equal to 305 substitute ചെയ്ത് കഴിഞ്ഞാൽ we'll get the COP of refrigerator as 5.78. അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ COP of heat pump എന്ത് ചെയ്തു, നമുക്ക് ഒന്നുകിൽ T2 by T2 minus T1 എന്ന് വെച്ച് എഴുതാം. എല്ലാന്നുണ്ടെങ്കിൽ COP of ഈ റെഫ്രിജറേറ്ററിന്റെ കിട്ടിയ COPന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ COP of heat pump ആയി. പിന്നെ നമുക്ക് എന്താണ് വിത്ത് സെയിം ടെമ്പറേച്ചർ the COP of heat engine equal എന്താണ് T2 minus T1 by T2. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ഈക്വൽ ടു 0.147. ഓക്കെ, ഇതൊരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതിൽ ചോദിച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം ഇതുപോലെ തന്നെ നമുക്കറിയാം എ കോൾഡ് സ്റ്റോറേജ് ഈസ് ടു ബി മെയിൻറ്റെയിൻഡ് അറ്റ് -5 ഡിഗ്രി സെൽഷ്യസ് വൈൽ ദ സറൗണ്ടിങ്സ് ആർ അറ്റ് 35 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് -5 ഡിഗ്രി സെൽഷ്യസ് ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറഞ്ഞാൽ ദാറ്റ് ഈസ് T1 ഈക്വൽ ടു -5 ഡിഗ്രി സെൽഷ്യസ്. ദാറ്റ് മീൻസ് -5 + 273. While the surroundings are at 35 degrees Celsius എന്ന് പറഞ്ഞാൽ hot body temperature, that means T2 at 235 + 273. Then heat leakage from surroundings into the cold storage is estimated to be 29 kilowatt. അപ്പോൾ നമ്മൾ എന്താ പറയുക, എന്തായാലും -5 ഡിഗ്രി സെൽഷ്യസ് ഉള്ളിലുണ്ട്, പുറത്ത് 35 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിൽ എന്തായാലും ഔട്ട്സൈഡ് ഇൻസൈഡിലേക്ക് ഒരു ഹീറ്റ് ലീക്കേജ് ഉണ്ടാവും. ആ ഹീറ്റ് ലീക്കേജ് ആണ് 29 കിലോവാട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ശരിക്കും നമ്മളോട് ഇങ്ങനെ അതൊന്ന് നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ശരിക്കും നമുക്ക് വേണ്ട റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ആണ് ശരിക്കും ഈ 29 കിലോവാട്ട്. കാരണം ആഫ്റ്റർ അറ്റൈനിങ് ദ ടെമ്പറേച്ചർ -5 ഡിഗ്രി സെൽഷ്യസ്, then if you are continuously removing this 29 kilowatt of heat, then only we will be able to keep it at a temperature of -5 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അതുകൊണ്ട് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ കൂളിംഗ് എഫക്റ്റ് ആണ് 29 കിലോവാട്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. ഓക്കെ, then the actual COP of the refrigeration plant is 1/3 of an ideal plant working between the same temperature. അപ്പോൾ ഐഡിയൽ COP ഉണ്ട്. ആക്ച്വൽ COP എന്ന് പറഞ്ഞാൽ ആ ഐഡിയൽ COPന്റെ 1/3 പറയുന്നത്. ഫൈൻഡ് ദ പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദി പ്ലാന്റ്. ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇതും ഒരു പ്രാവശ്യമായിട്ട് എക്സാമിൽ ചോദിച്ചായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പവർ റിക്വയർഡ് ആണ് നമ്മൾ ചോദിച്ചത്. പവർ റിക്വയർഡ് എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്. അപ്പോൾ വർക്ക് ഡൺ എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ എടുത്തുള്ളൂ. എന്താണ് ഇവിടെ കാണാം, ആക്ച്വൽ COP ഈക്വൽ എന്താ റിഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ. അപ്പോൾ ഇതിലുള്ള ഈ വർക്ക് ഡൺ ആണ് ചോദിച്ചത്. അപ്പോൾ വർക്ക് ഡൺ ഈക്വൽ ടു എന്തായി വരും, റിഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡ് ബൈ ആക്ച്വൽ COP. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, COP കാണണം. COP കാണാൻ വേണ്ടി നമുക്കറിയാം തിയറിറ്റിക്കൽ COP കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, T1 ഉം T2 ഉം തന്നിട്ടുണ്ട്. -5 ഡിഗ്രി സെൽഷ്യസും 35 ഡിഗ്രി സെൽഷ്യസും. അപ്പോൾ -5 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞാൽ 268 കെൽവിനും നമുക്ക് 35 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞാൽ 308 കെൽവിനും. അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് നമ്മൾ തിയറിറ്റിക്കൽ COP ഈക്വൽ T1 by T2 minus T1 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 6.7 കിട്ടി. പക്ഷേ ആക്ച്വൽ COP എന്ന് പറഞ്ഞാൽ ഇതിന് 1/3 ആണ്. അപ്പോൾ 1/3 × 6.7 ചെയ്യാം. അപ്പോൾ നമുക്ക് ആക്ച്വൽ COP 2.23 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ട ആക്ച്വൽ COP ഈക്വൽ ടു 2.23 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു റിഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ. അപ്പോൾ നമുക്ക് റിഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്താണ് ഞാൻ പറഞ്ഞു, എന്താണ് ഹീറ്റ് ലീക്കേജ് ഈക്വൽ 29 കിലോവാട്ട് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവർ റിഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി, റിഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പറഞ്ഞാൽ നമ്മൾ 29
ഡിവൈഡ് ബൈ ആക്ച്വൽ COP കിട്ടിയ വാല്യൂ 2.23. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 13 കിലോ വാട്ട്സ് കിട്ടി. ദാറ്റ് ഈസ് അവർ വർക്ക് ഡൺ. ഈ 13 കിലോ വാട്ട് ഓഫ് വർക്ക് ഡൺ ആണ് നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് പ്രോബ്ലം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലം മാക്സിമം ഇതിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ കഴിഞ്ഞു. ഇനി നമുക്ക് വിൽ ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദി എയർ റിഫ്രിജറേഷൻ സിസ്റ്റം വർക്കിംഗ് ഓൺ ബെൽ-കോൾമാൻ സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഈ ബെൽ-കോൾമാൻ സൈക്കിളും നമുക്കറിയാം. പിന്നെ നമുക്ക് ആക്ച്വൽ സൈക്കിൾ വർക്കിംഗ് ഓൺ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ ഈസ് നോട്ട് പോസിബിൾ ടു മേക്ക്. അപ്പോൾ ഈ മുമ്പ് കാലത്ത് നമുക്കറിയാം, നമുക്ക് ഷിപ്പ് ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് നമുക്ക് ബാക്കിയുള്ള മീറ്റ്, വെജിറ്റബിൾ ഇതുപോലുള്ള എല്ലാം നമുക്ക് അത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ എയർ റിഫ്രിജറേറ്റഡ് ആയിട്ടുള്ള ബെൽ-കോൾമാൻ സൈക്കിൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബെൽ-കോൾമാൻ സൈക്കിൾ എന്താണ് ഇവിടെ നോക്കുക. നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട എയർ ആണ് റിഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് 4 കമ്പോണൻ്റ് ഉള്ളത്. ഒരു കംപ്രസർ ഉണ്ട്, കംപ്രസർ കഴിഞ്ഞിട്ട് ഒരു കൂളർ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു എക്സ്പാൻഡർ ഉണ്ട്, ആൻഡ് റെഫ്രിജറേറ്റർ ഉണ്ട്. അപ്പോൾ ഈ റെഫ്രിജറേറ്റർ ഈസ് ദ സ്പേസ് വേർ അവർ റെഫ്രിജറേഷൻ എഫക്ട് ഹാസ് ടു ബി പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ കൂളിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കുക, 1 to 2 ആണ് നമ്മളെ കംപ്രസറിൽ കംപ്രഷൻ നടക്കുന്നത്, 2 to 3 നമ്മൾ കൂളിംഗ് നടക്കുന്നുണ്ട്, ആ എയറിനെ കൂൾ ചെയ്യുന്നുണ്ട്. 3 to 4 എന്ന് പറയുന്ന ഒരു എക്സ്പാൻഷൻ സിലിണ്ടർ ഉപയോഗിച്ചിട്ട് എയറിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. ഈ എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് ലോവസ്റ്റ് ടെമ്പറേച്ചറിൽ എയർ പ്രൊഡ്യൂസ് ചെയ്യും. ആ കോൾഡ് എയർ ഓർ ലോവസ്റ്റ് ടെമ്പറേച്ചറിൽ എയർ വെൻ ഇറ്റ് പാസസ് ടു ദ refrigerator, this cold air will absorb heat from the space to be refrigerated. അവിടുന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, അങ്ങനെയാണ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ 4 കമ്പോണൻസിൽ 4 പ്രോസസ്സ് നടക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബെൽ-കോൾമാൻ സൈക്കിൾ കഴിഞ്ഞു. അപ്പോൾ നോക്കുക, ആദ്യം 1 to 2 എന്താണ്? എയർ കംപ്രസറിൽ പോയിട്ട് ഐസെൻട്രോപ്പിക്കലി കംപ്രഷന് വേണ്ടിയിട്ട് സിലിണ്ടർ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഐസെൻട്രോപ്പിക് കംപ്രഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1 to 2 ഐസെൻട്രോപ്പിക്കലി എയറിനെ കംപ്രസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ ശേഷം എയർ എന്താ ഒരു കൂളറിലൂടെ പാസ് ചെയ്യും ബൈ യൂസിങ് എ കൂളിംഗ് മീഡിയം. ദാറ്റ് മീൻസ് ഇവിടെ വാട്ടറാണ് നമ്മൾ കൂളിംഗ് മീഡിയം ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കൂളിംഗ് വാട്ടർ ഉപയോഗിച്ചിട്ട്, വാട്ടർ നോർമൽ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറുള്ള വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ എയറിനെ ഇവിടുന്ന് കംപ്രസ് ചെയ്യുന്ന സമയത്ത് എന്താവും? അതിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും കൂടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറുള്ള എയറിനെ നമ്മൾ വാട്ടർ ഉപയോഗിച്ചിട്ട് കൂൾ ചെയ്യും. ദാറ്റ് കൂളിംഗ് പ്രോസസ് വിൽ ബി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. സോ ദിസ് 2 to 3 എന്ന പ്രോസസ് വി ക്യാൻ അസ്യൂം ഇറ്റ് ആസ് എ കോൺസ്റ്റന്റ് പ്രഷർ കൂളിംഗ് പ്രോസസ്. അത് കഴിഞ്ഞ ശേഷം കൂൾ ചെയ്ത എയർ ആണ് നമ്മൾ ആഫ്റ്റർ കൂളിംഗ് എയർ വിൽ ബി പാസ് ത്രൂ ദിസ് എക്സ്പാൻഡർ സിലിണ്ടർ വേർ എയർ വിൽ ബി എക്സ്പാൻഡഡ് ഐസെൻട്രോപ്പിക്കലി ഫ്രം 3 to 4. ഇവിടെ നടക്കുന്ന ഒരു ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. അപ്പോൾ ഡ്യൂറിങ് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ് ആൾസോ നോ ഹീറ്റ് വിൽ ബി അബ്സോർബ്ഡ് ഓർ റിജക്റ്റഡ്. ആൻഡ് ദെൻ ഈ എക്സ്പാൻഷൻ നടക്കുന്നതോട് കൂടി എന്ത് കിട്ടും? നമുക്ക് ലോ ടെമ്പറേച്ചർ എയർ കിട്ടും. ഈ ലോ ടെമ്പറേച്ചർ എയർ ആണ് പിന്നെ നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്യേണ്ട സ്പേസിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ എയറെ സംബന്ധിച്ചോളം എന്താണ്? ഈ റെഫ്രിജറേറ്റ് ചെയ്യേണ്ട സ്പേസിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് ദിസ് കോൾഡ് എയർ വിൽ ബി അബ്സോർബിങ് എയർ ഫ്രം ദ സ്പേസ് ടു ബി കൂൾഡ്. അപ്പോൾ എയറിനെ സംബന്ധിച്ചിടത്തോളം ഹീറ്റ് വിൽ ബി അബ്സോർബ്ഡ് ഡ്യൂറിങ് ദിസ് പ്രോസസ്. റെഫ്രിജറേറ്ററിലാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. ഈ എയറിനെ സംബന്ധിച്ചിടത്തോളം ഹീറ്റ് റിജക്ട് ചെയ്യുന്നത് എവിടെയാണ്? കൂളറിലാണ്. അപ്പോൾ 2 to 3 കഴിഞ്ഞ പ്രോസസ്സിൽ ഹീറ്റ് റിജക്ട് ചെയ്യുന്നു, 4 to 1 കഴിഞ്ഞ പ്രോസസ്സിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, ഈ രണ്ടും ഹീറ്റ് റിജക്റ്റഡും ഹീറ്റ് അബ്സോർബിനുള്ള എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? നേരെ നെറ്റ്വർക്ക് ഡൺ കാണാം, COP കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ ചിലപ്പോൾ നമുക്ക് ബെൽ-കോൾമാൻ സൈക്കിൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ബെൽ-കോൾമാൻ സൈക്കിൾ വിത്ത് ഹെൽപ്പ് ഓഫ് PV and TS ഡയഗ്രാം ഒന്ന്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം? ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ COP ഓഫ് എ റിവേഴ്സ്ഡ് റിവേഴ്സ് ബ്രാറ്റൺ സൈക്കിൾ ഓർ ബെൽ-കോൾമാൻ സൈക്കിൾ. ചിലപ്പോൾ അതിൻ്റെ COP ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം, ചിലപ്പോൾ ഇതിന് പ്രോബ്ലം ചോദിക്കാം. പൊതുവേ നമുക്ക് ബെൽ-കോൾമാൻ സൈക്കിളിലുള്ള പ്രോബ്ലം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിപ്പോൾ ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതിൻ്റെ ഡെറിവേഷൻ നമുക്കൊന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞു ബെൽ-കോൾമാൻ സൈക്കിൾ 4 പ്രോസസ്സാണ്. 1 to 2 എന്താണ്? ഐസെൻട്രോപിക് കംപ്രഷൻ. അത് വിത്ത് ഹെൽപ്പ് ഓഫ് PV and TS ഡയഗ്രാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അത് കംപ്രസറിൽ പോയിട്ട് എന്താ? ആദ്യം ഐസെൻട്രോപിക്കലി കംപ്രസ് ചെയ്യുന്നു, നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഓർ റിജക്റ്റഡ്. ദെൻ 2 to 3 കഴിഞ്ഞ പ്രോസസ്സ് എന്താണ്? നമ്മൾ കൂളറിൽ പോയിട്ട് എയറിനെ കൂൾ ചെയ്യുന്നു. ദാറ്റ്സ് എ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ്. അപ്പോൾ 2 to 3 കോൺസ്റ്റന്റ് പ്രഷറിൽ കാണിച്ചിട്ടുണ്ട്. അത് TS ഡയഗ്രാമത്തിൽ ഇങ്ങനെ വരും. ഓക്കെ, കൂളിംഗ് പ്രോസസ്. ഓക്കെ, അങ്ങനെ കോൺസ്റ്റന്റ് പ്രഷറിൽ കൂൾ ചെയ്യുന്നു. എയറിനെ സംബന്ധിച്ചോളം ഈ 2 to 3 എന്ന് പറയുന്ന പ്രോസസ്സാണ് ഹീറ്റ് റിജക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ശേഷം 3 to 4 ഐസെൻട്രോപിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. എയർ ഐസെൻട്രോപിക്കലി എക്സ്പാൻഡ് ചെയ്യുന്നു. അങ്ങനെ ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചറിൽ എയർ കിട്ടുന്നു. ഈ എയറാണ് പിന്നെ നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്യുന്ന സ്പേസിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ ആ റെഫ്രിജറേറ്റർ സ്പേസിലേക്ക് എത്തുന്ന സമയത്ത് ദാറ്റ് എയർ വിൽ ബി അബ്സോർബിങ് heat from the space to be refrigerated. ആ സമയത്ത് then the 4 to 1 is the process of heat absorption at constant pressure. അപ്പോൾ
2 to 3 കഴിഞ്ഞ പ്രോസസ്സ് ഹീറ്റ് റിജക്റ്റഡും 4 to 1 എന്ന പ്രോസസ്സ് ഹീറ്റ് അബ്സോർബ്ഡും ആണ്. ആ രണ്ടിനുള്ള എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ 4 പ്രോസസ്സ് ഒന്നുകൂടെ ഞാനിവിടെ പറഞ്ഞു എന്നുള്ളൂ. ഒന്നാമത്തെ പ്രോസസ്സ് ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ് 1 to 2, നോ ഹീറ്റ് ഈസ് ആഡഡ് ഓർ റിജക്റ്റഡ്. രണ്ടാമത്തെ പ്രോസസ്സാണ് കോൺസ്റ്റന്റ് പ്രഷർ കൂളിംഗ് പ്രോസസ്. നമുക്കറിയാം ദ വാം എയർ ഈസ് കൂൾഡ് ഇൻ എ കൂളർ where the air is cooled at a constant pressure. അപ്പോൾ the heat rejected expression അറിയാം. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നതിന് ആദ്യം assume 1 kilogram of air is passing throughout the system. അങ്ങനെയാണെങ്കിൽ ഈ 1 kilogram of air having specific heat Cp during its heat addition process or heat absorbing process, if its temperature will be changing from നമുക്കറിയാം T1 to T4 or T4 to T1 or T2 to T3 വാട്ടർ മേ ബി, if there is a change in temperature നമുക്കറിയാം ഇത് ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഹീറ്റ് റിജക്റ്റഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് mCp delta T നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതേ ഈ എക്സ്പ്രഷൻ തന്നെ ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വെച്ചാൽ ഹീറ്റ് റിജക്റ്റഡ് എന്താണ്, ഹീറ്റ് റിജക്ട് ചെയ്യുന്ന സമയത്ത് എയറിന്റെ ടെമ്പറേച്ചർ T2 നിന്ന് T3 കുറയും. ആ സമയത്ത് അപ്പോൾ ദ എക്സ്പ്രഷൻ ഫോർ ഹീറ്റ് റിജക്റ്റഡ് ഈസ് ഈക്വൽ ടു mCp delta T. m ഈക്വൽ ടു 1 കിലോഗ്രാം ആണ്. അപ്പോൾ 1 into Cp into delta T ഈക്വൽ T2 minus T3. ഓക്കെ. പിന്നെ മൂന്നാമത്തെ പ്രോസസ്സാണ്. അപ്പോൾ ആ ഹീറ്റ് റിജക്റ്റഡുള്ള എക്സ്പ്രഷനായി അത് നോട്ട് ചെയ്ത് വെക്കാൻ ഞാൻ ബോർഡിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ അടുത്തെന്താണ് പിന്നെ മൂന്നാമത്തെ പ്രോസസ്സാണ് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ സിലിണ്ടറിൽ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. ഡ്യൂറിങ് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ഓൾസോ നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഓർ റിജക്റ്റഡ് ബൈ ദി എയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത there comes our at the end of this isentropic expansion process നമുക്ക് ലോ ടെമ്പറേച്ചറിൽ എയർ കിട്ടും. ഈ എയർ ആണ് പിന്നെ നാലാമത്തെ പ്രോസസ്സിൽ നമുക്ക് കൂൾ ചെയ്യേണ്ട റെഫ്രിജറേറ്റർ സ്പേസിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ നാലാമത്തെ പ്രോസസ്സ് പറയുന്നതാണ് എയറിനെ സംബന്ധിച്ചോളം കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അബ്സോർപ്ഷൻ പ്രോസസ്സാണ്. അപ്പോൾ ആ നാലാമത്തെ പ്രോസസ്സിലാണ് നമുക്ക് ആ കോൾഡ് എയർ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ കോൺസ്റ്റന്റ് പ്രഷറിൽ നമുക്ക് റെഫ്രിജറേറ്റർ സ്പേസിലേക്ക് പാസ് ചെയ്തിട്ട് അവിടുന്ന് കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. ആൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ഹീറ്റ് അബ്സോർബ് ഈസ് ഈക്വൽ ടു എന്താണ്, mCp delta T. അത് നമുക്കറിയാം 4 to 1 കഴിഞ്ഞ പ്രോസസ്സാണ് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ കോൺസ്റ്റന്റ് പ്രഷർ എക്സ്പാൻഷൻ പ്രോസസ്. ആൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ഹീറ്റ് അബ്സോർബ് ഈസ് ഈക്വൽ ടു mCp delta T. ദാറ്റ് 1 into Cp into delta T എന്ന് പറഞ്ഞാൽ അത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് എയറിന്റെ ടെമ്പറേച്ചർ T4 നിന്ന് T1 ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഹീറ്റ് അബ്സോർബ് ഈസ് ഈക്വൽ ടു m into Cp into T1 minus T4. ദാറ്റ് ഈസ് 1 into Cp into T1 minus T4. അപ്പോൾ ഇവിടെ നമുക്ക് ഹീറ്റ് റിജക്റ്റഡുള്ള എക്സ്പ്രഷൻ കിട്ടി, ഹീറ്റ് അബ്സോർപ്ഷനുള്ള എക്സ്പ്രഷൻ കിട്ടി. പിന്നെ നമുക്ക് എന്താ അടുത്ത് നോക്കാനുള്ളത്, നെറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ എന്താണ്, ഹീറ്റ് റിജക്റ്റഡ് മൈനസ് ഹീറ്റ് അബ്സോർബ്. അപ്പോൾ ആ എക്സ്പ്രഷൻ ഞാൻ ഇവിടെ എഴുതിയത് ദാറ്റ് ഈസ് Cp into T2 minus T3 minus Cp into T1 minus T4. അപ്പോൾ നെറ്റ് വർക്ക് ഡൺ കിട്ടി. പിന്നെ നമുക്ക് എന്താ പറയാനുള്ളത്, COP ആണ് കാണാനുള്ളത്. അപ്പോൾ COP ഈക്വൽ ടു എന്താവും, ഹീറ്റ് അബ്സോർബ് ഡിവൈഡ് ബൈ നെറ്റ് വർക്ക് ഡൺ. ഹീറ്റ് അബ്സോർബ് ഈക്വൽ ടു എന്താണ്, Cp into T1 minus T4 കിട്ടിയിട്ടുണ്ട്, ഡിവൈഡ് ബൈ നെറ്റ് വർക്ക് ഡൺ എന്താണ്, Cp into T2 minus T3 minus Cp into T1 minus T4. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും Cp കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് കിട്ടി, T1 minus T4 ഡിവൈഡ് ബൈ T2 minus T3 minus T1 minus T4. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ന്യൂമറേറ്ററിൽ T1 minus T4 T4 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. ഡിനോമിനേറ്ററിലുണ്ട് T2 minus T3 ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ T3 കോമൺ ആയിട്ട് എടുക്കുക. എഗെയിൻ ഡിനോമിനേറ്റർ T1 minus T4 ഉണ്ട്, അതിന് T4 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അതിന് ഇക്വേഷൻ 1 കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് നമുക്കറിയാം ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ്സിൽ നമുക്ക് T2 minus T1 ഈക്വൽ ടു P2 by P1 raised to gamma N1 by gamma എന്നൊക്കെ എഴുതാം. അതെന്താ വെച്ചാൽ അതിലേക്ക് കൂടുതലായിട്ട് നിങ്ങൾ പോകേണ്ട, തൽക്കാലം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, വി ക്യാൻ പ്രൂവ് ദാറ്റ് എന്താണ് T1 by T4 ഈക്വൽ T2 minus T3 നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രൂഫാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കളയുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് T1 by T4 ഈക്വൽ T2 minus T3 നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും എന്ത് ചെയ്യാം, ഈ ന്യൂമറേറ്ററിൽ ബ്രാക്കറ്റിലുള്ള T1 by T4 minus T1 ഡിനോമിനേറ്ററിൽ ബ്രാക്കറ്റിലെ T2 by T3 minus 1 അതുപോലെ തന്നെ T1 by T4 minus 1 കട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഫൈനലി ദ ഇക്വേഷൻ ഫോർ COP വിൽ ബിക്കം T4 by T3 minus T4. ഈ ഇക്വേഷൻ തന്നെ നമുക്കറിയാം എന്താ, T4 താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 by T3 by T4 minus 1. T3 by T4 എന്ന് പറഞ്ഞാൽ എന്താണ്, P3 by P4 raised to gamma N1 by gamma N. -1 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് P3 by P4 പകരം P2 by P1 ഇടാം. അപ്പോൾ നമുക്ക് അതിന് വെച്ചാൽ പ്രഷർ റേഷ്യോ ഒന്ന് കൊടുക്കാം. അപ്പോൾ 1 by RP raised to gamma N1 by gamma -1 ഇടാം. ഫൈനലി ദി ഇക്വേഷൻ വിൽ ബിക്കം ലൈക്ക് ദിസ്. അപ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ ഈ T4 T3 minus T4 T3 T4 കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ COP ഓഫ് എ ബ്രൈറ്റൺ സൈക്കിൾ. ഓക്കെ. അപ്പോൾ T4 എന്ന് പറയുന്നത് ലോവസ്റ്റ് ടെമ്പറേച്ചർ ഇൻ ജൂൾ ഓർ ബ്രൈറ്റൺ സൈക്കിൾ. ആൻഡ് T3 എന്ന് പറഞ്ഞാൽ ദ ടെമ്പറേച്ചർ ബിഫോർ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നതോട് കൂടി ലോവസ്റ്റ് ടെമ്പറേച്ചർ എത്തും. അപ്പോൾ ഈ T3
T4 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാം? COP can be calculated by using the relation T4 by T3. T4 by T3 minus T4. ഈ എക്സ്പ്രഷനാണ് ചിലപ്പോൾ നമുക്ക് 7 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒന്നുകിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള എന്താണ്, ബെൽകോൾമാൻ സൈക്കിളിലുള്ള പീരിയഡ് ഹെൽപ്പ് ഓഫ് പി വി ആൻഡ് ടി എസ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ബെൽകോൾമാൻ സൈക്കിളിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പി വി ഡയഗ്രാം ടി എസ് ഡയഗ്രാം വരച്ചിട്ട് ആ 4 പ്രോസസ്സ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത് അത് നോക്കിയിട്ട് ആലോചിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനിയിപ്പോൾ ഡെപ്തിലേക്ക് പോകുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ എന്താണ് റെഫ്രിജറേഷൻ എന്താണെന്ന് പറഞ്ഞു, യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ പറഞ്ഞു, COP എന്താണെന്ന് പറഞ്ഞു, എയർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു. ആ എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ റിവേഴ്സ് കാർനോട്ട് സൈക്കിളും അതുപോലെ തന്നെ ബെൽകോൾമാൻ സൈക്കിൾ കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞു. നൗ വി ക്യാൻ ഗോ ടു ദി സെക്കൻഡ് മൊഡ്യൂൾ. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് സെക്കൻഡ് മൊഡ്യൂളൊക്കെ കുറച്ചൊന്ന് ഫാസ്റ്റായിട്ട് നമ്മൾ പോകും. ഓക്കെ, മൊഡ്യൂൾ 2 ഞാൻ പറഞ്ഞു മെയിനായിട്ട് നമുക്ക് വേപ്പർ കംപ്രഷൻ റിഫ്രിജറേഷൻ സിസ്റ്റം, വേപ്പർ അബ്സോർപ്ഷൻ റിഫ്രിജറേഷൻ സിസ്റ്റം, പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് റെഫ്രിജറൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് വേപ്പർ കംപ്രഷൻ റിഫ്രിജറേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ വേപ്പർ കംപ്രഷൻ റിഫ്രിജറേഷൻ എന്താണ്? എ സ്യൂട്ടബിൾ വർക്കിംഗ് സബ്സ്റ്റൻസ് നോൺ ആസ് റെഫ്രിജറന്റ്. എ റെഫ്രിജറന്റ് ഈസ് യൂസ്ഡ്. അപ്പോൾ നമ്മൾ എയർ റെഫ്രിജറേറ്ററിലാണെങ്കിൽ എന്താണ്, എയർ ആയിരുന്നു റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്തത്. വേപ്പർ കംപ്രഷൻ റിഫ്രിജറേറ്ററിൽ ഒരു സെപ്പറേറ്റ് റെഫ്രിജറന്റ് തന്നെ ഉണ്ടായിരിക്കും. ഈ റെഫ്രിജറന്റിന് എന്താ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് റെഫ്രിജറന്റ് ക്യാൻ ഇവാപ്പറേറ്റ് ആൻഡ് കണ്ടൻസ് അറ്റ് എ കണ്ടീഷൻ നിയർ ടു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ. അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ റെഫ്രിജറന്റിനെ ഇവാപ്പറേറ്റ് ചെയ്യാനും പറ്റും, ഇവാപ്പറേറ്റ് ചെയ്യാനും പറ്റും, കണ്ടൻസ് ചെയ്യാനും പറ്റും. അതെങ്ങനെ വരുന്നത് ഞാൻ ഈ സൈക്കിൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ റെഫ്രിജറന്റ്, ലിക്വിഡ് റെഫ്രിജറന്റ്, ഡ്യൂറിങ് ഇറ്റ്സ് ഇവാപ്പറേഷൻ ദിസ് റെഫ്രിജറന്റ് വിൽ അബ്സോർബ് ഇറ്റ്സ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഫ്രം ദ സറൗണ്ടിങ് മീഡിയം, thereby cooling will be occur. അപ്പോൾ ഇവിടെ ഈ റെഫ്രിജറന്റ് ഇവാപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഇവാപ്പറേറ്റ് ചെയ്ത സ്പേസ് വേർ അവർ റെഫ്രിജറേറ്റിംഗ് എഫക്ട് ഹാസ് ടു ബി പ്രൊഡ്യൂസ്. അപ്പോൾ അവിടുന്ന് അത് ആ റെഫ്രിജറന്റ് ഇവാപ്പറേറ്റ് ചെയ്യാൻ വേണ്ട ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് അതിൻ്റെ സറൗണ്ടിങ്ങിലായിരിക്കും. അങ്ങനെ അബ്സോർബ് ചെയ്യുന്ന സമയത്താണ് അങ്ങനെ കൂളിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ മെയിനായിട്ട് ഈ വേപ്പർ കംപ്രഷൻ റിഫ്രിജറേറ്ററിൽ 4 കമ്പോണൻസ് ഉള്ളത്. എന്താണ്, ഒരു കംപ്രസർ ഉണ്ട്, കണ്ടൻസർ ഉണ്ട്, ഒരു എക്സ്പാൻഷൻ ഡിവൈസ് ഉണ്ട്, ഇവാപ്പറേറ്റർ ഉണ്ട്. ബാക്കിയെല്ലാം അതിൻ്റെ ആക്സസറീസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 4 പ്രോസസ്സ് ഓർഡറിൽ പഠിക്കുക. കംപ്രസർ, അതായത് കംപ്രഷൻ, കണ്ടൻസേഷൻ, എക്സ്പാൻഷൻ, ഇവാപ്പറേഷൻ. ഈ പ്രോസസ്സ് എങ്ങനെ പറയുന്നത് വെച്ചാൽ, ആ നമ്മുടെ യൂസ് ചെയ്യുന്ന റെഫ്രിജറന്റിന് എന്താണ് സംഭവിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഈ പ്രോസസ്സ് പറയുന്നത്. അതായത് ആദ്യം നമ്മൾ റെഫ്രിജറന്റ് വേപ്പർ റെഫ്രിജറന്റ് കംപ്രസർ പോയി കംപ്രസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് കംപ്രഷൻ പ്രോസസ്. ആഫ്റ്റർ കംപ്രഷൻ ഈ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറന്റ് ഫ്രം ദി കംപ്രസർ വി പാസസ് ത്രൂ എ കണ്ടൻസർ ആൻഡ് ദ കണ്ടൻസേഷൻ ഓഫ് ദിസ് റെഫ്രിജറന്റ് വിൽ ബി ഒക്കേർ. അപ്പോൾ അവിടെ കണ്ടൻസേഷൻ, അപ്പോൾ കംപ്രഷൻ കഴിഞ്ഞ ഉടനെ റെഫ്രിജറന്റിനെ കണ്ടൻസ് ചെയ്യുന്നു. അപ്പോൾ കണ്ടൻസ് ചെയ്യുമ്പോൾ എന്താവുന്നു, വേപ്പർ റെഫ്രിജറന്റ് ലിക്വിഡ് റെഫ്രിജറന്റ് ആയി മാറുന്നു. അത് കഴിഞ്ഞ ശേഷം ഈ ലിക്വിഡ് റെഫ്രിജറന്റ് പിന്നെ ഒരു എക്സ്പാൻഷൻ ഡിവൈസ് പോയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ എക്സ്പാൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നതോട് കൂടി നമുക്ക് എന്തോ ലോ പ്രഷർ ലോ ടെമ്പറേച്ചറിലെ ലിക്വിഡ് റെഫ്രിജറന്റ് ആയി മാറുന്നു. ഈ ലിക്വിഡ് റെഫ്രിജറന്റ് ആണ് പിന്നെ നമ്മൾ ഇവാപ്പറേറ്റർ പോയിട്ട് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഇവാപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ഇവാപ്പറേറ്റ് ചെയ്തിട്ട് അതോടൊപ്പം അവിടെ കൂളിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെഫ്രിജറന്റിനെ സംബന്ധിച്ചിടത്തോളം ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നു. അതോടുകൂടി റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു, വേപ്പർ റെഫ്രിജറന്റ് ആയി മാറി. ഈ വേപ്പർ റെഫ്രിജറന്റ് again will pass through this compressor and the cycle will be repeated. ഓക്കെ, അപ്പോൾ ഈ 4 പ്രോസസ്സ് ഓർഡർ ആയിട്ട് പറയാം. ആദ്യം തന്നെ അങ്ങനെ തന്നെയാണ് പഠിച്ചുള്ളൂ. അത് കംപ്രസർ പോയിട്ട് വേപ്പർ റെഫ്രിജറന്റിനെ കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ റെഫ്രിജറന്റ് കണ്ടൻസർ പോയിട്ട് കണ്ടൻസ് ചെയ്യുന്നു. കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ലിക്വിഡ് കണ്ടൻസ് ചെയ്യുന്നതോട് കൂടി ലിക്വിഡ് റെഫ്രിജറന്റ് ആയി മാറുന്നു. ലിക്വിഡ് റെഫ്രിജറന്റ് എക്സ്പാൻഷൻ ഡിവൈസ് പോകുന്നു. എക്സ്പാൻഷൻ ഡിവൈസിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അത് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറന്റ് ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറന്റ് ആയി മാറുന്നു. ഈ ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറന്റ് ഇവാപ്പറേറ്റർ പോയിട്ട് ഇവാപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെ കൂളിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ അതിന് ഇവാപ്പറേറ്റ് ചെയ്യാനും കണ്ടൻസ് ചെയ്യാനും പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞു വേപ്പർ റെഫ്രിജറന്റ് കംപ്രസറിൽ വന്നിട്ട് കംപ്രസ് ചെയ്യുന്നു.
കംപ്രസ് ചെയ്യുന്നതോട് കൂടി എന്താവും, അത് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ റിഫ്രിജറൻ്റായി മാറും. അപ്പോൾ ഈ കംപ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, സപ്പോസ് 1 bar പ്രഷറുള്ള ഈ വേപ്പർ റിഫ്രിജറൻ്റ് ആയിരിക്കും സംടൈംസ് 20 to 30 bar പ്രഷറിലേക്ക് കംപ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു പറഞ്ഞു, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ -40°C ഒക്കെ ബോയിലിംഗ് ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ ഉണ്ടായിരുന്ന ഈ റെഫ്രിജറൻ്റ് തന്നെ അത് പ്രഷറൈസ് ചെയ്യുന്നതോട് കൂടി, കംപ്രസ് ചെയ്യുന്നതോട് കൂടി അതിൻ്റെ ബോയിലിംഗ് പോയിന്റും കൂടും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ആഫ്റ്റർ കംപ്രഷൻ നമുക്ക് ഈ വേപ്പർ റിഫ്രിജറൻ്റിന്റെ ബോയിലിംഗ് പോയിന്റ് ചിലപ്പോൾ 30°C ഒക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ തന്നെ എന്ത് ചെയ്യാം, ആ റിഫ്രിജറൻ്റിനെ കണ്ടൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് കംപ്രസറിൽ നിന്ന് വരുന്ന ഈ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ റിഫ്രിജറൻ്റിനെ അറ്റ്മോസ്ഫിയറിക് എയർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെ കണ്ടൻസ് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ കണ്ടൻസ് ചെയ്യുന്നതോടുകൂടി എന്താവും, ആ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ റിഫ്രിജറൻ്റ് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ലിക്വിഡ് റിഫ്രിജറൻ്റായി മാറും. ഈ ലിക്വിഡ് റിഫ്രിജറൻ്റ് റിസീവർ ടാങ്കിൽ നിന്ന് ഒരു കളക്ടിങ് ഡിവൈസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആ റിസീവർ ടാങ്കിൽ നിന്ന് കളക്ട് ചെയ്തതിനു ശേഷം ദിസ് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ലിക്വിഡ് റിഫ്രിജറൻ്റ് വിൽ ബി പാസ് ത്രൂ ദിസ് എക്സ്പാൻഷൻ ഡിവൈസ്. എക്സ്പാൻഷൻ ഡിവൈസിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ലിക്വിഡ് റിഫ്രിജറൻ്റ് വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് റിഫ്രിജറൻ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രഷർ എഗെയിൻ ഞാൻ എക്സാമ്പിൾ പറയുന്നത് 30 bar പ്രഷർ തിരിച്ച് എക്സ്പാൻഷൻ കഴിഞ്ഞോട് കൂടി എഗെയിൻ 1 bar പ്രഷറിലേക്കാണ് വരുന്ന കൂട്ടുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായി 1 bar പ്രഷറിലേക്ക് വരുന്നതോട് കൂടി എന്തായി, അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ 30°C കണ്ടൻസ് ചെയ്തതിന് പുറമെ എന്തായി മാറി, ഈ എക്സ്പാൻഡ് ചെയ്യുന്നതോട് കൂടി 1 bar പ്രഷറിലേക്ക് വന്നതോടുകൂടി എഗെയിൻ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് -50°C പോയി. എക്സാമ്പിൾ പറയാം. ഓക്കെ, അപ്പോൾ ഈ -50°C ലിക്വിഡ് റിഫ്രിജറൻ്റ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എക്സ്പാൻഷൻ കഴിയുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലിക്വിഡ് റിഫ്രിജറൻ്റ് എന്തായാലും നമുക്ക് എന്ത് ഇവാപ്പറേറ്ററിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എന്താവും, അത് പെട്ടെന്ന് എന്ത് ഇവാപ്പറേറ്റ് ചെയ്യും. കാരണം സറൗണ്ടിങ് അറ്റ്മോസ്ഫിയറിന് പെട്ടെന്ന് ഹീറ്റ് വലിച്ചെടുത്തിട്ട് അത് ഇവാപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ കൂളിംഗ് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആണ് ആഫ്റ്റർ എക്സ്പാൻഷൻ ഈ ലോ ടെമ്പറേച്ചർ ലോ pressure liquid refrigerant, when it passes through this evaporator, it will absorb its latent heat of evaporation from the surrounding medium, and that means that refrigerant will absorb its latent heat of evaporation. Evaporation absorb ചെയ്ത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും, that liquid refrigerant will be converted into vapor refrigerant. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ കൂളിംഗ് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആ സെയിം റിഫ്രിജറൻ്റ് ലോ പ്രഷർ ലോ ടെമ്പറേച്ചറിൽ എന്തായി മാറുന്നു, വേപ്പർ റിഫ്രിജറൻ്റായി മാറും. അങ്ങനെ കിട്ടുന്ന ആ വേപ്പർ റിഫ്രിജറൻ്റ് അഗൈൻ ഇറ്റ് വിൽ passes to the compressor and the cycle will be repeated. That means it will be compressed to high pressure and high temperature. Again it will pass through this condenser, condense at a high pressure and high temperature, and cycle will be repeated. Okay, അപ്പോൾ ഇവിടെ കംപ്രഷൻ, കണ്ടൻസേഷൻ, എക്സ്പാൻഷൻ, ഇവാപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ വേപ്പർ കംപ്രഷൻ ബേസിലെ മെയിൻ കമ്പോണൻസ് ആണ് പറഞ്ഞത്. കംപ്രസർ, കണ്ടൻസർ ഉണ്ട്, റിസീവർ ടാങ്കിന്റെ, എക്സ്പാൻഷൻ വാൽവ് ഉണ്ട്, ഇവാപ്പറേറ്റർ ഉണ്ട്. ഈ പെർഫോമൻസ് ഓഫ് റെഫ്രിജറേറ്റർ വെപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ഈസ് എക്സ്പ്രസ്ഡ് ബൈ യൂസിങ് എ pH ചാർട്ട് എന്ന് പറയും. പ്രഷർ എന്താൽപ്പി ഡയഗ്രം ഉപയോഗിച്ചിട്ടാണ് അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ അത് ഞാൻ പിന്നീട് ഞാൻ പറയാം. ഇവിടെ pH ചാർട്ട് ഇനി ഇത് പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുന്നില്ല, അവിടെ നോക്കാം. അപ്പോൾ ഈ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേറ്ററിന്റെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് വേപ്പർ കംപ്രഷൻ റിഫ്രിജറേഷൻ സിസ്റ്റം വിത്ത് എന്താണ്, വിത്ത് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ. ചിലപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞു ഈ ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കഴിഞ്ഞ ശേഷം നേരെ എന്താ സംഭവിക്കുക, കംപ്രസർ പോയി കംപ്രസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പിന്നെ ഇവാപ്പറേറ്റർ പോയിട്ട് ഇവാപ്പറേഷൻ പ്രോസസ്സ് കഴിഞ്ഞാലും കംപ്ലീറ്റ് റിഫ്രിജറൻറ്റും വേപ്പർ ആവുന്നില്ല, കുറച്ച് വെറ്റ് വേപ്പർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വെറ്റ് വേപ്പർ ഉണ്ടായിരിക്കും. അത് കംപ്രഷൻ കൂടി കഴിയുന്നതോട് കൂടി കംപ്ലീറ്റ് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആവുള്ളൂ. അതാണ് ഫസ്റ്റ് കേസ് പറഞ്ഞത്. രണ്ടാമത്തെ കേസ് സൈക്കിൾ വിത്ത് വെറ്റ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ. ചിലപ്പോൾ നമ്മൾ ആഫ്റ്റർ കംപ്രഷൻ ആൾസോ കംപ്ലീറ്റ് റിഫ്രിജറന്റ് വേപ്പർ ആയിട്ട് ഉണ്ടാവില്ല, അപ്പോൾ നമുക്ക് വെറ്റ് വേപ്പർ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതാണ് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ് വെച്ചാൽ സൈക്കിൾ വിത്ത് സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ. ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്, അറ്റ് ദി എൻഡ് ഓഫ് ഇവാപ്പറേഷൻ പ്രോസസ് ഈ ആൾ ഓഫ് ദി ലിക്വിഡ് റിഫ്രിജറന്റ് ഈസ് കൺവേർട്ടഡ് ഇൻടു ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ. കംപ്ലീറ്റ് ലിക്വിഡ് റിഫ്രിജറന്റും ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറായി കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകും, സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. ആ ഒരു കേസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് സൈക്കിൾ വിത്ത് സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ. ദെൻ നാലാമത്തത് സൈക്കിൾ വിത്ത് സൂപ്പർ ഹീറ്റഡ് വേപ്പർ ബിഫോർ കംപ്രഷൻ. അതായത് ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെ എൻഡിൽ നമുക്ക് സൂപ്പർ ഹീറ്റഡ് വേപ്പർ കിട്ടും. പിന്നെ നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ അഗൈൻ ഇറ്റ് വിൽ ഗോ ടു ദി സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഇസ് എ സൈക്കിൾ വിത്ത് അണ്ടർ കൂളിംഗ് ഓർ സബ് കൂളിംഗ് ഓഫ് റെഫ്രിജറന്റ്. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു കണ്ടൻസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെ എൻഡിൽ എന്തായിരിക്കും, ആൾ ഓഫ് ദ റിഫ്രിജറന്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻടു ലിക്വിഡ് റിഫ്രിജറന്റ്.
അത് നമ്മൾ അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ലിക്വിഡ് റിഫൈൻഡ് കംപ്ലീറ്റ് ലിക്വിഡ് റിഫൈൻഡായി കൺവേർട്ട് ചെയ്തതിന് ശേഷം എഗെയിൻ നമ്മൾ പിന്നെയും അതിനെ കൂൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് സബ് കൂളിംഗ് എന്ന് പറഞ്ഞത്. അങ്ങനത്തെ ഒരു കേസും ഉണ്ട്. ഈ ഓരോ കേസിലും ആ റെഫ്രിജറേറ്ററിന്റെ COPക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടെ നോക്കുക, ഞാൻ പറഞ്ഞു കംപ്രഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് കണ്ടൻസ് ചെയ്യുന്നു. കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്താ അവിടെ സംഭവിക്കുക, എക്സ്പാൻഷൻ നടക്കും അല്ലേ. അപ്പൊ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ പറയുന്നത്, ഈ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ലിക്വിഡ് റിഫൈൻഡ് passes through this expansion wall and then it will be converted into low pressure low temperature liquid refrigerant. അപ്പോഴും ഇത് ലിക്വിഡ് റിഫ്രിജറന്റ് ആണ് ഉണ്ടാവും അല്ലേ. അപ്പൊ ഈ ലിക്വിഡ് റിഫ്രിജറന്റ് തന്നെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ബട്ട് ഡ്യൂറിങ് എക്സ്പാൻഷൻ some of the liquid refrigerant may get evaporated and it will be converted into vapor state. Around 5% ഒക്കെ ലിക്വിഡ് റിഫൈൻഡ് ചിലപ്പോൾ നമുക്ക് വേപ്പർ റിഫൈൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ത്രോട്ട്ലിംഗ് എക്സ്പാൻഷൻ നടക്കുന്ന സമയത്താണ് അതിനുള്ളൊരു ചാൻസ് ഉള്ളത്. അതായത് 100% ഓഫ് ദ ലിക്വിഡ് റിഫൈൻഡും നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് റിഫൈൻഡായി മാറുന്നു എക്സ്പാൻഷൻ വാൾവ് വഴി എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത്. ആൻഡ് ദർ ഇസ് എ ചാൻസ് ഫോർ സം ഓഫ് ദി ലിക്വിഡ് റിഫൈൻഡ് may be evaporated during the expansion process. അതെന്താ വെച്ചാൽ ആ ത്രോട്ട്ലിംഗ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ആ നാരോ വാൾവിലൂടെ ഹൈ വെലോസിറ്റിയിൽ പുറത്തേക്ക് വരുന്ന സമയത്ത് ആ വാൾവിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് കൊണ്ടാണ് ചെറുതായിട്ട് റിഫൈൻഡ് ഒന്ന് വാമാണ്. ആ സമയത്താണ് എന്താ കുറച്ച് ലിക്വിഡ് റിഫൈൻഡ് വേപ്പർ ആവാനുള്ള ചാൻസ് ഉള്ളത്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താ ഫ്ലാഷിംഗ് എന്ന് പറയും. അതായത് ഡ്യൂറിങ് എക്സ്പാൻഷൻ some of the liquid, when the liquid refrigerant is passed through the expansion valve, there is a chance for some of the liquid refrigerant to be evaporated. That process is known as flashing. ചിലപ്പോൾ ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഇസ് മീൻ ബൈ ഫ്ലാഷിംഗ്. ഓക്കെ, അപ്പോൾ ഫ്ലാഷിംഗ് എന്ന് പറയുന്നതാണ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് കുറച്ച് ലിക്വിഡ് റിഫൈൻഡ് വേപ്പർ ആവുന്ന പ്രോസസ്സാണ് നമ്മളിത് പറഞ്ഞ് ഫ്ലാഷിംഗ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഇങ്ങോട്ട് വരാം. ഞാനിപ്പോൾ ഈ 5 കേസ് പറഞ്ഞു, അതിലുള്ള ഒരു കേസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ വേപ്പർ കംപ്രഷൻ റിഫ്രിജറേഷൻ സിസ്റ്റം ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് എൻതാൽപ്പി. അതായത് ഒന്നുകിൽ എന്താ വെച്ചാൽ നമ്മളോട് പറഞ്ഞു വെച്ചാൽ വേപ്പർ കംപ്രഷൻ റിഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ COP ഡിറൈവ് ചെയ്യാനാണ് പറയുന്നത്. എല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയും പറയാം, നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ എ വേപ്പർ കംപ്രഷൻ റിഫ്രിജറേഷൻ സിസ്റ്റം വിത്ത് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ വിത്ത് ഹെൽപ്പ് ഓഫ് എ TS ഡയഗ്രാം ആൻഡ് പ്രഷർ എൻതാൽപ്പി ഡയഗ്രാം. ചിലപ്പോൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പോൾ 2 രീതിയിൽ ഇതിനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്നുകിൽ വേപ്പർ കംപ്രഷൻ റിഫ്രിജറേഷൻ സിസ്റ്റം വിത്ത് ഹെൽപ്പ് ഓഫ് പ്രഷർ എൻതാൽപ്പി ഡയഗ്രാം TS ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ചിലപ്പോൾ എന്തെങ്കിലും ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, ആ ഒരു പിന്നെ വേപ്പർ കംപ്രഷൻ റിഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ COP ഇൻ ടേംസ് ഓഫ് എൻതാൽപ്പീസ് ഡിറൈവ് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു 4 പ്രോസസ്സാണ് ഇവിടെ കാണുന്നത് അല്ലേ. ആ 4 പ്രോസസ്സ് നമ്മൾ ഇൻ ടേംസ് ഓഫ് PH ഡയഗ്രാം ആൻഡ് TS ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ റെഡ് കളറിൽ കാണുന്നുണ്ട് അല്ലേ. ഇപ്പം ഇതിനാണ് ഈ റെഡ് കളറിൽ ലെഫ്റ്റ് സൈഡിൽ വരച്ചിട്ടുള്ളതാണ് എന്ത്, സാച്ചുറേറ്റഡ് ലിക്വിഡ് കർവ്. റൈറ്റ് സൈഡിലുള്ള ഈ കർവാണ് നമ്മൾ എന്ത് പറയുന്നത്, സാച്ചുറേറ്റഡ് വേപ്പർ കർവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഈ സാച്ചുറേറ്റഡ് വേപ്പർ കർവിൽ ഒരു പോയിന്റ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം റിഫ്രിജറന്റ് ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. അതേപോലെ സാച്ചുറേറ്റഡ് ലിക്വിഡ് കർവിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് ടച്ച് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇവിടെ ആണെങ്കിൽ മൂന്നാമത്തെ തേർഡ് പോയിന്റ്, ഈ പോയിന്റ് 3 എന്തായിരിക്കും, കംപ്ലീറ്റ് അറ്റ് പോയിന്റ് 3 ദ റിഫ്രിജറന്റ് വിൽ ബി ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ആയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ അറ്റ് പോയിന്റ് 2 എന്തായിരിക്കും, ദ റിഫ്രിജറന്റ് വിൽ ബി അറ്റ് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഈ PH ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പറയാം 4 പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? കംപ്രഷൻ, കണ്ടൻസേഷൻ, എക്സ്പാൻഷൻ, ഇവാപ്പറേഷൻ. ആ 4 പ്രോസസ്സ് PH ഡയഗ്രത്തിലും TS ഡയഗ്രത്തിലും മാർക്ക് ചെയ്തു, വേറെ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ 1 to 2 എന്ന് പറഞ്ഞ പ്രോസസ്സ് എടുക്കാം. ഡ്യൂറിങ് ദ പ്രോസസ് 1 to 2 എന്താണ് നമുക്ക് പറഞ്ഞു, ഇവിടെ കംപ്രഷന് വേണ്ടിയിട്ട് നമ്മൾ we can say that compression വേണ്ടി കംപ്രഷൻ സിലിണ്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് the compression process will be isentropic compression process ആയിരിക്കും. അപ്പോൾ during the process 1 to 2 എന്താണ് നമുക്ക് the refrigerant will be compressed from 1 to 2. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആസ് പെർ ദിസ് കണ്ടീഷൻ സൈക്കിൾ വിത്ത് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ 1 എന്ന് പറഞ്ഞ പോയിന്റ് എന്താവും, ഇവാപ്പറേഷൻ കഴിയുന്ന സമയത്തും 4 to 1 ആണ് ഇവാപ്പറേഷൻ പ്രോസസ്സ്. ഇവാപ്പറേഷൻ കഴിയുന്ന സമയത്തും കംപ്ലീറ്റ് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആയിട്ടില്ല.
അത് കാരണം ഈ 1 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാണ്, നമ്മൾ റൈറ്റ് സാച്ചുറേറ്റഡ് വേപ്പർ കർവിൽ ടച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ദ റിഫ്രിജറന്റ് ഈസ് ഇൻ വെറ്റ് വേപ്പർ ആയിരിക്കും, വെറ്റ് കണ്ടീഷനിലായിരിക്കും. അത് കംപ്രഷൻ പ്രോസസ് കഴിയുന്നതോട് കൂടിയേ കംപ്ലീറ്റ് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആവുള്ളൂ. ആൻഡ് ദിസ് പ്രോസസ് 1 to 2 is ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ് ആണ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ ശേഷം എന്താ ഇപ്പോൾ ഈ 1 to 2 എന്ന പ്രോസസ്സിൽ എന്താ, അതിന് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, P1 P2, ടെമ്പറേച്ചർ എന്താ T1 T2ലേക്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ്. അത് കഴിഞ്ഞ ശേഷം അപ്പോൾ പ്രഷർ കൂടിയ ഈ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ റിഫ്രിജറന്റിന്റെ കണ്ടൻസറിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ്സാണ്. അപ്പോൾ ഈ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് എന്താണ്, ആഫ്റ്റർ കംപ്രഷൻ നമുക്കറിയാം ദ റിഫ്രിജറന്റ് വിൽ ബി കണ്ടൻസ്ഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പോൾ ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഈ റിഫ്രിജറന്റ് കണ്ടൻസറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് കൂളിംഗ് മീഡിയം ഉപയോഗിച്ചിട്ട് ദാറ്റ് മേ ബി ഐദർ എയർ ആവാം, അല്ലെങ്കിൽ വാട്ടർ ആവാം, അല്ലെങ്കിൽ നമുക്ക് മിക്സർ ഓഫ് വാട്ടർ ആൻഡ് എയർ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഒന്നുകിൽ നമുക്ക് വെച്ചാൽ എയർ ഉപയോഗിച്ചിട്ട് ഈ റിഫ്രിജറന്റിനെ കൂൾ ചെയ്യാം, പിന്നെ വാട്ടർ ഉപയോഗിച്ചിട്ടും കൂൾ ചെയ്യാം. അപ്പം അങ്ങനെ നമ്മൾ എയറിനെ റിഫ്രിജറന്റിനെ കൂൾ ചെയ്യുന്ന സമയത്ത് അത് കോൺസ്റ്റന്റ് പ്രഷർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ റിഫ്രിജറന്റ് കണ്ടൻസ് ചെയ്യുന്നു. അറ്റ് ദി എൻഡ് ഓഫ് ദിസ് കണ്ടൻസേഷൻ പ്രോസസ് വി ക്യാൻ ഗെറ്റ് the refrigerant will be completely changed into liquid refrigerant. Dry saturated vapor ആയിട്ടുള്ള refrigerant കംപ്ലീറ്റ് ലിക്വിഡ് റിഫ്രിജറന്റ് ആയി മാറും. അപ്പോൾ അതാണ് 3 എന്ന് പറഞ്ഞ പോയിന്റ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടൻസേഷൻ പ്രോസസ്. അത് കഴിഞ്ഞ ശേഷം പിന്നെ അഗെയിൻ എന്താണുള്ളത്, എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ എക്സ്പാൻഷൻ എന്ന പ്രോസസ്സിൽ ത്രോട്ട്ലിംഗ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ് നടക്കുന്നത്. ദാറ്റ് ഇസ് ആൻ ഐസെൻതാൽപിക് എക്സ്പാൻഷൻ പ്രോസസ്, നോട്ട് ഐസെൻട്രോപിക്. ഒരിക്കലും ത്രോട്ട്ലിംഗ് എക്സ്പാൻഷൻ പ്രോസസ് ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ പ്രോസസ് ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ അത് ഐസെൻട്രോപിക് പ്രോസസ് ആയിരിക്കില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഈ ഐസോട്രോപിക് എക്സ്പാൻഷൻ പ്രോസസ് PH ഡയഗ്രത്തിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. പക്ഷേ TS ഡയഗ്രത്തിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് നോട്ട് ആൻ ഐസോട്രോപിക് എക്സ്പാൻഷൻ പ്രോസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഈ 2 to 3ന്റെ അറ്റ് ദി എൻഡ് ഓഫ് 2 to 3 എന്താണ് നമുക്ക് എന്ത് കിട്ടുക, കണ്ടൻസ് ചെയ്യുന്നു, ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ലിക്വിഡ് റിഫ്രിജറന്റ് കിട്ടുന്നു. ആ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ലിക്വിഡ് റിഫ്രിജറന്റ് ത്രോട്ട്ലിംഗ് എക്സ്പാൻഷൻ കഴിയുന്നതോടുകൂടി എന്താവും, നമുക്ക് അതിൻ്റെ പ്രഷർ റിഡ്യൂസ് ചെയ്യുന്നു, അതോടൊപ്പം അതിൻ്റെ ടെമ്പറേച്ചർ റിഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ കണ്ടില്ലേ, ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കണ്ടില്ല ആഫ്റ്റർ എക്സ്പാൻഷൻ. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ഫ്ലാഷിംഗ് പറഞ്ഞത്. കാരണം ഈ എക്സ്പാൻഷൻ കഴിയുന്നതോടുകൂടി എന്താണ്, ശരിക്കും ഒരു ചെറിയൊരു സ്മോൾ പോർഷൻ ചെറുതായിട്ട് വേപ്പറായി മാറിയിട്ടുണ്ട്. ബട്ട് റിമൈനിങ് ആർ മോസ്റ്റ് ഓഫ് ദ ലിക്വിഡ് റിഫ്രിജറന്റ് ബി ഇവാപ്പറേറ്റഡ് ഇൻ ദി ഇവാപ്പറേറ്റർ ഓൺലി. അപ്പോൾ 3 to 4 എന്ന് പറഞ്ഞാൽ ഐസെൻതാൽപിക് എക്സ്പാൻഷൻ പ്രോസസ് ഓർ ത്രോട്ട്ലിംഗ് എക്സ്പാൻഷൻ പ്രോസസ്. അത് കഴിഞ്ഞ ശേഷം നാലാമത്തെ പ്രോസസ് എന്താ, അപ്പോൾ ഈ എക്സ്പാൻഷൻ കഴിയുന്നതോടുകൂടി നമുക്ക് ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ, അതായത് pressure will be decreased from P3 to P4 and temperature will be decreased from T3 to T4, and at the end of expansion process we will get low pressure low temperature liquid refrigerant. അത് കഴിഞ്ഞ ശേഷം നേരെ ഇവാപ്പറേറ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ പ്രഷർ കുറഞ്ഞതോടുകൂടി എന്തായി, അതിൻ്റെ ബോയിലിംഗ് പോയിന്റും കുറഞ്ഞു. അപ്പോൾ ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ ഒരു -50 -60 ഡിഗ്രി സെൽഷ്യസിലുള്ള ലിക്വിഡ് റിഫ്രിജറന്റ് ആയി മാറിയിട്ടുണ്ടാവും. ഈ ലിക്വിഡ് റിഫ്രിജറന്റ് ആണ് പിന്നെ ഇവാപ്പറേറ്ററിൽ പോകുന്നത്. ഇവാപ്പറേറ്ററിൽ പോകുന്ന സമയത്ത് എന്താവും, ആ ലിക്വിഡ് റിഫ്രിജറന്റ് നമുക്ക് കൂൾ ചെയ്യേണ്ട മീഡിയത്തിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഇവാപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കും. ആൻഡ് ഇവാപ്പറേഷൻ ഇസ് എ പ്രോസസ് വിച്ച് ഈസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ദാറ്റ് മീൻസ് 4 to 1 കഴിഞ്ഞ പ്രോസസ് ഡ്യൂറിംഗ് ദിസ് 4 to 1 P1 = P4 T1 = T4. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവാപ്പറേഷൻ എന്ന പ്രോസസ്സിൽ കൂളിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, കൂളിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലാണ്. ഓക്കെ, അപ്പോൾ 4 to 1 കഴിയുന്നതോട് കൂടി നമ്മൾ എന്ത് ചെയ്തു, ഈ റിഫ്രിജറന്റ് എല്ലാം എന്താ ഇവാപ്പറേറ്റ് ചെയ്തു. പക്ഷേ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എന്താണ്, ഈ സൈക്കിൾ പറയുന്നത് എന്താണ്, സൈക്കിൾ വിത്ത് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ ആണ്. അപ്പോൾ ബിഫോർ കംപ്രഷൻ, ദാറ്റ് മീൻസ് ആഫ്റ്റർ ഇവാപ്പറേഷൻ കംപ്ലീറ്റ് റിഫ്രിജറന്റും വേപ്പറായി മാറുന്നില്ല. അറൗണ്ട് 90 to 95% വേപ്പർ ആവുന്നുള്ളൂ. ഇത് പിന്നെ കംപ്രസർ പോയിട്ട് കംപ്രസ് ചെയ്യുന്നതോട് കൂടിയാണ് അറ്റ് ദി എൻഡ് ഓഫ് കംപ്രഷൻ പ്രോസസ്സാണ് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ഉണ്ടാവുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി അടുത്ത എന്താ, ഈ 4 പ്രോസസ്സും പറഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നെ 4 പ്രോസസ്സാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഐസോട്രോപിക് കംപ്രഷൻ പ്രോസസ്, കംപ്രസർ പോയിട്ട്. രണ്ടാമത് എന്താണ്, കണ്ടൻസേഷൻ പ്രോസസ്. മൂന്നാമത്തെ എന്താണ്, എക്സ്പാൻഷൻ ഓർ ത്രോട്ട്ലിംഗ് എക്സ്പാൻഷൻ പ്രോസസ്. നാലാമത്തത് വേപ്പറൈസിംഗ് പ്രോസസ് ഓർ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അബ്സോർപ്ഷൻ പ്രോസസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് പറഞ്ഞു കഴിഞ്ഞ ശേഷം അടുത്ത പരിപാടി എന്താണ്, 4 പ്രോസസ്സും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നമുക്ക് COP ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ COP നമുക്ക് എന്താ വെച്ചാൽ, ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കംപ്രഷൻ മാത്രമേ ഐസോട്രോപിക് കംപ്രഷൻ ഉള്ളൂ. പക്ഷേ നമുക്ക് ബാക്കി എന്താണ്, ഒന്ന് എക്സ്പാൻഷൻ ഐസോട്രോപിക് കംപ്രഷൻ അല്ല. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഹീറ്റ് റിജക്റ്റഡും ഹീറ്റ് അബ്സോർബും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ എന്താ ചെയ്യണേ, നമുക്കറിയാം വാട്ട് ഈസ് എക്സ്പ്രഷൻ ഫോർ COP ഓഫ് റെഫ്രിജറേറ്റർ.
എന്താണ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, ദാറ്റ് മീൻസ് റിഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ അല്ലേ. അപ്പോൾ ഇവിടെ ഈ പ്രോസസ്സിൽ റിഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 4-1 കഴിഞ്ഞ പ്രോസസ് ഇവാപ്പറേഷൻ എന്ന പ്രോസസ്സിലാണ് റിഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വർക്ക് ഡണ്ണോ, വർക്ക് ഈസ് സപ്ലൈഡ് ബൈ ദി കംപ്രസർ, ദാറ്റ് മീൻസ് 1-2 എന്ന് പറഞ്ഞ പ്രോസസ്സിലാണ് നമുക്ക് കംപ്രഷൻ വർക്കോ കംപ്രസർ വർക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സംബന്ധിച്ചോളം എന്താണ് 4-1 കഴിഞ്ഞ പ്രോസസ്സാണ് നമ്മൾ സംബന്ധിച്ചോളം ഔട്ട്പുട്ട്, 1-2 എന്ന് പറഞ്ഞ പ്രോസസ്സിലാണ് നമ്മൾ ഇൻപുട്ടായിട്ട് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 4-1 എന്നുള്ള പ്രോസസ്സും 1-2 എന്ന് പറഞ്ഞ പ്രോസസ്സും കിട്ടിയാൽ മതി അതിൻ്റെ COP കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഹീറ്റ് അബ്സോർബ്ഡും അതുപോലെ കംപ്രസർ വർക്കും നമ്മൾ ഇൻ ടേംസ് ഓഫ് എൻതാൽപ്പീസിലാണ് നമ്മൾ എഴുതുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? COP ഈക്വൽ ടു റിഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ. റിഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂറിംഗ് ഇവാപ്പറേഷൻ പ്രോസസ്സാണ് റിഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ചെയ്ത പ്രോസസ്സിലാണ് 4-1. അപ്പോൾ ഈ 4-1 നമ്മൾ ഹീറ്റ് അബ്സോർബ്ഡ് കിട്ടണം എങ്ങനെയാണ്? ഇൻ ടേംസ് ഓഫ് എൻതാൽപ്പീസ്. അപ്പോൾ ഇവിടെ നോക്കുക, pH ഡയഗ്രം നോക്കുക. പ്രഷർ എൻതാൽപ്പി ഡയഗ്രത്തിൽ ഒന്നാമത്തെ പോയിന്റ് താഴെ നേരെ H1 എൻതാൽപ്പി, 4 എന്ന് പറഞ്ഞ പോയിന്റ് നേരെ താഴെ HF3 ഈക്വൽ ടു H4 എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം എന്താണ് 3-4 എന്ന് പറഞ്ഞാൽ എന്താണ് കോൺസ്റ്റന്റ് എൻതാൽപ്പി പ്രോസസ്സാണ്. അപ്പോൾ 4 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള എൻതാൽപ്പി H4 ആണ്. അതേ എൻതാൽപ്പിനല്ല 3-ലുള്ള എൻതാൽപ്പിയും. അപ്പോൾ 3-ലുള്ള എൻതാൽപ്പി തേർഡ് പോയിന്റിലുള്ള എൻതാൽപ്പി എന്താണ്? അവിടെ ലിക്വിഡ് സ്റ്റേറ്റ് അതുകൊണ്ടാണ് അത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HF3 എന്നുള്ള ടേം ഉപയോഗിച്ചത്. അപ്പോൾ നമുക്ക് ഐദർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് H4 ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് HF3. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയുള്ള HF3 ഈക്വൽ ടു H4. അപ്പോൾ നമുക്ക് ഡ്യൂറിംഗ് ഇവാപ്പറേഷൻ പ്രോസസ് ഇറ്റ്സ് enthalpy will be changed from HF3 to H1. So that heat absorbed or refrigeration effect during the process 4-1 is equal to H1 minus HF3. Okay, അപ്പോൾ നമുക്ക് റിഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ആയി. അപ്പോൾ ഔട്ട്പുട്ട് ആയി. ഇൻപുട്ട് എന്താണ്? 1-2. അപ്പോൾ 1-2 എന്നുള്ള പ്രോസസ്സിൽ എൻതാൽപ്പി ചേഞ്ച് എന്താണ്? H1 നിന്ന് H2ലേക്ക് മാറുന്നു അല്ലേ? H1 നിന്ന് H2ലേക്ക് മാറുന്നു. അപ്പോൾ വാട്ട് ഈസ് ദാറ്റ് വർക്ക് ഡൺ ഡ്യൂറിംഗ് ദിസ് പ്രോസസ് ഇൻ ടേംസ് ഓഫ് എൻതാൽപ്പീസ്? H2 മൈനസ് H1. കംപ്രഷൻ നടക്കുന്നതോട് കൂടി അതിൻ്റെ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ H2 മൈനസ് H1 വിൽ ബി ദ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ. ഓക്കെ, സോ നമുക്കപ്പോൾ എന്തായി? ഈ ഇവാപ്പറേഷൻ ഓർ റിഫ്രിജറേറ്റിംഗ് എഫക്റ്റിനുള്ള എക്സ്പ്രഷനും കിട്ടി, വർക്ക് ഡൺ എന്നുള്ള എക്സ്പ്രഷനും കിട്ടി. ദാറ്റ് ഈസ് COP ഈക്വൽ ടു എന്താണ്? റിഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ. ദാറ്റ് ഈസ് H1 മൈനസ് H4 ആണ് റിഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് എന്തായാലും ദാറ്റ് ഈസ് H2 മൈനസ് H1. നമ്മൾ H4ന് പകരം എന്ത് എഴുതിയിരുന്നു? H4 ഈക്വൽ ടു HF3. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അത് ഒന്നും കൂടി മാറ്റി എഴുതി. ദാറ്റ് ഈസ് H1 മൈനസ് HF3. H1 മൈനസ് H4 പകരം H1 മൈനസ് HF3 ഡിവൈഡ് ബൈ H2 മൈനസ് H1. ഈ ഇക്വേഷനാണ് നിങ്ങൾ കാണാതെ പഠിച്ചു പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് H1 മൈനസ് HF3 ഡിവൈഡ് ബൈ H2 മൈനസ് H1. ഈ ഒന്നുകിൽ എന്താ ചോദിക്കുക വെച്ചാൽ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനേ പറയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ pH ഡയഗ്രം, TS ഡയഗ്രം ഏതെങ്കിലും ഒന്നും നന്നായിട്ട് പഠിച്ചു വെക്കണം. pH ഡയഗ്രം പഠിച്ചോ, അപ്പോൾ അല്ല നമുക്ക് ഇതിലുള്ള പ്രോബ്ലം ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ H1 മൈനസ് HF3 ഡിവൈഡ് ബൈ H2 മൈനസ് H1 ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ഇത് ഡിറൈവ് ചെയ്യാൻ നമ്മോട് പറയും ഒന്നുകിൽ. രണ്ടാമത് ഇതിന് ചോദിക്കുക ഒന്നുകിൽ ഇതിലെ പ്രോബ്ലം ചെയ്യാനാവും. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് എന്തായാലും ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നോർമലി ഇതിലെ പ്രോബ്ലം ചോദിച്ച് കണ്ടിട്ടില്ല, വളരെ റെയർ കേസിലാണ് ചോദിക്കുക. അപ്പോൾ ഞാൻ ഇതിലെ പ്രോബ്ലം നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാണ്ട് ഈ രാത്രി വെച്ച് നിങ്ങൾ പഠിക്കണ്ട. കാരണം വെച്ചാൽ അതിപ്പോൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് അതിനുള്ള ടൈം കിട്ടില്ല. അപ്പോൾ തൽക്കാലം വെച്ച് ഈ ഡെറിവേഷൻ പഠിക്കാൻ നേരത്തെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് പറഞ്ഞത് ഫസ്റ്റ് കേസാണ് ഞാൻ പറഞ്ഞത്. അതിലുള്ള ഒരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലം ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, നമ്മുടെ ടൈം പോവും, നിങ്ങൾക്ക് മനസ്സിലാവില്ല. പിന്നെ രണ്ടാമത്തെ കേസ് ഞാൻ പറഞ്ഞത് എന്താണ്? തിയററ്റിക്കൽ വേപ്പർ കമ്പഷൻ സൈക്കിൾ വിത്ത് വെറ്റ് വേപ്പർ ആഫ്റ്റർ കമ്പഷൻ. അപ്പോൾ ഈ വെറ്റ് വേപ്പർ അപ്പോൾ നമുക്ക് ഈ 1-2 എന്ന് പറഞ്ഞ പ്രോസസ്സ് നോക്കിയാൽ മതി. 1-2 അല്ലേ കംപ്രഷന്. അപ്പോൾ എന്തായി? 1 എന്ന് പറഞ്ഞ പോയിന്റിലും വെറ്റ് വേപ്പറാണ്, 2 എന്ന് പറഞ്ഞ പോയിന്റിലും വെറ്റ് വേപ്പറാണ്. കാരണം എന്താണ്? 2 എന്ന് പറഞ്ഞ പോയിന്റ് ആഫ്റ്റർ കമ്പഷൻ, 2 എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്? നമ്മളെ ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറിൽ കർവിൽ ടച്ച് ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ കേസും ഉണ്ടാവാം. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ എഫക്ട് ഫോർ ദ COP? നേരത്തെ പറഞ്ഞ ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ എന്ന് പറഞ്ഞ കേസിനേക്കാളും എന്താണ് ഇവിടെ നമ്മൾ റിഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കുറയുന്നുണ്ട്. കാരണം 4-1 H1 മൈനസ് H4 കുറയല്ലോ അല്ലേ? കാരണം കംപ്ലീറ്റ് ലിക്വിഡ് റിഫ്രിജറേറ്റും ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആക്കാൻ പറ്റുന്നോ അത്രത്തോളം അതിന് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ അബ്സോർബ് ചെയ്യുന്നുണ്ട്, അത്രത്തോളം അത് റിഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഈ H1 മൈനസ് H4 കുറയുന്നുണ്ടോ അത്രത്തോളം അതിൻ്റെ ഔട്ട്പുട്ട് കുറയാണ്. ദാറ്റ് മീൻസ് റിഫ്രിജറേഷൻ സംബന്ധിച്ചോളം കൂളിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെറ്റ് വേപ്പർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? ബിഫോർ കംപ്രഷൻ ആൾസോ വെറ്റ് വേപ്പർ, ആഫ്റ്റർ കംപ്രഷൻ ആൾസോ വെറ്റ് വേപ്പർ ആണെന്നുണ്ടെങ്കിൽ
ഇതെന്താവും, the net effect is to have a reduction in the reduction in the refracting effect. Also there will be a reduction in the COP. അപ്പോൾ അതുകൊണ്ട് ശരിക്കും നേരത്തെ ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ എന്നുള്ള കേസിനേക്കാളും നമ്മൾ ഈ കേസിൽ എന്തായിരിക്കും, ഇതിന്റെ റിഫ്രേറ്റിംഗ് എഫക്റ്റ് കുറയും, അതുപോലെ തന്നെ COP കുറയാണ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ കേസ് എടുത്ത് നോക്കാം. മൂന്നാമത്തെ കേസ് എന്താണ്, തിയററ്റിക്കൽ വേപ്പർ കംപ്രഷൻ സൈക്കിൾ വിത്ത് സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ. അപ്പം അത് ഇവിടെ നോക്ക്, PH ഡയഗ്രം നോക്ക്. നമ്മൾ ഡ്യൂറിങ് ഇവാപറേഷൻ, ദാറ്റ് മീൻസ് 4 to 1 എന്ന പ്രോസസ്സിൽ ഈ 100% ഓഫ് എ ലിക്വിഡ് റിഫിൻ ഈസ് ഇവാപറേറ്റഡ്. അപ്പൊ എന്താ, 1 പോയിന്റ് എന്തായി മാറും, ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറിൽ ടച്ച് ചെയ്യും അല്ലേ. അപ്പൊ നമുക്ക് ദാറ്റ് മീൻസ് 100% ഓഫ് ദി ലിക്വിഡ് റിഫിൻ വിൽ ബി ഇവാപറേറ്റഡ് ഡ്യൂറിങ് ഇവാപറേഷൻ പ്രോസസ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആഫ്റ്റർ കംപ്രഷൻ എന്ത് വരും, ഈ പോയിന്റ് after compression the liquid refrigerant will be the vapor refrigerant will go to the superheated state. അപ്പോൾ 2 പോയിന്റ് എവിടെ പോകും, സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. ദാറ്റ് മീൻസ് നമ്മൾ ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ കർവിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്നതോറും സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ലിക്വിഡ് കർവിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നതോറും സബ് കൂൾ റീജിയൻ ആണ്. ഇൻ ബിറ്റ്വീൻ സാച്ചുറേറ്റഡ് വേപ്പർ കർവ് ആൻഡ് സാച്ചുറേറ്റഡ് ലിക്വിഡ് കർവ് ദർ വിൽ ബി എന്തായിരിക്കും, നമുക്ക് വെറ്റ് കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ഓർ സാച്ചുറേറ്റഡ് വേപ്പർ കർവിന്റെ റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ്. അതുപോലെ സാച്ചുറേറ്റഡ് ലിക്വിഡ് കർവിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ സബ് കൂളിംഗ് എന്ന പ്രോസസ് ആയിരിക്കും ഉണ്ടാവുക. ഇതിന് രണ്ടിന്റെ ഇടയിലാണെങ്കിൽ വെറ്റ് റീജിയൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കേസ് പ്രകാരം എന്താണ്, നമുക്ക് 1 to 2, അതായത് കംപ്രഷന്റെ എൻഡിൽ എന്താവും, സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കണ്ടൻസേഷൻ പ്രോസസ് 2 to 3 ആണല്ലോ. 2 to 3 2 സ്റ്റെപ്പിലാണ് നടക്കുക. അത് 2 to 2' ആൻഡ് ഫ്രം 2' to 3. അത് 2 to 2' എന്താവും, അത് കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കും. പിന്നെ 2' to 3 എന്താണ്, കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ നടക്കും. കാരണം സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ് നോക്കി, TS ഡയഗ്രത്തിൽ നോക്കും, നമുക്ക് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിൽ ആദ്യം അതിന്റെ കണ്ടൻസേഷൻ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കൂൾ ചെയ്യുന്ന സമയത്ത് കണ്ടൻസേഷൻ പ്രോസസ് ആദ്യം അതിന്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചറിലെ 2 to 2' ആയിട്ടുള്ള 2' ആണ് അതിന്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ ഓർ അതിന്റെ കണ്ടൻസേഷൻ ടെമ്പറേച്ചർ. ആ കണ്ടൻസേഷൻ ടെമ്പറേച്ചറിലേക്കാണ് കൊണ്ടുവരിക. അപ്പോൾ അത് കോൺസ്റ്റന്റ് പ്രഷർ നടക്കും. പിന്നെ 2' to 3 എന്ന് പറഞ്ഞപ്പോൾ ആക്ച്വലി നമുക്ക് കോൺസ്റ്റന്റ് പ്രഷർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നടക്കും. അപ്പോൾ ഇവിടെ ഈ തിയററ്റിക്കൽ വേപ്പർ കംപ്രഷൻ സൈക്കിൾ വിത്ത് സൂപ്പർ ഹീറ്റഡ് വേപ്പർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ PH ഡയഗ്രം വരച്ചിട്ട് നമ്മൾ പറയാം, ആഫ്റ്റർ കംപ്രഷൻ it will go to superheated state. During that stage, then the condensation will be taking place in 2 stages. First of all, it will be condensed at a constant pressure, and then it will be condensed at constant pressure and constant temperature എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താണ്, പക്ഷേ ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് 4 to 1 കഴിഞ്ഞ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് എന്താണ്, നമുക്കറിയാം H1 - H4 കൂടി, റിഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കൂടി അല്ലേ. പക്ഷെ എന്താ, അപ്പോൾ അത് റിഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ശരിക്കും COP കൂടണം. പക്ഷെ ഇവിടെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയതുകൊണ്ട് തന്നെ അതിന്റെ വർക്ക് ഡണ്ണും കൂടും. അപ്പൊ ശരിക്ക് ദ ഇൻക്രീസ് ഇൻ വർക്ക് ഡൺ ഈസ് മോർ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ദ റിഫ്രിജറേറ്റിംഗ് എഫക്ട്. സോ ദ നെറ്റ് എഫക്ട് ഈസ് ടു ഹാവ് എ റിഡക്ഷൻ ഇൻ COP. ശരിക്കും നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിൽ കംപ്രസ് ചെയ്യുന്ന സമയത്ത് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും അതിന്റെ COP കൂടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷെ എന്താ വെച്ചാൽ ഇവിടെ റിഫ്രിജറേറ്റിംഗ് എഫക്ട് കൂടുന്നുണ്ട്, പക്ഷെ അതേപോലെ തന്നെ വർക്ക് ഡൺ ബൈ ദ കംപ്രസറും കൂടും. അതുകൊണ്ട് തന്നെ അപ്പോൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് റിഫ്രിജറേറ്റിംഗ് എഫക്ട് ബൈ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നേരത്തെ ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റേറ്റിൽ നമ്മൾ പറഞ്ഞതിനേക്കാൾ കമ്പയർ നോക്കുമ്പോൾ ചെറുതായിട്ട് COP കുറയാനാണ് ഇവിടെ ചാൻസ് ഉള്ളത്. ഇനി നമുക്കെന്ന് വെച്ചാൽ നാലാമത്തെ പ്രോസസ്. അപ്പോൾ ഇതാണ് ചോദിക്കുക, വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് സൂപ്പർ ഹീറ്റിംഗ് പറഞ്ഞാൽ ഈ PH ഡയഗ്രം വരച്ചിട്ട് നമ്മളിത് പറയാം, ഈ പറഞ്ഞ കാര്യങ്ങൾ പറയാം. ദെൻ അടുത്തത് പിന്നെ നമുക്ക് സബ് തിയററ്റിക്കൽ വേപ്പർ കംപ്രഷൻ സൈക്കിൾ വിത്ത് അണ്ടർ കൂളിംഗ് ഓർ സബ് കൂളിംഗ് ഓഫ് റിഫ്രിജറേഷൻ ലാസ്റ്റ് പോയിന്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് വെച്ചാൽ നോക്ക്, 1 to 2 നമ്മൾ കംപ്രസ് ചെയ്യുന്ന സമയത്ത് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് PH ഡയഗ്രത്തിൽ നോക്കുക, സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി. അത് കഴിഞ്ഞ ശേഷം കണ്ടൻസേഷൻ 2 to 2' അതിനെന്ത് സാച്ചുറേഷൻ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നു. പിന്നെ 2' to 3' അതിനെ കണ്ടൻസ് ചെയ്തു. അറ്റ് ദി എൻഡ് ഓഫ് കണ്ടൻസേഷൻ നമുക്ക് കംപ്ലീറ്റ് ലിക്വിഡ് റിഫ്രിജറന്റ് ആയി മാറി. പിന്നെ ഇത് അഗൈൻ ഇറ്റ് ഈസ് കണ്ടൻസ് ഫ്രം 3' to 3. നോക്ക്, ഇത് ലിക്വിഡ് റിഫ്രിജറന്റ് ആയി കഴിഞ്ഞ ശേഷം പിന്നെയും അതിനെ കൂൾ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഇതിനെ ഈ 3' to 3 എന്ന് പറഞ്ഞ പ്രോസസ്സാണ് അണ്ടർ കൂളിംഗ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് നോർമലി അറ്റ്മോസ്ഫിയറിക് എയർ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ഈ റിഫ്രിജറന്റിനെ അതിന്റെ സബ് കൂൾ റീജിയനിലേക്ക് കണ്ടൻസ് ചെയ്യിക്കാൻ പറ്റില്ല. ഇങ്ങനെ കൂൾ ചെയ്യാൻ വേണ്ടി നമുക്ക് അഡീഷണൽ കൂളിംഗ് വാട്ടർ ഉപയോഗിച്ചിട്ട് ഈ റിഫ്രിജറന്റിനെ കൂൾ ചെയ്യും. അങ്ങനെ കൂൾ ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യും, ആൾറെഡി ലിക്വിഡ് കണ്ടൻസേഷൻ പ്രോസസ്സിൽ ആൾറെഡി ലിക്വിഡ് റിഫ്രിജറന്റിൽ എത്തിയിട്ടുള്ള റിഫ്രിജറന്റിനെ അഗെയിൻ കൂൾ ചെയ്യാൻ സബ് കൂൾ ചെയ്യാനുള്ള. അപ്പോൾ കൂടുതൽ കൂളിംഗ് വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ റിഫ്രിജറന്റിനെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ സബ് കൂൾ റീജിയനിലേക്ക് വരും. അപ്പോൾ ഈ സബ് കൂൾ റീജിയനിലേക്ക് വരുന്നതിനുള്ള അഡ്വാൻറ്റേജ് എന്താ,
പിന്നെ അത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് 4 എന്ന് പറയുന്ന പോയിന്റ് എന്തായി, കുറച്ചും കൂടി ലെഫ്റ്റിലേക്ക് വന്നില്ലേ അല്ലേ? അപ്പൊ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്തായി, നമുക്ക് ഇതിന്റെ ഫ്ലാഷിങ് കുറഞ്ഞു ചെയ്ത് കൂടുതൽ ലിക്വിഡ് റിഫ്രിജറന്റ് നമുക്ക് കിട്ടും. കൂടുതൽ ലിക്വിഡ് റിഫ്രിജറന്റ് എക്സ്പാൻഷന്റെ സമയത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്, അത്രയും ലിക്വിഡ് റിഫ്രിജറന്റ് നമുക്ക് ഇവാപറേറ്റ് ചെയ്യാൻ പറ്റും. Thereby there will be an increase in the refrigerating effect. അപ്പോൾ what is the effect of subcooling പറഞ്ഞാൽ we can increase the refrigerating effect. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താവും, the net effect is to have an increase in the COP. കാരണം ഔട്ട്പുട്ട് എന്താണ്, റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്, ദാറ്റ് ഈസ് H1 - H4. H1 - H4 കൂടും. H1 - H4 കൂടുക കഴിഞ്ഞാൽ അതിന്റെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കൂടും. റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കൂടിക്കഴിഞ്ഞാൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ ആണ് എന്ത്, COP. ഓക്കെ, അപ്പൊ നമുക്ക് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കൂടി കഴിഞ്ഞാൽ അതിന്റെ COP കൂടും. അപ്പൊ വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് അണ്ടർ കൂളിംഗ് ഓർ സബ് കൂളിംഗ് ഓഫ് റെഫ്രിജറന്റ് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഇതുപോലെ pH ഡയഗ്രാം വരച്ചിട്ട് നമ്മൾ എന്ത് പറയണം, സബ് കൂൾ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ലിക്വിഡ് റിഫ്രിജറന്റ് നമുക്ക് ആഫ്റ്റർ കണ്ടൻസേഷൻ എഗെയിൻ അതിനെ സബ് കൂൾ ചെയ്യുമ്പോൾ അതിന്റെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കൂടും. റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കൂടുമ്പോൾ അതിന്റെ COP കൂടും. ഇത് ചിലപ്പോൾ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. എങ്ങനെ വെച്ചാൽ വാട്ട് ഇസ് ദ എക്സ്പ്രഷൻ, വാട്ട് വാസ് ദ എഫക്ട് ഓഫ് സൂപ്പർ ഹീറ്റിംഗ് ആൻഡ് സബ് കൂളിംഗ് ഓഫ് ലിക്വിഡ് റെഫ്രിജറന്റ് ഡ്യൂറിംഗ് എ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. അപ്പം സൂപ്പർ ഹീറ്റ് ചെയ്യുന്നതിന്റെ എഫക്റ്റ് എന്താണ്, സബ് കൂൾ ചെയ്യുന്നതിന്റെ എഫക്റ്റ് എന്താണ്, ഇത് രണ്ടും സെപ്പറേറ്റ് pH ഡയഗ്രാം വരച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഈ 4 കേസ്. ഒന്ന് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ, 2 വെറ്റ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ, 3 എന്താണ് സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആഫ്റ്റർ കംപ്രഷൻ, 4 സബ് കൂളിംഗ് ഓഫ് ലിക്വിഡ് റെഫ്രിജറന്റ് ഡ്യൂറിംഗ് കണ്ടൻസേഷൻ പ്രോസസ്. ഓക്കെ, 4 ആയാലും നമ്മുടെ എക്സ്പ്രഷൻ ഫോർ COP വിൽ ബി സെയിം. വാട്ട് വിൽ ബി ദ എക്സ്പ്രഷൻ, H1 COP എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ റെഫ്രിജറേറ്റിംഗ് എഫക്ട് ഡിവൈഡ് ബൈ വർക്ക് ഡൺ. അത് ഇവിടെ അത് തന്നെയാണ്. റെഫ്രിജറേറ്റിംഗ് എഫക്ട് ഈസ് ഈക്വൽ ടു H1 - H4 ഓർ H1 - HF3 ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ എന്താണ്, H2 - H1, ദാറ്റ് ഈസ് സെയിം. അപ്പോൾ എന്തായാലും H1 - HF3 divided by H2 - H1 will be the expression for COP. അതിന്റെ വാല്യൂസിലുള്ള മാറ്റേ വരുള്ളൂ. ആ H1 H2 HF3 ഒക്കെ വാല്യൂസിലുള്ള മാറ്റം മാത്രമേ വരുള്ളൂ. ഇക്വേഷൻ വിൽ ബി ദ സെയിം. ഓക്കെ, ഇനി ഇതിലുള്ള ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ ഫ്ലാഷ് ചാമ്പർ ആൻഡ് അക്യുമുലേറ്റർ ഇൻ എ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇത് നോക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഫ്ലാഷ് ചാമ്പർ ഉണ്ട്, ഒരു അക്യുമുലേറ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം വേപ്പർ കംപ്രഷൻ റെഫ്രിജറേറ്ററിലുള്ള 4 കമ്പോണൻസ് ഇവിടെ ഇല്ലേ നോക്കുക. കംപ്രസർ ഉണ്ട്, അത് കഴിഞ്ഞ ശേഷം കണ്ടൻസർ ഉണ്ട്, കണ്ടൻസർ കഴിഞ്ഞ ഒരു ഡ്രയർ ഓർ സ്ട്രെയിനർ ഉണ്ട്. ഇത് എന്തെന്ന് വെച്ചാൽ ഒരു ഫിൽറ്ററിംഗ് ഡിവൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഡ്രയർ ഓർ സ്ട്രെയിനർ അതൊരു അഡീഷണൽ ആക്സസറി ആണ് അത് വരുന്നത്. അപ്പോൾ ഇവിടെ കണ്ടൻസർ ഉണ്ട്. കണ്ടൻസർ കഴിഞ്ഞ ശേഷം എന്താണ്, ഇവിടെ എക്സ്പാൻഷൻ വാൾവ് ഇങ്ങനെ ഒരു ക്രോസ് സിമ്പിൾ ഇട്ടിട്ടാണ് കാണിക്കുക. മീറ്ററിംഗ് ഡിവൈസ് ഓർ എക്സ്പാൻഷൻ വാൾവ് എന്ന് പറയും. എക്സ്പാൻഷൻ ഡിവൈസ് കഴിഞ്ഞ ശേഷം ഇവാപ്പറേറ്റർ. ഓക്കെ, അപ്പൊ കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ ഡിവൈസ് ആൻഡ് ദെൻ ഇവാപ്പറേറ്റർ. അപ്പൊ ഇവിടെ നോക്കുക, ഈ എക്സ്പാൻഷൻ ഡിവൈസിന്റെ ഇവാപ്പറേറ്ററിന്റെ ഇടയിലാണ് എന്ത് വെച്ചിട്ടുള്ളത്, ഫ്ലാഷ് ചാമ്പർ വെച്ചിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം ഇവാപ്പറേറ്റർ പോയിട്ട് ഇവാപ്പറേറ്ററിന് വേപ്പർ റിഫ്രിജറന്റ് എങ്ങോട്ട് പോകുന്നു, കംപ്രസറിൽ പോകുന്നു. അപ്പൊ ഇവിടെ നോക്ക്, ഈ ഇവാപ്പറേറ്ററിന്റെ കംപ്രസറിന്റെ ഇടയിലാണ് അക്യുമുലേറ്റർ വെച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, എന്താണ്, എ ഫ്ലാഷ് ചാമ്പർ ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദി എക്സ്പാൻഷൻ ഡിവൈസ് ആൻഡ് ദെൻ ഇവാപ്പറേറ്റർ. ഓക്കെ, അപ്പൊ ഈ എക്സ്പാൻഷൻ ഡിവൈസിന് ഇവാപ്പറേറ്ററിന് ഇടയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലാഷ് ചാമ്പറിന്റെ പർപ്പസ് എന്തായിരിക്കും? ഫ്ലാഷ് ചാമ്പർ ഈസ് എ വെസൽ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് വെറ്റ് വേപ്പർ ആൻഡ് ഡ്രൈ വേപ്പർ. ഓക്കെ, നമുക്കറിയാം എക്സ്പാൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്ന സമയത്ത് എന്താണ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഫ്ലാഷിംഗ് പറഞ്ഞ ഡെഫിനേഷൻ പറഞ്ഞത് എന്താണ്, ഡ്യൂറിങ് എക്സ്പാൻഷൻ സം ഓഫ് ദ ലിക്വിഡ് റിഫ്രിജറന്റ് വിൽ ബി ഗെറ്റ് ഇവാപ്പറേറ്റഡ്. ഒരു 5% ലിക്വിഡ് റിഫ്രിജറന്റ് ഇവാപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ വേപ്പർ റിഫ്രിജറന്റ് പിന്നെ ഇവാപ്പറേറ്റർ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ദിസ് വേപ്പർ റിഫ്രിജറന്റ് cannot produce this 5% vapor cannot produce any refrigerating effect inside this evaporator because എന്താണ്, ആൾറെഡി ഡ്യൂറിങ് ഇവാപ്പറേഷൻ, അതായത് ലിക്വിഡ് റിഫ്രിജറന്റ് വേപ്പർ റിഫ്രിജറന്റ് ആവുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്,
നമുക്ക് റിഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം, ആൾറെഡി കുറച്ച് പെർസെൻറ്റേജ് ഈ എക്സ്പാൻഷൻ വാൾവിലൂടെ ത്രോട്ട്ലിംഗ് എക്സ്പാൻഷൻ വഴി വേപ്പർ ആയതുകൊണ്ട്, ദാറ്റ് മീൻസ് ഫ്ലാഷിംഗ് പ്രോസസ് വഴി വേപ്പർ ആയതുകൊണ്ട് ആ റെഫ്രിജറന്റ് പിന്നെന്താവും, ദാറ്റ് റെഫ്രിജറന്റ് കനോട്ട് പ്രൊഡ്യൂസ് എനി റിഫ്രിജറേറ്റിംഗ് എഫക്ട്. അപ്പൊ അങ്ങനെ in order to separate that vapor refrigerant from this liquid refrigerant, a flash chamber is used. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്പാൻഷൻ വാൾവ് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഫ്ലാഷിംഗ് വഴി വേപ്പർ ആയിട്ടുള്ള ആ വേപ്പർ റിഫിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലാഷ് ചാമ്പർ വെച്ചിട്ടുള്ളത്. അപ്പൊ ആ റിഫിൻ്റെ ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് അതിനുള്ള വേപ്പർ റിഫിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ആ സെപ്പറേറ്റ് വേപ്പർ റിഫിനെ ഡയറക്റ്റ് ആയിട്ട് കംപ്രസറിലേക്ക് കൊടുക്കും. ആൻഡ് റിമൈനിങ് 90, സപ്പോസ് എക്സാമ്പിൾ പറയുന്നത് 5% വേപ്പർ റിഫിൻ്റെ കംപ്രസർ നേരെ സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയും ചെയ്യും. ബാക്കി 95% ലിക്വിഡ് റിഫിൻ്റെ അതാണ് ഡയറക്റ്റ് ആയിട്ട് ഇവാപ്പറേറ്ററിലേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി in order to separate that vapor refrigerant from the liquid refrigerant, a flash chamber is used. Okay, that is the purpose of a flash chamber. Then next one is the accumulator. Accumulator എവിടെ വെച്ചിട്ടുള്ളത്? In between evaporator and compressor, right? അപ്പൊ നമുക്കറിയാം during evaporation എന്താണ്, most of the liquid refrigerant will be converted into dry saturated vapor. If not so, at the end of evaporation process നമുക്ക് വെറ്റ് വേപ്പറാണ് കിട്ടുന്നത് വെച്ചോ. അതായത് 95% വേപ്പർ റിഫിൻ്റെ ഒരു 5% ലിക്വിഡ് റിഫിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഈ 5% ലിക്വിഡ് റിഫിന് പിന്നെ കംപ്രസർ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കാരണം വെച്ചാൽ ഇറ്റ് മേ ഡാമേജ് ദ കംപ്രസർ വൈൻഡിങ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് വെറ്റ് വേപ്പർ ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്ന വെറ്റ് വേപ്പർ ആണെന്നുണ്ടെങ്കിൽ ആ വെറ്റ് വേപ്പറിൽ നിന്നുള്ള വെറ്റ് ലിക്വിഡ് പോർഷൻ ലിക്വിഡ് റിഫിൻ്റെ സെപ്പറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അക്യുമുലേറ്റർ വെച്ചിട്ടുള്ളത്. അപ്പൊ സോ ദാറ്റ് ആൻ അക്യുമുലേറ്റർ ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദി കംപ്രസർ ആൻഡ് ഇവാപ്പറേറ്റർ. എന്തിനാണ്, if at the end of evaporation if we get wet vapor, then in order to separate that wet vapor from dry saturated vapor, an accumulator is used. wet liquid refrigerant പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇവാപ്പറേറ്ററിലേക്ക് കൊടുക്കുകയും ചെയ്യാം. അക്യുമുലേറ്ററിൽ കിട്ടുന്ന പിന്നെ ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ മാത്രമേ പിന്നെ കംപ്രസറിലേക്ക് പോകുള്ളൂ. ഓക്കെ, അപ്പൊ ഒന്ന് ഫ്ലാഷ് ചാമ്പർ എന്താണ്, ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ, ഡ്രൈ വേപ്പർ ഫ്ലാഷിംഗ് പ്രോസസ് വഴി ഉണ്ടാകുന്ന ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറിനെ റിമൂവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അക്യുമുലേറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇവാപ്പറേഷൻ എന്ന പ്രോസസ്സിന്റെ എൻഡിൽ ഉണ്ടാവുന്ന വെറ്റ് വേപ്പറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്യുമുലേറ്റർ ഉപയോഗിക്കുക. ദീസ് ആർ ദ പർപ്പസ് ഓഫ് എ ഫ്ലാഷ് ചാമ്പർ ആൻഡ് അക്യുമുലേറ്റർ. ഓക്കെ, ഇതും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 7 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വേപ്പർ കംപ്രഷൻ റിഫ്രിജറേഷൻ സിസ്റ്റത്തിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ. ഇത്ര വരെ നമുക്ക് വേപ്പർ കംപ്രഷൻ റിഫ്രിജറേഷൻ ഉള്ളൂ. ഇനി നമുക്ക് ഒരു ചെറിയ ചാപ്റ്റർ ആയിട്ട് എന്തുണ്ട്, വേപ്പർ അബ്സോർപ്ഷൻ റിഫ്രിജറേഷൻ സിസ്റ്റം. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ എന്താണ്, വേപ്പർ കംപ്രഷൻ റിഫ്രിജറേഷൻ സിസ്റ്റം. അതായത് പിന്നെ ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി കിട്ടുന്ന വേപ്പർ റിഫ്രിജറന്റിനെ കംപ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ആ സൈക്കിൾ വർക്ക് ചെയ്യിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ വേപ്പർ കംപ്രഷൻ റിഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ എന്ത് വെച്ചാൽ ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയുള്ള വേപ്പറിനെ അബ്സോർബ് ചെയ്തിട്ടാണ് ഈ സൈക്കിൾ റൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വേപ്പർ അബ്സോർപ്ഷൻ റിഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞത്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഇതിൽ ആകെ 2 പോയിന്റേ ഉള്ളൂ സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൽ. കാരണം വെച്ചാൽ ഒന്ന് പിന്നെ explain a simple vapor absorption reference system with a schematic diagram. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ കമ്പയർ ബിറ്റ്വീൻ എ വേപ്പർ കംപ്രഷൻ ആൻഡ് എ വേപ്പർ അബ്സോർപ്ഷൻ റിഫറൻസ് സിസ്റ്റം. ഇങ്ങനെ 2 പോയിന്റ് അതിലുണ്ടാവുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ എന്താണ് നിങ്ങൾ ഇതൊന്ന് നോക്കുക, സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷൻ റിഫറൻസ് സിസ്റ്റം. അപ്പൊ ഇവിടെ നോക്കി നമ്മൾ എന്ത് ചെയ്താൽ വെച്ചാൽ വേപ്പർ കംപ്രഷൻ റിഫറൻസ് സിസ്റ്റത്തിനായിട്ട് ഒന്ന് കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്കിത് കാര്യങ്ങൾ പെട്ടെന്ന് ക്ലിയർ ആവും. നമുക്ക് ആദ്യം നോക്കാം, ഇവിടെ എന്താണ് ഇവാപ്പറേറ്റർ ഉണ്ട്, സോറി നമുക്ക് കംപ്രസർ ഉണ്ട്. കംപ്രസറിന് പകരമായിട്ട് ഇവിടെ എന്താണെന്ന് നോക്കിയാൽ ഇൻ എ വേപ്പർ അബ്സോർപ്ഷൻ റിഫ്രിജറേഷൻ സിസ്റ്റം ദ compressor in the vapor compression refrigeration system is replaced by an absorber and a pump and a generator and a pressure reducing valve. ഇവിടെ നോക്കി ലെഫ്റ്റ് സൈഡിൽ 4 കമ്പോണൻസ് ഉണ്ട്. എന്ത്, ഒരു അബ്സോർബർ ഉണ്ട്, അത് റിഫ്രിജറന്റിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അബ്സോർബർ ആണ്. രണ്ടാമത് ഒരു പമ്പ് ഉണ്ട്, ആ റിഫ്രിജറന്റിനെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പമ്പാണ്. മൂന്നാമത് ഒരു ജനറേറ്റർ ഉണ്ട്, അതിലെന്ത് വെച്ചാൽ ആ ലിക്വിഡ് റിഫ്രിജറന്റിനെ നമുക്ക് ആ വേപ്പർ റിഫ്രിജറന്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനറേറ്റർ ഉണ്ട്. നാലാമത് ഇവിടെ ആഫ്റ്റർ എന്താണ് ജനറേറ്ററിൽ നിന്ന് വരുന്ന വീക്ക് സൊല്യൂഷൻ എന്ന് പറയാം, സൊല്യൂഷനെ പ്രഷർ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രഷർ റിഡ്യൂസിങ് വാൾവും ഉണ്ട്. ഈ 4 കമ്പോണൻസും കൂടി ചേർന്നിട്ടാണ് വേപ്പർ കംപ്രഷൻ റിഫ്രിജറേഷൻ സിസ്റ്റത്തിലുള്ള കംപ്രസറിന്റെ വർക്കിംഗ് ചെയ്യുന്നത്.
ഓക്കെ, ബാക്കിയെല്ലാം വേപ്പർ കംപ്രഷൻ റെഫ്രിജറേറ്ററിലുള്ള അതുപോലെ തന്നെ. അതായത് ആഫ്റ്റർ കംപ്രഷൻ എന്താണ് പിന്നെ ഉണ്ടാവുക? ഇവിടെ നോക്ക്, കണ്ടൻസറിലാണ് പോകുന്നത് അല്ലേ? കണ്ടൻസർ എന്താ സംഭവിക്കുക നമുക്കറിയാം. വേപ്പർ റിഫ്രിജറന്റിനെ കണ്ടൻസ് ചെയ്തിട്ട് ലിക്വിഡ് റിഫ്രിജറന്റായി മാറുന്നു. അങ്ങനെയുള്ള ലിക്വിഡ് റിഫ്രിജറന്റ് പിന്നെ എന്താണ്, ഒരു റിസീവർ ടാങ്കിൽ കളക്ട് ചെയ്യുന്നു. ആ റിസീവർ ടാങ്കിൽ പിന്നെ എന്താണ്, എക്സ്പാൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. എക്സ്പാൻഷൻ വാൾവ് വഴി പാസ് ചെയ്യുന്ന സമയത്ത് ആ ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് റിഫ്രിജറന്റ് എന്തായി വരുന്നു, അതിന്റെ പിന്നെ കണ്ടൻസറിന് വരുന്ന ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ലിക്വിഡ് റിഫ്രിജറന്റ് എക്സ്പാൻഷൻ വാൾവ് വഴി പാസ് ചെയ്യുന്ന സമയത്ത് ലോ ടെമ്പറേച്ചർ ലോ പ്രഷർ ലിക്വിഡ് റിഫ്രിജറന്റ് ആയി മാറുന്നു. അത് പിന്നെ നമ്മൾ ഇവാപ്പറേറ്റർ പോകും. ഇവാപ്പറേറ്ററിലാണ് നമ്മൾ റിഫ്രിജറേറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഇവാപ്പറേറ്ററിൽ a low pressure, low temperature liquid refrigerant from the expansion valve will be passed through this evaporator and the evaporation process will be taking place. Okay, അപ്പോൾ ഇതുവരെ ഈ 3 കോമ്പോണൻസ്, അതായത് കണ്ടൻസർ, എക്സ്പാൻഷൻ ഡിവൈസും ഇവാപ്പറേറ്ററും ഏതിലുള്ള പോലെ തന്നെയാണ് നമ്മുടെ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേറ്ററിലുള്ള പോലെ തന്നെ. ബാക്കി പിന്നെ വരുന്ന ഇവാപ്പറേറ്റർ എന്നാണ് പിന്നെ എങ്ങോട്ട് പോകുന്നത്, വേപ്പർ കംപ്രഷൻ റെഫ്രിജറേറ്റർ കംപ്രസറിൽ പോകുന്നത്. അതിന് പകരം ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ ഈ 4 യൂണിറ്റ് അബ്സോർബർ, പമ്പ് ആൻഡ് ദെൻ ജനറേറ്റർ ആൻഡ് പ്രഷർ റെഡ്യൂസിങ് വാൾവ് ഉപയോഗിച്ചിട്ടാണ് ആ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക, ഇൻ സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷൻ റിഫ്രിജറേഷൻ സിസ്റ്റം ഓൺലി അമോണിയ ഈസ് യൂസിങ് ആസ് ദ റിഫ്രിജറന്റ്. കുറേ റിഫ്രിജറന്റ് ഉണ്ട്, R11, R12, R22, R134, R134A, R11B, R12B, R13BI, ഇങ്ങനെ എക്സെട്ര ഇഷ്ടംപോലെ റിഫ്രിജറന്റ് ഉണ്ട്. പക്ഷേ ഇതിൽ അമോണിയ മാത്രമാണ് സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷൻ റിഫ്രിജറേഷൻ സിസ്റ്റം. അപ്പോൾ നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു പോയിന്റ് ആദ്യം തന്നെ കിട്ടിയ എന്താണ്, ഇൻ സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷൻ റിഫ്രിജറേഷൻ സിസ്റ്റം അമോണിയ ഈസ് യൂസിങ് ആസ് ദ റിഫ്രിജറന്റ്. ബിക്കോസ് അത് എന്ത് ഉപയോഗിക്കാൻ കഴിച്ചാൽ ഈ അമോണിയക്ക് നമുക്ക് വാട്ടറിനായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ ഫോം ചെയ്യാൻ പറ്റും. അമോണിയ ഈസ് സോളിബിൾ ഇൻ വാട്ടർ. അങ്ങനെ വാട്ടറിൽ സോളിബിൾ ആയിട്ട് സോൾവ് ചെയ്തിട്ടുള്ള അമോണിയ സൊല്യൂഷനാണ് അക്വ അമോണിയ എന്ന് പറയാം. ഓക്കെ, ആ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് വെച്ചാൽ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൽ അമോണിയ റിഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ഇൻ വേപ്പർ അബ്സോർപ്ഷൻ റിഫ്രിജറന്റ് സിസ്റ്റം ദ കംപ്രസർ ഇൻ ദ വേപ്പർ കംപ്രഷൻ റിഫ്രിജറന്റ് സിസ്റ്റം ഈസ് റീപ്ലേസ്ഡ് ബൈ ആൻ അബ്സോർബർ ആൻഡ് എ പമ്പ് ആൻഡ് എ ജനറേറ്റർ ആൻഡ് എ പ്രഷർ റെഡ്യൂസിങ് വാൾവ്. അപ്പൊ ഈ 4 കമ്പോണന്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, these 4 components can do the same work as that of a compressor in a vapor compression refrigeration system. അത് പറയാം അടുത്ത പോയിന്റായി. ബാക്കി റിമൈനിങ് components are same as that of in the vapor compression refrigeration system. It consists of condenser ഉണ്ട്, റിസീവർ ടാങ്ക് ഉണ്ട്. റിസീവർ ടാങ്ക് ഈസ് എ കളക്ഷൻ ഡിവൈസ് ഓൺലി. അതായത് കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞ ശേഷം കിട്ടുന്ന ലിക്വിഡ് റിഫിനെ കളക്ട് ചെയ്യാനുള്ള ഒരു ടാങ്ക് മാത്രമാണ് റിസീവർ ടാങ്ക്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം എക്സ്പാൻഷൻ വാൾവ് ഉണ്ട്, ഇവാപ്പറേറ്റർ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു പോയിന്റ് കിട്ടി. ഇനി നമുക്ക് ആ കംപ്രസറിന്റെ ഫംഗ്ഷൻ, വേപ്പർ കംപ്രഷൻ റിഫ്രിജറേറ്ററിലുള്ള കംപ്രസറിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് ഈ 4 കമ്പോണൻസ് കൂടി നടത്തുന്നത് നോക്കാം. ഞാൻ പറഞ്ഞു ഇവാപ്പറേറ്റർ എന്താ വരുന്നത്, ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ വേപ്പർ അമോണിയാണ് നമുക്ക് കിട്ടുക അല്ലെ. ഈ ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ വേപ്പർ അമോണിയ ഈ അബ്സോർബറിൽ എന്തുണ്ട്, അബ്സോർബറിൽ നമുക്ക് വാട്ടർ ഉണ്ട്. അപ്പൊ ഈ വാട്ടറിലേക്കാണ് എന്തെന്ന് ഈ വരുന്ന ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ വേപ്പർ അമോണിയ വരുന്നത്. അങ്ങനെ ആ വാട്ടർ എന്ത് ചെയ്യും, വാട്ടർ വിൽ അബ്സോർബ് this vapor ammonia and it will make a mixture with this ammonia. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, വാട്ടർ അമോണിയ സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷൻ നമ്മൾ അക്വ അമോണിയ പറഞ്ഞത്. അപ്പൊ എത്രത്തോളം നമ്മൾ അമോണിയ വേപ്പറിനെ അബ്സോർബ് ചെയ്യണം അത്രത്തോളം ഈ അക്വ അമോണിയ സൊല്യൂഷൻ വാം ആയി വരും. കാരണം നമുക്ക് എന്താണ്, ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്ന വാം റിഫ്രിജറന്റ് ആണ്, വാം വേപ്പർ റിഫ്രിജറന്റ് ആണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഈ അക്വ അമോണിയ സൊല്യൂഷന് കൂടുതൽ നമ്മൾ എന്താണ് അമോണിയന്റെ കണ്ടന്റ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അത് സ്ട്രോങ് സൊല്യൂഷനായി മാറും. സ്ട്രോങ് സൊല്യൂഷനായി മാറുന്നതോടൊപ്പം തന്നെ എന്ത് അത് ചെറുതായിട്ട് വാമാവുന്നുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് എന്താ വെച്ചാൽ ആ അക്വ അമോണിയ സൊല്യൂഷനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂളിംഗ് അറേഞ്ച്മെന്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ അക്വ അമോണിയ സൊല്യൂഷനെ കൂൾ ചെയ്യുന്ന സമയത്ത് എന്തായി ഒന്നുകൂടി അതിന്റെ ടെമ്പറേച്ചർ കുറയും. അപ്പൊ എത്രത്തോളം ടെമ്പറേച്ചർ കുറഞ്ഞോ അത്രത്തോളം അതിന് മോർ വേപ്പർ അമോണിയ ക്യാൻ ബി അബ്സോർബ്ഡ്. അതിന്റെ ആ സൊല്യൂഷന്റെ ടെമ്പറേച്ചർ കുറയുന്നതോളം അത് കൂടുതൽ അമോണിയ വേപ്പറിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് സ്ട്രോങ് സൊല്യൂഷനായി മാറും. അങ്ങനെ കിട്ടുന്ന ഈ സ്ട്രോങ് സൊല്യൂഷനെ നമ്മൾ പമ്പ് ഉപയോഗിച്ചിട്ട് പമ്പ് ചെയ്ത് കൊടുക്കണം. പമ്പ് ചെയ്യുന്ന സമയത്ത് എന്താ ആ സൊല്യൂഷന്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ആ ഹൈ പ്രഷറുള്ള അക്വ അമോണിയ എന്ന് പറഞ്ഞ സൊല്യൂഷനാണ് പിന്നെ ജനറേറ്ററിലേക്ക് എത്തുക. ഈ ജനറേറ്റർ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഹീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഹീറ്റിംഗ് കോയിൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഈ നമുക്ക് വരുന്ന എന്താണ് ഈ അബ്സോർബറിൽ നിന്ന് വരുന്ന
സ്ട്രോങ് സൊല്യൂഷനെ ഹീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ജനറേറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ സ്ട്രോങ് സൊല്യൂഷനിലെ അമോണിയ പെട്ടെന്ന് വേപ്പർ അമോണിയ ആയി മാറും അല്ലെ? പെട്ടെന്ന് സ്ട്രോങ് സൊല്യൂഷനിലെ അമോണിയ പെട്ടെന്ന് വേപ്പർ അമോണിയ ആയി മാറും. അപ്പൊ അവിടുന്ന് എന്താവും? ആ അമോണിയ വേപ്പർ പെട്ടെന്ന് വേപ്പറായി സ്ട്രോങ് സൊല്യൂഷൻ അത് വേപ്പർ ആവുന്നതോട് കൂടി എന്താവും? അമോണിയ വാട്ടർ നിന്ന് സെപ്പറേറ്റ് ആവും. അപ്പൊ ആ അമോണിയ വേപ്പർ ആവുന്നതോട് കൂടി നമുക്ക് ഇവിടുന്ന് ആൾറെഡി എന്താണ്? ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ അമോണിയ മിക്സർ ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യാം? അത് ആ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ അക്വ അമോണിയ സൊല്യൂഷൻ ജനറേറ്ററിലേക്ക് വരുന്നത്. അവിടെ വെച്ച് നമ്മൾ ഹീറ്റ് ചെയ്യുന്നതോട് കൂടി ജനറേറ്ററിൽ ചെറിയൊരു ഹീറ്റിംഗ് സോഴ്സ് ഉപയോഗിച്ചിട്ട് സ്റ്റീം ഓർ ഹീറ്റിംഗ് കോയിൽ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യുന്നതോട് കൂടി അത് അമോണിയ സെപ്പറേറ്റ് ചെയ്തിട്ട് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ അമോണിയ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. വാട്ടറിന്റെ ഡെൻസിറ്റി കൂടിയത് കൊണ്ട് അത് താഴേക്ക് പോരുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതോടുകൂടി നമുക്ക് ഇതിന്റെ നെറ്റ് എഫക്ട് എന്തായി? നമുക്ക് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ അമോണിയ കിട്ടും. അങ്ങനെയാണ് നമ്മൾ നമുക്ക് കംപ്രസറിന്റെ വർക്ക് ഇവിടെ ചെയ്യണേ. അതായത് ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ വേപ്പർ അമോണിയെ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ അമോണിയ ആക്കി മാറ്റി. കംപ്രസറിന്റെ വർക്ക് കഴിഞ്ഞു. പിന്നെന്തായി? അപ്പൊ ഈ ജനറേറ്റർ എന്ന് നമുക്ക് എന്തായി? അമോണിയ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന സൊല്യൂഷനെ നമ്മൾ ആ അക്വ അമോണിയ സൊല്യൂഷനെ വീക്ക് സൊല്യൂഷൻ എന്ന് പറയാം. അപ്പൊ വീക്ക് സൊല്യൂഷൻ വിൽ ഹാവ് ലോ പെർസെന്റേജ് ഓഫ് അമോണിയ വേപ്പർ. അപ്പൊ കാരണം നമുക്ക് ഇവിടെ ജനറേറ്ററിൽ വെച്ചിട്ട് മാക്സിമം എമൗണ്ട് ഓഫ് അമോണിയ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് അമോണിയ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനാണ് നമ്മൾ വീക്ക് സൊല്യൂഷൻ എന്ന് പറയാം. ആ വീക്ക് സൊല്യൂഷൻ പിന്നെ അഗൈൻ അതിന്റെ പ്രഷർ റെഡ്യൂസിങ് വാൾവ് വഴി പ്രഷർ റെഡ്യൂസ് ചെയ്തിട്ട് പിന്നെ എങ്ങോട്ട് കൊടുക്കും? തിരിച്ച് അബ്സോർബറിലേക്ക് തന്നെ കൊടുക്കും. ഓക്കെ, അപ്പൊ ഇവിടെ വീക്ക് സൊല്യൂഷൻ എത്തി. പിന്നെ നമ്മൾ നേരത്തെ സൈക്കിളിൽ എന്തായാലും നേരെ കണ്ടൻസ് ചെയ്ത് ആ നേരത്തെ പോയിട്ടുള്ള ജനറേറ്ററിന് പോയിട്ടുള്ള ഹൈ പ്രഷർ വേപ്പർ അമോണിയ തിരിച്ച് കണ്ടൻസർ പോയി കണ്ടൻസ് ചെയ്തിട്ട് ഹൈ പ്രഷർ ലിക്വിഡ് അമോണിയ ആക്കി മാറ്റും. ആ ലിക്വിഡ് അമോണിയ റിസീവർ ടാങ്ക് വഴി എക്സ്പാൻഷൻ വാൾവ് വഴി പാസ് ചെയ്യുന്ന സമയത്ത് ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് അമോണിയ ആവും. ആ ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് അമോണിയ ഇവാപറേറ്റർ പോയിട്ട് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ വേപ്പർ അമോണിയായി മാറും. ആ ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ അമോണിയ വേപ്പർ അഗൈൻ ഇറ്റ് വിൽ പാസ് ടു ദിസ് അബ്സോർബർ ആൻഡ് ഇറ്റ് വിൽ മിക്സ് അപ്പ് വിത്ത് ദി it will mix up with the weak solution and it will be converted into എന്താണ്? സ്ട്രോങ് സൊല്യൂഷൻ ആയി മാറും. ഓക്കെ, ആ സ്ട്രോങ് സൊല്യൂഷൻ പിന്നെ അഗൈൻ എന്താവും? പമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ പമ്പ് ചെയ്യുന്നു, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, നേരെ ജനറേറ്റർ പോകുന്നു, ചെറുതായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ സ്ട്രോങ് സൊല്യൂഷനിൽ അമോണിയ വേപ്പർ സെപ്പറേറ്റ് ചെയ്യുന്നു, അത് നേരെ കണ്ടൻസറിലേക്ക് പോകുന്നു. ബാക്കി റിമൈനിങ് വീക്ക് സൊല്യൂഷൻ തിരിച്ച് പ്രഷർ റെഡ്യൂസ് ചെയ്ത് തിരിച്ച് അബ്സോർബറിൽ വരുന്നു. ഈ സൈക്കിൾ ഇവിടെ എങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുന്നുണ്ടാവും. അതായത് എന്നിട്ട് നമുക്ക് എന്താവും? അമോണിയ വേപ്പറെ കംപ്രസ് ചെയ്യുന്ന എഫക്റ്റ് കിട്ടുകയും ചെയ്യും. ബാക്കി മറ്റേ സൈക്കിൾ അവിടെ നടക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിനാണ് നമ്മൾ സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം എന്ന് പറയാൻ കാരണം എന്താണ്? ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്ന അമോണിയ വേപ്പറിനെ അബ്സോർബറിൽ അബ്സോർബ് ചെയ്യാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇനി അടുത്ത് നമുക്ക് എന്ന് വെച്ചാൽ എന്താണ്? വേപ്പർ അബ്സോർപ്ഷൻ റെഫറൻസും വേപ്പർ കംപ്രഷൻ റെഫറൻസും തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പൊ അതും ചിലപ്പോൾ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ അത് നമ്മൾ ആൾറെഡി നമ്മൾ ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരു വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ നമ്മൾ കംപ്രസർ ഉപയോഗിക്കുന്നു. വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിലോ ദിസ് കംപ്രസർ വിൽ ബി റീപ്ലേസ്ഡ് ബൈ യൂസിങ് അബ്സോർബർ, പമ്പ്, ജനറേറ്റർ ആൻഡ് പ്രഷർ റെഡ്യൂസിങ് വാൾവ് അല്ലേ? അതൊരു ഡിഫറൻസ് ആയി. പിന്നെ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം നമ്മൾ അമോണിയ റിഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. വേപ്പർ കംപ്രഷൻ സിസ്റ്റം നമുക്ക് വേറെ ഏത് റിഫ്രിജറന്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. 3 പിന്നെ നമ്മൾ പറഞ്ഞ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം നമ്മൾ ഹീറ്റ് എനർജിയാണ് നമ്മൾ എന്താണ് പിന്നെ എയറിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എയറിനല്ല റിഫ്രിജറന്റിനെ കംപ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ റിഫ്രിജറന്റിൽ അതിന്റെ ചേഞ്ചസ് വരുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിലോ അത് മെക്കാനിക്കൽ എനർജിയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. കാരണം കംപ്രസർ വർക്കല്ല കൊടുക്കുന്നത്. അപ്പോൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ നമ്മൾ മെക്കാനിക്കൽ വർക്കാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൽ അത് ഹീറ്റ് എനർജിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇങ്ങനെ പല ഡിഫറൻസും ഉണ്ട്. അപ്പോൾ ഈ ഡിഫറൻസ് ഒന്ന് നമ്മൾ അതേപോലെ തന്നെ നമുക്ക് ഏത് ലോഡ് കണ്ടീഷൻസിൽ വേരിയേഷൻസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം? അതിന് COP-നെ സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷന്റെ COP-നെ എഫക്ട് ചെയ്യാതെ നമുക്ക് യൂസ് ചെയ്യാം. അത് കാരണം വെച്ചാൽ എത്ര ലോഡ് കൂടുക കുറേ എന്ത് സംഭവിക്കോട്ടെ, കൂളിംഗ് ലോഡ് കൂടുക കുറേ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ സപ്ലൈ ചെയ്യുന്ന അമോണിയന്റെ ക്വാണ്ടിറ്റി വേരി ചെയ്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് എത്ര ഫ്ലക്ച്വേഷൻ ഇൻ ലോഡ് വേരിയേഷൻ കനോട്ട് എഫക്ട് ദ പെർഫോമൻസ് ഓഫ് ദ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം.
പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ മറ്റേ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ ചിലപ്പോൾ നമുക്ക് ലോഡ് വേരിയേഷൻ ഇറ്റ് മേ അഫക്ട് ദ പെർഫോമൻസ് ഓഫ് എ വേപ്പർ കംപ്രഷൻ സിസ്റ്റം. ദീസ് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ എ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം ആൻഡ് വേപ്പർ കംപ്രഷൻ റിഫ്രിജറേഷൻ സിസ്റ്റം. അപ്പോൾ ഇതിൽ ആകെ ഈ 2 പോയിന്റാണ് നിങ്ങൾ നോക്കേണ്ടത്. എന്തായാലും ഇതിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒന്ന്, explain the working of a simple vapor absorption system, and second one is a comparison between a vapor compression and a vapor absorption refrigeration system. Okay, കഴിഞ്ഞു. ഇനി പിന്നെ രണ്ടാമത്തെ മൊഡ്യൂളിൽ 2 ചാപ്റ്റർ അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ് വേപ്പർ കംപ്രഷൻ റിഫ്രിജറേഷനും പിന്നെ എന്താണ് വേപ്പർ അബ്സോർപ്ഷൻ റിഫ്രിജറേഷനും. മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മിക്കവാറും അത് വായിച്ചു വിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് സാർമാർ അസൈൻമെന്റ് തന്നിട്ടുണ്ടാവും. അത് പ്രോപ്പർട്ടീസ് ഓഫ് റിഫ്രിജറൻസ് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് റിഫ്രിജറൻസിനെ കുറിച്ചിട്ടുള്ള പറയാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇവിടെ തൽക്കാലം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പകരം തൽക്കാലം അത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ വാട്ട് ആർ ദ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ റിഫ്രിജറന്റ്. ഒരു റിഫ്രിജറന്റ് ഉണ്ടാവേണ്ട ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ചിലപ്പോൾ 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇതന്നെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കും. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരു 3-4 പോയിന്റ്സ് എഴുതിയാൽ മതി. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്ക്, ഒരു റിഫ്രിജറന്റിന് വേണ്ട കുറച്ച് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. ഒന്ന്, ലോ ഫ്രീസിങ് പോയിന്റ് ആയിരിക്കണം. റിഫ്രിജറന്റിന്റെ ഫ്രീസിങ് പോയിന്റ് കുറവായിരിക്കണം. കാരണം എന്താണ്, മിനിമം അതിന്റെ ഫ്രീസിങ് ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാലേ, കാരണം വെച്ചാൽ അതിലും ആ ടെമ്പറേച്ചറിലേക്ക് എത്താൻ പാടില്ല. ആ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, റിഫ്രിജറേറ്റിംഗ് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട പോലെ റിഫ്രിജറേറ്റിംഗ് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം സപ്പോസ് ഒരു -50 ഒക്കെ അതിന്റെ ഫ്രീസിങ് ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് ഒരിക്കലും അപ്പം -50°C നമുക്ക് കൂളിംഗ് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം ആ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ റിഫ്രിജറന്റിന്റെ ഫ്രീസ് ആയി പോകും. അപ്പൊ ഫ്രീസിങ് ടെമ്പറേച്ചർ മാക്സിമം കുറയണം. രണ്ടാമത്തെ അതിന്റെ ലോ ബോയിലിംഗ് പോയിന്റ് മാക്സിമം കുറവാണോ, എങ്കിലേ നമുക്ക് മാക്സിമം റിഫ്രിജറേറ്റിംഗ് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, മാക്സിമം ലോവസ്റ്റ് ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ആണ് ലോ ബോയിലിംഗ് പോയിന്റ്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് ആണ് ഹൈ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപറേഷൻ. കാരണം എന്താണ്, ആ റിഫ്രിജറന്റ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ ഹീറ്റ് റിക്വയർഡ് ടു കൺവേർട്ട് എന്താണ് എ ലിക്വിഡ് റിഫ്രിജറന്റ് ടു വേപ്പർ റിഫ്രിജറന്റ് അറ്റ് ഇറ്റ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ. സാച്ചുറേഷൻ ടെമ്പറേച്ചറിലുള്ള ലിക്വിഡ് റിഫ്രിജറന്റിനെ വേപ്പർ റിഫ്രിജറന്റ് ആക്കി കൺവേർട്ട് ചെയ്യാൻ എത്ര ഹീറ്റ് കൊടുക്കുന്നു, അതാണ് അതിന്റെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപറേഷൻ. അപ്പൊ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപറേഷൻ കൂടുന്തോറും അതിനെന്താണ് റിഫ്രിജറേറ്റിംഗ് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ മാക്സിമം ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപറേഷനുള്ള റിഫ്രിജറന്റ് തന്നെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ അടുത്തത് അതിന്റെ ലോ ടോക്സിക് ആവരുത്, അത് ലീക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അങ്ങനത്തെ റിഫ്രിജറന്റ് ആണ് കഴിയുന്നത് യൂസ് ചെയ്യേണ്ടത്. പിന്നെ നോൺ ഫ്ലെയിമബിൾ ആവണം, കത്തിപ്പിടിക്കാൻ പാടില്ല. പിന്നെ നോൺ കൊറോസീവ് ആവണം, നോൺ കൊറോഷൻ ആയിരിക്കണം. കാരണം ഇത് ലീക്ക് ആയി കഴിഞ്ഞാൽ അതിന്റെ മെറ്റലിനൊന്നും കൊറോഡ് ചെയ്യിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നോൺ കൊറോസീവ് ആയിരിക്കണം. പിന്നെ എക്സ്പെൻസ് കുറവായിരിക്കണം. അതുപോലെ തന്നെ എന്താവണം, പിന്നെ നമുക്ക് എന്താ വേണ്ടത്, ഈസിലി അവൈലബിൾ ആവണം. ദീസ് ആർ ദ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ റെഫ്രിജറന്റ്. അപ്പൊ ഇത് നമുക്ക് ലിസ്റ്റ് ചെയ്തുകൂടെ? എന്തൊക്കെയാണ് ഒന്നുകൂടി പറഞ്ഞേ. ലോ ഫ്രീസിംഗ് പോയിന്റ് ആയിരിക്കണം, ലോ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കണം, ഹൈ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപറേഷൻ ആയിരിക്കണം, ലോ ടോക്സിസിറ്റി ആയിരിക്കണം, നോൺ ഫ്ലെയിമബിൾ ആയിരിക്കണം, നോൺ കൊറോസീവ് ആയിരിക്കണം, ഇൻഎക്സ്പെൻസീവ് ആയിരിക്കണം, അതുപോലെ തന്നെ ഈസിലി അവൈലബിൾ ആയിരിക്കണം. ഇതാണ് ഇതിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാനുള്ളത്. ഓക്കെ, പിന്നെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു റിഫ്രിജറന്റിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ചിലപ്പോൾ ലിസ്റ്റ് ചെയ്യാൻ പറയാം, കെമിക്കൽ പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ചെയ്യാൻ പറയാം, ചിലപ്പോൾ അതിന്റെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ചെയ്യാൻ പറയാം. തെർമോഡൈനാമിക് പ്രോപ്പർട്ടി പറഞ്ഞാൽ ബോയിലിംഗ് ടെമ്പറേച്ചർ, പിന്നെ അതുപോലെ തന്നെ ഫ്രീസിംഗ് ടെമ്പറേച്ചർ, ഇതൊക്കെയാണ് അതിന് തെർമോഡൈനാമിക് പ്രോപ്പർട്ടികളോടൊക്കെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ അതിന് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് അതിന്റെ എന്താണ് ഡെൻസിറ്റി, ടോക്സിസിറ്റി, ബാക്കിയുള്ളതൊക്കെ വരുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി, അത് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ നമുക്ക് റിഫ്രിജറന്റ് സാധാരണ ചോദിച്ച് കണ്ടിട്ടുള്ള എന്താണ്, വാട്ട് ആർ ദ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് റിഫ്രിജറന്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ ലിസ്റ്റ് എനി. പിന്നെ നമുക്ക് പറയാന്ന് വെച്ചാൽ പ്രൈമറി റിഫ്രിജറന്റ് എന്താണ്, സെക്കൻഡറി റിഫ്രിജറന്റ് എന്താണ്. പ്രൈമറി റിഫ്രിജറന്റ് ആണ് നമ്മൾ സാധാരണ പറഞ്ഞ ഡയറക്റ്റ് ആയിട്ട് കൂളിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റിഫ്രിജറന്റ്. ഓക്കെ, അതിന് പ്രൈമറി റിഫ്രിജറന്റ് എന്ന് പറയും. ചിലപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു, ഈ പ്രൈമറി റിഫ്രിജറന്റ് ഉപയോഗിച്ചിട്ട് വേറൊരു റിഫ്രിജറന്റിനെ കൂൾ ചെയ്യാം. എന്നിട്ട് ആ റിഫ്രിജറന്റ് ആണ് ചിലപ്പോൾ നമുക്ക് കൂൾ ചെയ്യേണ്ട ഇവാപറേറ്ററിലേക്കോ അല്ലെങ്കിൽ കൂൾ ചെയ്യേണ്ട ഏരിയയിലേക്കോ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ രണ്ടാമത് യൂസ് ചെയ്യുന്ന റിഫ്രിജറന്റിനെ നമ്മൾ സെക്കൻഡറി റിഫ്രിജറന്റ് എന്ന് പറയും. അപ്പൊ പ്രൈമറി റിഫ്രിജറന്റിന്റെ എക്സാമ്പിൾ ആണ് R12, R22, R134, എക്സെട്ര.
സെക്കൻഡറി റെഫ്രിജറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയും. ദാറ്റ് മീൻസ് സാൾട്ട് വാട്ടർ. അത് സാധാരണ നമ്മൾ സെക്കൻഡറി റെഫ്രിജറന്റ് ആയിട്ട് നമുക്ക് എന്തിൽ ഉപയോഗിക്കാറുണ്ട്? ഐസ് പ്ലാന്റിൽ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ അതായത് പ്രൈമറി റെഫ്രിജറന്റ് ഉപയോഗിച്ചിട്ട് കൂൾ ചെയ്യുന്ന റെഫ്രിജറന്റ് ആണ് സെക്കൻഡറി റെഫ്രിജറന്റ്. അപ്പോൾ ചിലപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ പ്രൈമറി റെഫ്രിജറന്റ് ആൻഡ് എ സെക്കൻഡറി റെഫ്രിജറന്റ് ചോദിക്കാം, ചിലപ്പോൾ ചോദിച്ചേക്കാം. ചിലപ്പോൾ ഒരു 3-4 റെഫ്രിജറന്റ് ലിസ്റ്റ് ചെയ്യാൻ പാടും. ഏതൊക്കെ? ജസ്റ്റ് ഇങ്ങനെ ചെയ്യാൻ പാടും. ഫ്രീയോൺ 12, അതിനാണ് R12, ഫ്രീയോൺ 22 or R22, R134A. ഓക്കെ, R134 അതൊരു ഹൈഡ്രോഫ്ലൂറോ കാർബൺ. നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റെഫ്രിജറന്റ് ആണ്, ഇക്കോ ഫ്രണ്ട്ലി റെഫ്രിജറന്റ് ആണ് R134A. ആ റെഫ്രിജറന്റ് ആണ് നമ്മൾ റെഫ്രിജറേറ്ററും എല്ലാം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രിഡ്ജിലും എല്ലാം ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ R134A എന്ന് പറഞ്ഞുള്ള റെഫ്രിജറന്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഒരു 3-4 റെഫ്രിജറന്റ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി, അമോണിയ റെഫ്രിജറന്റ് ആണ്, സൾഫർ ഡയോക്സൈഡ് വേറെ റെഫ്രിജറന്റ് ആണ്, കാർബൺ ഡയോക്സൈഡ് വേറെ റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ലിസ്റ്റ് ഔട്ട് ഫോർ റെഫ്രിജറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അത് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഏത് സെക്കൻഡ് മൊഡ്യൂൾ. ക്ലിയർ? അപ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് എത്ര സമയമായി? 1.5 മണിക്കൂർ, 1:45. കുറച്ചും കൂടി നമുക്ക് കണ്ടിന്യൂ ചെയ്തൂടെ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇപ്പൊ 2 മൊഡ്യൂൾ നമ്മൾ കഴിഞ്ഞത്. 3ാമത്തെ മൊഡ്യൂൾ ജസ്റ്റ് നമ്മളൊന്ന് ഓടിച്ചു വിട്ട് നമുക്ക് 4ാമത്തെ മൊഡ്യൂളിലേക്ക് പെട്ടെന്ന് കിടക്കാം. ഓക്കെ, റെഡി അല്ലേ? ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ? യെസ് ഓർ നോ? ആരെങ്കിലും ഒരാളൊന്ന് റിപ്ലൈ ചെയ്ത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാലേ ജസ്റ്റ് 3ാമത്തെ മൊഡ്യൂൾ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തിട്ട് വിടാം. അത് നിങ്ങൾ ആൾറെഡി പഠിച്ചത്. കാരണം അത് ഇതുപോലെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. 4ാമത്തെ മൊഡ്യൂളിലേക്ക് നമുക്ക് പെട്ടെന്ന് കിടക്കാം. ഓക്കെ ഓക്കെ, മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3 മെയിനായിട്ട് 3 പാർട്ടാണുള്ളത്. ഒന്ന് വെച്ചാൽ റെഫ്രിജറേറ്റിംഗ് എക്യുപ്മെന്റ്. ഈ റെഫ്രിജറേറ്റിംഗ് എക്യുപ്മെന്റിൽ എന്തൊക്കെയാണ് റെഫ്രിജറേറ്റിംഗ് എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള? കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ ഡിവൈസ്, ഇവാപ്പറേറ്റർ. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കംപ്രസർ, different types of condensing devices, and different types of expansion devices, and different types of evaporator. പിന്നെ അടുത്ത ചാപ്റ്റർ ആണ് ആപ്ലിക്കേഷൻ ഓഫ് റെഫ്രിജറേഷൻ. ഈ റെഫ്രിജറേഷന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള 3 ആപ്ലിക്കേഷൻസ് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ഒന്ന് ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ, രണ്ടാമത്തെ വാട്ടർ കൂളർ, മൂന്നാമത്തെ ഐസ് പ്ലാന്റ്. ഈ 3 ഏതെങ്കിലും ഒന്ന് 99% ചോദിക്കും. പിന്നെ നമുക്ക് 3ാമത്തെ ചാപ്റ്റർ ആണ് ക്രയോജനിക് റെഫ്രിജറേഷൻ ഓർ ലോ ടെമ്പറേച്ചർ റെഫ്രിജറേഷൻ. ഈ 3 ചാപ്റ്ററും കൂടി ചേർന്നതാണ് എന്ത്? 3ാമത്തെ മൊഡ്യൂൾ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്നേ ഉള്ളൂ. കാരണം ചിലപ്പോൾ നിങ്ങൾ മിക്കവാറും ഒക്കെ വായിച്ചിട്ടുണ്ടാവും. ആദ്യം നമ്മൾ പറഞ്ഞ റെഫ്രിജറേറ്റിംഗ് എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്? കംപ്രസേഴ്സ്, കണ്ടൻസേഴ്സ്, എക്സ്പാൻഷൻ ഡിവൈസ്, ഇവാപ്പറേറ്റർ. ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ കംപ്രസറിന്റെ ഫംഗ്ഷൻ എന്താണ്? Compressor is used to give a motive forces to the refrigerant so that the refrigerant can sustain motion within the system. ഒരു റെഫ്രിജറന്റിന് ആ നമ്മുടെ സിസ്റ്റത്തിൽ, വാപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ മൂവ് ചെയ്യാൻ വേണ്ട മോട്ടീവ് ഫോഴ്സ് കൊടുക്കുക, അതിന് പ്രഷർ റൈസ് ചെയ്യുക, ടെമ്പറേച്ചർ റൈസ് ചെയ്യുക എന്നുള്ള. അത് നമ്മൾ കാരണം പ്രഷറൈസ് ചെയ്യുന്നതോട് കൂടിയാണ് ടെമ്പറേച്ചർ റൈസ് ചെയ്തോളും. ഓക്കെ, അപ്പം ആ റെഫ്രിജറന്റിന് കണ്ടൻസറിലൂടെ, എക്സ്പാൻഷൻ ഡിവൈസിലൂടെ, ഇവാപ്പറേറ്ററിലൂടെ പാസ് ചെയ്യാനുള്ള ആ മോട്ടീവ് ഫോഴ്സ് കൊടുക്കുക എന്നുള്ളതാണ് കംപ്രസറിന്റെ ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് കംപ്രസറിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് കംപ്രഷൻ, the compressors can be classified into reciprocating compressor, rotary compressors, and centrifugal compressors. And according to the number of working stroke, it can be classified into single acting, double acting. പിസ്റ്റൺ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ മാത്രം കംപ്രസ് ചെയ്യുന്നതാണെങ്കിൽ സിംഗിൾ ആക്ടിങ്. പിസ്റ്റൺ 2 സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്തും കംപ്രഷൻ നടക്കുകയാണെങ്കിൽ ഡബിൾ ആക്ടിങ്. പിന്നെ അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് ഡ്രൈവ് എംപ്ലോയിഡ്, ഡയറക്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നതുണ്ട്, ബെൽറ്റ് ഡ്രൈവ് ചെയ്യുന്നതുണ്ട്. ബെൽറ്റ് വഴി മോട്ടറിന്റെ ബെൽറ്റ് വഴി കംപ്രസറിന്റെ സിലിണ്ടറിനെ കണക്ട് ചെയ്യുന്നതുണ്ട്, ഡയറക്റ്റ് ആയിട്ട് മോട്ടറിനെ കപ്പിൾ ചെയ്യുന്നതുണ്ട്. പിന്നെ അക്കോർഡിംഗ് ടു ലൊക്കേഷൻ ഓഫ് ദി പ്രൈമോർ, ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു സെമി ഹെർമെറ്റിക് ടൈപ്പ് ആൻഡ് ഹെർമെറ്റിക് ടൈപ്പ് കംപ്രസർ. ഇങ്ങനെയൊക്കെ നമുക്ക് കംപ്രസറിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലാസിഫൈ കംപ്രസേഴ്സ്, റിഫൈൻഡ് കംപ്രസേഴ്സ് ആണ് ചോദിക്കാം. പിന്നെ നമുക്ക് വാട്ട് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കംപ്രസേഴ്സ്. അപ്പോൾ നമുക്ക് ഒന്ന് ഓപ്പൺ ടൈപ്പ് കംപ്രസർ ആണ്, ഏറ്റവും സിംപ്ലസ്റ്റ് ടൈപ്പ് കംപ്രസർ ആണ്. ഞാൻ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണില്ല, ജസ്റ്റ് ഫിഗർ കാണിച്ച് പോകുന്നതേ ഉള്ളൂ. കാരണം അത് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്കിന്ന് തീരില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറാണ് നമ്മൾ ഇന്ന് കാണുന്ന കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജിൽ, AC-ലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കംപ്രസറാണ് ഹെർമെറ്റിക് ടൈപ്പ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറാണ്. ഇത് എന്താ വെച്ചാൽ ബോത്ത് മോട്ടർ ആൻഡ് കംപ്രസർ
അത് മോട്ടർ ആൻഡ് സിലിണ്ടർ വിൽ ബി എൻക്ലോസ്ഡ് ഇൻ എ സിംഗിൾ വെൽഡഡ് സ്റ്റീൽ ഷെൽ. ഒരു സിംഗിൾ വെൽഡഡ് സ്റ്റീൽ ഷെല്ലിൽ ഇതെല്ലാം എൻക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറഞ്ഞു, ഒരു ഹെർമെറ്റിക് കംപ്രസർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഹെർമെറ്റിക് കംപ്രസർ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള, അപ്പോൾ ഹെർമെറ്റിക് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് എ ഹെർമെറ്റിക്കലി സീൽഡ് റെസിപ്രോക്കേറ്റിംഗ്. ഒരു ഹെർമെറ്റിക് കംപ്രസറിന്റെ അഡ്വാൻസ് ഡിസഡ്വാൻറ്റേജ് സെപ്പറേറ്റ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി അഡ്വാൻസ് പറയണമെങ്കിൽ കംപ്ലീറ്റ്ലി സീൽഡ് ഫ്രം അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് തന്നെ ലീക്കേജ് ഓഫ് റെഫ്രിജറന്റ് എന്ന് പറഞ്ഞ പ്രശ്നം ഉദിക്കുന്നില്ല, റെഫ്രിജറന്റ് ലീക്കേജ് ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ഇത് കോമ്പാക്റ്റ് ആണ്, സ്മോൾ, കുറച്ച് സ്പേസ് എടുക്കുള്ളൂ. ഇത് അപ്പോൾ തന്നെ കംപ്രസർ മോട്ടർ എല്ലാം ഒരു സിംഗിൾ വെൽഡഡ് സ്റ്റീൽ ഷെല്ലിന് ഉള്ളതായി തന്നെ അത് ഓപ്പറേറ്റിംഗ് അതിന് ലെസ് നോയ്സ്, നോയ്സ് പുറത്തേക്ക് കേൾക്കില്ല, ലൂബ്രിക്കേഷൻ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ റിഫ്രിജറന്റ് ഉപയോഗിച്ചിട്ട് തന്നെ ഇത് കൂൾ ചെയ്യുന്നത്, മോട്ടറിന്റെ വൈൻഡിങ് കൂൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ എഫക്റ്റീവ് കൂളിംഗ് ഓഫ് മോട്ടർ വൈൻഡിങ് ഉണ്ടാവും. ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ദി വേപ്പർ കംപ്രസർ, അഡ്വാൻറ്റേജസ് ഓഫ് ദി ഹെർമെറ്റിക്കൽ സീൽഡ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. അതേപോലെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇതെല്ലാം കൂടി ഒരു സിംഗിൾ വെൽഡഡ് സ്റ്റീൽ ഷെല്ലുള്ള ഡിസൈൻ, കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ ആണ്. അതുപോലെ ഇത് മെയിൻ്റെനൻസ് വരാൻ, കാരണം ഈ കംപ്രസറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വെൽഡഡ് ജോയിന്റ് കട്ട് ചെയ്യേണ്ടി വരും. സാധാരണ നമ്മൾ എന്താ ചെയ്യില്ല, അത് റിപ്പയർ ചെയ്യാൻ നിൽക്കില്ല, നേരെ കംപ്രസർ റീപ്ലേസ് ചെയ്യുകയേ ചെയ്യുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഈ വാക്വം നമുക്ക് ഹെർമെറ്റിക്കലി സീൽഡ് കംപ്രസർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിഫ്രിജറന്റ് ചാർജ് ചെയ്യാനും റിഫ്രിജറന്റിനെ ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് വാക്വം പമ്പ് ഉപയോഗിക്കേണ്ടി വരും. നേരെ മറിച്ച് ഓപ്പൺ ടൈപ്പ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിലാണെങ്കിൽ ആ കംപ്രസർ ഉപയോഗിച്ചിട്ട് നമുക്ക് റിഫ്രിജറന്റിനെ ചാർജ് ചെയ്യാനും ഇവാപ്പറേറ്റ് ചെയ്യാനും ചാർജ് ചെയ്യാനും ഇവാക്യുവേറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ അതൊരു ഹെർമെറ്റിക് കംപ്രസർ ആണെങ്കിൽ ഒരു സെപ്പറേറ്റ് വാക്വം പമ്പ് ഉപയോഗിച്ചിട്ടാണ് റിഫ്രിജറന്റിനെ ചാർജ് ചെയ്യുക. അപ്പോൾ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹെർമെറ്റിക് ടൈപ്പ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. ഇനി ഇതിൽ തന്നെ നമുക്ക് ഇത് ഈ കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ ഒന്നും കൂടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെമി ഹെർമെറ്റിക് ടൈപ്പ് കംപ്രസർ ഉപയോഗിക്കും. അവിടെ എന്താ വെച്ചാൽ അതിൻ്റെ അതൊരു നമുക്ക് വേണ്ട അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കാസ്റ്റേൻ്റെ ഒരു ടോപ്പ് കവറായിരിക്കും ഉണ്ടാവുക. ആ ടോപ്പ് കവർ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ ഹെവി ആയിട്ടുള്ള മോട്ടറും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സെമി ഹെർമെറ്റിക് ടൈപ്പ് കംപ്രസറാണ്. കാരണം ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് റിപ്പയർ ചെയ്യാനും പറ്റും. അപ്പോൾ അവിടെ ആ ചില കേസിൽ നമുക്ക് സെമി ഹെർമെറ്റിക് ടൈപ്പ് കംപ്രസർ യൂസ് ചെയ്യാറുണ്ട്. ഇനി റോട്ടറി കംപ്രസറാണ് അടുത്ത് നമ്മൾ പറഞ്ഞത്. റോട്ടറി കംപ്രസറിൻ്റെ സിംഗിൾ സ്റ്റേഷനറി ബ്ലേഡ് ടൈപ്പ് റോളർ ടൈപ്പ് ഉണ്ട്, റൊട്ടേറ്റിംഗ് ബ്ലേഡ് ടൈപ്പ് വെയിൻ ടൈപ്പ് കംപ്രസർ ഉണ്ട്, സെൻട്രിഫ്യൂഗൽ കംപ്രസർ ഉണ്ട്, സ്ക്രൂ കംപ്രസർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് റോളർ ടൈപ്പ് കംപ്രസർ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു സ്റ്റേഷനറി സിലിണ്ടർ ഉണ്ടാവും. ആ സിലിണ്ടറിൻ്റെ ഉള്ളിൽ റൊട്ടേറ്റിംഗ് മെമ്പർ ഉണ്ടാവും. അതായത് ആ റോട്ടറിന്റെ ഷാഫ്റ്റിന്റെ മുകളിൽ എന്താവും, ഒരു ഇമ്പല്ലർ ഉണ്ടാവും, ഒരു എക്സെൻട്രിക് ഉണ്ടാവും. ആ എക്സെൻട്രിക്കിന്റെ മുകളിലായിരിക്കും നമ്മളെ റോളർ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ റോളർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ കംപ്രഷൻ പ്രോസസ്സ് നടക്കുന്നത്. അത് കൂടാതെ നമുക്കൊരു സീലിംഗ് ബ്ലേഡ്, എ ബ്ലേഡ് ഈസ് സെറ്റ് ഇൻ ടു ദ സ്ലോട്ട് ഓഫ് എ സിലിണ്ടർ ആൻഡ് ദിസ് ബ്ലേഡ് വിൽ ബി ആൾവേസ് ഇൻ ടച്ചസ് വിത്ത് ദ റോളർ. അപ്പോൾ ഈ റോളർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ റോളറിനെ അക്കമ്പനി ചെയ്തുകൊണ്ട് ബ്ലേഡും ഉണ്ടാവും. ഈ ബ്ലേഡ് നമ്മൾ സക്ഷൻ സൈഡിനും ഡിസ്ചാർജ് സൈഡിനും കൂടി സീൽ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഈ ബ്ലേഡ് ഇസ് ആൾസോ നോൺ ആസ് സീലിംഗ് ബ്ലേഡ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഈ പ്രോസസ്സ് നടക്കുന്നത് ഞാൻ ഒരു അനിമേറ്റഡ് വീഡിയോ ഇട്ട് കാണിച്ചത്, അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. റോളർ ടൈപ്പ് നോക്കി, ഇവിടെ നോക്ക്, ആ റോളർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സക്ഷൻ സൈഡിലൂടെ വരുന്ന റിഫ്രിജറന്റിനെ നോക്ക്, ആ സമയത്ത് ഈ എൻ്റർ ചെയ്തിട്ടുള്ള റിഫ്രിജറന്റിനെ ഈ റോളറിന്റെ റൊട്ടേഷൻ കൊണ്ട്, ഇമ്പല്ലറിന്റെ റൊട്ടേഷൻ കൊണ്ടാണ് ആ കംപ്രഷൻ നടക്കുന്നത്. ഓക്കെ, കംപ്രഷൻ നടക്കുന്നത്. അങ്ങനെ കംപ്രസ് ചെയ്തിട്ടുള്ള വേപ്പർ റിഫ്രിജറന്റ് നമുക്ക് എക്സോസ്റ്റ് വാൾവ് വഴി പുറത്തേക്ക് കൊടുക്കാൻ ചെയ്യാം. അപ്പോൾ ഈ സീലിംഗ് ബ്ലേഡ് നോക്ക്, ഈ റോളറിനെ ടച്ച് ചെയ്തുകൊണ്ടേ നിൽക്കും. അപ്പോൾ സീലിംഗ് ബ്ലേഡ് വിൽ മൂവ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സിലിണ്ടർ ഡ്യൂറിങ് ദ റൊട്ടേഷൻ ഓഫ് ദ ഇമ്പല്ലർ. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റേഷനറി ബ്ലേഡ് ടൈപ്പ് റോളർ ടൈപ്പ് കംപ്രസർ പറയാം. അപ്പോൾ ഇവിടെ സ്റ്റേഷനറി ബ്ലേഡ് ടൈപ്പ് കഴിഞ്ഞാൽ ഈ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്റ്റേഷനറി ബ്ലേഡ് ടൈപ്പ് കംപ്രസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിനും അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജ് വെച്ചാൽ ലെസ് നോയ്സി, അപ്പോൾ അതിന് നമുക്ക് കൂടുതൽ എമൗണ്ട് ഓഫ് കംപ്രസ്ഡ് എയറിന് സപ്ലൈ ചെയ്യാൻ പറ്റും. എയർ സപ്ലൈ കണ്ടിന്യൂസ് ആണ്. പിന്നെ അതുപോലെ അത് ഹെർമെറ്റിക് കംപ്രസർ പോലെ ഇന്റർമീഡിയൻ്റ് ആയിട്ടുള്ള പിന്നെ റിഫ്രിജറന്റ് സപ്ലൈ ഉണ്ടാവുക. അപ്പോൾ എയർ സപ്ലൈ അല്ല കേട്ടോ, റിഫ്രിജറന്റ് സപ്ലൈ. ഓക്കെ, പിന്നെ ലോ ടെമ്പറേച്ചർ ഓഫ് ദി കംപ്രസ്ഡ് എയർ. അതുപോലെ തന്നെ എഫക്റ്റീവ് കൂളിംഗ് ആയതുകൊണ്ട് തന്നെ കംപ്രസ്ഡ് എയറിന്റെ ടെമ്പറേച്ചർ മാക്സിമം കൂൾ ചെയ്തിട്ടാണ് കൊടുക്കുക. ഡിസഡ്വാൻറ്റേജ് എക്സ്പെൻസീവ് ആണ്, കോംപ്ലക്സ് ഡിസൈൻ ആണ്, മെയിൻ്റെനൻസ് നോട്ട് ഈസി. അതുപോലെ തന്നെ ഇനി നമുക്ക് വെച്ചാൽ വെയിൻ ടൈപ്പ് റോട്ടറി കംപ്രസർ എന്ന് പറഞ്ഞാൽ ഇവിടെ
ഈ ബ്ലേഡ് അത് കംപ്രസർ നമുക്ക് വേണ്ട റോട്ടറിന്റെ മുകളിൽ റോട്ടർ ആയിരിക്കും. ആ സ്ലോട്ടിന്റെ ഉള്ളിലെല്ലാം ഓരോ ബ്ലേഡും ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബ്ലേഡും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സക്ഷൻ സൈഡിലൂടെ സക്ഷൻ പോർട്ടിലൂടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് രണ്ട് ബ്ലേഡിന്റെ ഉള്ളിൽ എൻട്രാപ്പ് ചെയ്തിട്ടുള്ള വേപ്പർ റിഫ്രിജറന്റിനെ ഡ്യൂറിങ് റൊട്ടേഷൻ കംപ്രസ് ചെയ്തിട്ട് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, ആ രീതിയിലാണ് എന്ത് വരുന്നത്, റൊട്ടേറ്റിംഗ് ബ്ലേഡ് ടൈപ്പ്. അപ്പൊ ഇവിടെ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ വെയിൻ ടൈപ്പ് റോട്ടറി കംപ്രസർ എന്ന് പറയുന്നത്. കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ല. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് സ്ക്രൂ കംപ്രസർ എന്ന് പറഞ്ഞാൽ രണ്ട് ഹെലിക്കലി ഗ്രൂഡ് ആയിട്ടുള്ള കംപ്രസറാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഒന്ന് നമുക്ക് ഒരു കംപ്രസർ അതിൽ ഡ്രിവൺ മെമ്പർ ആയിരിക്കും, രണ്ടാമത്തെ കംപ്രസർ ഡ്രിവൺ മെമ്പർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ രണ്ട് ഹെലിക്കലി ഗ്രൂവുള്ള കംപ്രസർ ഉപയോഗിച്ച് കംപ്രസ് ചെയ്യുമ്പോൾ അതിന് സ്ക്രൂ കംപ്രസർ എന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സക്ഷൻ്റെ ടൈമിൽ ഈ ഡ്രിവൺ മെമ്പറും ഡ്രൈവിംഗ് മെമ്പറും തമ്മിൽ മെഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഗ്യാപ്പിൽ എൻ്റർ ചെയ്തിട്ടുള്ള ആ റിഫിൻ്റെ അത് കംപ്രസ് ചെയ്തിട്ട് താഴേക്ക് കൊടുക്കുക. ഓക്കെ, ആ തൽക്കാലം ഇത് മനസ്സിലാക്കിയാൽ മതി. രണ്ട് ഹെലിക്കലി ഗ്രൂവുള്ള ഒന്ന് എന്താണ് ഡ്രിവൺ മെമ്പറും മറ്റേത് ഒന്നിന് മെഷീൻ്റെ ഗുള്ളീസ് ഉണ്ടാവും. മറ്റേ ഡ്രൈവറിനാണെന്നുണ്ടെങ്കിൽ അത് ലോബ്സ് ആയിരിക്കും ഉണ്ടാവുക, ലോബ്സ് അറൗണ്ട് പെരിഫറി ആയിരിക്കും ഉണ്ടാവുക, മറ്റേത് മെഷീൻ്റെ ഗുള്ളീസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ഡ്രിവൺ മെമ്പറും ഡ്രൈവിംഗ് മെമ്പറും തമ്മിൽ യൂസ് ചെയ്തിട്ട് കംപ്രസ് ചെയ്യുന്ന കംപ്രസറാണ് ഇത് സ്ക്രൂ കംപ്രസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്ക്രൂ കംപ്രസറിന്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് റിഫ്രിജറന്റ് വിത്ത് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ സ്ക്രൂ കംപ്രസർ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്തത് നമുക്ക് സെൻട്രിഫ്യൂഗൽ കംപ്രസർ നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ അതേ വർക്കിംഗ് തന്നെയാണ്. നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ സെൻട്രിഫ്യൂഗൽ കംപ്രസറും ഇതിൽ ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉള്ളതാണ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രിഫ്യൂഗൽ കംപ്രസർ ഓവർ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ? ഓക്കെ, അപ്പോൾ അതൊന്നും ജസ്റ്റ് നോക്കുക. സെൻട്രിഫ്യൂഗൽ കംപ്രസറിന് വാൾവോ പിസ്റ്റണോ സിലിണ്ടറോ ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ അതിന് വർക്കിംഗ് ലൈഫ് കൂടുതലാവും. അതുപോലെ തന്നെ അതിൽ റെസിപ്രോക്കേറ്റിംഗ് മെമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സെൻട്രിഫ്യൂഗൽ കംപ്രസർ വൈബ്രേഷൻ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ കംപ്രസർ നമുക്ക് ഹൈ RPM വർക്ക് ചെയ്യാം, അറൌണ്ട് 3000 RPM ആൻഡ് എബോവ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എഫിഷ്യൻസി കൂടുതലാവും, കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് റിഫ്രിജറന്റ് നമുക്ക് കംപ്രസ് ചെയ്യാനും പറ്റും സെൻട്രിഫ്യൂഗൽ കംപ്രസർ. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദി സെൻട്രിഫ്യൂഗൽ കംപ്രസർ ഓവർ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. അതിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അത് ഇൻക്രീസ് ഓഫ് പ്രഷർ ഇൻ each stage will be less compared to that of the reciprocating compressor. അതുപോലെ തന്നെ 50 tonnage എബോവ് കപ്പാസിറ്റി നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതിന് സർജിങ് പ്രോബ്ലം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ കംപ്രസർ കഴിഞ്ഞു. ഇനി കണ്ടൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഫ്റ്റർ കംപ്രഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ റിഫ്രിജറന്റിനെ കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് റിഫ്രിജറന്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് കണ്ടൻസർ ഉപയോഗിക്കുക. അപ്പോൾ കണ്ടൻസർ തന്നെ നമുക്ക് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കൂളിംഗ് മീഡിയം നമുക്ക് റിഫ്രിജറന്റിനെ നമുക്ക് എയർ കൂൾഡ് കണ്ടൻസർ, വാട്ടർ കൂൾഡ് കണ്ടൻസർ ആൻഡ് ഇവാപറേറ്റീവ് കണ്ടൻസർ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ആ റിഫ്രിജറന്റ് വേപ്പറിനെ കണ്ടൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കൂളിംഗ്, എയർ ഉപയോഗിച്ചിട്ട് കൂൾ ചെയ്യണമെങ്കിൽ അത് എയർ കൂൾഡ് കണ്ടൻസർ എന്ന് പറയും, വാട്ടർ ഉപയോഗിച്ച് കൂൾ ചെയ്യുകയാണെങ്കിൽ വാട്ടർ കൂൾഡ് കണ്ടൻസർ എന്ന് പറയും. അത് ബോത്ത് വാട്ടർ ആൻഡ് എയർ ഉപയോഗിച്ച് കൂൾ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇവാപറേറ്റീവ് കണ്ടൻസർ ഉപയോഗിക്കും. എയർ കൂൾഡ് കണ്ടൻസർ തന്നെ നാച്ചുറൽ കൺവെക്ഷൻ ഉണ്ട്, ഫോഴ്സ്ഡ് കൺവെക്ഷൻ ഉണ്ട്. നാച്ചുറൽ കൺവെക്ഷൻ ടൈപ്പാണ് നമ്മൾ ഫ്രിഡ്ജിലെല്ലാം യൂസ് ചെയ്യുന്നത്. അതായത് നോർമലി എയർ പാസേജ് ഉണ്ടാകുമ്പോൾ എന്താവും, ഹീറ്റ് ട്രാൻസ്ഫർ നടന്നിട്ട് ആ വാം എയർ മുകളിലേക്ക് പോകും, തിരിച്ച് കോൾഡ് എയർ റീപ്ലേസ് ചെയ്യും. അത് കൂളിങ്ങിന് വേണ്ടിയിട്ടുള്ള എയർ നാച്ചുറൽ കൺവെക്ഷൻ വഴിയാണ് ഫ്ലോ ഉണ്ടാവുന്നത്, നാച്ചുറൽ കൺവെക്ഷൻ ടൈപ്പ്. ഇൻസ്റ്റഡ് നമ്മൾ ഒരു ഫാൻ ഉപയോഗിച്ചിട്ട് എയറിനെ ഫോഴ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനെ ഫോഴ്സ്ഡ് കൺവെക്ഷൻ പറയും. വാട്ടർ കൂൾഡ് കണ്ടൻസർ 3 ടൈപ്പ് ഉണ്ട്, ഷെൽ ആൻഡ് കോയിൽ, ഡബിൾ ട്യൂബ് ട്യൂബ് ഇൻ ട്യൂബ് എന്ന് പറയും, ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ്. ഇങ്ങനെ 3 ടൈപ്പ് വാട്ടർ കൂൾഡ് കണ്ടൻസർ ഉണ്ട്. ഇവാപറേറ്റീവ് കണ്ടൻസർ പിന്നെ മൂന്നാമതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, ഷെൽ ആൻഡ് കോയിൽ ആയിക്കോട്ടെ, ഷെൽ ആൻഡ് ട്യൂബ് ആയിക്കോട്ടെ, ഡബിൾ ട്യൂബ് ആയിക്കോട്ടെ, ട്യൂബിന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്നത് വാട്ടർ ആയിരിക്കും, ട്യൂബിന്റെ പുറമേ കൂടെ പാസ് ചെയ്യായിരിക്കും റിഫ്രിജറന്റ് വേപ്പർ. ഓക്കെ, ഷെൽ ആൻഡ് കോയിൽ നോക്ക്, ഇവിടെ നോക്ക്,
ഒരു കോയിലുണ്ട്, ഒരു ഷെല്ലിൻ്റെ ഉള്ളിൽ ഒരു കോയിലുണ്ട്. ആ കോയിലിൻ്റെ ഉള്ളിലൂടെ വാട്ടർ പാസ് ചെയ്യുന്നു. കോയിലിൻ്റെ പുറമേ കൂടെ ഹോട്ട് വേപ്പർ റിഫിൻഡ് പാസ് ചെയ്യുന്നു. ആ ഹോട്ട് വേപ്പർ റിഫിൻഡ് കോയിലിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന വാട്ടർ തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ചിങ് നടന്ന് റിഫിൻഡ് കണ്ടൻസ് ചെയ്യുന്നു, താഴെ നിന്ന് കളക്ട് ചെയ്യുന്നു. ഇനി ഡബിൾ ട്യൂബ് ആണെന്നുണ്ടെങ്കിൽ 2 കോൺസെൻട്രേറ്റ് ട്യൂബ് ആയിരിക്കും ഉണ്ടാവുക. അത് 2 ട്യൂബ് ഇൻ ട്യൂബ്, ഒരു ട്യൂബിൻ്റെ ഉള്ളിൽ വേറെ ട്യൂബ്. അപ്പൊ ഇൻസൈഡ് ട്യൂബ്, ഏറ്റവും ഉള്ളിലുള്ള ട്യൂബിൻ്റെ ഉള്ളിലൂടെ വാട്ടർ പാസ് ചെയ്യുന്നു, അതിന്റെ പുറമേ കൂടെ പാസ് ചെയ്യുന്ന ട്യൂബിൻ്റെ ഉള്ളിലൂടെ റെഫ്രിജറേറ്ററും പാസ് ചെയ്യും. അപ്പൊ ഇത് നമുക്ക് കൗണ്ടർ ഫ്ലോ ടൈപ്പാണ്. അതായത് വാട്ടർ പാസ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുക, റിഫ്രിജറന്റ് പാസ് ചെയ്യുക. അപ്പൊ അതിനെ കൗണ്ടർ ഫ്ലോ ടൈപ്പ് എന്ന് പറയും. അപ്പൊ അതും പിന്നെ മൂന്നാമത് ഷെൽ ആൻഡ് ട്യൂബ് കണ്ടൻസർ. ഷെൽ ആൻഡ് ട്യൂബ് എന്ന് പറയുമ്പോൾ ഒരു ഷെല്ലിന്റെ ഉള്ളിൽ നമ്പർ ഓഫ് ട്യൂബ്സ് ഉണ്ടാവും. ഈ ട്യൂബിന്റെ ഉള്ളിലൂടെ ആയിരിക്കും എന്തായാലും പാസ് ചെയ്യുക, വാട്ടർ പാസ് ചെയ്യുക. ഷെല്ലിന്റെ ഉള്ളിലൂടെ ടോപ്പ് പോർഷനിൽ വേപ്പർ റിഫിൻഡ് പാസ് ചെയ്യും. ആ വേപ്പർ ട്യൂബിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന വാട്ടർ മുകളിലൂടെ പാസ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്യും, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും, കണ്ടൻസ് ചെയ്യും, താഴെ നമുക്ക് ലിക്വിഡ് റിഫിൻഡ് കളക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും എന്ത് മനസ്സിലാക്കുക, ഷെൽ ആൻഡ് കോയിൽ ആയാലും ട്യൂബിൻ്റെ ഉള്ളിലൂടെ വാട്ടർ പാസ് ചെയ്യും, പുറമേ കൂടെ റെഫ്രിജറന്റ് പാസ് ചെയ്യും. ഇങ്ങനെ 3 ടൈപ്പ് വാട്ടർ കൂൾഡ് കണ്ടൻസർ ആണുള്ളത്. ദെൻ ഇവാപ്പറേറ്റീവ് കണ്ടൻസർ. ഇവാപ്പറേറ്റീവ് കണ്ടൻസർ നമ്മൾ വാട്ടർ ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്യുകയും ചെയ്യും, അതോടൊപ്പം എയർ പാസേജ് ഉണ്ടാവും. ഇത് രണ്ടും കൂടി ഉപയോഗിച്ചിട്ട് നമ്മൾ കൂൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇവാപ്പറേറ്റീവ് കണ്ടൻസർ എന്ന് പറയും. അത് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദെൻ അടുത്തത്, അപ്പോൾ കണ്ടൻസേഴ്സ് കഴിഞ്ഞു. ദെൻ എക്സ്പാൻഷൻ ഡിവൈസ്. എക്സ്പാൻഷൻ ഡിവൈസ് നമ്മൾ പറയുന്നത് എന്താണ് എക്സ്പാൻഷൻ, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് എക്സ്പാൻഷൻ ഡിവൈസ്? ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ low pressure low temperature high pressure high temperature liquid refrigerant, when it passes through this expansion devices, throttling process വഴി അതിന്റെ ലിക്വിഡ് അതിന്റെ പ്രഷറും ടെമ്പറേച്ചറും കുറക്കുന്നു. ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ liquid refrigerant from the condenser will be transformed into low pressure low temperature liquid refrigerant by using the expansion device. And list what are the different types of expansion device? Capillary tube, ഹാൻഡ് ഓപ്പറേറ്റർ എക്സ്പാൻഷൻ വാൾവ് ഉണ്ട്, ഓട്ടോമാറ്റിക് ഓർ കോൺസ്റ്റന്റ് പ്രഷർ എക്സ്പാൻഷൻ വാൾവ് ഉണ്ട്, തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവ് ഉണ്ട്, ലോ സൈഡ് ഫ്ലോട്ട് വാൾവ്, ഹൈ സൈഡ് ഫ്ലോട്ട് വാൾവ്. ഇവിടെ നമുക്ക് കാപ്പിലറി ട്യൂബും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഓർ കോൺസ്റ്റന്റ് പ്രഷർ എക്സ്പാൻഷൻ വാൾവും തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവും, ഈ 3 ഏതെങ്കിലും ഒന്നാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സാധാരണ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഓട്ടോമാറ്റിക് ഓർ കോൺസ്റ്റന്റ് പ്രഷർ എക്സ്പാൻഷൻ വാൾവോ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവോ ആണ്. അതേപോലെ കംപ്രസറിലാണെങ്കിൽ സാധാരണ ചോദിച്ച് കണ്ടിട്ടുള്ളത്, നമ്മൾ കൂടുതലായിട്ടും ചോദിച്ച് കണ്ടിട്ടുള്ളത് എന്താണ്, ഹെർമെറ്റിക്കലി സീൽഡ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറാണ് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതുപോലെ എക്സ്പാൻഷൻ ഡിവൈസിലാണെങ്കിൽ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവോ അല്ലെങ്കിൽ പിന്നെ കോൺസ്റ്റന്റ് പ്രഷർ എക്സ്പാൻഷൻ വാൾവോ ആണ്. ഓക്കെ, അപ്പൊ കാപ്പിലറി ട്യൂബ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അത് ഒരു ലോ ഡയമീറ്റർ ഉള്ള, അതായത് ഇറ്റ് ഈസ് എ കോപ്പർ ട്യൂബ് ഹാവിങ് ലോ ഇന്റേണൽ ഡയമീറ്റർ ആൻഡ് എ ലാർജ് ലെങ്ത്. സാധാരണ കണ്ടൻസറിൽ ഉപയോഗിക്കുന്ന ട്യൂബിനേക്കാളും ഡയമീറ്റർ കുറവും ലെങ്ത് കൂടിയിട്ടുള്ള ട്യൂബ് ഉപയോഗിക്കുന്നതിന് ആ ട്യൂബിനെ നമ്മൾ കാപ്പിലറി ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ വെൻ high pressure high temperature liquid refrigerant the condenser passes through this capillary tube, its pressure will fall. അതെന്തുകൊണ്ടാണ്, അതിൻ്റെ ഹൈ വെലോസിറ്റിയിൽ ആ ട്യൂബിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് കൊണ്ടാണ് അതിൻ്റെ പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നത്. തൽക്കാലം അത് മനസ്സിലാക്കുക. അപ്പോൾ കാപ്പിലറി ട്യൂബ് ഈസ് എ ട്യൂബ് ഹാവിങ് ലോ ഇന്റേണൽ ഡയമീറ്റർ ഫ്രം 0.5 mm to 2.5 mm വരെ ഇന്റേണൽ ഡയമീറ്റർ മാറാം. അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത് മേ വേരി ഫ്രം 0.5 meter to 5 meter. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ലോഡ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ലെങ്ത് ഓഫ് ട്യൂബും ഇന്റേണൽ ഡയമീറ്ററും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വേറെ ലോഡ് കണ്ടീഷനിൽ നമുക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു ലോഡ് കണ്ടീഷന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഇന്റേണൽ ഡയമീറ്ററും അതിൻ്റെ ലെങ്ത്തും നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോഡ്, അത് കോൺസ്റ്റന്റ് ലോഡ് കണ്ടീഷനിലാണ് സാധാരണഗതിയിൽ നമ്മൾ കാപ്പിലറി ട്യൂബ് ഉപയോഗിക്കുക. ഈ കാപ്പിലറി ട്യൂബാണ് സാധാരണഗതിയിൽ നമ്മൾ ഫ്രിഡ്ജിലും എയർ കണ്ടീഷൻ സാധാരണ ഉപയോഗിക്കുന്ന വിൻഡോ എസിയിലും സ്പ്ലിറ്റ് എസിയിലും ഒക്കെ എക്സ്പാൻഷൻ ഡിവൈസ് ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കാപ്പിലറി ട്യൂബാണ്. ഓക്കെ, ഹാൻഡ് ഓപ്പറേറ്റഡ് എക്സ്പാൻഷൻ വാൾവ് നോക്കണ്ട. കോൺസ്റ്റന്റ് പ്രഷർ ഓർ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൾവ് പറഞ്ഞാൽ ഇറ്റ് ആൾവേസ് മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ഇവാപ്പറേറ്റീവ് പ്രഷർ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലോഡ് ഓൺ ദി ഇവാപ്പറേറ്റർ. In addition to reduction in pressure, it also maintains a constant evaporator pressure. അതുകൊണ്ടാണ് ഇവാപ്പറേറ്ററിലെ കോൺസ്റ്റന്റ് ഇവാപ്പറേറ്റർ പ്രഷർ കൂടി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ ഓട്ടോമാറ്റിക് ഓർ കോൺസ്റ്റന്റ് പ്രഷർ എക്സ്പാൻഷൻ വാൾവ് പറയുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് എന്താണ്, ഇതിലൊരു വാൾവ് സീറ്റ്, ഒരു ഡയഫ്രം,
അതുപോലെ ഒരു സ്പ്രിംഗ് അഡ്ജസ്റ്റിംഗ് സ്ക്രൂ. ഇതാണ് മെയിനായിട്ട് ഇതിലുള്ളത്. നോക്കുക, ഇവിടെ ഹൈ പ്രഷർ ലിക്വിഡ് റിഫ്രിജറന്റ് ഈ വാൾവ് വഴി പാസ് ചെയ്യുന്ന സമയത്ത് വാൾവ് ഓപ്പണിംഗ്, നാരോ വാൾവ് ഓപ്പണിങ്ങിലൂടെ പാസ് ചെയ്യുന്ന സമയത്താണ് ത്രോട്ട്ലിംഗ് എക്സ്പാൻഷൻ വഴി അതിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും കൂടി റെഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ പ്രഷർ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ അത് ഇവാപ്പറേറ്ററിലേക്ക് പോകുന്ന ഇവാപ്പറേറ്ററിലുള്ള റിഫ്രിജറന്റ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നു. അത് ഈ ഡയഫ്രം ഉപയോഗിച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. കൂടുതലായിട്ട് നമുക്ക് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈമില്ല. തൽക്കാലത്ത് മനസ്സിലാക്കുക, ഇറ്റ് മെയിൻറ്റെയിൻസ് എ കോൺസ്റ്റന്റ് ഇവാപ്പറേറ്റീവ് പ്രഷർ, ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് നോൺ ആസ് എ കോൺസ്റ്റന്റ് പ്രഷർ എക്സ്പാൻഷൻ വാൾവ് എന്നും പറയുന്നത്. ഇതേപോലെ നമുക്ക് ഇതാണ് കോൺസ്റ്റന്റ് പ്രഷർ എക്സ്പാൻഷൻ വാൾവ്. അതിലുള്ള സ്പ്രിങ്ങിനെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്രൂ ഉപയോഗിച്ചിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ആൾറെഡി വായിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവ്, അതും ഏകദേശം കോൺസ്റ്റന്റ് പ്രഷർ എക്സ്പാൻഷൻ വാൾവ് പോലെ തന്നെ. പക്ഷേ ഇൻ അഡീഷൻ ടു ദാറ്റ് ഒരു ഫീലർ ബൾബ് ഓർ തെർമൽ ബൾബ് കൂടി ഉണ്ടാവും. ഈ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവ് ഈസ് ആൾസോ നോൺ ആസ് കോൺസ്റ്റന്റ് സൂപ്പർ ഹീറ്റ് വാൾവ് എന്നും കൂടി പേരുണ്ട്. ബിക്കോസ് ഇറ്റ് മെയിൻറ്റെയിൻസ് എ കോൺസ്റ്റന്റ് സൂപ്പർ ഹീറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇവാപ്പറേറ്റർ കോയിൽ. ഇവാപ്പറേറ്റർ കോയിലുള്ള ലോഡ് കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ റെഫ്രിജറന്റ് വേണമെങ്കിൽ കൂടുതൽ റെഫ്രിജറന്റ് സപ്ലൈ ചെയ്യും, കുറഞ്ഞ റെഫ്രിജറന്റ് വേണമെങ്കിൽ റെഫ്രിജറന്റ് ഫ്ലോ കൺട്രോളിങ് ചെയ്യും. എന്തായാലും ആ ഇവാപ്പറേറ്ററിന്റെ എൻഡിൽ, ദാറ്റ് മീൻസ് സക്ഷനിൽ, കംപ്രസറിന്റെ സക്ഷനിലുള്ള റെഫ്രിജറന്റിന്റെ സൂപ്പർ ഹീറ്റ്, നമ്മൾ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലായിരിക്കുമല്ലോ ഉണ്ടാവുക ഇവാപ്പറേഷൻ കഴിയുന്ന സമയത്ത്, ആ കോൺസ്റ്റന്റ് സൂപ്പർ ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. അത് വേണ്ടിയിട്ടാണ് ഈ തെർമൽ ബൾബ് ഇവിടെ വെച്ചിട്ടുള്ളത്, തെർമൽ ബൾബ് ഓർ ഫീലർ ബൾബ് വെച്ചിട്ടുള്ളത്. ആ ഫീലർ ബൾബിന്റെ പ്രഷർ ആയിരിക്കും ഈ ഡയഫ്രത്തിന്റെ മുകളിൽ ആക്ട് ചെയ്യുക. ഈ ഡയഫ്രത്തിന്റെ താഴെ എന്ത് ആക്ട് ചെയ്യും? ഇവാപ്പറേറ്ററിന്റെ പ്രഷറും സ്പ്രിംഗ് പ്രഷറും ആക്ട് ചെയ്യും. അങ്ങനെ ഈ ഡയഫ്രത്തിന്റെ മൂവ്മെന്റ് കൺട്രോൾ ചെയ്തിട്ടാണ്, ഈ ഡയഫ്രത്തിന്റെ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെന്റിന് അനുസരിച്ചിട്ടാണ് ഈ വാൾവിന്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൺട്രോൾ ചെയ്തിട്ട് റെഫ്രിജറന്റിൽ നമുക്ക് ഇവാപ്പറേറ്ററിലേക്കുള്ള റെഫ്രിജറന്റ് ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൾറെഡി ഈ വാൾവ്, നാരോ വാൾവ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ എന്താവും, ഹൈ പ്രഷർ ലിക്വിഡ് റെഫ്രിജറന്റിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ത്രോട്ട്ലിംഗ് എക്സ്പാൻഷൻ വാൾവ് അതിന്റെ പ്രഷറും ടെമ്പറേച്ചറും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ എന്ത് ചെയ്യും, നമുക്ക് ഇവാപ്പറേറ്ററിലേക്ക് ലോഡ് കൂടുതലാണെങ്കിൽ ഈ വാൾവ് കൂടുതൽ ഓപ്പൺ ചെയ്തിട്ട് കൂടുതൽ റെഫ്രിജറന്റ് കൊടുക്കും. ലോഡ് കുറവാണെങ്കിൽ വാൾവിന്റെ ഓപ്പണിംഗ് കൺട്രോൾ ചെയ്തിട്ട് റെഫ്രിജറന്റ് ഫ്ലോ കൺട്രോളിങ് ചെയ്യും. ദാറ്റ് ഈസ് ദ വർക്കിംഗ് ഓഫ് എ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവ്. ഇത്രയാണ് നമുക്ക് തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവിനെ കുറിച്ച് നമുക്ക്. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് റെഫ്രിജറന്റ് നമ്മൾ ഡീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐസ് പ്ലാന്റ് പോലെ അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജ് പോലൊക്കെ അവിടെയൊക്കെ നമ്മൾ എന്താണ് ഈ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവാണ് യൂസ് ചെയ്യും. കഴിഞ്ഞു. ഇതാണ് നമുക്ക് എക്സ്പാൻഷൻ ഡിവൈസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത് നമുക്ക് ഇവാപ്പറേറ്ററിന്റെ പർപ്പസ് എന്താണ്? ഇതിനെ കൂളിംഗ് കോയിൽ എന്നും പറയും. കാരണം ഇവാപ്പറേറ്ററിലാണ് റെഫ്രിജറന്റ് ഇവാപ്പറേറ്റ് ചെയ്യുന്നതോടൊപ്പം അതിന് ഇവാപ്പറേഷൻ പ്രോസസ്സ് നടന്നിട്ട് റിഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇതിനെ കൂളിംഗ് കോയിൽ എന്നും പറയും ഇവാപ്പറേറ്ററിനെ. അപ്പൊ ഹൗ ക്യാൻ ബി ക്ലാസിഫൈ ഇവാപ്പറേറ്റർ? ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം, ചിലപ്പോൾ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. ഇവാപ്പറേറ്ററിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ, ബെയർ ട്യൂബ് കോയിൽ ഇവാപ്പറേറ്റർ ഉണ്ട്, സീൽഡ് ട്യൂബ് ഇവാപ്പറേറ്റർ ഉണ്ട്, പ്ലേറ്റ് സർഫസ് ഇവാപ്പറേറ്റർ, ഷെൽ ആൻഡ് ട്യൂബ്, ഷെൽ ആൻഡ് കോയിൽ, ട്യൂബ് ഇൻ ട്യൂബ് ഇവാപ്പറേറ്റർ, ഇങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ദെൻ അക്കോർഡിംഗ് ടു ദ മാനർ ഇൻ വിച്ച് ലിക്വിഡ് റെഫ്രിജറന്റ് ഫീഡ്, ഇവാപ്പറേറ്ററിൽ ലിക്വിഡ് റെഫ്രിജറന്റ് എങ്ങനെയാണോ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്, അതിന് ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു flooded evaporator and a dry expansion evaporator. And then according to the operating condition, നമുക്ക് below 0 degree Celsius ആണോ above 0 degree Celsius ആണോ evaporator operate ചെയ്യുന്നത്, depending upon that operating temperature it can be classified into frosting evaporator, non-frosting evaporator, defrosting evaporator. ഇത് non-frosting evaporator ആണ് സാധാരണ നമ്മളെ AC കൂളിംഗ് കോയിൽ. അതേപോലെ തന്നെ പക്ഷേ നമ്മുടെ സാധാരണ ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ യൂസ് ചെയ്യുന്ന നമുക്ക് ഫ്രോസ്റ്റിംഗ് ടൈപ്പ് ഇവാപ്പറേറ്റർ ആണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നമുക്കറിയാം നാച്ചുറൽ കൺവെക്ഷൻ ടൈപ്പ് ഉണ്ട്, ഫോഴ്സ്ഡ് കൺവെക്ഷൻ ടൈപ്പ് ഉണ്ട്. നാച്ചുറൽ കൺവെക്ഷൻ വഴി ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാൻ നാച്ചുറൽ കൺവെക്ഷനും, അതൊരു ഫാൻ ഉപയോഗിച്ച് ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ ടൈപ്പ്. ഇങ്ങനെയൊക്കെ നമുക്ക് ഇവാപ്പറേറ്ററിനെ ക്ലാസിഫൈ ചെയ്യാം അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ, അക്കോർഡിംഗ് ടു ദ മാനർ ഇൻ വിച്ച് ലിക്വിഡ് റെഫ്രിജറന്റ് ഫീഡ്, അക്കോർഡിംഗ് ടു ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ, അക്കോർഡിംഗ് ടു ദ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക, കാരണം വെച്ചാൽ ഇതിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിൽ നമുക്ക് ആകെ സിലബസ് പോയിന്റ് ഓഫ് വ്യൂവിൽ അക്കോർഡിംഗ് ടു ദ മാനർ ഇൻ വിച്ച് ലിക്വിഡ് റെഫ്രിജറന്റ് ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. ഫ്ലഡഡ് ഇവാപ്പറേറ്റർ ഉണ്ട്, ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്റർ ഉണ്ട്. അതാണ് നമുക്ക് ഇവിടെ ഉള്ളൂ. ഫ്ലഡഡ് ഇവാപ്പറേറ്റർ
നോക്കുക. അപ്പോൾ ഫ്ലഡ് ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതാണ് ഇവാപ്പറേറ്റർ. ആ ഇവാപ്പറേറ്ററിലേക്ക് റിഫ്രിജറന്റ് ആദ്യം ഒരു അക്യുമുലേറ്റർ വഴിയാണ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആ അക്യുമുലേറ്ററിലേക്ക് ഒരു ഫ്ലോട്ട് ചാമ്പർ വഴിയാണ് ഇവാപ്പറേറ്റർ സപ്ലൈ ചെയ്തിരിക്കുന്നത്. അറൗണ്ട് 3/4 ഓഫ് ദ ഇവാപ്പറേറ്റർ വിൽ ബി ആൾവേസ് ഫിൽഡ് വിത്ത് ലിക്വിഡ് റിഫ്രിജറന്റ്. അതായത് ഏകദേശം നമുക്കറിയാം എന്താണ് ഈ അക്യുമുലേറ്ററിലുള്ള അതേ ലെവലിൽ തന്നെ ആയിരിക്കും റിഫ്രിജറന്റ് ലിക്വിഡ് റിഫ്രിജറന്റ് ഉണ്ടാവുക. ബാക്കി ഇവാപ്പറേഷൻ നടന്നിട്ട് ആ വേപ്പർ റിഫ്രിജറന്റ് ആണ് നേരെ മുകളിലേക്ക് വരും. ചിലപ്പോൾ നമുക്ക് വെറ്റ് വേപ്പറാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിലുള്ള വെറ്റ് വേപ്പറിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ബാഫിൾ പ്ലേറ്റ് വെച്ചിട്ടുള്ള ആ ബാഫിൾ പ്ലേറ്റ് വഴി സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറെ പിന്നെ അങ്ങോട്ട് കംപ്രസറിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇവിടെ ഇവാപ്പറേഷൻ നടക്കുന്നതനുസരിച്ച് എന്താവും, ഇതിലുള്ള ലിക്വിഡ് റിഫിന്റെ ലെവൽ കുറയുന്നതിനനുസരിച്ച് അക്യുമുലേറ്റർ സപ്ലൈ ചെയ്ത് കൊടുക്കും. അക്യുമുലേറ്റർ ലിക്വിഡ് റിഫിന്റെ ലെവൽ കുറയുന്നതിനനുസരിച്ച് ഫ്ലോട്ട് ചാമ്പർ വഴി സപ്ലൈ ചെയ്ത് കൊടുക്കും. ഫ്ലോട്ട് ചാമ്പറിൽ പിന്നെ ഫ്ലോട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് ലിക്വിഡ് റിഫിന് സപ്ലൈ ചെയ്ത് കൊടുക്കും. അതുകൊണ്ടാണ് ഇതിനെ ഫ്ലഡഡ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്. പിന്നെയുള്ള ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്റർ. ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്ററിൽ ഒരു 1/3 ഓഫ് ദ ഇവാപ്പറേറ്റർ വിൽ ബി ഫിൽഡ് വിത്ത് ലിക്വിഡ് റിഫ്രിജറന്റ്. പിന്നെ അത് നമ്മൾ എന്ന് വെച്ചാൽ ലിക്വിഡ് റിഫ്രിജറന്റ് ഇവാപ്പറേറ്റ് ചെയ്ത് എൻഡ് ഓഫ് ദി ഇവാപ്പറേറ്റർ എത്തുമ്പോഴേക്ക് നമുക്ക് സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആവും. ബാക്കി പിന്നെ കാണിച്ചിട്ടുള്ള നമ്മൾ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവ് ഉള്ള ഫീലർ ബൾബും തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവാണ്. അത് ഇതിന്റെ പാർട്ടല്ല. നമുക്ക് ഡ്രൈ എക്സ്പാൻഷൻ വാൾവ് എന്ന് വെച്ചാൽ ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ 1/3 എപ്പോഴും ലിക്വിഡ് റിഫ്രിജറന്റ് ഉണ്ടാവും. പക്ഷേ ഇതിന്റെ എൻഡിലേക്ക് എത്തുമ്പോഴേക്ക് സൂപ്പർ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്റർ എന്ന് പറയാൻ കാരണം. ഇതാണ് നമുക്ക് റിഫ്രിജറേറ്റിംഗ് എക്യുപ്മെന്റ്സ് പറയാനുള്ളത്. അപ്പോൾ റിഫ്രിജറേറ്റിംഗ് എക്യുപ്മെന്റ്സ് നമ്മൾ കംപ്രസേഴ്സ്, കണ്ടൻസേഴ്സ്, എക്സ്പാൻഷൻ ഡിവൈസ്, ഇവാപ്പറേറ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് പിന്നെ അടുത്ത ചാപ്റ്റർ ആണ് എന്ത്, ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ, അതായത് ആപ്ലിക്കേഷൻ ഓഫ് റെഫ്രിജറേഷൻ. ഇതിൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ, അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ വിത്ത് സ്കീമാറ്റിക് ഡയഗ്രാം വർക്കിംഗ് ഓഫ് എ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ മറക്കാതെ പഠിക്കുക. അല്ലെങ്കിൽ അതുപോലെ തന്നെ വാട്ടർ കൂളറും എന്താണ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേറ്റർ തന്നെയാണ്. അതിലും സാധാരണഗതിയിൽ നമ്മൾ ഓപ്പൺ ടൈപ്പ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹെർമെറ്റിക്കലി സീൽഡ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ ഉപയോഗിക്കും. ഇവിടെ നമ്മൾ ഇവാപ്പറേറ്റർ കോയിൽ കൂളിംഗ് വാട്ടർ ടാങ്കിന്റെ മുകളിൽ ചുറ്റി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇവാപ്പറേറ്ററിലൂടെ പാസ് ചെയ്യുന്ന റെഫ്രിജറന്റ് ആ കൂളിംഗ് വാട്ടർ ടാങ്കിനെ കൂൾ ചെയ്തിട്ട് അതിലുള്ള വാട്ടറിനെ കൂൾ ചെയ്യാൻ ചെയ്യുക. ഇതാണ് സ്റ്റോറേജ് ടൈപ്പ് വാട്ടർ കൂളർ. മൂന്നാമത്തതാണ് ഐസ് പ്ലാന്റ്. ഈ മൂന്നെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ 99.9% ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങളടുത്ത് നോട്ട് ഉണ്ടാവും. ആൾറെഡി ഞാൻ നമ്മളെ ഒരു ഗ്രൂപ്പിൽ നോട്ട് പോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ക്യാപ്സ്യൂൾ ടൈപ്പ് നോട്ടാണ്. ആ നോട്ട് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതിൽ ഐസ് പ്ലാന്റിന്റെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഐസ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ സ്കീമാറ്റിക് ഡയഗ്രാം മോസ്റ്റ് ഓഫ് ദ ഐസ് പ്ലാന്റിലും നമ്മൾ ഓപ്പൺ ടൈപ്പ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ ആണ് ഉപയോഗിക്കുക. പിന്നെ നമുക്ക് എന്താണ് കണ്ടൻസർ, വാട്ടർ കൂൾഡ് കണ്ടൻസർ ആണ് ഉപയോഗിക്കുക. റിസീവർ ടാങ്കിന്റെ എക്സ്പാൻഷന് വേണ്ടി എക്സ്പാൻഷൻ വാൾവ് ആണ് ഉപയോഗിക്കുക. അതുകൂടാതെ നമുക്ക് ഐസ് പ്ലാന്റിൽ 2 റെഫ്രിജറന്റ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു പ്രൈമറി റെഫ്രിജറന്റും സെക്കൻഡറി റെഫ്രിജറന്റും. പ്രൈമറി റെഫ്രിജറന്റ് ആയിട്ട് അമോണിയ ആണ് ഉപയോഗിക്കുന്നത്. ബിക്കോസ് ammonia has a maximum latent heat of evaporation. അമോണിയക്ക് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ ബാക്കിയുള്ള റെഫ്രിജറന്റ് സംബന്ധിച്ചിടത്തോളം കൂടുതലാണ്. അതുപോലെ ഇക്കോ ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടും അമോണിയ യൂസ് ചെയ്യാൻ കാരണം. അപ്പൊ ഈ അമോണിയ ഉപയോഗിച്ചിട്ട് സെക്കൻഡറി റെഫ്രിജറന്റ് ആയിട്ടുള്ള ബ്രൈൻ സൊല്യൂഷൻ, ഈ ബ്രൈൻ ടാങ്ക് ആണ് ഈ കാണുന്നത്. ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയും. അത് ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സാൾട്ട് വാട്ടർ, കാൽസ്യം ക്ലോറൈഡ് സൊല്യൂഷനാണ് എന്ത് പറയുന്നത്, ബ്രൈൻ സൊല്യൂഷൻ പറയാം. അപ്പൊ ഈ ബ്രൈൻ സൊല്യൂഷനെ കൂൾ ചെയ്യും. അങ്ങനെ ആ ബ്രൈൻ സൊല്യൂഷനിലാണ് നമ്മൾ ഒരു ഗാൽവനൈസ്ഡ് ക്യാൻ വെച്ചിട്ടുണ്ടാവും. ഈ ഗാൽവനൈസ്ഡ് ക്യാനിലാണ് നമുക്ക് ഐസ് ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ട വാട്ടർ, കെമിക്കലി ട്രീറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് നമുക്ക് ടാപ്പേർഡ് ഷേപ്പിലുള്ള ടാപ്പേർഡ് ആയിട്ടുള്ള ഗാൽവനൈസ്ഡ് ക്യാൻ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഗാൽവനൈസ്ഡ് ക്യാനിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം കെമിക്കലി ട്രീറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ നിറച്ചിട്ട് എന്ത് ചെയ്യും, ഈ ബ്രൈൻ ടാങ്കിൽ വെക്കും. ഈ ബ്രൈൻ ടാങ്കിൽ നമ്മൾ എന്താവും, ഇവാപ്പറേറ്റർ കോയിൽ ചുറ്റിട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇവാപ്പറേറ്റർ കോയിലൂടെ ആരെ പാസ് ചെയ്യുക, പ്രൈമറി റെഫ്രിജറന്റ് ആയിട്ടുള്ള അമോണിയ. ഈ അമോണിയ ഉപയോഗിച്ചിട്ട് ഇവിടെ നോക്കുക, അമോണിയ ഉപയോഗിച്ചിട്ടാണ് ബ്രൈൻ ടാങ്ക്. ഈ ബ്രൈൻ ടാങ്കിൽ കാണുന്ന എന്താണ്, ഗാൽവനൈസ്ഡ് ക്യാനുകളാണ്. ഈ ഗാൽവനൈസ്ഡ് ക്യാനിലാണ് നമ്മൾ കെമിക്കലി ട്രീറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ നിറച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ ബ്രൈൻ ടാങ്കിൽ എന്തുണ്ടാവും, ബ്രൈൻ ടാങ്ക് വിൽ കണ്ടെയ്ൻ ബ്രൈൻ സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ അതിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും എന്തുണ്ടാവുക, നമുക്ക് വേണ്ട റിഫ്രിജറന്റ് കോയിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ആ റിഫ്രിജറന്റ് ഇവാപ്പറേറ്റർ കോയിലൂടെ പ്രൈമറി റിഫ്രിജറന്റ് ആയിട്ടുള്ള അമോണിയ ഉപയോഗിച്ചിട്ട് ഈ ബ്രൈൻ സൊല്യൂഷൻ, ഈ ടാങ്കിലുള്ള ബ്രൈൻ സൊല്യൂഷനെ കൂൾ ചെയ്യും.
അതോടൊപ്പം ഈ ബ്രൈൻ സൊല്യൂഷൻ ഈ ഗാൽവാനിസ്ഡ് ക്യാനിൽ വെച്ചിട്ടുള്ള വാട്ടർ കൂൾ ചെയ്തിട്ട് ഐസ് ബ്ലോക്ക് ഫോം ചെയ്യുക. അങ്ങനെ ഐസ് ഫോം ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ ഈ ബ്രൈൻ ടാങ്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ ഗാൽവാനിസ്ഡ് ക്യാനിൽ ലിഫ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സേർവിങ് ടാങ്ക്, ഒരു ഹോട്ട് വാട്ടർ ടാങ്ക്, ആ ഹോട്ട് വാട്ടർ ടാങ്കിൽ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ട് എടുക്കും. കാരണം ഒന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, പെട്ടെന്ന് ഐസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ കണ്ടൻസർ ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഐസ് പ്ലാന്റിന്റെ പുറത്ത് വാട്ടർ കൂൾഡ് കണ്ടൻസർ ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി ഐസ് പ്ലാന്റിൽ. അപ്പോൾ വിത്ത് ഈ സ്കീമാറ്റിക് ഡയഗ്രം ഉപയോഗിച്ചിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താണ്. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇതാണ് ആപ്ലിക്കേഷൻ ഓഫ് റെഫ്രിജറേഷൻ. ആ ചാപ്റ്റർ കഴിഞ്ഞു. 3 എണ്ണം ഏതൊക്കെ? ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ, വാട്ടർ കൂളർ ആൻഡ് ഐസ് പ്ലാന്റ്. ദെൻ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഇതിലുള്ള ലോ ടെമ്പറേച്ചർ റെഫ്രിജറേഷൻ എന്ന് പറയാം. ഓക്കെ, ഓർ ക്രയോജനിക് റെഫ്രിജറേഷൻ. ചിലപ്പോൾ ഒരു മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് തന്നെ ചോദിക്കും, വാട്ട് ഇസ് മീൻ ബൈ ക്രയോജനിക് റെഫ്രിജറേഷൻ? Cryogenic refrigeration is a term used for low temperature application. അത് നമ്മൾ -40, -30, -50 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ബിലോ -100 ഡിഗ്രി സെൽഷ്യസിലുള്ള ആപ്ലിക്കേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, അല്ലേ? അപ്പൊ ബിലോ -100 ഡിഗ്രി സെൽഷ്യസ് മുതൽ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് -273 ഡിഗ്രി സെൽഷ്യസ്. അപ്പം ഫ്രം -100 ഡിഗ്രി സെൽഷ്യസ് ടു -273 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള റെഫ്രിജറേഷൻ ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് പറഞ്ഞത്? ലോ ടെമ്പറേച്ചർ റെഫ്രിജറേഷൻ ഓർ ക്രയോജനിക് റെഫ്രിജറേഷൻ പറയാം. ഓക്കെ, ക്ലിയർ. നോക്കാം. അപ്പൊ ഇവിടെ ക്രയോജനിക് റെഫ്രിജറേഷൻ പറയാം. ക്രയോജനിക് ഇസ് എ വേർഡ് വിച്ച് ഈസ് ഫ്രീക്വന്റ്ലി അപ്ലൈഡ് ടു വെരി ലോ ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻ. അപ്പൊ ഈ ആപ്ലിക്കേഷൻ നമുക്കറിയാം, -100 താഴെയുള്ള റെഫ്രിജറേഷൻ ആപ്ലിക്കേഷൻ മെയിനായിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസിന് വേണ്ടിയിട്ട്, ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ ഓർ എയറിനെ ലിക്വിഫൈ ചെയ്യാൻ. ഇങ്ങനെ എയറിനെ ലിക്വിഫൈ ചെയ്തിട്ട് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി ലിക്വിഡ് എയറിന് ലിക്വിഡ് ഓക്സിജൻ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് 100% ലിക്വിഡ് ഓക്സിജൻ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ലിക്വിഡ് ഓക്സിജൻ ആണ് നമ്മൾ മെഡിക്കൽ ഓക്സിജൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളൊക്കെ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഏറ്റവും കൂടുതൽ ആള് എന്താണ് ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടി നെട്ടോട്ടോടുന്നു, അല്ലേ? അപ്പൊ ആ ഓക്സിജൻ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ദാറ്റ്സ് എ ലോ ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻ ഓർ എ ക്രയോജനിക് ആപ്ലിക്കേഷൻ. അപ്പൊ അങ്ങനെ റെഫ്രിജറേഷന്റെ ഒരു ലോ ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻ ഓർ ക്രയോജനിക് ആപ്ലിക്കേഷൻ ആണ് ആ ലിക്വിഡ് ഓക്സിജൻ. അങ്ങനെ ആ ലിക്വിഡ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ എന്ത് ചെയ്യണം? ആദ്യം എയറിനെ ലിക്വിഫൈ ചെയ്യണം. എയർ ക്യാൻ ബി ലിക്വിഫൈഡ് അറ്റ് എ ടെമ്പറേച്ചർ അറൌണ്ട് -173 ഡിഗ്രി സെൽഷ്യസ്, അറൌണ്ട് ആ ടെമ്പറേച്ചറിൽ. അപ്പൊ ആ ടെമ്പറേച്ചറിലേക്ക് എയറിനെ കൂൾ ചെയ്യുമ്പോൾ ലിക്വിഡ് എയർ കിട്ടും. എന്നിട്ട് അതിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് എന്താക്കുന്നത്? നൈട്രജനും ഓക്സിജനും ഒക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് മനസ്സിലാക്കാം. അപ്പൊ ക്രയോജനിക് റെഫ്രിജറേഷൻ ആപ്ലിക്കേഷൻസ് ഒന്ന് ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ്. രണ്ടാമത്തെ ടു സ്റ്റഡി എ ഫിനോമിന റിസർച്ചിന് വേണ്ടിയിട്ടൊക്കെ ലോ ടെമ്പറേച്ചർ ഓർ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹൗ ദ മാറ്റർ വിൽ ബി ബിഹേവ്സ്, അതിനെ കുറിച്ചൊരു സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ലോ ടെമ്പറേച്ചർ ആപ്ലിക്കേഷനിൽ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ലോ ടെമ്പറേച്ചർ റെഫ്രിജറേഷൻ നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെ ഒരു സിംഗിൾ സ്റ്റേജ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ഈ ലോ ടെമ്പറേച്ചർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എ സിംഗിൾ സ്റ്റേജ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം cannot be used for low temperature application. An alternative for a multi-stage compression is the cascade refrigeration system. ഇത് ഈ പാട്ടും ചോദിക്കാൻ 99% ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ എ 2-stage cascade refrigeration system or simply explain a cascade refrigeration system. അപ്പൊ അവിടെ നോക്കുക, നമ്മൾ പറഞ്ഞു ഈ കാസ്കേഡ് സിസ്റ്റം എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്? ലോ ടെമ്പറേച്ചർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ കാസ്കേഡ് ഇത് 2-stage കാസ്കേഡ് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം a cascade system utilizing a two or more vapor compression refrigeration systems are connected in series is known as a cascade refrigeration system. അതായത് രണ്ടോ അതിലധികമോ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? കാസ്കേഡ് റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയും. അപ്പൊ ഇവിടെ രണ്ട് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിൾ ഉണ്ട്, അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇതിനെ 2-stage കാസ്കേഡ് റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ ഒരു ഹൈ ടെമ്പറേച്ചർ ബോയിലിംഗ് പോയിന്റ് ഉള്ള റെഫ്രിജറന്റ് ഉപയോഗിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഹൈ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റം എന്ന് പറയും. രണ്ടാമത്തെ
രണ്ടാമത്തെ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ ഇറ്റ് വിൽ യൂസ് എ പ്രോഗ്രസീവ്ലി ലോവർ ബോയിലിംഗ് പോയിന്റ് ഉള്ള റിഫ്രിജറന്റ് യൂസ് ചെയ്യും കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഹൈ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റം. ഓക്കെ, അപ്പൊ അതായത് ഹൈ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന റിഫ്രിജറന്റിനേക്കാളും ബോയിലിംഗ് ടെമ്പറേച്ചർ കുറവുള്ള റിഫ്രിജറന്റ് ആയിരിക്കും ലോ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റം. അപ്പൊ അങ്ങനെ 2 സ്റ്റേജ് കാസ്കേഡ് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചർ സ്റ്റൈലിൽ നമുക്ക് R12 R22 ഉപയോഗിക്കാം. ലോ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിലാണെങ്കിൽ അതിനേക്കാൾ ബോയിലിംഗ് ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുള്ള R13 R13BO ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ള ഒറ്റ ഒരു പോയിന്റ് മാത്രം നോക്കിയാൽ മതി. ഹൈ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിൽ നോക്ക് ഇതേപോലെ കംപ്രസർ ഉണ്ട്, കണ്ടൻസർ ഉണ്ട്, എക്സ്പാൻഷൻ ഡിവൈസ് ഉണ്ട്, ഇവാപ്പറേറ്ററിന് പകരം ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട്. ഇനി അടുത്ത ലോ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റം എടുത്തോ. ലോ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റം എന്താണ്, ഒരു കംപ്രസർ ഉണ്ട്, ആ കംപ്രസർ ഉണ്ട്, കണ്ടൻസറിന് പകരം ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. കണ്ടൻസേഷൻ നടക്കും, എക്സ്പാൻഷൻ വാൽവ് വഴി എക്സ്പാൻഷൻ നടക്കും, ആൻഡ് ഫൈനലി ഇവാപ്പറേഷൻ നടക്കും. ആൻഡ് ഇവിടെ നമുക്ക് വേണ്ട the refrigerating effect is produced in the evaporator of the low temperature cascade system. അതായത് ലോ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിലുള്ള ഇവാപ്പറേറ്ററിലാണ് നമ്മൾക്ക് വേണ്ട എഫക്റ്റീവ് റിഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിൽ ഇവാപ്പറേറ്റർ എന്തായിട്ടാണ്, അത് ഇവിടെ കണ്ടൻസേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അതായത് ഈ കാസ്കേഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നമ്മൾ ഹൈ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിലുള്ള ഇവാപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ലോ ടെമ്പറേച്ചർ കാസ്കേഡ് സിസ്റ്റത്തിലുള്ള റിഫ്രിജറന്റിനെ കണ്ടൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. Only the effective refrigerating effect is produced in the evaporator of the low temperature cascade system. These are about a cascade refrigeration system. Okay, അപ്പോൾ 2-stage cascade system എന്ന് പറഞ്ഞാൽ രണ്ട് വേപ്പർ കംപ്രഷൻ റിഫ്രിജറേഷൻ സിസ്റ്റം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ 2-stage cascade system എന്ന് പറയും. ഓക്കെ, ക്ലിയർ. അതിന്റെ COP ഒക്കെ ഡിറൈവ് ചെയ്യാണ്ട് അതിന്റെ PH ഡയഗ്രാം TS ഡയഗ്രാം ഒക്കെ ഉണ്ട്. അതിലേക്ക് ഞാൻ പോയിട്ട് ഇനി കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, അതിലേക്ക് ഞാൻ വരുന്നില്ല. ഇനി നോക്കുക അടുത്തത് 3-stage cascade സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ 3 വേപ്പർ കംപ്രഷൻ റിഫ്രിജറേഷൻ സിസ്റ്റം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഹൈ ടെമ്പറേച്ചർ സിസ്റ്റത്തിലാണെങ്കിൽ അമോണിയ റിഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യും. ഇന്റർമീഡിയറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ എഥിലീൻ നമ്മൾ റിഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യും. ആൻഡ് ലോ ടെമ്പറേച്ചർ സിസ്റ്റത്തിലാണെങ്കിൽ മീഥെയിന് റിഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിഫ്രിജറന്റ് യൂസ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ ഈ ലോ ടെമ്പറേച്ചർ റിഫ്രിജറേഷൻ ഒരു ആപ്ലിക്കേഷൻ ആണ് എന്ത്, ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസ്. അപ്പൊ ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈഡ് അറ്റ് വെരി ലോ ടെമ്പറേച്ചർ. അങ്ങനെ ഈ ഗ്യാസിന്റെ വെരി ലോ ടെമ്പറേച്ചർ നടക്കുന്നത് എപ്പോഴാണ്, എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലാണ് നടക്കുക. അപ്പൊ 2 രീതിയിൽ നമുക്ക് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യിക്കാം. ഒന്ന് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ, അത് നമ്മൾ ഗ്യാസിന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിലിണ്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ കിട്ടും. അതിന് പകരം നമ്മൾ വാൾവാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫ്രീ ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ ഓർ ത്രോട്ട്ലിംഗ് എക്സ്പാൻഷൻ നടക്കും. രണ്ടായാലും നമുക്കറിയാം ഡ്യൂറിങ് എക്സ്പാൻഷൻ നമുക്കറിയാം പ്രഷർ എന്താണ്, റെഫ്രിജറന്റിന്റെ പ്രഷറും കുറയും ടെമ്പറേച്ചറും കുറയും. ഓക്കെ, ബട്ട് ഒരു ഐഡിയൽ റെഫ്രിജറന്റ് ആണെന്നുണ്ടെങ്കിൽ ശരിക്കും എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രഷർ കുറയാൻ പാടില്ല. പക്ഷെ നമുക്കറിയാം ഐഡിയൽ റെഫ്രിജറന്റ് ഇല്ല. സാധാരണഗതിയിൽ റെഫ്രിജറന്റിന്റെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അതിന് പ്രഷറും റെഡ്യൂസ് ചെയ്യണം, ടെമ്പറേച്ചറും നമുക്ക് റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, അങ്ങനത്തെ റെഫ്രിജറന്റേ നമുക്ക് കിട്ടിയിട്ട് കാര്യമുള്ളൂ. അപ്പൊ ജൂൾ തോംസൺ എഫക്ട് ഓർ വാട്ട്, ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ചിലപ്പോൾ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. എക്സ്പ്ലെയിൻ ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് ഓർ ജൂൾ തോംസൺ എക്സ്പാൻഷൻ പറഞ്ഞാൽ എന്താണ്. അപ്പൊ ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് പറഞ്ഞാൽ ഡ്യൂറിങ് എക്സ്പാൻഷൻ ഓഫ് എ റെഫ്രിജറന്റ് നമുക്കറിയാം there will be changes in temperature and also there will be changes in pressure. That changes in temperature divided by changes in pressure at constant enthalpy. നമ്മൾ പറഞ്ഞു എക്സ്പാൻഷൻ പ്രോസസ് എന്നതാണ് ഐസെൻതാൽപിക് എക്സ്പാൻഷൻ പ്രോസസ്, PH ഡയഗ്രത്തിൽ പറഞ്ഞില്ലേ. അപ്പൊ എൻതാൽപി കോൺസ്റ്റന്റ് ആയിക്കൊണ്ട് during an expansion of a refrigerant, during an expansion process there will be both changes in temperature and pressure. This change in temperature divided by change in pressure at constant enthalpy is known as Joule-Thomson coefficient. Okay, അതാണ് ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് പറയാം. അപ്പൊ ജൂൾ തോംസൺ കോഎഫിഷ്യന്റിന്റെ വാല്യൂ പോസിറ്റീവ് ആയിട്ടുള്ള റെഫ്രിജറന്റ് ആയാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് എന്താണ്, ടെമ്പറേച്ചർ കുറയുമ്പോൾ പ്രഷറും കുറയണം. ഓക്കെ, അപ്പൊ അത് ദാറ്റ് മീൻസ് ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് the value of Joule Thomson coefficient is positive. അങ്ങനെ പോസിറ്റീവ് വാല്യൂ ഉള്ള ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് വാല്യൂ ഉള്ള റെഫ്രിജറന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി നമ്മൾ പറഞ്ഞു ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്, ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള സിസ്റ്റമാണ് ലിൻഡർ സിസ്റ്റം എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ലിൻഡർ സിസ്റ്റം
നമ്മൾ എയറിന് ലിക്വിഫൈ ചെയ്യാനാണ് ഉപയോഗിക്കുക. ആ എയറിന് ലിക്വിഫൈ ചെയ്തിട്ട് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് ലിക്വിഡ് നൈട്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ലിക്വിഡ് നൈട്രജന്റെ കാര്യം ചോദിക്കുന്ന സമയത്ത് ലിൻഡർ സിസ്റ്റം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഒന്നും ഇതിലില്ല. നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് ഒരു കംപ്രസർ ഉണ്ട്, ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട്, ഒരു എക്സ്പാൻഷൻ വാൾവും ഉണ്ട്. ഇങ്ങനെ മൂന്ന് കമ്പോണന്റേ ഇതിലുള്ളൂ. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യാം, ഈ കംപ്രസർ പോയിട്ട് നമുക്കറിയാം നമുക്ക് എയറിനല്ലേ ലിക്വിഫൈ ഉണ്ട്. അപ്പൊ ഈ എയറിന് കംപ്രസർ പോകുന്ന സമയത്ത് ഐസോതെർമലി എയറിനെ കംപ്രസ് ചെയ്യും. അത് അറൌണ്ട് 100 ബാർ പ്രഷറിലേക്ക് എയറിനെ കംപ്രസ് ചെയ്യും. ആ 100 ബാർ പ്രഷറിലെ എയർ പിന്നെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ആ എയറിന്റെ ടെമ്പറേച്ചർ -106°C കൂൾ ചെയ്യും. അത് ഇവിടെ അറൌണ്ട് നമുക്കൊരു ചിലപ്പോൾ 20-30 ഡിഗ്രി സെൽഷ്യസിലെ എയർ ആണ് ഈ ഹീറ്റ് എക്സ്ചേഞ്ചറോട് പാസ് ചെയ്യുന്നതോട് കൂടി എന്ത് വരുന്നത്, അതിന്റെ -106°C കൂൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്താണ്, ഇവിടെ നമുക്ക് ഒരു സെപ്പറേറ്റർ ഉണ്ട്. ലിക്വിഡ് എയർ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം റിട്ടേൺ പോകുന്ന ഗ്യാസസ് എയർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കൂൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ആഫ്റ്റർ കൂളിംഗ് നമ്മൾ ത്രോട്ട്ലിംഗ് എക്സ്പാൻഷൻ വേണ്ടിയിട്ട് എക്സ്പാൻഷൻ വാൾവ് ഉപയോഗിക്കുന്നു. ഈ നമ്മൾ പറഞ്ഞു ഈ 100 ബാർ പ്രഷറിലുള്ള എയർ നേരെ 1 ബാർ പ്രഷറിലേക്ക് കൂൾ ചെയ്യുന്നതോട് കൂടി എന്തായി, നേരെ അതിന്റെ ടെമ്പറേച്ചർ അഗെയിൻ -190°C പോകും. ഈ -190°, this after expansion it will yield a mixture of both liquid air and gaseous air. ഓക്കെ, അപ്പൊ അറൌണ്ട് 25% ഓഫ് എയർ ഈ എക്സ്പാൻഷൻ കഴിയുന്നതോട് കൂടി ലിക്വിഡ് ആയി മാറിയിട്ടുണ്ടാവും. ആ ലിക്വിഡ് എയർ സെപ്പറേറ്റ് ചെയ്യും. റിമൈനിങ് നമ്മൾ പറഞ്ഞ -190°C ഗ്യാസസ് എയർ ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി പോകുന്ന വഴി എന്താവും, നേരെ ഈ കംപ്രസ് ചെയ്തിട്ട് വരുന്ന എയറിന് കൂളിങ് ചെയ്യും. നമ്മൾ പറഞ്ഞാലും അവിടെ 25% ഓഫ് ലിക്വിഡ് എയർ സെപ്പറേറ്റ് ചെയ്തു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് എയർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ 100% എയർ അഗെയിൻ കംപ്രസറിൽ പോകുന്നു, കംപ്രസ് ചെയ്യുന്നു, സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ ഇവിടുന്ന് ലിക്വിഡ് എയർ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യും. അതിങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം എന്താണ് ലിൻഡേ സിസ്റ്റം എന്ന് പറഞ്ഞത്. അതിന്റെ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടൈമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, അത് കഴിഞ്ഞ ശേഷമുള്ള പിന്നെ ഇതിലുള്ള ഒരു പോയിന്റ് ആണ്, ലാസ്റ്റ് പോയിന്റ് ആണ് ലിക്വിഫാക്ഷൻ ഓഫ് ഹൈഡ്രജൻ. Hydrogen is the most difficult gas to liquefy because the hydrogen can be liquefied at a temperature of around -253°C. -253°C ഈ ഹൈഡ്രജന് ലിക്വിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എത്ര, -263°C ആണ്, -273°C ആണ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. അപ്പൊ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിന് അടുത്ത ടെമ്പറേച്ചർ അതായത് -253°C ഹൈഡ്രജനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ ഒരു കംപ്രസർ 4 ഹീറ്റ് എക്സ്ചേഞ്ചർ എ, ഹീറ്റ് എക്സ്ചേഞ്ചർ ബി, ഹീറ്റ് എക്സ്ചേഞ്ചർ സി ആൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഡി, ഇങ്ങനെ 4 ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിച്ചിട്ടാണ് ഹൈഡ്രജനെ കൂൾ ചെയ്ത് കൊണ്ടുവരുന്നത്. എന്നിട്ട് അവസാനം ത്രോട്ട്ലിംഗ് എക്സ്പാൻഷൻ കൂടി കഴിയുന്നതോട് കൂടി ഹൈഡ്രജനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റും. ഇത് കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിലാകെ നമുക്ക് എന്ത് ചെയ്യാൻ നോക്ക്, ഇവിടെ ക്രയോജനിക് റെഫ്രിജറേഷൻ ഉള്ളതിൽ ഇതിൽ നമുക്ക് ആകെ ഇത്രയും പോയിന്റുകൾ. ഒന്ന് എന്താ, ഒരു മാർക്ക് ക്വസ്റ്റ്യൻ വാട്ട് മീൻ ബൈ ക്രയോജനിക് റെഫ്രിജറേഷൻ, അല്ലെങ്കിൽ 3 മാർക്കായിട്ട് ആപ്ലിക്കേഷൻ ഓഫ് ക്രയോജനിക് റെഫ്രിജറേഷൻ, പിന്നെ 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് കാസ്കേഡ് റെഫ്രിജറേഷൻ സിസ്റ്റം ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്യും, 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടല്ല 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ജൂൾ തോംസൺ കോഎഫിഷ്യന്റ്, പിന്നെ 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസ്, അതായത് ലിൻഡർ സിസ്റ്റം ഫോർ ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസ് ഓർ ലിക്വിഫാക്ഷൻ ഓഫ് നൈട്രജൻ ഓർ എന്ത് ചെയ്യാം നമുക്ക് ലിക്വിഫാക്ഷൻ ഓഫ് ഹൈഡ്രജൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ 99% ഒരു 7 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇതിന് കിട്ടും. ഓക്കെ, ഇതോടെ നമുക്ക് തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ റിഫ്രിജറേറ്റിംഗ് എക്യുപ്മെന്റ്സ്, പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് റിഫ്രിജറേഷൻ ആൻഡ് ക്രയോജനിക് റിഫ്രിജറേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ 4th മൊഡ്യൂളിലേക്ക് കിടക്കുകയാണ്. 4th മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് സ്പീഡിൽ ഓടിച്ച് പോവാം. ആൾറെഡി ഇപ്പോൾ നമ്മൾ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ലെഫ്റ്റ് അടിച്ച് പോയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ബാക്കിയുള്ളവർക്കും കൂടി വേണ്ടിയിട്ട് നമ്മൾ ഏതായാലും 4ാമത്തെ മൊഡ്യൂളും കൂടി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള മൊഡ്യൂളാണ് 4ാമത്തെ മൊഡ്യൂൾ. ഓക്കെ, ക്ലിയർ? എടുക്കല്ലേ? നിങ്ങൾ അഭിപ്രായം ഒന്ന് കേൾക്കട്ടെ. സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, സൈക്രോമെട്രി
സൈക്രോമെട്രി, എയർ കണ്ടീഷനിങ് ആൻഡ് കൂളിംഗ് ലോഡ് എസ്റ്റിമേഷൻ. ഈ പറഞ്ഞ കാര്യങ്ങളാണ് 4ാമത്തെ മോഡ്യൂളിലുള്ളത്. സൈക്രോമെട്രി, എയർ കണ്ടീഷനിങ് ആൻഡ് കൂളിംഗ് ലോഡ് എസ്റ്റിമേഷൻ. അപ്പൊ നമുക്ക് സൈക്രോമെട്രി എന്ന് പറഞ്ഞ ടേം പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എയർ കണ്ടീഷനിങ് എന്നുള്ള ടേം പറയണം. എയർ കണ്ടീഷനിങ്, റെഫ്രിജറേഷൻ എന്ന് പറയുന്ന ടേം ഞാൻ ആദ്യം പറയും. എന്താ റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സയൻസ് ഓഫ് പ്രൊവൈഡിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ ടെമ്പറേച്ചർ ബിലോ ദാൻ ദാറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ. അതായത് സറൗണ്ടിങ് ടെമ്പറേച്ചറിനേക്കാളും എപ്പോഴും ടെമ്പറേച്ചർ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ റെഫ്രിജറേഷൻ ആയി. ബട്ട് എയർ കണ്ടീഷനിങ്ങിന്റെ ഡെഫിനേഷൻ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഡിഫൈൻ HVAC എന്ന് പറഞ്ഞ് ചോദിക്കും. HVAC, ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. അതും എയർ കണ്ടീഷനിങ്ങിന്റെ ഡെഫിനേഷനും സെയിം ആണ്. അപ്പൊ എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത് എന്താ? കണ്ടീഷനിങ് ഓഫ് എയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എയർ കണ്ടീഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെ നമുക്ക് കണ്ടീഷൻ ചെയ്യണം? 4 കാര്യങ്ങളാണ് നമുക്ക് കണ്ടീഷൻ ചെയ്യേണ്ടത്. ഒന്ന്, എയറിന്റെ ടെമ്പറേച്ചർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. സംടൈംസ് you will have to increase the temperature of air, sometimes you will have to reduce the temperature of air. അപ്പോൾ തന്നെ മനസ്സിലായി എന്താ റെഫ്രിജറേഷൻ ഡെഫിനേഷൻ മാറി. കാരണം എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ either we will have to reduce the temperature or we will have to increase the temperature. Reduce the temperature എന്ന് പറഞ്ഞാൽ സമ്മർ എയർ കണ്ടീഷനിങ്ങിനെ, ബട്ട് ഇൻക്രീസ് ദ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിന്റർ എയർ കണ്ടീഷനിങ്ങിനെ. ഓക്കെ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കണ്ടീഷനിങ് ഓഫ് എയർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. രണ്ടാമത് കണ്ടീഷൻ ചെയ്യേണ്ട ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ വേണ്ടി വരും. ദാറ്റ് ഈസ് ഹ്യൂമിഡിറ്റി. മൂന്നാമത്തത് ക്ലീൻലിനെസ്, ക്ലീൻ എയർ ആയിരിക്കണം സപ്ലൈ ചെയ്യേണ്ടത്. നാലാമതായിട്ട് എയർ ഫ്ലോ, മൂവ്മെന്റ് ഓഫ് എയർ. എയറിന്റെ മൂവ്മെന്റും നമ്മൾ കൺട്രോൾ ചെയ്യണം. ഈ 4ഉം കൂടി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എയർ കണ്ടീഷനിങ് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്കറിയാം എയർ കണ്ടീഷനിങ്ങിൽ ഏറ്റവും മെയിൻ ഫാക്ടർ എന്താ? ഹ്യൂമിഡിറ്റി തന്നെയാണ്, അല്ലെ? ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയാണ്. അപ്പൊ നമുക്ക് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ പറഞ്ഞ എന്താണ്? മോയ്സ്ചർ കൺട്രോൾ ചെയ്യുക. അപ്പൊ ഈ എയറിന്റെ മോയ്സ്റ്റ് എയറിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയിൽ നമുക്ക് എന്തുണ്ട്? ഈ എയർ കണ്ടീഷനിങ്ങിൽ ഏറ്റവും മെയിൻ ഫാക്ടർ എന്താണ്? മോയ്സ്റ്റ് എയറിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. ഈ മോയ്സ്റ്റ് എയറിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിക്കാണ് നമ്മൾ എന്ത് പറയാ? സൈക്രോമെട്രി എന്ന് പറയാം. അപ്പൊ എയർ കണ്ടീഷനിങ്ങിന്റെ ഡെഫിനേഷൻ നോക്ക്. ഓർ HVACന്റെ ഡെഫിനേഷൻ എന്താണ്? HVAC. ചിലപ്പോൾ സിംഗിൾ മാർക്ക് ക്വസ്റ്റ്യൻ ഡിഫൈൻ HVAC എന്ന് പറയും. അപ്പൊ നിങ്ങൾ HVAC മീൻസ് എന്താണ്? ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ കണ്ടീഷനിങ് ഓഫ് എയർ എന്നുള്ളതുകൊണ്ട് എന്താ മീൻ ചെയ്യണേ? സൈമൾട്ടേനിയസ് കൺട്രോൾ ഓഫ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, എയർ സർക്കുലേഷൻ ആൻഡ് ക്ലീൻലിനെസ് ഓഫ് എയർ വിത്തിൻ ആൻഡ് എൻക്ലോസ്ഡ് സ്പേസ്. ഈ 4ഉം കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞാലേ അതിന് എയർ കണ്ടീഷനിങ് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മൾ അടുത്തെന്താ പറഞ്ഞത്? സൈക്രോമെട്രി. ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഓർത്ത് വെക്കുക, സൈക്രോമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മോയ്സ്ചർ. മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രൈ എയർ മിക്സഡ് വിത്ത് വാട്ടർ വേപ്പറാണ്. എയറിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിനെന്ത് പറഞ്ഞു? മോയ്സ്ചർ എന്ന് പറയാം. അപ്പൊ മോയ്സ്ചറിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് സൈക്രോമെട്രി. ഓക്കെ. അപ്പൊ എയർ കണ്ടീഷനിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ സൈക്രോമെട്രിയാണ്. It also includes the study of behavior of dry air and water vapor mixture under various sets of conditions. അതായത് നമ്മൾ പറഞ്ഞു മോയ്സ്റ്റ് എയറിൽ നിന്നുണ്ടാവും, ഡ്രൈ എയർ ഉണ്ടാവും, വാട്ടർ വേപ്പർ ഉണ്ടാവും. ഡ്രൈ എയർ മിക്സഡ് വിത്ത് വാട്ടർ വേപ്പർ ഈസ് നോൺ ആസ് മോയ്സ്റ്റ് എയർ. അപ്പം ഈ നമ്മൾ കൂൾ ചെയ്യുന്നൊക്കെ സമയത്ത് ഈ ഡ്രൈ എയറിന് എന്ത് സംഭവിക്കുന്നു? വാട്ടർ വേപ്പർ മിക്സറിന് എന്ത് സംഭവിക്കുന്നു? അതിനെ കുറിച്ചുള്ള സ്റ്റഡി കൂടിയാണ് എന്ത്? സൈക്രോമെട്രി. ഇനി നമുക്ക് അറിയേണ്ട കുറച്ച് സൈക്രോമെട്രിക് ടേംസ് പഠിക്കാറുണ്ട്. ആ ടേംസ് ആണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഒന്ന് മോയ്സ്റ്റ് എയർ. മോയ്സ്റ്റ് എയർ എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഡ്രൈ എയർ ആൻഡ് വാട്ടർ വേപ്പർ. The amount of water vapor present in the air depends upon the absolute pressure and temperature of the mixture. അതായത് ആ മോയ്സ്റ്റ് എയറിന്റെ അബ്സല്യൂട്ട് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അതിൽ എത്ര കണ്ടന്റ് മോയ്സ്ചർ കണ്ടന്റ് എന്നുള്ളത് വരിക. അങ്ങനെ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള എയറിനെ മോയ്സ്റ്റ് എയർ എന്ന് പറയുന്നു. രണ്ടാമത് സാച്ചുറേറ്റഡ് എയർ. അത് ഈ മോയ്സ്റ്റ് എയർ തന്നെ ആ സെയിം പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിൽ എയറിൽ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ ദാറ്റ് എയർ ഈസ് നോൺ ആസ് സാച്ചുറേറ്റഡ് എയർ. ദാറ്റ് മീൻസ് സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ മോയ്സ്റ്റ് എയർ തന്നെയാണ്. When the moisture will contain maximum amount of water vapor, then it is known as the saturated air. Then അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. either you can expect 1 mark question or you can expect 3 mark question or you can expect 7 mark question. ഇത് മൂന്നും കൂടി ചേർത്തിട്ട് പല രീതിയിലും ചോദിക്കാം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഈ മൂന്നും ശരിക്കും പഠിക്കുക. അതായത് സൈക്കോമെട്രിക് ടേംസ് ആണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, wet bulb temperature, dew point temperature. Okay, dry bulb temperature DBT.
എന്താണ് ഡ്രൈബൽ ടെമ്പറേച്ചർ? ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ റെക്കോർഡഡ് ബൈ എ തെർമോമീറ്റർ വെൻ ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ മോയ്സ്ചർ പ്രസന്റ് ഇൻ ദി എയർ. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് സെൻസിബിൾ ഹീറ്റ് ഓഫ് എയർ. എന്താ പറയുന്നത്? ഡ്രൈബൽ ടെമ്പറേച്ചർ ഈസ് ദ ടെമ്പറേച്ചർ റെക്കോർഡഡ് ബൈ ആൻ ഓർഡിനറി തെർമോമീറ്റർ. അതായത് നോർമൽ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനാണ് സിംപ്ലി ഡ്രൈബൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് ഈ സാധാരണഗതിയിലുള്ള ഈ എയറിന് മോയ്സ്ചർ കണ്ടന്റിന്റെ എഫക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്താണ്? ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ റെക്കോർഡഡ് ബൈ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഓർ WBT എന്ന് പറഞ്ഞിട്ടോ. ഓക്കെ, അപ്പൊ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കൽ ഡിഫൈൻ WBT എന്നേ പറയുള്ളൂ. അപ്പൊ കൺഫ്യൂഷൻ ആവാൻ നിൽക്കരുത്. W മീൻസ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. അപ്പൊ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഈസ് ദ ടെമ്പറേച്ചർ റെക്കോർഡഡ് ബൈ എ തെർമോമീറ്റർ വെൻ ഇറ്റ് ബൾബ് ഈസ് സറൗണ്ടഡ് ബൈ എ വെറ്റ് ക്ലോത്ത് എക്സ്പോസ്ഡ് ടു എയർ. എന്താണ് ഉദ്ദേശിച്ചത്? അത് ഒരു തെർമോമീറ്ററിന്റെ ബൾബിന്റെ മുകളിൽ നമ്മൾ വെറ്റ് ക്ലോത്ത് ഇട്ട് കൊടുക്കുക. വെറ്റ് ക്ലോത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ആ തെർമോമീറ്റർ ഒന്ന് നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു 50 മിനിറ്റ് സെക്കൻഡ് സ്പീഡിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കഴിയുമ്പോൾ ആ തെർമോമീറ്ററിന്റെ ബൾബിന്റെ മുകളിലുള്ള മോയ്സ്ചർ കണ്ടന്റ് ഉള്ള അല്ലെങ്കിൽ ആ വെറ്റ് ക്ലോത്തിലുള്ള മുകളിലുള്ള എയർ എന്താവും? ഇവാപ്പറേറ്റ് ചെയ്യാനും തുടങ്ങും. തെർമോമീറ്റർ ബൾബിന്റെ ടെമ്പറേച്ചർ കുറയാനും തുടങ്ങും. ഇതിന് ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ട്, നമ്മൾ മഴക്കാലത്ത് നമ്മൾ എവിടെയാണ് നമുക്ക് ഡ്രസ്സൊക്കെ നമ്മൾ ഉണക്കാനിടുക? വീടിൻ്റെ ഉള്ളിലാണ് അല്ലേ? വീടിൻ്റെ ഉള്ളിലിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫാൻ ഇട്ട് കൊടുക്കും അല്ലേ? ഫാൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താവും? അപ്പോൾ ആ ഡ്രസ്സിന്റെ മുകളിലുള്ള ആൾറെഡി വാട്ടർ കണ്ടന്റ് ഇവാപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ആ സമയം ലീവിങ് എ കൂളിംഗ് എഫക്ട് ടു ദ ഡ്രസ് അല്ലേ? ആ ഡ്രസ്സിന്റെ മുകളിൽ അവർ ടച്ച് ചെയ്ത് നോക്കിയാൽ കണ്ട് നല്ല കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും. ആ ടെമ്പറേച്ചറിനാണ് എന്ത് പറയുക? WBT പറയാം, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ? ദെൻ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. അടുത്തത് DPT, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് എയർ റെക്കോർഡ് ബൈ എ തെർമോമീറ്റർ വെൻ ദ മോയ്സ്ചർ പ്രസന്റ് ഇൻ ഇറ്റ് ബിഗിൻസ് ടു കണ്ടൻസ്. നമുക്കറിയാം, നമ്മൾ എയറിനെ കൂൾ ചെയ്യാൻ തുടങ്ങി. ആ എയറിനെ കൂൾ ചെയ്യാൻ ഡ്രൈബൽ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവന്നിട്ട് ഈ ഒരു ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ എയറിലുള്ള മോയ്സ്ചർ കണ്ടന്റും കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ കണ്ടൻസ് ചെയ്തിട്ടുള്ള മോയ്സ്ചർ കണ്ടന്റ് തൊട്ടടുത്തുള്ള സോളിഡ് സർഫസ് ഉണ്ടെങ്കിൽ ആ സർഫസിൽ പറ്റിപ്പിടിക്കാൻ തുടങ്ങും. എന്താ വെച്ചാൽ അതിന് സോളിഡ് മീഡിയം വേണം. എന്നിട്ട് അത് ഡ്രോപ്പ് ആയിട്ട് താഴേക്ക് വരാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ഒരു എയറിലുള്ള മോയ്സ്ചർ കണ്ടന്റ് കണ്ടൻസ് ചെയ്യാൻ തുടങ്ങുന്ന ടെമ്പറേച്ചറിനാണ് നമ്മൾ എന്ത് പറയാം? ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയാം. ഓക്കെ, what is meant by dew point temperature? It is the temperature of air recorded by a thermometer when the moisture present in it begins to condense. ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. നല്ല മഴ ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പിന്നെ വിൻഡോ ഒക്കെ പൊക്കിയിട്ട്, കാറിന്റെ വിൻഡോ ഒക്കെ പൊക്കിയിട്ട് നമ്മൾ നല്ല കൂളിങ്ങിൽ AC ഇടുക. നല്ല കൂളിങ്ങിൽ AC ഇട്ടിട്ട് നമ്മൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? സാധാരണ പറഞ്ഞാൽ 26 ഡിഗ്രി സെൽഷ്യസ് ഒന്നല്ല കേട്ടോ, 10 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എന്താവും? അതിൻ്റെ ഉള്ളിൽ ആൾറെഡി മോയ്സ്ചർ കണ്ടന്റ് കൂടുതലാവും, കാരണം മഴ പുറത്തില്ലേ. അപ്പൊ ആ എയറിലെ മോയ്സ്ചർ കണ്ടന്റ് കണ്ടൻസ് ചെയ്തിട്ട് പെട്ടെന്ന് ഗ്ലാസ്സിലൊക്കെ പറ്റി കുടിക്കാൻ തുടങ്ങും. അപ്പൊ ആ ഗ്ലാസിന്റെ മുകളിൽ പെട്ടെന്ന് നമുക്കറിയാം ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വെള്ളം വീഴാൻ തുടങ്ങും. അപ്പൊ ആ ഒരു ടെമ്പറേച്ചറാണ് എന്ത്? ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് എയറിലുള്ള മോയ്സ്ചർ കണ്ടന്റ് കണ്ടൻസ് ചെയ്യാൻ തുടങ്ങുന്ന ടെമ്പറേച്ചർ. അപ്പൊ ഇത് മൂന്ന് ടെമ്പറേച്ചറാണ്. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം നമ്മൾ വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രത്തിൽ എന്താ വെച്ചാൽ നോക്കുന്നത്, സാച്ചുറേഷൻ കർവ് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ പോയിന്റ് A എന്ന് പറഞ്ഞ പോയിന്റിലുള്ള എയർ, അതായത് നമുക്കറിയാം സാധാരണഗതിയിൽ മോയ്സ്റ്റ് എയറിൽ മോയ്സ്ചർ കണ്ടന്റ്, വാട്ടർ കണ്ടന്റ് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. നമുക്ക് മോയ്സ്ചർ കണ്ടന്റ് എന്ത് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക? നോർമൽ അറ്റ്മോസ്ഫിയറിക് എയറിൽ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. ആ ഒരു പോയിന്റ് ആണ് A. ആ ഒരു കണ്ടീഷണൽ ടെമ്പറേച്ചർ ആണ് എന്ത്? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ഇനി നമ്മൾ ആ എയറിനെ കൂൾ ചെയ്ത് എന്താവും? ആ എയറിന്റെ മോയ്സ്ചർ കണ്ടന്റിന്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ, അതിന്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും? പിന്നെ നമ്മൾ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ എയറിലുള്ള മോയ്സ്ചർ കണ്ടന്റ് കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ടാണ് B എന്ന് പറഞ്ഞ പോയിന്റ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ കറസ്പോണ്ട്സ് ടു വാട്ടർ വേപ്പർ ഓഫ് മോയ്സ്ചർ എന്ന് പറഞ്ഞത്. ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ is also known as the saturation temperature corresponds to water vapor of moisture. ഓക്കെ, അപ്പൊ ഈ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ അപ്പൊ എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്? നോർമൽ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിലുള്ള നമുക്ക് മോയ്സ്ചറിന്റെ ടെമ്പറേച്ചർ ആണ് എന്ത്? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത്. ആ എയറിന് കൂൾ ചെയ്ത് എന്താവും? അതിന്റെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുള്ള മോയ്സ്ചർ കണ്ടന്റ് കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറും നമ്മൾ ഒരു TS ഡയഗ്രത്തിൽ കാണിച്ചതാണ്. ഓക്കെ, ഇനി ഇത് ചിലപ്പോൾ നിങ്ങൾക്ക്
ജസ്റ്റ് ചിലപ്പോൾ ഒരു സ്ലിംഗ് സൈക്കോമീറ്റർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോൾ പറയാം. ചിലപ്പോൾ ഇതന്നെ ഒരു പ്രാവശ്യം 7 മാർക്ക് ക്വസ്റ്റ്യനായിട്ട്, പഴയ സിലബസിലാണെങ്കിൽ 8 മാർക്ക് ക്വസ്റ്റ്യനായിട്ടും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് സ്ലിംഗ് സൈക്രോമീറ്റർ ഓർ വേർലിംഗ് സൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രൈബൽ ടെമ്പറേച്ചറും വെറ്റ് ടെമ്പറേച്ചറും നമുക്ക് മാനുവലി എക്സ്പെരിമെന്റലി നമുക്ക് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് സ്ലിംഗ് സൈക്രോമീറ്റർ എന്ന് പറയുന്നത്. ഇതൊന്നുമില്ല, ഒരു ഹാൻഡിൽ, ആ ഹാൻഡിലിന്റെ മുകളിൽ ബ്രാക്കറ്റ്, ആ ബ്രാക്കറ്റിന്റെ മുകളിൽ 2 തെർമോമീറ്റർ. അതിൽ ഒരു തെർമോമീറ്റർ വിൽ ബി ഡയറക്ട്ലി എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയറിക് എയർ ആൻഡ് ദ സെക്കൻഡ് തെർമോമീറ്റർ ബൾബ് വിൽ ബി കവേർഡ് വിത്ത് വെറ്റ് ക്ലോത്ത്. അപ്പൊ വെറ്റ് ക്ലോത്ത് ഇട്ട് കൊടുത്തു രണ്ടാമത്തെ തെർമോമീറ്ററിന്റെ ബൾബിൽ. എന്നിട്ട് ആ ഹാൻഡിൽ പിടിച്ച് നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് കഴിയുമ്പോൾ എന്താവും, ഈ വെറ്റ് ക്ലോത്ത് ഇട്ടിട്ടുള്ള ബൾബിന്റെ മുകളിലുള്ള ടെമ്പറേച്ചർ കുറയാൻ തുടങ്ങും. ഓക്കെ, ആ ടെമ്പറേച്ചറാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എന്താ, ഒരു ടെമ്പറേച്ചർ എത്തും, അഗൈൻ അവിടെ നിർത്തുക, പിന്നെ രണ്ടാമത് ഒന്നും കൂടി റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ എത്തുമ്പോൾ ആ ടെമ്പറേച്ചർ നോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ദ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ടു ദാറ്റ് കണ്ടീഷൻ. ഓക്കെ, അങ്ങനെ നമുക്ക് ആ അറ്റ്മോസ്ഫിയറിക് എയറിന്റെ വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഡ്രൈബൽ ടെമ്പറേച്ചർ, അപ്പൊ ബെയർ ആയിട്ടുള്ള എന്താണ്, നമുക്ക് ഫസ്റ്റ് തെർമോമീറ്റർ ബൾബിൽ ഡ്രൈബൽ ടെമ്പറേച്ചറും രണ്ടാമത്തെ തെർമോമീറ്റർ ബൾബിൽ നമുക്ക് വെറ്റ് ബൾബ് ടെമ്പറേച്ചറും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് എന്ത്, സ്ലിംഗ് സൈക്രോമീറ്റർ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതാണ് ഈ കാണുന്നത്. ഓക്കെ, ഒന്ന് ഡ്രൈ ബൾബും ഒന്ന് വെറ്റ് ബൾബും. പിന്നെ അടുത്ത ഒരു സൈക്കോമെട്രിക് ടേം ആണ് ഹ്യൂമിഡിറ്റി ആൻഡ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, വാട്ടർ വേപ്പർ മിക്സഡ് വിത്ത് ഡ്രൈ എയർ. അങ്ങനെയാണെങ്കിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ പെർ യൂണിറ്റ് വോളിയം ഓഫ് മിക്സ്ചർ ഓഫ് വാട്ടർ വേപ്പർ ആൻഡ് ഡ്രൈ എയർ. അതായത് ഒരു യൂണിറ്റ് വോളിയം ഓഫ് മോയ്സ്റ്റ് എയറിൽ എത്ര കിലോഗ്രാം ഓഫ് വാട്ടർ വേപ്പർ ഉണ്ട്, അതിനാണ് നമ്മൾ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിയും പറയാം. അതിന്റെ യൂണിറ്റ് ആണ് ഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പൊ അത് തൽക്കാലം അത് അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അല്ല. പക്ഷെ അനദർ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഇസ് ദ ഹ്യൂമിഡിറ്റി റേഷ്യോ ഓർ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സ്മോൾ ലെറ്റർ W. ഓക്കെ, അപ്പൊ ഹ്യൂമിഡിറ്റി റേഷ്യോ പറയുന്നത് എന്തോ ഒരു റേഷ്യോ ആണ് അല്ലെ. അപ്പൊ റേഷ്യോ എന്തിന്റെ റേഷ്യോ ആണ്, അതായത് നമുക്കൊരു ഗിവൺ മിക്സർ ഓഫ് മോയ്സ്റ്റ് എയർ എടുക്കാം. ആ മോയ്സ്റ്റ് എയറിൽ എന്തുണ്ടാവും, ഡ്രൈ എയറും ഉണ്ടാവും വാട്ടർ വേപ്പറും ഉണ്ടാവും അല്ലേ. അപ്പൊ ഡ്രൈ എയർ മിക്സഡ് വിത്ത് വാട്ടർ വേപ്പർ അല്ല മോയ്സ്റ്റ് എയർ. അപ്പൊ ഈ മോയ്സ്റ്റ് എയറിലുള്ള ഡ്രൈ എയർ സെപ്പറേറ്റ് എടുക്കുക, വാട്ടർ വേപ്പർ സെപ്പറേറ്റ് എടുക്കുക. Then the mass of water vapor divided by mass of that dry air is known as the humidity ratio or specific humidity. അപ്പോൾ ഈ ഡെഫിനേഷൻ ഒന്ന് നോക്കിയേ, ചിലപ്പോൾ 3 മാർക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം, എക്സ്പ്ലെയിൻ ഹ്യൂമിഡിറ്റി റേഷ്യോ ആൻഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇങ്ങനെ 2 ടേം ഉണ്ട്. അതിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ ആണ് ഇപ്പോൾ ഈ പറയുന്നത്. എന്താണ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാസ് ഓഫ് വാട്ടർ വേപ്പർ ടു ദി മാസ് ഓഫ് ഡ്രൈ എയർ in a given volume of mixture measured at the air temperature. അതായത് 2 കിലോഗ്രാമിനെ പറയാം, അതായത് കിലോഗ്രാം ഓഫ് മോയ്സ്ചർ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. ഇതാണ് SI യൂണിറ്റിലുള്ള യൂണിറ്റ് വരിക. അതായത് മോയ്സ്ചറിന്റെ കിലോഗ്രാം, അതായത് വാട്ടർ വേപ്പറിന്റെ വെയിറ്റ് ഡിവൈഡ് ബൈ മാസ് ഓഫ് ഡ്രൈ എയർ. അപ്പൊ രണ്ടും യൂണിറ്റ് കിലോഗ്രാം ഓഫ്, ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ കിലോഗ്രാം ഓഫ് മോയ്സ്ചർ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. NK സിസ്റ്റത്തിലാണെങ്കിൽ ഇത് ഗ്രെയിൻസ് പെർ പൗണ്ട്. നിങ്ങൾ മിഡിൽ ഈസ്റ്റിലൊക്കെ പോകുമ്പോൾ ഹ്യൂമിഡിറ്റി റേഷ്യോന്റെ പിന്നെ യൂണിറ്റ് പറയുമ്പോൾ അത് ഗ്രെയിൻസ് പെർ പൗണ്ടിലാണ് പറയാം. അത് ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു പൗണ്ട് പറഞ്ഞ് 7000 ഗ്രെയിൻസ് ആണ്. അത് തൽക്കാലം ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് വെച്ചാൽ SI യൂണിറ്റ് കിലോഗ്രാം ഓഫ് മോയ്സ്ചർ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ആൻഡ് ദ ഹ്യൂമിഡിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് വാട്ടർ വേപ്പർ ഡിവൈഡ് ബൈ മാസ് ഓഫ് ഡ്രൈ എയർ. ഇനി ബാക്കി കൂടുതലായിട്ട് ഞാൻ കിടക്കുന്നില്ല. അടുത്ത ലാസ്റ്റ് ടേം ആണ് സൈക്കോമെട്രിക് ടേം ആണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പൊ നമ്മൾ 2 ഹ്യൂമിഡിറ്റി ടേം കേട്ടു. ഒന്ന് ഹ്യൂമിഡിറ്റി റേഷ്യോ ആണ്, രണ്ടാമത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ 5 ഓർ ക്യാപിറ്റൽ RH എഴുതും. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. എന്താ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി? എന്തോ റിലേറ്റീവ് ആണ് അല്ലെ, എന്തോ റിലേഷൻ ആണ്. അപ്പൊ എന്താണത്, അത് വായിച്ചു നോക്ക്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എ ഗിവൺ വോളിയം ഓഫ് മോയ്സ്റ്റ് എയർ ടു ദി മാക്സിമം മാസ് ഓഫ് വാട്ടർ വേപ്പർ ദ എയർ ക്യാൻ ഹോൾഡ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതെന്താണ് ഇപ്പോൾ ഉദ്ദേശിച്ചത്? അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ഈ എയറിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്. ഓക്കെ, ഈ എയറിൽ ഈ സാച്ചുറേഷൻ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിൽ ഈ എയറിനെ ഉൾക്കൊള്ളാൻ കഴിയാവുന്ന മാക്സിമം നമുക്ക് ഒരു വാട്ടർ വേപ്പർ ഉണ്ട്. ഓക്കെ, വാട്ടർ വേപ്പർ കണ്ടന്റ് ഉണ്ട്. ആ വാട്ടർ വേപ്പർ കണ്ടന്റ് എത്ര പെർസെൻറ്റേജോ വാട്ടർ വേപ്പർ കണ്ടന്റ് ഇപ്പോൾ ആൾറെഡി ഇതിലുണ്ട്. അതാണ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി പറയുന്നത്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ആക്ച്വൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ
in a given volume of moisture to the maximum mass of water vapor there can hold at the same temperature and pressure. For example, relative humidity 50%, percentage ആണ് relative humidity express ചെയ്യുക. Humidity ratio എന്തിൽ express ചെയ്യുക? Kilogram of moisture per kilogram of dry air. Humidity ratio, so relative humidity എന്തിൽ express ചെയ്യുക? Percentage. അതായത് 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും പറഞ്ഞ എന്താണ്, നമ്മൾ ഈ എയറിന് ഉൾക്കൊള്ളാൻ കഴിയാവുന്ന മോയ്സ്ചർ കണ്ടന്റിന്, അതായത് ഈ എയറിന് ഉൾക്കൊള്ളാൻ കഴിയാവുന്ന മാക്സിമം എമൗണ്ട് ഓഫ് മോയ്സ്ചർ കണ്ടന്റിന്റെ 50% മോയ്സ്ചർ കണ്ടന്റ് ഇപ്പോൾ ഈ എയറിലുള്ളൂ. അതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയിലോട് മീൻ ചെയ്യുന്നത്, അതായത് നമ്മൾ മോയ്സ്ചറിന് ഉൾക്കൊള്ളാൻ കഴിയാവുന്ന മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ കണ്ടന്റ്, എത്ര പെർസെൻറ്റേജ് വാട്ടർ കണ്ടന്റ് ഉൾക്കൊണ്ടിട്ടുണ്ട്, ദാറ്റ് ഈസ് ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ ടേം പഠിച്ചു? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി റേഷ്യോ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇത്രയും ടേംസ് കുത്തിയിരുന്ന് പഠിച്ചോ, എന്തായാലും ഇതിനൊരു ക്വസ്റ്റ്യൻ നാളെ ഉണ്ടാവും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഡാൽട്ടൺ ഫ്ലോ പാർഷ്യൽ പ്രഷറിലേക്ക് കടക്കുന്നില്ല, അത് നമുക്ക് വിടാം, ടൈമില്ല. സൈക്രോമെട്രിക് ചാർട്ട്. എന്താണ് സൈക്കോമെട്രിക് ചാർട്ട്? നമ്മളിപ്പോൾ ഒന്നുമില്ല, ഇപ്പം ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ടല്ലോ, DBT, WBT, DPT, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, പിന്നെ ഹ്യൂമിഡിറ്റി റേഷ്യോ, ഇതെല്ലാം കൂടി ഒരു ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സൈക്കോമെട്രിക് ചാർട്ട് പറഞ്ഞത്. അപ്പോൾ ഈ സൈക്കോമെട്രിക് ചാർട്ട് നമ്മൾ പറഞ്ഞു, വേരിയസ് സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ എ ചാർട്ട് ഫോം ഓർ എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. അപ്പോൾ ഈ ചാർട്ടിൽ നോക്കുക, ഈ ചാർട്ടിൽ സൈക്കോമെട്രിക് ചാർട്ട് ഏകദേശം നമുക്ക് ഷൂവിൻ്റെ ഒക്കെ ഷേപ്പ് ഉണ്ട് അല്ലേ? ഇതിന്റെ എക്സ് ആക്സിസിൽ എന്താണ്? എക്സ് ആക്സിസിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാവുക. താഴെ നോക്കുക, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അത് -6, 5, 10 ഡിഗ്രി, 15, 20, 25, 30 എക്സെട്ര എക്സെട്ര അപ് ടു 45 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ വൈ ആക്സിസിലാണ് നമ്മൾ എന്ത്? ഹ്യൂമിഡിറ്റി റേഷ്യോ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഉണ്ടാവുക, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ലൈൻ ഉണ്ടാവുക. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഇതിൽ കുറെ കോൺസ്റ്റന്റ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈനൊക്കെ ഇവിടെ കാണുന്നത്. ഈ കാണുന്നതാണ് അതിന്റെ കോൺസ്റ്റന്റ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻ. അതേപോലെ തന്നെ ഇനി നമുക്ക് ഇതിൽ എങ്ങനെയൊക്കെ ഇതിന്റെ വാല്യൂസ് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. സൈക്കോമെട്രിക് ചാർട്ട് എങ്ങനെയാണ് വ്യൂ ചെയ്യുന്നത്? സപ്പോസ് സൈക്കോമെട്രിക് ചാർട്ടിൽ നമുക്ക് ഇവിടെ നോക്കാം. നിങ്ങളെ കയ്യിൽ സൈക്കോമെട്രിക് ചാർട്ട് ഉണ്ടെങ്കിൽ ആ സൈക്കോമെട്രിക് ചാർട്ടിൽ ടേബിൾ എടുത്തു വെക്കുക. അപ്പോൾ നമുക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സൈക്കോമെട്രിക് ചാർട്ടിൽ ഇതേപോലെ ഒരു പോയിന്റ് ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ ഈ ഒരു പോയിന്റ്, നമ്മൾ ഇങ്ങനെ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പോയിന്റിലുള്ള സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസ് നമ്മൾ എങ്ങനെ സൈക്കോമെട്രിക് ചാർട്ട് ഉപയോഗിച്ച് കണ്ടുപിടിക്കും നോക്കുക. അപ്പൊ ഈ പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് നേരെ താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ലൈനാണ്. അപ്പൊ ആ പോയിന്റ് നേരെ താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താവും? നമുക്ക് ഇവിടുന്ന് ഈ ആക്സിസ് നമുക്ക് അതിന്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കിട്ടും. ഓക്കെ, അതേപോലെ ആ പോയിന്റ് നേരെ റൈറ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താ? ദാറ്റ് വിൽ ബി കോൺസ്റ്റന്റ് മോയ്സ്ചർ ലൈൻ ഓർ കോൺസ്റ്റന്റ് ഹ്യൂമിഡിറ്റി റേഷ്യോ ലൈൻ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടുന്ന് അതിന്റെ റൈറ്റ് സൈഡിൽ എന്താവും? ഈ പോയിന്റ് നേരെ റൈറ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ റൈറ്റ് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹ്യൂമിഡിറ്റി റേഷ്യോ നമുക്ക് കിട്ടും. അത് നോക്കുക, നിങ്ങൾ ചാർട്ടിൽ കാണാൻ ഇവിടെ അതിന്റെ യൂണിറ്റ് എഴുതിയിട്ടുണ്ടാവും, കിലോഗ്രാം ഓഫ് മോയ്സ്ചർ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. ഇനി ഈ പോയിന്റ് നേരെ ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ആക്ച്വൽ സൈക്കോമെട്രിക് ചാർട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതാ സൈക്കോമെട്രിക് ചാർട്ട് ഇങ്ങനെ ഉണ്ടാവും. ഈ സൈക്കോമെട്രിക് ചാർട്ടിന്റെ താഴെ ഇതേപോലെ ടെമ്പറേച്ചർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയി നേരെ ഈ സാച്ചുറേഷൻ കർവിലും അതേപോലെ ടെമ്പറേച്ചർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് മീൻ ഇവിടെ 45 ഡിഗ്രി നോക്ക് ഉണ്ടെങ്കിൽ ഇതേപോലെ മുകളിലും 45 ഡിഗ്രി ഉണ്ടാവും. ഇവിടെ -5 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അതേപോലെ മുകളിലും -5 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവും. ഇവിടെ സപ്പോസ് 10 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നോക്ക്, ആ 10 ഡിഗ്രി സെൽഷ്യസ് ഇതേപോലെ സാച്ചുറേഷൻ കർവിലും മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് മീൻ ഇവിടെ താഴെ എങ്ങനെയാണോ ടെമ്പറേച്ചർ മാർക്ക് ചെയ്തിട്ടുള്ളത് അതേ ടെമ്പറേച്ചർ ഈ സാച്ചുറേഷൻ കർവും നമുക്ക് റീഡ് ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ സാച്ചുറേഷൻ കർവ് നമുക്ക് എന്ത് റീഡ് ചെയ്യാൻ പറ്റും? ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ റീഡ് ചെയ്യാൻ കഴിയും. ഇനി അതേപോലെ ഈ പോയിന്റിലൂടെ ഇതേപോലെ തന്നെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കുറച്ച് ലൈൻസ് പാസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ ഈ ഇൻക്ലൈൻഡ് ലൈൻസ് ഇവിടെ കാണാം. ഈ ഇൻക്ലൈൻഡ് ലൈൻ, ഇതേപോലെ ഈ ഇൻക്ലൈൻഡ് ലൈൻസ് ആണ് എന്ത്? കോൺസ്റ്റന്റ് WBT ഓർ കോൺസ്റ്റന്റ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻ പറയും. അപ്പൊ ഈ പോയിന്റിലൂടെ ഇതേപോലുള്ള കോൺസ്റ്റന്റ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈന് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ലൈനിലൂടെ കോൺസ്റ്റന്റ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈനിൽ നേരെ നോക്കുക. ആ ലൈന് നമ്മൾ സാച്ചുറേഷൻ കർവിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ എത്രയാണോ ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചർ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ that will be the wet bulb temperature corresponding to that point. Okay, അതേപോലെ
ഈ കോൺസ്റ്റന്റ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻ ഒന്നും കൂടി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം എൻതാൽപ്പിയുടെ സ്കെയിൽ കാണാം. എൻതാൽപ്പി നമ്മളിവിടെ സ്കെയിലിൽ ഇതേപോലെ എൻതാൽപ്പി ഇങ്ങനെ ഡിഫറെന്റ് സ്കെയിലിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഒരു 70 കിലോ ജൂൾ പെർ കിലോഗ്രാം, 80 കിലോ ജൂൾ പെർ കിലോഗ്രാം, 90 കിലോ ജൂൾ പെർ കിലോഗ്രാം. അപ്പൊ ഈ ആ കറസ്പോണ്ടിങ് ആ പോയിന്റിലുള്ള വാട്ടർ മോയ്സ്ചർ കണ്ടന്റ് എൻതാൽപ്പി റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോൺസ്റ്റന്റ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ശരിക്കും നമ്മൾ എന്ത് വെച്ചാൽ കോൺസ്റ്റന്റ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈനും കോൺസ്റ്റന്റ് എൻതാൽപ്പി ലൈനും തമ്മിൽ സാധാരണ ചെറിയ എക്സാക്ട് ആയിട്ട് നോക്കിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങോട്ട് നോക്കണ്ട. നമ്മൾ വെച്ചാൽ കോൺസ്റ്റന്റ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എൻതാൽപ്പി നമുക്ക് റീഡ് ചെയ്യാൻ കഴിയുന്നത് മനസ്സിലാക്കാം. പിന്നെ അതുകൂടാതെ ഇനി എന്താ ബാക്കിയുള്ളത്, ഈ പോയിന്റിലൂടെ ഇങ്ങനെ കുറച്ച് കർവുകൾ പാസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കർവ് ഒരു കർവ് പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കർവുകൾ ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് സൈക്കോമെട്രിക് ചാർട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കർവുകൾ കാണും. ഈ ഓരോ കർവ് എന്താണ്, കോൺസ്റ്റന്റ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കർവാണ്. ഈ ഓരോ കർവിലും ഈ കർവിലെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെയുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കോൺസ്റ്റന്റ് ആവും. അപ്പൊ നമുക്ക് ഈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നോക്കും. സാച്ചുറേഷൻ കർവിലേക്ക് പോകുന്തോറും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടി വരുന്നതായിട്ട് കാണാം. സാച്ചുറേഷൻ കർവിൽ എത്തുന്ന സമയത്ത് എന്താവും, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 100% ആയി മാറും. ഓക്കെ, ക്ലിയർ. അപ്പൊ നമുക്ക് ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ എന്തായി, ആ പോയിന്റിൽ ഉള്ള നമ്മൾ സൈക്കോമെട്രിക് ചാർട്ട് നോക്കുക. ആ സൈക്കോമെട്രിക് ചാർട്ടിലുള്ള ഈ കോൺസ്റ്റന്റ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കർവ് പാസ് ചെയ്യും. ആ കർവിന്റെ ഒരു സൈഡിലായിട്ട് തന്നെ ആ കർവിലുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ടാവും. 60% 70% ഒക്കെ ഉണ്ടാവും. സൈക്കോമെട്രിക് ചാർട്ട് എടുത്ത് നോക്കുക. ആ പോയിന്റിനും കൂടി അപ്പൊ ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കർവിൽ എത്ര പെർസെൻറ്റേജ് ആണോ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മാർക്ക് ചെയ്തിട്ടുള്ളത് അതായിരിക്കും അതിന്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നുള്ളത് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ ഇത്രയും നമുക്ക് സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസ് നമുക്ക് ഇതിൽ നിന്ന് റീഡ് ചെയ്യാൻ കഴിയും. അതായത് ഒന്ന്, താഴേക്ക് പോയാൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കിട്ടും. റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി റേഷ്യോ കിട്ടും. നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് ഹൊറിസോണ്ടലി ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ കിട്ടും. പിന്നെ അതിന് ഒന്ന് ഇംഗ്ലണ്ട് ആയിട്ടുള്ള ലൈൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ആയിട്ടുള്ള കർവ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നേരെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഉണ്ട്. ഇനി അത്ര തന്നെ ഇൻക്ലിനേഷൻ ഇല്ലാത്ത വേറൊരു കർവും കൂടി ഇവിടെ കാണുന്നുണ്ട്. ആ കർവിൽ നിന്നൊക്കെ ഈ ഭാഗത്തായിട്ട് മാർക്ക് ചെയ്യും. അത് കോൺസ്റ്റന്റ് സ്പെസിഫിക് വോളിയം ലൈനാണ്. ആ ലൈന് നോക്കാം. ഇവിടെ നമ്മളെ സൈക്കോമെട്രിക് ചാർട്ടിൽ ഇങ്ങനെ ഇത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആണെങ്കിൽ ഇങ്ങനെയല്ല, ഇത് WBT ലൈൻ ആണെങ്കിൽ അത്ര തന്നെ ഇംഗ്ലണ്ട് അല്ലാത്ത ലൈൻ ഉണ്ടാവും. അതിന്റെ താഴെ ആയിട്ട് നോക്കും. ഇവിടെ നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ ഇവിടെ കാണാം. ഈ ഭാഗത്തായിട്ട് ഈ മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ഈ കാണുന്ന ലൈൻ ഉണ്ടല്ലോ, ഈ കാണുന്ന ഓരോ ലൈൻസും എന്താണ്, കോൺസ്റ്റന്റ് സ്പെസിഫിക് വോളിയം ലൈനാണ്. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ആ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് എന്താ, വോളിയം ബൈ അപ്പൊ വോളിയം ബൈ മാസ്. അപ്പൊ മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാമും നമുക്ക് ഇവിടെ നിന്ന് റീഡ് ചെയ്യാൻ കഴിയും. ഒരു പോയിന്റ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സ്പെസിഫിക് വോളിയം എത്രയാണോ അത് നമുക്ക് ഇവിടെ നിന്ന് റീഡ് ചെയ്യാൻ കഴിയും. ഇത്രയും സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസ് നമുക്ക് ഈ സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് കിട്ടും. അപ്പൊ ഈ സൈക്കോമെട്രിക് ചാർട്ടിൽ നമുക്ക് ഏതെങ്കിലും 2 സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസ് തന്നാൽ മതി. ബാക്കിയുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഈ സൈക്കോമെട്രിക് ചാർട്ടിൽ നമുക്ക് ഇടാൻ കഴിയും. എങ്ങനെ? ഫോർ എക്സാമ്പിൾ നോക്കുക, ഏതെങ്കിലും 2 സൈക്കോമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നോക്ക്, നമുക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസും വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വെച്ചോ. സപ്പോസ് നോക്ക്, ഈ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇവിടെ 40 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വെച്ചോ. അപ്പൊ കോൺസ്റ്റന്റ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ലൈനിലൂടെ നമ്മൾ പോവുക. ഇവിടെ ഈ പോയിന്റിലുള്ള ടെമ്പറേച്ചർ WBT വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 30 ഡിഗ്രി ആണെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ 30 ഡിഗ്രിക്ക് നേരെ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിലും കൂടി പാസ് ചെയ്യുക. ആ 2 ലൈനും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റ് കിട്ടും. ആ പോയിന്റ് ആണിത്. ഇങ്ങനെ ഒരു പോയിന്റ് കിട്ടിയാൽ മതി നമുക്ക്. ബാക്കിയുള്ള എല്ലാ പ്രോപ്പർട്ടീസ് നമുക്ക് ഇത് റീഡ് ചെയ്യാം. നേരെ ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡ്യൂ പോയിന്റ് കിട്ടും. നേരെ റൈറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി റേഷ്യോ കിട്ടും. അതിലൂടെ പാസ് ചെയ്ത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കർവ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും കിട്ടും. ക്ലിയർ? അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, സൈക്കോമെട്രിക് ചാർട്ടിൽ എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം 2 സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസ് തരണം. ഓക്കെ, അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്ത്? ഫൈൻഡ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഹ്യൂമിഡ് എയർ whose dry bulb temperature is 33 degrees Celsius and wet bulb temperature is 21 degrees Celsius. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടാം. അതെന്താ ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഹ്യൂമിഡ് എയർ whose dry bulb temperature is 33 degrees Celsius and wet bulb temperature is 21 degrees Celsius. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങൾ സൈക്കോമെട്രിക് ചാർട്ട് എടുത്തു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആദ്യം 33 ഡിഗ്രി സെൽഷ്യസ് ഹൊറിസോണ്ടൽ ആക്സിസ് എടുക്കുക. അതല്ലേ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അതിന് നേരെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നാളെ നിങ്ങളെ സൈക്കോമെട്രിക്
ചാർട്ട് ഉണ്ടാവും. ആ ഒരു പേജ് സൈക്കോമെട്രിക് ചാർട്ട് നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നിങ്ങൾ എന്ത് വെച്ചാൽ നിങ്ങളെ കറസ്പോണ്ടിങ് ഫാക്കൽറ്റീസിനെ കൊണ്ട് സൈൻ ചെയ്തിട്ട് നിങ്ങളത് എക്സാം ഹാളിൽ കൊണ്ടുപോകുക. അത് എക്സാം ഹാളിൽ അലൗഡ് ആണ് സൈക്കോമെട്രിക് ചാർട്ട്. കാരണം ഈ സൈക്കോമെട്രിക്സിലെ ഏതൊരു നമുക്ക് പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈക്കോമെട്രിക് ചാർട്ട് വേണം. അപ്പോൾ ഈ സൈക്കോമെട്രിക് ചാർട്ട് ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, അവിടെ ചെന്നാൽ മേലെ പോക്കിയിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത് അതൊരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് നിങ്ങളെ ഫാക്കൽറ്റിനെ കൊണ്ട് ഇനീഷ്യൽ ചെയ്തിട്ട് കൊണ്ടുപോകുക. അപ്പോൾ ആ സൈക്കോമെട്രിക് ചാർട്ട് എടുത്തു നോക്കുക. ആ സൈക്കോമെട്രിക് ചാർട്ടിൽ എന്ത് ചെയ്യുക, ഇത് നോക്കുക. 33 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈവർ ടെമ്പറേച്ചർ എടുക്കുക. അതിന് നേരെ വെർട്ടിക്കലായിട്ട് നിങ്ങൾ സ്കെയിലും പെൻസിലും കൊണ്ടുപോയിക്കൊണ്ട് ആ പെൻസിലായിട്ട് നേരെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങളെ പിന്നെന്താ പറയുക, 21 ഡിഗ്രി സെൽഷ്യസ് WBT. ഈ സാച്ചുറേഷൻ കർവ് നമുക്ക് എന്ത് കിട്ടും, 21 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ. അത് ചിലപ്പോൾ 20 30 കാണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളൊരു അപ്രോക്സിമേറ്റ് ആയിട്ട് 21 എവിടെ വരുന്നുള്ളത് നമ്മൾ കണക്കൂട്ടിയിരിക്കണം. ഓക്കെ, അപ്പോൾ 21 ഡിഗ്രി സെൽഷ്യസ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് WBT ലൈനിൽ കൂടെ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ എന്താവും, ഈ കോൺസ്റ്റന്റ് ഡ്രൈവൽ ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് WBT ലൈനും കൂടി മീറ്റ് ചെയ്തൊരു പോയിന്റ് കിട്ടും. അതാണല്ലോ നമ്മളെ പോയിന്റ് കിട്ടിയ ആ പോയിന്റ് നിങ്ങൾ പെൻ ഉപയോഗിച്ചിട്ട് ആ സൈക്കോമെട്രിക് ചാർട്ട് തന്നെ അപ്പോൾ ഒരു തിക്ക് ഡോട്ട് ഇട്ട് വെക്കുക. ആ പോയിന്റ് അവിടെ കിട്ടിയാൽ മതി. കാരണം വെച്ചാൽ ആ തിക്ക് ഡോട്ട് അപ്പം ഇട്ട് വെച്ചില്ലെങ്കിൽ എന്താവും, ഒന്ന് നമ്മൾ തിരിഞ്ഞു കണ്ട് നോക്കി കഴിഞ്ഞാൽ ആ പോയിന്റ് നമുക്ക് റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് പെൻ ഉപയോഗിച്ചിട്ട് അതിൽ ഡോട്ട് ഇടുകയെന്ന് വെച്ചത്. ഓക്കെ, അപ്പൊ അത് ആ പെന്ന് ഉപയോഗിച്ച് ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ പോയിന്റ് കിട്ടി. പിന്നെ ആ പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ള സൈക്കോമെട്രിക് ചാർട്ടൊക്കെ ബാക്കിയുള്ള സൈക്കോമെട്രിക് പ്രോപ്പർട്ടി ഒക്കെ റീഡ് ചെയ്തൂടെ. ആ പോയിന്റ് നേരെ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താവും, സാച്ചുറേഷൻ കർവ് തന്നെയായിട്ട് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ കിട്ടും. നേരെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും, അതിന്റെ ഹ്യൂമിഡിറ്റി റേഷ്യോ കിട്ടും. അതിലൂടെ പാസ് ചെയ്യുന്ന റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കർവ് നോക്കുക, ആ വാല്യൂ എടുത്ത് എഴുതുക. ഇത്രേ ഉള്ളൂ. ആ വാല്യൂ ഇവിടെ എടുത്ത് എഴുതുന്നതിനാണ് ഞാൻ ഈ പറഞ്ഞത്. ജസ്റ്റ് സൈക്കോമെട്രിക് ചാർട്ട് നോക്കി എടുത്ത് എഴുതുന്നതിനാണ് ചിലപ്പോൾ 3 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രം സൈക്കോമെട്രിക് ചാർട്ട് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ഈക്വൽ ടു നമ്മൾ അതുപോലെ എടുത്ത് എഴുതിയതാണ് 15 ഡിഗ്രി സെൽഷ്യസ്. അത് ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. വെറ്റ് ബൾബ് ടെമ്പറേച്ചറിനേക്കാളും കുറഞ്ഞ ടെമ്പറേച്ചർ ആയിരിക്കും എപ്പോഴും എന്ത് വരിക, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ വരിക. പിന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അപ്പോൾ നോക്കിയപ്പോൾ കിട്ടിയത് എത്ര, 35%. പിന്നെ ആ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ എന്താൽപ്പി കിട്ടിയത് 70 kJ/kg ആണ്. പിന്നെ ആ പോയിന്റ് റൈറ്റിലേക്ക് എടുത്തപ്പോൾ നമുക്ക് ഹ്യൂമിഡിറ്റി റേഷ്യോ കിട്ടി. അതാണ് 0.011 kg ഓഫ് മോയ്സ്ചർ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ. ഇതെന്താ മീൻ ചെയ്യുന്നത്, 1 kg ഓഫ് ഡ്രൈ എയർ ഉണ്ടാകുമ്പോൾ 0.011 ദാറ്റ് മീൻസ് 11 gram 1 കിലോഗ്രാം ഡ്രൈ എയർ ഉണ്ടെങ്കിൽ 11 gram മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും എയറിൽ. അതാണ് ഹ്യൂമിഡിറ്റി റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എയറിന്റെ ഫിസിക് വോളിയം അതേപോലെ എടുത്ത് കഴിഞ്ഞപ്പോൾ 0.882 m³/kg. ഈ വാല്യൂ ജസ്റ്റ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നതിനാണ് ചിലപ്പോൾ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടുക. ഓക്കെ, ക്ലിയർ. ഇനി അടുത്തപ്പോൾ നമ്മൾ സൈക്കോമെട്രിക് പ്രോസസ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു. അടുത്തതാണ് നമുക്ക് സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇനി നമുക്ക് സൈക്കോമെട്രിക് പ്രോസസ്സിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. നമ്മൾ ഈ കാണുന്ന എയർ കണ്ടീഷനിങ്ങിലൊക്കെ ഡിഫറെന്റ് സൈക്കോമെട്രിക് പ്രോസസ് ഉണ്ട്. അതായത് എയറിനെ ജസ്റ്റ് നമ്മൾ കൂൾ ചെയ്യാന്ന് വെച്ചോ, അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ സെൻസിബിൾ ഹീറ്റിംഗ് ഓർ സെൻസിബിൾ കൂളിംഗ് പറയാം. ഇനി എയറിനെ നമ്മൾ ചിലപ്പോൾ നമുക്ക് സമ്മർ എയർ കണ്ടീഷനിങ്ങിൽ തന്നെ നമുക്കറിയാം, ഹ്യൂമിഡിറ്റി കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ എന്താവും, നമുക്ക് വെറുതെ വേർക്കണമായിട്ട് തോന്നാം അല്ലെ. ഹ്യൂമിഡിറ്റി കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഹ്യൂമിഡിറ്റി കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി എയർ നമ്മൾ കൂടുതൽ ചൂട് കൂടുന്നതായിട്ട് തോന്നാം. ആ സമയത്ത് നമ്മൾ എയറിനെ കൂൾ ചെയ്താൽ മാത്രം പോരാ, എയറിനെ ഡീഹ്യൂമിഡിഫൈ ചെയ്യും വേണം. അപ്പോൾ നടക്കുന്ന സൈക്കോമെട്രിക് പ്രോസസ്സാണ് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. ചിലപ്പോൾ നമുക്ക് വളരെ തണുത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ എന്താവും, അവിടെ മോയ്സ്ചർ കണ്ടന്റ് വളരെ കുറവായിരിക്കും. കാരണം നമുക്കറിയാം ഡ്രൈ സ്കിൻ ഉണ്ടാവുന്നത് കണ്ടില്ലേ, തണുപ്പ് കൂടുതലുള്ള സമയത്ത് നമുക്ക് സ്കിന്നൊക്കെ പെട്ടെന്ന് നമ്മൾ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ എന്താ മോയ്സ്ചറൈസിങ് ക്രീം തേച്ച് കൊടുക്കുന്നത് കാണാം. എന്തിനാണ്, ആ നമ്മളെ സ്കിന്നിലുള്ള ആൾറെഡി എല്ലാ മോയ്സ്ചർ കണ്ടന്റിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൾറെഡി അപ്പം എന്താവും, നല്ല വിന്റർ സീസണിൽ മോയ്സ്ചർ കണ്ടന്റ് കുറവായിരിക്കും. ആ സമയത്ത് നമ്മൾ എയറിനെ ശരിക്ക് ഹീറ്റ് ചെയ്ത് കൊടുക്കും വേണം, അതിലേക്ക് മോയ്സ്ചർ കണ്ടന്റ് ആഡ് ചെയ്ത് കൊടുക്കും വേണം. അപ്പോൾ ആ നടക്കുന്ന പ്രോസസ്സാണ് എന്ത്, ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫൈങ് എന്ന് പറഞ്ഞ സൈക്കോമെട്രിക് പ്രോസസ് നടക്കുന്നത്. പിന്നെ കെമിക്കൽ, അപ്പോൾ ആ സൈക്കോമെട്രിക് പ്രോസസ്സാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നെന്താണ്, സെൻസിബിൾ ഹീറ്റിംഗ് ഓർ കൂളിംഗ്. സെൻസിബിൾ ഹീറ്റ് ചെയ്യുക അല്ലെങ്കിൽ സെൻസിബിൾ കൂൾ ചെയ്യുക. അതിവിടെ കാണിച്ചിട്ടുള്ളതാണ്. ഓ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പൊസിഷൻ. ഓന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ സെൻസിബിൾ ഹീറ്റിംഗ്, ഓന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ സെൻസിബിൾ കൂളിംഗ്. ഓക്കെ, പിന്നെ അടുത്ത പ്രോസസ്സാണ് എന്ത്, ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫൈങ്. ഇത് എവിടെ നമ്മൾ ഉപയോഗിക്കുക, ഈ O2C എന്ന് പറഞ്ഞതാണ് ശരിക്കും ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫൈങ് എന്ന് പറഞ്ഞ പ്രോസസ്. അപ്പോൾ ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫൈങ് നമ്മൾ ശരിക്കും വിന്റർ എയർ കണ്ടീഷനിങ്ങിലാണ് ഉപയോഗിക്കുക. എയറിന് ഹീറ്റിംഗ് ചെയ്യണം, ഹ്യൂമിഡിഫൈങ് ചെയ്യും വേണം. മൂന്നാമത്തെ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫൈങ്, അതാണ് O2D. എയറിനെ
കൂൾ ചെയ്യുകയും ചെയ്യണം, ഡീഹ്യൂമിഡിഫൈയും ചെയ്യണം. അത് സമ്മറിലാണ് നമ്മൾ സാധാരണ ഈ സൈക്കോമെട്രിക് പ്രോസസ്സ് ചെയ്യുക. പിന്നെ കെമിക്കൽ ഡ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് O2E, അതായത് നമ്മൾ കെമിക്കൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് എയറിലെ മോയ്സ്ചർ കണ്ടന്റിനെ വലിച്ചെടുക്കുക, അതിനാണ് നമ്മൾ കെമിക്കൽ ഡ്യൂമിഡിഫിക്കേഷൻ പറഞ്ഞത്. ദെൻ അഞ്ചാമത്തെ നമുക്ക് ഇവാപ്പറേറ്റീവ് കൂളിംഗ്. ഇവാപ്പറേറ്റീവ് കൂളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എയർ കൂളർ ഉണ്ടല്ലോ, വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എയർ കൂളർ, ആ എയർ കൂളറിന്റെ പ്രിൻസിപ്പിളാണ് അത് കൂളിംഗ് ഓഫ് എയർ വിത്ത് ഹെൽപ്പ് ഓഫ് വാട്ടർ അവൈലബിൾ അറ്റ് റൂം ടെമ്പറേച്ചർ. ഈ സോണത്തെ ഇവാപ്പറേറ്റീവ് കൂളിംഗ്. അപ്പൊ ഇവാപ്പറേറ്റീവ് കൂളിംഗ് എന്ന പ്രിൻസിപ്പിൾ ഉണ്ട്, അതും ദാറ്റ്സ് അനദർ സൈക്കോമെട്രിക് പ്രോസസ്. ആൻഡ് ഫൈനലി സിക്സ്ത് വൺ ഇസ് ദ മിക്സിംഗ് ഓഫ് എയർ സ്ട്രീം. Mixing of air streams are when two different quantities of air having different psychometric properties getting mixed up. അത് ഒരു വേറൊരു സൈക്കോമെട്രിക് പ്രോസസ് ആണ്. അതായത് രണ്ട് ഡിഫറെന്റ് സൈക്കോമെട്രിക് പ്രോസസ് എന്നുള്ള എക്സാമ്പിൾ എന്താ? നമ്മൾ സെൻട്രൽ എ സി ആണെന്നുണ്ടെങ്കിൽ എന്താണ്, സെൻട്രൽ എയർ കണ്ടീഷനിങ്ങിൽ നമുക്കൊരു റിട്ടേൺ എയറും ഉണ്ട്, ഫ്രഷ് എയറും ഉണ്ട് അല്ലെ. അതായത് റൂമിലുള്ള എയറും ഉണ്ട്, നമ്മൾ ഫ്രഷ് എയർ കോൾഡ് ആയിട്ടുള്ള ഫ്രഷ് എയറും സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അനദർ സൈക്കോമെട്രിക് പ്രോപ്പർട്ടി ഉള്ള ഒരു എയർ ആണ് കിട്ടുക. ഇനി ഫോർ എക്സാമ്പിൾ, ഇനിയിപ്പോ ഒരു എയർ എ സി ആയിക്കോട്ടെ, എ സിന്റെ കൂളിംഗ് കോയിലൂടെ വരുന്ന ആ എയറിന് ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും, നല്ല ടെമ്പറേച്ചർ കുറവുള്ള എയർ ആയിരിക്കും വരിക. പക്ഷെ റൂമിൽ ആ ടെമ്പറേച്ചർ നമുക്ക് കിട്ടിക്കോളില്ല. അപ്പൊ വെൻ റൂമിലുള്ള എയറും കൂളിംഗ് കോയിൽ നിന്ന് വരുന്ന ആ എയറും കൂടി മിക്സ് ചെയ്തിട്ട് എന്ത് സംഭവം, മിക്സ് ചെയ്യുന്ന സമയത്ത് എന്താവും, രണ്ട് ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് ഓഫ് എയർ ഹാവിങ് ഡിഫറെന്റ് സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസ് മിക്സ്. ആ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ എയറിന്റെ പ്രോപ്പർട്ടി ആയിരിക്കും റൂമിലെ എയർ ഉണ്ടായിരിക്കുക. അതാണ് ഞാൻ മിക്സിംഗ് ഓഫ് എയർ സ്ട്രീംസിലുള്ള എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. തൽക്കാലം ഞാൻ സെൻസിബിൾ ഹീറ്റിംഗ് ഓർ കൂളിംഗ് എന്നുള്ള ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാം. കാരണം 99% സെൻസിബിൾ എക്സ്പ്ലെയിൻ സെൻസിബിൾ ഹീറ്റിംഗ് ഓർ കൂളിംഗ് എന്ന് പറഞ്ഞ് ചോദിക്കാം വിത്ത് ഹെൽപ്പ് ഓഫ് എ സൈക്കോമെട്രിക് ചാർട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം സെൻസിബിൾ ഹീറ്റിംഗ് ഓർ കൂളിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ അതിലൊരു പ്രോബ്ലം സൈക്കോമെട്രിക് ചാർട്ട് ഉപയോഗിച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യേണ്ടാവും. ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചാൽ മതി, ഇതിലുള്ള മിക്കവാറും പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ സെൻസിബിൾ ഹീറ്റിംഗ് ഓർ കൂളിംഗ് പറയുന്നത് എന്താണ്? ഹീറ്റിംഗ് ഓർ കൂളിംഗ് ഓഫ് എയർ വിത്തൗട്ട് ദ അഡീഷൻ ഓഫ് മോയ്സ്ചർ കണ്ടന്റ് ഇൻ ടു ഇറ്റ്. അതായത് എയറിലേക്ക് മോയ്സ്ചർ കണ്ടന്റ് ആഡ് ചെയ്യോ റിമൂവ് ചെയ്യോ ചെയ്യാതെ എയറിനെ ജസ്റ്റ് ഹീറ്റ് ചെയ്യോ കൂൾ ചെയ്യോ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, സെൻസിബിൾ ഹീറ്റിംഗ് ഓർ കൂളിംഗ് പറഞ്ഞത്. അപ്പൊ in order to do that air must be passes over a heating coil or a cooling coil. അപ്പൊ നമ്മൾ നോർമലി നമ്മളെ എ സിന്റെ ഒരു കൂളിംഗ് കോയിലിന്റെ ടെമ്പറേച്ചർ നമുക്കൊരു 25-30°C നമ്മൾ വെക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് സെൻസിബിൾ കൂളിംഗ് പ്രോസസ്സാണ്. നേരെ മറിച്ച് അതിന്റെ ടെമ്പറേച്ചർ നമ്മൾ ഒന്നുകൂടി കുറച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താവും, ആ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോയ്സ്ചർ കണ്ടന്റും കൂടി കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന പ്രോസസ് ആയിരിക്കും നടക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എയറിന് ജസ്റ്റ് മോയ്സ്ചർ കണ്ടന്റിൽ വേരിയേഷൻസ് വരുത്താതെ എയറിന് ജസ്റ്റ് കൂൾ ചെയ്യുകയാണെങ്കിൽ അതിനെ സെൻസിബിൾ കൂളിംഗ് പറയും. അതിന് പകരം ഒരു ഹീറ്റിംഗ് കോയിലിന്റെ മുകളിലൂടെ എയർ പാസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, സെൻസിബിൾ ഹീറ്റിംഗ് എന്നും പറയും. ഓക്കെ, അപ്പൊ സെൻസിബിൾ ഹീറ്റിംഗ് ഓർ കൂളിംഗ് ഡെഫിനിഷൻ നോക്ക്. ദിസ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് മോയ്സ്റ്റ് എയർ ഇസ് ഹീറ്റഡ് ഓർ കൂൾഡ് വിത്തൗട്ട് ദ അഡീഷൻ ഓർ റിമൂവൽ ഓഫ് മോയ്സ്ചർ. The process is accomplished by passing the moist air over a heating coil or a cooling coil. The heat so added or removed results in increase or decrease of temperature only. ജസ്റ്റ് എയറിന്റെ ട്രൈബൽ ടെമ്പറേച്ചറിൽ മാത്രമേ മാറ്റം വരുള്ളൂ. ട്രൈബൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യൂ അല്ലെങ്കിൽ ട്രൈബൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുള്ളൂ. കറസ്പോണ്ടിങ് ആയിട്ട് വെൽഫെയർ ടെമ്പറേച്ചറിൽ മാറ്റം വരുന്നു മാത്രം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്, അത് നമ്മൾ ഈ സെൻസിബിൾ ഹീറ്റിംഗ് ഓർ കൂളിംഗ് എങ്ങനെ സൈക്കോമെട്രിക് ചാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്യുക. ലെറ്റ് 1 is the initial position of moisture. 1 ആണ് ഇനീഷ്യൽ പൊസിഷൻ നോക്ക്. ദെൻ മൂവിങ് ടുവേർഡ്സ് റൈറ്റ് സൈഡ് എന്താണ്, there will be temperature increase. കാരണം T1 ടെമ്പറേച്ചർ T2 കൂടും. നമുക്കറിയാം ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ട്രൈബൽ ടെമ്പറേച്ചർ കൂടുതലേ ചെയ്യുന്നത്. അപ്പൊ 1 to 2 എന്ന് പറയുന്നത് എന്താണ്, ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ മോയ്സ്ചർ കണ്ടന്റിൽ പക്ഷെ മാറ്റം വരുന്നില്ല. കാരണം എന്താ, ഹൊറിസോണ്ടൽ ലൈനാണ്, ഹ്യൂമിഡിറ്റി റേഷ്യോയിൽ മാറ്റം വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് 1 to 2 നമ്മൾ മാർക്ക് ചെയ്യണമെങ്കിൽ ദാറ്റ്സ് ദ പ്രോസസ് ഓഫ് സെൻസിബിൾ ഹീറ്റിംഗ്. ഓക്കെ, ഇനി 1 നേരെ 3യിലേക്കാണ് ഇപ്പോൾ ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, അവിടെ എന്താ സംഭവിക്കുന്നത്, അതിന്റെ ടെമ്പറേച്ചർ ട്രൈബൽ ടെമ്പറേച്ചർ കുറയാണ്. T1 ഓ TD1 ട്രൈബൽ ടെമ്പറേച്ചർ TD1 നിന്ന് TD3യിലേക്ക് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ട്രൈബൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, സെൻസിബിൾ കൂളിംഗ് പറഞ്ഞ പ്രോസസ്സാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സ്പ്ലെയിൻ സെൻസിബിൾ ഹീറ്റിംഗ് ഓർ കൂളിംഗ് പറയുകയാണെങ്കിൽ ഈ ഒറ്റ ഒരു ഫിഗർ സൈക്കോമെട്രിക് ചാർട്ടിൽ വരയ്ക്കുക.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 1 ഇനീഷ്യൽ കണ്ടീഷനാണ്. 1 2ലേക്കാണ് പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ സെൻസിബിൾ ഹീറ്റിങ്ങും 1 3ലേക്കാണ് പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ അത് സെൻസിബിൾ കൂളിങ്ങുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 1 to 2 എന്താണ്, സെൻസിബിൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എയറിൽ ഹീറ്റ് ചെയ്യണമെങ്കിൽ അതിലേക്ക് ഹീറ്റ് ആഡ് ചെയ്യണ്ടേ. അങ്ങനെയാണെങ്കിൽ 1 to 2 എന്ന് പറഞ്ഞ സെൻസിബിൾ ഹീറ്റിംഗ് ഡ്യൂറിങ് ദാറ്റ് പ്രോസസ്, ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ദ ഹീറ്റ് ആഡഡ് ടു ദി എയർ? How can we find out? And then we can have 2 points 1 and 2, and from the psychometric chart we can have the 2 points. Then we can find out the enthalpies corresponding to these 2 points 1 and 2. That means by using this psychometric chart നമുക്കറിയാം 2 എന്ന പോയിന്റ് നേരെ കോൺസ്റ്റന്റ് വെറ്റ് ടെമ്പറേച്ചർ ലൈനിലൂടെ പോയി കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് എൻതാൽപ്പി H2 കിട്ടും. ആൻഡ് 1 എന്ന പോയിന്റ് കറസ്പോണ്ടിങ് ആയി കോൺസ്റ്റന്റ് WBT ലൈനിലൂടെ പോയി കഴിഞ്ഞാൽ H1 എന്താൽപ്പിയും കിട്ടും. അങ്ങനെയാണെങ്കിൽ H2 മൈനസ് H1 ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടും? വി ക്യാൻ ഒബ്റ്റെയിൻ the heat added during this sensible heating process. Instead, if you want to find out the heat removed during a sensible cooling process, സെൻസിബിൾ കൂളിംഗ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ റൂം നമുക്ക് ഹീറ്റ് റിമൂവ് ചെയ്യാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് റിമൂവ് കിട്ടാൻ വേണ്ടി എന്താണ് 1 എന്ന് പറഞ്ഞ പോയിന്റിലെയും 3 എന്ന് പറഞ്ഞ പോയിന്റിലെയും എന്താൽപ്പി നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്താവും, വി ക്യാൻ ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ഹീറ്റ് റിമൂവ് ഡ്യൂറിങ് എ സെൻസിബിൾ കൂളിംഗ് പ്രോസസ് ആസ് H1 മൈനസ് H3. ഓക്കെ, ഇതും നമുക്ക് സൈക്കോമെട്രിക് ചാർട്ട് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സാധാരണ സെൻസിബിൾ ഹീറ്റിംഗ് ഓർ കൂളിംഗ് എന്ന് നിങ്ങൾക്ക് ആകെ പ്രോബ്ലം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ആദ്യം ഇനീഷ്യൽ കണ്ടീഷൻ തരും. ഒരു ഡ്രൈബൽ ടെമ്പറേച്ചറോ വെറ്റ് ടെമ്പറേച്ചറോ തന്നിട്ട് വെറ്റ് ടെമ്പറേച്ചറും ഡ്രൈബൽ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ഡ്രൈബൽ ടെമ്പറേച്ചറും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയോ അങ്ങനെ ഏതെങ്കിലും 2 സൈക്കോമെട്രിക് പ്രോപ്പർട്ടി തരും. അത് ഇനീഷ്യൽ കണ്ടീഷൻ ആണെന്ന് പറയും. എന്നിട്ട് നമ്മൾ ദ ഹീറ്റ് ഈസ് ആഡഡ് ടു എയർ ഓർ ജസ്റ്റ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയും. അതായത് ഹീറ്റ് ഈസ് ആഡഡ് ടു എയർ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയണമെങ്കിൽ എന്താണ്, അത് സെൻസിബിൾ ഹീറ്റിംഗ് ആണ്. ആൻഡ് ഫൈനലി the tribal temperature will be changes from suppose ഒരു 20 degrees Celsius 30 degrees Celsiusലേക്ക് മാറി എന്ന് പറയാനുണ്ടെങ്കിൽ എന്തായി, അത് ജസ്റ്റ് ട്രൈബൽ ടെമ്പറേച്ചർ സെൻസിബിൾ ഹീറ്റ് ചെയ്ത സമയത്ത് 20 ഡിഗ്രി സെൽഷ്യസിന് 30 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറി എന്ന് പറയുകയാണെങ്കിൽ നേരെ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. എന്നിട്ട് നേരെ ഹൊറിസോണ്ടലി റൈറ്റിലേക്ക് മൂവ് ചെയ്യുക 30 ഡിഗ്രി സെൽഷ്യസ് ട്രൈബൽ ടെമ്പറേച്ചർ കിട്ടുന്നവരെ. ഓക്കെ, അപ്പൊ നമുക്ക് ആ പോയിന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റും രണ്ടാമത്തെ പോയിന്റും കിട്ടി, നമുക്ക് സെൻസിബിൾ ഹീറ്റിംഗ് പ്രോസസ്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കൽ സാധാരണ ഫൈൻഡ് ഔട്ട് ദ ഹീറ്റ് ആഡഡ് ഡ്യൂറിങ് ദ പ്രോസസ് സെൻസിബിൾ ഹീറ്റിംഗ്. രണ്ടാമത് ഫൈൻഡ് ഔട്ട് ദ ഫൈനൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓർ ഫൈനൽ വെറ്റ് ടെമ്പറേച്ചർ. ഇങ്ങനെ എന്തെങ്കിലും പറയും. ഇങ്ങനെ 1-2 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം സെൻസിബിൾ ഹീറ്റിംഗ് ആണോ സെൻസിബിൾ കൂളിംഗ് ആണോ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഇനീഷ്യൽ കണ്ടീഷൻ, അതായത് ഇനീഷ്യൽ ഡ്രൈബൽ ടെമ്പറേച്ചറും വെറ്റ് ടെമ്പറേച്ചറും അങ്ങനെ ഇനീഷ്യലി നമുക്ക് തന്നിട്ടുള്ള 2 സൈക്കോമെട്രിക് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഒന്നാമത്തെ പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഹീറ്റിംഗ് ആണെങ്കിൽ റൈറ്റിലേക്ക് മൂവ് ചെയ്തിട്ട് ആ രണ്ടാമത്തെ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ട്രൈബൽ ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ടാവും. ആ ട്രൈബൽ ടെമ്പറേച്ചർ മാർക്ക് ചെയ്യുക. അപ്പോൾ 1ഉം 2ഉം പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ സെൻസിബിൾ ഹീറ്റിംഗ് ആയി. H2 മൈനസ് H1 നമുക്ക് കറസ്പോണ്ടിങ് ആയി കണ്ടുപിടിക്കാം. ഹീറ്റ് ആഡഡ് ഡ്യൂറിങ് ദ പ്രോസസ് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ അതുകൂടാതെ പിന്നെ ആ രണ്ടാമത്തെ പോയിന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരച്ചിട്ട് കണ്ടുപിടിക്കണം കേട്ടോ. രണ്ടാമത്തെ പോയിന്റിലുള്ള ഫൈനൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒക്കെ നമുക്ക് എടുത്ത് സൈക്കോമെട്രിക് ചാർട്ടിൽ എടുത്ത് എഴുതിയാൽ മതി, ആൻസർ ആയി. ഇനി അതിന് പകരം സെൻസിബിൾ കൂളിംഗ് ആണ് പ്രോബ്ലം ചോദിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ പറയും, ഇനീഷ്യലി ഡ്രൈബൽ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസും വെറ്റ് ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസും ഉണ്ട്. ആഫ്റ്റർ കൂളിംഗ് without changing the moisture content, if its temperature is reduced to 10 degrees Celsius, that means tribal temperature is reduced from 30 degrees Celsius to 10 degrees Celsius. Then find out the final psychometric property and also the heat removed during the process എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആദ്യം ഞാൻ പറഞ്ഞ കണ്ടീഷൻ എന്താണ്, 30 ഡിഗ്രി സെൽഷ്യസ് ട്രൈബൽ ടെമ്പറേച്ചറും 20 ഡിഗ്രി സെൽഷ്യസ് വെറ്റ് ടെമ്പറേച്ചർ ഉള്ള പോയിന്റ് 1 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. രണ്ടാമത് എന്ത് ചെയ്യുക, ആ പോയിന്റ് നേരെ ലെഫ്റ്റിലേക്ക് ഹൊറിസോണ്ടലി മൂവ് ചെയ്യുക ടിൽ ഇറ്റ് ട്രൈബൽ ടെമ്പറേച്ചർ വിൽ ബിക്കം 10 ഡിഗ്രി സെൽഷ്യസ്. അതായത് 30 ഡിഗ്രി സെൽഷ്യസ് നിന്ന് നേരെ 10 ഡിഗ്രി സെൽഷ്യസ് ഉള്ള പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ പോയിന്റ് ആയി. അപ്പൊ 1 to 3 സെൻസിബിൾ കൂളിംഗ് ആയി. ആ പോയിന്റ് തിക്ക് ഡോട്ട് അവിടെ ഇട്ട് വെക്കുക 1ഉം 3ഉം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, മൂന്നാമത്തെ പോയിന്റുള്ള സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസ് ആണ് ചോദിച്ചിട്ടുണ്ട്, അതെടുത്ത് എഴുതിയാൽ മതി. അതേപോലെ
ഹീറ്റ് റിമൂവ് ഡ്യൂറിങ് ദ പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ എന്താ H1 - H3 ചെയ്താൽ മതി. ഇങ്ങനെയാണ് ഇതിനെ പ്രോബ്ലം ചോദിക്കുക. ഈ ഒരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ സെൻസിബിൾ ഹീറ്റിംഗ് ഓർ കൂളിങ്ങിൽ ഏത് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഹീറ്റ് ആഡഡ് ഡ്യൂറിങ് സെൻസിബിൾ ഹീറ്റിംഗ് പറയുന്നത് എന്താണ്? H2 - H1. അതിവിടെ ജസ്റ്റ് എഴുതിയെന്നുള്ളൂ. ദാറ്റ് ഇസ് MCP ΔT. പിന്നെ ഹീറ്റ് റിമൂവ് ഡ്യൂറിങ് സെൻസിബിൾ കൂളിംഗ് പ്രോസസ് പറയുന്നത് H1 - H3. അതാണ് ഞാൻ H1 - H3 പറഞ്ഞ മാർക്ക് ചെയ്തത്. ഓക്കെ, എന്താണ് സെൻസിബിൾ ഹീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, സെൻസിബിൾ കൂൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് പോട്ടെ. ഇനി നമുക്ക് ഇതിലുള്ള ഒരു സെൻസിബിൾ ഹീറ്റിംഗ് ഉള്ള പ്രോബ്ലം നമുക്ക് നോക്കാം. ഹ്യൂമിഡ് എയർ അറ്റ് 25 degrees Celsius, dry bulb temperature and 15 degrees Celsius, wet bulb temperature is heated to 35 degrees Celsius without the addition of moisture. Find the change in relative humidity and the dew point temperature എന്ന് പറഞ്ഞില്ല. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? ഇനീഷ്യലി എയറിന്റെ ടെമ്പറേച്ചർ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 25 degrees Celsius 15 degrees Celsius WBT ഉണ്ട്. അപ്പൊ നമുക്ക് 15 degrees Celsius WBT ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 25 degrees Celsius ഉള്ള പോയിന്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇറ്റ് ഈസ് ഹീറ്റ് ടു 35 degrees Celsius ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അൺലെസ് അതർ സ്പെസിഫൈഡ്. നമ്മൾ ഈ 35 degrees Celsius എന്നുള്ളത് എന്താക്കിയിട്ട് എടുക്കണം? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ 25 degrees Celsius 35 degrees Celsius ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിലേക്ക് എടുക്കുക. ഓക്കെ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിലേക്ക് എടുക്കുക. ആ രണ്ടാമത്തെ പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ ചേഞ്ച് ഇൻ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞത്. അത് രണ്ടാമത്തെ പോയിന്റിലുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മാർക്ക് ചെയ്യുക, ഒന്നാമത്തെ പോയിന്റിലുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മാർക്ക് ചെയ്യുക. അപ്പൊ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 5.1 മൈനസ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 5.2 വിൽ ബി ഈക്വൽ ടു, അതാണ് ഒന്നാമത്തെ ആൻസർ. അതാണ് ചേഞ്ച് ഇൻ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ചേഞ്ച് ഇൻ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ നമുക്കറിയാം, ഇത് ഹൊറിസോണ്ടലി മൂവ് ചെയ്തുകൊണ്ട് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ലെഫ്റ്റിലേക്കല്ല എടുക്കേണ്ടത്. ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ജസ്റ്റ് ചേഞ്ച് ഇൻ ഡ്യൂ പോയിന്റ് DPT ഈക്വൽ ടു 0 എന്നിട്ട് എഴുതിയാൽ മതി. ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കാം കിട്ടുന്നത്. നേരെ എത്ര മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് കിട്ടുന്നത്? 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം. ഇതിൽ നിന്ന് മാക്സിമം ചോദിക്കാവുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിലും മുകളിൽ ഇങ്ങനെ ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ചോദിക്കില്ല. ഈ ക്വസ്റ്റ്യനും കൂടി നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. നോക്കിക്കോ. എ ക്വാണ്ടിറ്റി ഓഫ് എയർ ഹാവിങ് എ വോളിയം ഓഫ് 300 meter cube. ഇവിടെ വോളിയം തന്നിട്ടുണ്ട് 300 meter cube അറ്റ് 30 degrees Celsius DBT ആൻഡ് 25 degrees Celsius WBT is heated to 40 degrees Celsius dry bulb temperature. പറയുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 45 degrees Celsius dry bulb temperature without changing the moisture content എടുക്കുക. ഓക്കെ, ദാറ്റ് മീൻസ് അത് സെൻസിബിൾ ഹീറ്റിംഗ് ആണ്. എസ്റ്റിമേറ്റ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ആഡഡ്, ഫൈനൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആൻഡ് ഫൈനൽ WBT. ഈ മൂന്നെണ്ണാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ദ എയർ പ്രഷർ ഈസ് 1.01325 bar. അത് കൺഫ്യൂഷൻ ആവണ്ട, അത് നമ്മളൊന്ന് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. എയർ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഹിയർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ പറഞ്ഞിട്ടുള്ളത് 300 meter cube ഓഫ് എയർ ഉണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, വോളിയമാണ്. അങ്ങനെ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. വോളിയം തന്നിട്ടുണ്ടെങ്കിൽ അത് മാസിലേക്ക്, എയറിന്റെ വോളിയം തന്നു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് മാസ് ഓഫ് എയർ നമുക്ക് കിട്ടണം. അതൊരു കാര്യം മനസ്സിലുണ്ടായാൽ മതി. പിന്നെ പറഞ്ഞിട്ടുള്ള എന്താണ്? എയർ ഹാവിങ് എ വോളിയം അറ്റ് 300 meter cube അറ്റ് 30 degrees Celsius dry bulb temperature ആൻഡ് 25 degrees Celsius WBT. അപ്പോൾ നോക്കുക, എന്ത് ചെയ്യുക? ആദ്യം 30 degrees Celsius dry bulbും 25 degrees Celsius WBT ഉള്ള ഒന്നാമത്തെ പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇറ്റ് ഈസ് ഹീറ്റ് അറ്റ് 40 degrees Celsius DBT. അപ്പോൾ നോക്കുക, 40 degrees Celsius നേരെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ആ ഒന്ന് നേരെ പോയിന്റിൽ നിന്ന് റൈറ്റിലേക്ക് എടുക്കുക. അപ്പോൾ 40 degrees Celsius dry bulb temperature ലൈനും ഈ ലൈനും കൂടി മീറ്റ് ചെയ്യുമ്പോൾ പോയിന്റ്, അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ സെൻസിബിൾ ഹീറ്റിംഗ് കഴിഞ്ഞു. ഒന്നാമത്തെ പോയിന്റും കിട്ടി, രണ്ടാമത്തെ പോയിന്റും കിട്ടി. പിന്നെ നമ്മളെന്താ ചോദിച്ചിട്ടുള്ളത്? എസ്റ്റിമേറ്റ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ആഡഡ്. എമൗണ്ട് ഓഫ് ഹീറ്റ് ആഡ് എന്ന് പറയുന്നത് എന്താ? H2 - H1 ആണ്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ആൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിന് നേരെ നോക്കിക്കഴിഞ്ഞാൽ എന്തായി? നമുക്ക് H2 എന്ന് പറഞ്ഞ എൻതാൽപ്പി ചേഞ്ച് കിട്ടി. ഒന്നാമത്തെ പോയിന്റ് നേരെ നോക്കിക്കഴിഞ്ഞാൽ H1 കിട്ടി. അപ്പൊ ഇവിടെ H2 - H1 വിൽ ഗീവ് ദ എന്താണ്? എമൗണ്ട് ഓഫ് ഹീറ്റ് ആഡഡ് കിട്ടി. പക്ഷേ ഈ എമൗണ്ട് ഓഫ് ഹീറ്റ് ആഡഡ് എന്താണ്? ഇൻ കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. 1 kilogram ഓഫ് എയറിലേക്ക് ആഡ് ചെയ്യുന്ന ഹീറ്റ് ആണ് നമുക്ക് കിട്ടിയത്. പക്ഷെ ഇവിടെ നമുക്ക് വോളിയം തന്നിട്ടുണ്ട്. എത്രയാണ്? 300 meter cube തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ആ 300 meter cube കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസ് ഓഫ് എയർ എടുക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ പോയിന്റ് നോക്കുക. ഈ ഒന്നാമത്തെ പോയിന്റ് നേരെ നമുക്കറിയാം, കോൺസ്റ്റന്റ്
എന്താണ് കോൺസ്റ്റന്റ് സ്പെസിഫിക് വോളിയം ലൈൻ ഉണ്ടാവും. ആ കോൺസ്റ്റന്റ് സ്പെസിഫിക് വോളിയം ലൈനിൽ താഴെ ഭാഗത്തായിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെസിഫിക് വോളിയം തന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്കറിയാം വോളിയം ബൈ സ്പെസിഫിക് വോളിയം ആണ് എന്ത് മാസ്. 300 മീറ്റർ ക്യൂബ് വോളിയം ഡിവൈഡഡ് ബൈ ഒന്നാമത്തെ പോയിന്റിന് കറസ്പോണ്ടിങ് ആയി കിട്ടുന്ന സ്പെസിഫിക് വോളിയം ചിലപ്പോൾ .83 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കിട്ടുക. അപ്പൊ 300 ഡിവൈഡഡ് ബൈ 0.883 വിൽ ബി ഈക്വൽ ടു എന്താണ് അതിന്റെ സ്പെസിഫിക് മാസ്, ഡയറക്റ്റ് മാസ് ഇൻ കിലോഗ്രാം പെർ മിനിറ്റിൽ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വോളിയം തന്നു കഴിഞ്ഞാൽ അതിനെ മാസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ വോളിയം തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒന്നാമത്തെ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് കോൺസ്റ്റന്റ് സ്പെസിഫിക് വോളിയം ലൈനെ നോക്കിയിട്ട് അതിൽ നിന്ന് സ്പെസിഫിക് വോളിയം എടുക്കണം. അങ്ങനെ കിട്ടിയ സ്പെസിഫിക് വോളിയം ഇവിടെ ചിലപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. എത്രയാണ് വോളിയം 300 ഓക്കെ, സ്പെസിഫിക് വോളിയം ഇവിടെ നോക്കി 0.883 മീറ്റർ ക്യൂബ് കിട്ടിയിട്ടുണ്ട്, മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. അപ്പൊ ഈ വോളിയം ഡിവൈഡഡ് ബൈ സ്പെസിഫിക് വോളിയം എന്ത് കിട്ടി, നമുക്ക് മാസ് കിട്ടി. അപ്പൊ 339.75 കിലോ ജൂൾ കിട്ടി, കിലോഗ്രാം 339.75 കിലോഗ്രാം പെർ മിനിറ്റിൽ കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്കിപ്പോൾ എന്താണ് ഈ H2 - H1 ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, എൻതാൽപ്പി ഇൻ കിലോ ജൂൾ പെർ മിനിറ്റിലാണ് കിട്ടുന്നത്. ഇൻറ്റു ദാറ്റ് മാസ് ഇൻ കിലോഗ്രാം പെർ മിനിറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ദ ടോട്ടൽ ഹീറ്റ് ആഡഡ് ഇൻ കിലോ ജൂൾ കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ കിട്ടിയ വാല്യൂ ആണ് നമുക്ക് എന്ത് H2 - H1. ഈ നോക്ക് 2 എന്ന് പറഞ്ഞ പോയിന്റ് കറസ്പോണ്ടിങ് ആയി കിട്ടിയിട്ടുള്ള വാല്യൂ 97 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. 1 എന്ന് പറഞ്ഞ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താക്കി എത്രയാണ് 85 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. അതിനെ നമുക്ക് കിട്ടിയ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 339.75 കിലോഗ്രാം പെർ മിനിറ്റോട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3237.25 കിലോ ജൂൾ ഓഫ് ഹീറ്റിന് കിട്ടി. അതാണ് ഒന്നാമത്തെ ആൻസർ. പക്ഷെ രണ്ടാമത്തെ ആൻസർ ഒക്കെ വളരെ ഈസി ആട്ടോ. ഈ രണ്ടാമത്തെ പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി ചോദിച്ചിട്ടുള്ള എന്താണ്, എസ്റ്റിമേറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് ആഡ് ഒന്ന് ചോദിച്ചു, രണ്ടാമത് ഫൈനൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അത് ഈ രണ്ടാമത്തെ പോയിന്റിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി സൈക്കോമെട്രിക് ചാർട്ട് ജസ്റ്റ് എടുത്ത് എഴുതിയാൽ മതി. അങ്ങനെ ഫ്രം സൈക്കോമെട്രിക് ചാർട്ട് എഴുതി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈക്വൽ ടു എന്താണ് 37.5% ആണ് കിട്ടിയത്. ആ വാല്യൂ എടുത്ത് എഴുതുക. മൂന്നാമത് ചോദിച്ചത് എന്താണ്, ഫൈനൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആൻഡ് ഫൈനൽ WBT. ഈ മൂന്നാമത്തെ പോയിന്റ് ഉള്ളതൊക്കെ WBT, രണ്ടാമത്തെ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള WBT TW2 അത് നേരെ സൈക്കോമെട്രിക് ചാർട്ടിന് എടുത്ത് എഴുതിയപ്പോൾ നമുക്ക് 27.5 ഡിഗ്രി സെൽഷ്യസിന് കിട്ടി. ഇത് ഇങ്ങനെ എടുത്ത് എഴുതിയാൽ മാത്രം മതി നമുക്ക് ഈ പറയാം. പക്ഷെ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ആ കറസ്പോണ്ടിങ് സൈക്കോമെട്രിക് പ്രോസസ്സും കൂടി നമ്മൾ അതിൽ വരച്ച് കാണിക്കണം. അതേപോലെ വരച്ച് കാണിച്ചാൽ മതി. ഇവിടെ സെൻസിബിൾ ഹീറ്റിംഗ് ആണ്, ഒന്നാമത്തെ പോയിന്റ് ഇങ്ങനെയാണ് കിട്ടുക, രണ്ടാമത്തെ പോയിന്റ് ഇങ്ങനെയാണ് കിട്ടുക, അതിന് H2 എങ്ങനെ കിട്ടുക, H1 എങ്ങനെ കിട്ടുക, നോക്കിയാൽ നമുക്ക് എല്ലാം മനസ്സിലാവും. ഇത് പ്രകാരം നമ്മൾ ആ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് 7 മാർക്കും നമുക്ക് എവിടെയും പോകില്ല. കറക്റ്റ് ഇതാണ് ഇതിന് ചോദിക്കാവുന്ന മാക്സിമം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലം. ഓക്കെ, ക്ലിയർ? ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ കൂടുതലായിട്ട് പോകുന്നത് പിന്നെ ബൈപ്പാസ് ഫാക്ടർ പറഞ്ഞിട്ടുണ്ട്. ഈ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് എന്ന് വെച്ചാൽ എത്ര പെർസെൻറ്റേജ് ഓഫ് എയർ ബൈപ്പാസ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നതാണ്. അതായത് നമുക്കറിയാം വെൻ എയർ ഈസ് പാസസ് ഓവർ എ ഹീറ്റിംഗ് കോയിൽ ഓർ എ കൂളിംഗ് കോയിൽ 100% ഓഫ് എയർ വിൽ നോട്ട് ബി കമ്മിങ് ഇൻ കോൺടാക്ട് വിത്ത് കൂളിംഗ് കോയിൽ. അല്ലേ, നമുക്ക് AC കൂളിംഗ് കോയിൽ എടുത്തോ, നമ്മൾ എയർ പാസ് ചെയ്യുന്ന സമയത്ത് ആ കൂളിംഗ് കോയിലിന്റെ മുകളിലൂടെ പാസ് ചെയ്യുന്ന എയറിൽ 100% എയറും ആ കൂളിംഗ് കോയിലിന്റെ മുകളിൽ ടച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല, കുറച്ച് ബൈപ്പാസ് ചെയ്ത് പോകുന്നില്ലേ? അപ്പൊ ദാറ്റ് ഷോസ് ദ ഇൻഎഫിഷ്യൻസി ഓഫ് ദ കൂളിംഗ് കോയിൽ വിച്ച് ഈസ് ഷോൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബൈപ്പാസ് ഫാക്ടർ. അപ്പൊ അത് എത്ര പെർസെൻറ്റേജ് എയർ ബൈപ്പാസ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബൈപ്പാസ് ഫാക്ടർ ഉപയോഗിക്കുന്നത്. ആ ബൈപ്പാസ് ഫാക്ടറിന്റെ ഡെറിവേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഡെറിവേഷൻ ഞാൻ ഇപ്പൊ പറയുന്നില്ല, ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ ആൾറെഡി വായിച്ചിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഇത് എങ്ങനെയാണ് ബൈപ്പാസ് ഫാക്ടർ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ സൈക്കോമെട്രി ഞാൻ ഇവിടെ നിങ്ങൾക്ക് നിർത്തുകയാണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഇനി അടുത്തൊരു പ്രോസസ്സ് ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കൂടി ഇരിക്കുക. അതുകൂടി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ. ഇവിടെ നമുക്കറിയാം ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് സൈക്കോമെട്രിക് ചാർട്ടിൽ എങ്ങനെ മാർക്ക് ചെയ്യുക, നേരെ ഹൊറിസോണ്ടലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഹീറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സായി, നേരെ വെർട്ടിക്കലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി ഹ്യൂമിഡിഫിക്കേഷനുമായി. അപ്പോൾ 1 to 2 ഈസ് ഹീറ്റിംഗ്, 2 to 3 ഈസ് ഹ്യൂമിഡിഫിക്കേഷൻ. അങ്ങനെയുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടൻ്റ് ആയ 1 to 3 എന്ന് പറഞ്ഞാൽ നമ്മൾ
മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായി, ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സായി അല്ലേ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് 1 to 3 എന്ന് പറഞ്ഞ ഒരു ലൈൻ ഉണ്ടെങ്കിൽ അത് ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫൈങ് എന്ന് പറഞ്ഞ പ്രോസസ്സായി. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ, ഈ ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ടോട്ടൽ ഹീറ്റ് ആഡഡ് എങ്ങനെ കിട്ടും, H1 എന്ന് പറഞ്ഞ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താൽപ്പി H1, 3 എന്ന് പറഞ്ഞ പ്രോസസ്സിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താൽപ്പി എന്തായി H3. അപ്പൊ H3 minus H1 will give the enthalpy change during the process 1 to 3. Okay, but then we can obtain the maximum heat and total heat added during this heating and humidification process from psychometric chart by using the relation H3 minus H1. Okay, this total heat added H3 minus H1 can be split up into two. One is H3 minus H2 and second one is H2 minus H1. അതായത് ഈ 3 മുതൽ 1 വരെയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തുകൂടെ. അതായത് വെർട്ടിക്കൽ ആയിട്ടുള്ള എന്താണ് 3 to 2, 2 to 3 എന്താണ് H3 minus H2 എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ലേറ്റന്റ് ഹീറ്റ് ആഡഡ് ആണ്. അതുപോലെ H2 മൈനസ് H1 എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സെൻസിബിൾ ഹീറ്റ് ആഡഡ് ആണ്. അപ്പോൾ നമുക്കറിയാം ദ ടോട്ടൽ ഹീറ്റ് ആഡഡ് ഡ്യൂറിങ് ദ പ്രോസസ് heating and humidifying can be split up into two. One is H2 minus H1, that is sensible heating, and second one is latent heating. And the sum of these sensible heating and latent heating will give the total heat added. And that means, and the ratio between this sensible heat and then total heat will give is known as a factor known as sensible heat factor. അത് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ഇതിലുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞ എന്താണ്, നമുക്ക് എങ്ങനെ പറയാം, ദ ഹീറ്റ് ആഡഡ് ഡ്യൂറിങ് ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് ക്യാൻ ബി സ്പ്ലിറ്റ് അപ്പ് ഇൻടു ടു, ദാറ്റ് ഈസ് സെൻസിബിൾ ഹീറ്റ് ആൻഡ് ലേറ്റന്റ് ഹീറ്റ്. അപ്പോൾ ഇതിൽ ഈ 1 to 3 ആണെന്താണ് ടോട്ടൽ ഹീറ്റായി. H3 മൈനസ് H1 എടുത്തു കഴിഞ്ഞാൽ അതിൽ H2 മൈനസ് H1 എടുത്തു കഴിഞ്ഞാൽ എന്താ സെൻസിബിൾ ഹീറ്റിംഗ് ആയി. H3 മൈനസ് H2 എടുത്തു കഴിഞ്ഞാൽ എന്തായി ലേറ്റന്റ് ഹീറ്റിംഗും ആയി. അങ്ങനെയാണെങ്കിൽ ദിസ് H3 മൈനസ് H2 അതാണ് ലേറ്റന്റ് ഹീറ്റിംഗ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹീറ്റ് എന്താണ് H3 മൈനസ് H1. അതായത് H3 മൈനസ് H2 പ്ലസ് H2 മൈനസ് H1 ആണ് എന്ത് H3 മൈനസ് H1. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദിസ് ലേറ്റന്റ് ഹീറ്റ് സെൻസിബിൾ ഹീറ്റ്, അതായത് സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ് H2 മൈനസ് H1 അല്ലേ. അപ്പൊ ദിസ് H2 മൈനസ് H1 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹീറ്റ് എന്താണ് H3 മൈനസ് H1. ഈ H3 മൈനസ് H1 അപ്പൊ H2 മൈനസ് H1 divided by this total heat is a factor known as sensible heat factor. അല്ലേ. ഓക്കെ, അപ്പൊ നോക്കുന്നത് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ പറയുന്നത് എന്താണ്, the heat added during psychometric process may be split up into sensible heat and latent heat. ഈ പ്രോസസ്സിലുള്ള ടോട്ടൽ ഹീറ്റ് ആഡഡ് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് സെൻസിബിൾ ഹീറ്റും മറ്റേത് ലേറ്റന്റ് ഹീറ്റും. Then the ratio between this sensible heat and total heat is known as sensible heat factor. നോക്ക് the ratio of sensible heat to the total heat is known as the sensible heat factor or sensible heat ratio, SHF, sensible heat factor. അപ്പോൾ sensible heat factor equal to എന്താണ് sensible heat divided by total heat. That is SH means sensible heat divided by total heat എന്താണ്, it is the sum of sensible heat and latent heat. This is about the sensible heat factor. ഇത്രയും കാര്യങ്ങളെ ഞാൻ എന്തിന് പഠിപ്പിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് തൽക്കാലം ഞാൻ എന്ത് പഠിപ്പിക്കുന്നുള്ളൂ, സൈക്കോമെട്രിയിൽ നമ്മൾ പഠിപ്പിക്കും. കാരണം കൂടുതൽ ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൂടും. തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, ഏതൊക്കെ ലിസ്റ്റ് ഓഫ് ദി സൈക്കോമെട്രിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഉണ്ട് അതൊന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് 3 മാർക്കും ചോദിക്കാം, ചിലപ്പോൾ 7 മാർക്കും ചോദിക്കാം. ഏതൊക്കെ സൈക്കോമെട്രിക് പ്രോസസ് ഉണ്ട്, സെൻസിബിൾ ഹീറ്റിംഗ് ഓർ കൂളിംഗ്, രണ്ടാമത്തെ എന്താണ് ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫൈങ്, മൂന്നാമത്തെ കൂളിംഗ് ആൻഡ് ഹ്യൂമിഡിഫൈങ്, പിന്നെന്താണ് ഇവാപറേറ്റീവ് കൂളിംഗ്, പിന്നെന്താണ് മിക്സിംഗ് ഓഫ് എയർ സ്ട്രീം, പിന്നെന്താണ് അഡിബാറ്റിക് ഹ്യൂമിഡിഫിക്കേഷൻ, അല്ലാതെ അതുപോലെ തന്നെ എന്താണ് കെമിക്കൽ ഡ്യൂമിഡിഫിക്കേഷൻ. ഇത്രയും സൈക്കോമെട്രിക് പ്രോസസ് ഉണ്ട്. ചിലപ്പോൾ ഈ ലിസ്റ്റ് ഔട്ട് വേരിയസ് സൈക്കോമെട്രിക് പ്രോസസ് പറയും, ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറയും. ഓക്കെ, അതിൽ സെൻസിബിൾ ഹീറ്റിംഗ് ഓർ കൂളിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. കൂടാതെ ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫൈങ് എന്ന പ്രോസസ്സിലുള്ള ഒരു കാര്യം നമ്മൾ പറയുന്നത് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞ കാര്യം കഴിയും. ഓക്കെ, ഇത് ഞാൻ സൈക്കോമെട്രി വിളിച്ചു നിർത്തുകയാണ്. സൈക്കോമെട്രി എന്താണെന്ന് പറഞ്ഞു, വേരിയസ് സൈക്കോമെട്രിക് പ്രോസസ് എന്താണെന്ന് പറഞ്ഞു, വേരിയസ് സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസ് എന്താണെന്ന് പറഞ്ഞു. വേരിയസ് സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്, DBT, WBT, DPT, ഹ്യൂമിഡിറ്റി റേഷ്യോ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, എക്സെട്ര അല്ലേ.
പിന്നെ കൂടാതെ എന്താണ് സെൻസിബിൾ ഹീറ്റ്, അത് കൂടാതെ പിന്നെ എൻതാൽപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് എയർ കണ്ടീഷനിങ് ലാസ്റ്റ് പോയിന്റിലേക്ക് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഈ ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ സൈക്കോമെട്രി ആൻഡ് എയർ കണ്ടീഷനിങ് ആണ്. അപ്പൊ എയർ കണ്ടീഷനിങ് പറയാൻ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താണ് ഈ രണ്ടാമത്തെ ഡെഫിനേഷൻ നോക്കിയാൽ മതി. എന്താണ് എയർ കണ്ടീഷനിങ് പറഞ്ഞ എന്താണ്? ഇറ്റ്സ് എ സൈമിൾട്ടേനിയസ് കൺട്രോൾ ഓഫ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, എയർ സർക്കുലേഷൻ ആൻഡ് ക്ലീൻനെസ് ഓഫ് എയർ വിത്തിൻ ആൻ എൻക്ലോസ്ഡ് സ്പേസ്. ഇതൊക്കെ കൂടി കൺട്രോൾ ചെയ്യുന്നതിനാണ് എയർ കണ്ടീഷനിങ് പറയുന്നത്. അപ്പൊ ഈ എയർ കണ്ടീഷനിങ് തന്നെ നമുക്ക് മെയിൻ ആയിട്ട് എന്തിനാ ഉപയോഗിക്കുന്നത്? ഹ്യൂമൻ കംഫർട്ടിന് വേണ്ടിയിട്ടല്ലേ, നമ്മളെ കംഫർട്ടിന് വേണ്ടിയിട്ടല്ലേ. കാരണം നമ്മൾ പുറത്ത് ചൂടുണ്ടാകുമ്പോൾ നമുക്ക് നന്നായിട്ട് എനർജി എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ട് ആയിരിക്കണം. അപ്പൊ എന്താണ് ഹ്യൂമൻ കംഫർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഇസ് ദാറ്റ് കണ്ടീഷൻ ഓഫ് മൈൻഡ് വിച്ച് എക്സ്പ്രസ് സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ തെർമൽ എൻവയോൺമെന്റ്. അപ്പൊ ആ തെർമൽ എൻവയോൺമെന്റിന് അനുസരിച്ച് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ, ദെൻ വി ക്യാൻ സേ ദാറ്റ് വി ആർ കംഫർട്ട്. ഓക്കെ. അപ്പൊ നമ്മൾ മൈൻഡ് കംഫർട്ട് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ തെർമലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിലാവണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഹ്യൂമൻ കംഫർട്ട് പറഞ്ഞത്. ഇതിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹ്യൂമൻ കംഫർട്ട്? ചിലപ്പോൾ 3 മാർക്ക്, ചിലപ്പോൾ 7 മാർക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതായത് നമ്മളെ ഹ്യൂമൻ കംഫർട്ടിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് എഫക്റ്റീവ് ടെമ്പറേച്ചർ. എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്താണെന്ന് തൊട്ട് താഴെ ഞാൻ പറയുന്നുണ്ട്, പറയാം. 2 ഹീറ്റ് പ്രൊഡക്ഷൻ ആൻഡ് റെഗുലേഷൻ ഇൻ ഹ്യൂമൻ ബോഡി. നമ്മുടെ ബോഡിയിലുള്ള ബോഡി ഹീറ്റ് പ്രൊഡക്ഷൻ. കാരണം നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ബോഡിയിൽ ഹീറ്റ് പ്രൊഡക്ഷൻ കൂടും. അപ്പം നമ്മളെ കംഫർട്ട് എന്താവും? ഒന്നും കൂടി നമുക്ക് ഒരു എന്താണ് കംഫർട്ട് അല്ല, നമുക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ട്, എന്താ നമുക്ക് ഡിഫിക്കൽട്ടീസ് നമുക്ക് എന്ത് ചെയ്യാം, ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ബോഡി ഹീറ്റ് കൂടുന്ന സമയത്ത്. അതേപോലെ കൂടുതലായിട്ട് നമ്മുടെ ബോഡി ഹീറ്റ് കുറഞ്ഞാലും പ്രശ്നം, നമുക്ക് കംഫർട്ട് തോന്നും. കൂടുതൽ തണുത്താലും കൂടുതൽ ചൂടായാലും നമുക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അടുത്തത് 3-ാമത്താണ് ഹീറ്റ് ആൻഡ് മോയ്സ്ചർ ലോസസ് ഫ്രം ഹ്യൂമൻ ബോഡി. കൂടുതൽ മോയ്സ്ചർ കണ്ടന്റ് ബോഡിയിൽ ലോസ് ആയി പോയി കഴിഞ്ഞാൽ നമ്മളെ കംഫർട്ടിനെ ബാധിക്കും. മോയ്സ്ചർ കണ്ടന്റ് കൂടിയാൽ നമുക്ക് വേർക്കും, വേർത്താൽ നമ്മളെ കംഫർട്ടിനെ ബാധിക്കും. ഓക്കെ. ദെൻ മോയ്സ്ചർ കണ്ടന്റ് ഓഫ് എയർ. നമ്മളെ എയറുള്ള മോയ്സ്ചർ കണ്ടന്റ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കംഫർട്ടിനെ ബാധിക്കും. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് എയർ. നല്ല ക്വാളിറ്റി ഉള്ള എയർ ആയിരിക്കണം, അതും നല്ല ക്വാണ്ടിറ്റി ഉള്ള എയർ ആയിരിക്കണം. അപ്പൊ ക്വാളിറ്റി ഉള്ള എയർ ഇല്ലെങ്കിൽ അത് ഹ്യൂമൻ കംഫർട്ടിനെ ബാധിക്കും. എയർ മോഷൻ. നമ്മൾ ഈ പറഞ്ഞ എയർ കണ്ടീഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള AC ഓൺ ചെയ്ത് കഴിഞ്ഞാലും ആ ഭാഗത്തുള്ള ആൾക്കും ആ കൂളിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് പെർഫെക്റ്റ് ആയിട്ടുള്ള എയർ മൂവ്മെന്റ് കിട്ടണം. അപ്പൊ അതും ഒരു ഹ്യൂമൻ കംഫർട്ട് ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ ഹോട്ട് ആൻഡ് കോൾഡ് സർഫസ്. നമ്മൾ ഇത് താഴെയുള്ള റൂമാണ്, മുകളിലുള്ള റൂമിൽ നല്ല ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാവും, അതും ഇവിടെ കംഫർട്ടിനെ ബാധിക്കും. അപ്പൊ അതാണ് ഹോട്ട് ആൻഡ് കോൾഡ് സർഫസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എയർ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കൂളിംഗ് നമ്മൾ AC ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കോൾഡ് എയർ വരും. അപ്പൊ ആ സമയത്ത് എന്താവും, ആ കോൾഡ് എയർ ആൾറെഡി റൂമിലുള്ള ഹോട്ട് എയറിന്റെ ആ സ്പേസിലേക്ക് കോൾഡ് എയർ വരും. ഹോട്ട് എയർ നേരെ മുകളിലേക്ക് മൂവ് ചെയ്യും. കാരണം ഡെൻസിറ്റി ഡിഫറൻസ് കൊണ്ട് ഹോട്ട് എയർ മുകളിലേക്ക് മൂവ് ചെയ്യും. ദിസ് മൂവ്മെന്റ് ഓഫ് ഹോട്ട് എയർ ആൻഡ് കോൾഡ് എയർ ഈസ് നോൺ ആസ് ദി എയർ സ്ട്രാറ്റിഫിക്കേഷൻ. ആ എയർ സ്ട്രാറ്റിഫിക്കേഷൻ വലിയൊരു ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല എയർ കണ്ടീഷനിങ്ങിൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒന്നുകൂടി ഹ്യൂമൻ കംഫർട്ടിനെ ബാധിക്കുന്ന കാര്യമാണ്. ഓക്കെ. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹ്യൂമൻ കംഫർട്ട് ഉണ്ട്. ചിലപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറയും. അപ്പൊ എന്തൊക്കെയാണ് ഹ്യൂമൻ കംഫർട്ടിനെ ബാധിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചെടുത്താൽ മതി. എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമുക്ക് എന്താണ് മെയിനായിട്ട് എയറിന്റെ ടെമ്പറേച്ചർ, ട്രൈബൽ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ അതിന്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, എയർ വെലോസിറ്റി, ഈ 3 കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോഴാണ് എന്ത് പറയുന്നത്, ആ എയറിന്റെ എയർ കണ്ടീഷനിങ് ആവുള്ളൂ. അപ്പൊ ഈ 3 കാര്യങ്ങൾ, അതായത് ട്രൈബൽ ടെമ്പറേച്ചർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, എയർ മോഷൻ, ഈ 3നെയും കൂടി ചേർത്തിട്ട് ഇതിന്റെ 3ന്റെ എഫക്റ്റും കൂടി നമുക്ക് ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് എന്ത്, എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് ആ എഫക്റ്റീവ് ടെമ്പറേച്ചറിൽ എന്തൊക്കെ ഉണ്ടാവും, എയർ ടെമ്പറേച്ചർ, ട്രൈബൽ ടെമ്പറേച്ചർ ഉണ്ടാവും, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉണ്ടാവും, എയർ മൂവ്മെന്റ് ഉണ്ടാവും. ഇത് 3നെയും കൂടി ചേർത്തിട്ട് പറയുന്ന ഒരു ഇൻഡെക്സ് ആണ് എഫക്റ്റീവ് ടെമ്പറേച്ചർ. അപ്പൊ ഈ എഫക്റ്റീവ് ടെമ്പറേച്ചർ ഹ്യൂമൻ കംഫർട്ടിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഹീറ്റ് പ്രൊഡക്റ്റ്, അത് ഹ്യൂമൻ ബോഡിയിലുള്ള ടെമ്പറേച്ചർ. രണ്ടാമത് 3 മോയ്സ്ചർ കണ്ടന്റ് ഇൻ അവർ ബോഡി. അങ്ങനെ തന്നെ ആലോചിച്ചാൽ മതി. വേർത്ത് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ കംഫർട്ട് കുറയും, അത് ആലോചിച്ചാൽ മതി. പിന്നെ എയറിലുള്ള മോയ്സ്ചർ കണ്ടന്റ്, ലാസ്റ്റ് ക്വാളിറ്റി ഓഫ് എയർ, പിന്നെ എയർ മോഷൻ, അപ്പോൾ തന്നെ ഹോട്ട് ആൻഡ് കോൾഡ് സർഫസ് ആൻഡ് എയർ സ്ട്രാറ്റിഫിക്കേഷൻ. These are the factors affecting human comfort. ഇനി
ഈ കംഫർട്ട് ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് പറഞ്ഞില്ല. എന്താണ് കംഫർട്ട് ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ ഒരു പോയിന്റ്, ഒരു മാർക്കിന് കുറിച്ചായിട്ട് ചിലപ്പോൾ ചോദിക്കാം. കംഫർട്ട് ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ല എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയല്ലോ. അപ്പോൾ a chart showing a percentage of people feeling comfort is known as the comfort chart. അതായത് നമ്മൾ ഓരോ ഏരിയയിൽ എടുത്ത് ഞാൻ പറഞ്ഞ എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംബന്ധിച്ചിടത്തോളം ഈ എഫക്റ്റീവ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 21 ഡിഗ്രി സെൽഷ്യസും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 50% ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഈ ടെമ്പറേച്ചറിൽ എഫക്റ്റീവ് ടെമ്പറേച്ചറിൽ ഓരോ എഫക്റ്റീവ് ടെമ്പറേച്ചറും എത്ര പെർസെൻറ്റേജ് ഓഫ് ആളുകൾക്ക് കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ചാർട്ട് ഫോമിലേക്ക് ആക്കിയതാണ് കംഫർട്ട് ചാർട്ട്. അപ്പോൾ നമ്മൾ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? കംഫർട്ട് ചാർട്ട് ഇസ് എ ചാർട്ട് വിച്ച് ഷോസ് ഡിഫറെന്റ് പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ഫീലിംഗ് കംഫർട്ട് അറ്റ് ഡിഫറെന്റ് എഫക്റ്റീവ് ടെമ്പറേച്ചർ ഈ സോണാസ് കംഫർട്ട് ചാർട്ട്. അത്ര മതി, കൂടുതലായിട്ട് പോകണ്ട. ഇനി ഇതിൽ ചോദിക്കാവുന്ന ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കംഫർട്ട് എയർ കണ്ടീഷനിങ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതിട്ടാ. ഞാൻ ആദ്യം പറഞ്ഞത് എന്താ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും നോക്കട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ആദ്യം ഒന്ന് പറഞ്ഞേ, ഒരാൾ ആൻസർ പറഞ്ഞേ. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ ഫാക്ടേഴ്സ് എന്തായിരുന്നു? ആരെങ്കിലും ഇത് ഓർമ്മിച്ചിരിക്കുന്നുണ്ടോ? കറക്റ്റ്, ഹ്യൂമൻ കംഫർട്ടിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ്. ഈ പറഞ്ഞിട്ടുള്ള എന്താണ്? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കംഫർട്ട് എയർ കണ്ടീഷനിങ്. അതായത് ഒരു എയർ കണ്ടീഷനിങ് കംഫർട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ എയർ കണ്ടീഷനിങ്ങിലെ ഡെഫിനിഷനിലുള്ള ഈ 4 കാര്യങ്ങൾ കംഫർട്ട് ആയാൽ മതി. ഏത്? 1 ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യണം, 2 ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യണം, 3 പ്യുവർ എയർ ആയിരിക്കണം, പ്യൂരിറ്റി ഓഫ് എയർ, 4 എന്താണ്? മോഷൻ കൺട്രോൾ ചെയ്യണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഇവിടെ AC വെച്ച് കഴിഞ്ഞാലും ആ റൂമിന്റെ ആ സൈഡിലുള്ള ആൾക്കും എയറിന്റെ മൂവ്മെന്റ് എത്തണം, എങ്കിലേ നമ്മൾ ആ ഭാഗത്തുള്ള ആൾക്കും കൂളിംഗ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അതായത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കംഫർട്ട് എയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ടെമ്പറേച്ചർ പറയാം. ടെമ്പറേച്ചർ മസ്റ്റ് ബി കൺട്രോൾ. അത് വിന്റർ സീസണിലാണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടണം, സമ്മർ സീസണിലാണെങ്കിൽ ടെമ്പറേച്ചർ കുറയണം. നമുക്ക് വേണ്ട എഫക്റ്റീവ് ടെമ്പറേച്ചർ എത്ര ആയിരിക്കണം? ഏറ്റവും കൂടുതൽ ആളുകൾ കംഫർട്ട് തോന്നുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അറൗണ്ട് 21-22 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് നിങ്ങാണ്ട് എഴുതി വെച്ചാൽ മതി. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കംഫർട്ട് ഫീൽ ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് 21-22 ഡിഗ്രി സെൽഷ്യസ്. 2, ഹ്യൂമിഡിറ്റി ഓഫ് എയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ്. ആ എയറിലുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യണം. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കംഫർട്ട് ഫീൽ ചെയ്യുന്ന റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ 50% ആണ്. മനസ്സിലാക്കി വെക്കുക. 50% ഇത് നമുക്ക് വേണ്ട ഏറ്റവും അബ്സല്യൂട്ട് പെർസെൻറ്റേജ് ഓഫ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ടു ഗെറ്റ് ദ എന്താണ് നമുക്ക് വേണ്ട എഫക്റ്റീവ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹ്യൂമൻ കംഫർട്ടിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മീൻസ് ഇറ്റ് ഇസ് 50%. ദെൻ അടുത്തത് പ്യൂരിറ്റി എയർ. നമ്മൾ ഈ സപ്ലൈ ചെയ്യുന്ന എയർ കണ്ടീഷൻ ഡിവൈസിലൂടെ സപ്ലൈ ചെയ്യുന്ന എയർ പ്യുവർ എയർ ആയിരിക്കണം. അല്ലാതെ ഫൗൾ സ്മെല്ലുള്ള എയർ ആണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്, പിന്നെ ആ റൂമിൽ ഇരുന്നിട്ട് വല്ല കാര്യം ഉണ്ടോ? ഇല്ല. അപ്പം അതുകൊണ്ടാണ് ക്ലീൻ എയർ സപ്ലൈ ചെയ്യണം. മറ്റേ 4th one is the motion of air. That means all air supplied at one end must be reached to effectively to other end of the room also. Okay, that is mean by the motion of air. ഈ 4 ഫാക്ടർ കൂടി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എയർ കണ്ടീഷനിങ് ആയി, വേറെ ഒന്നുമില്ല. അതാണ് ഒരു ചോദ്യം. ഇനി ഒരു 7 മാർക്സ് ക്വസ്റ്റ്യൻ മാക്സിമം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനും കൂടി. എന്താണ്? ഹൗ ക്യാൻ ബി ക്ലാസിഫൈ എയർ കണ്ടീഷനിങ് സിസ്റ്റം? എങ്ങനെയൊക്കെ എ സി എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം എയർ കണ്ടീഷൻ സിസ്റ്റം അക്കോർഡിംഗ് ടു ദ പർപ്പസ്. അക്കോർഡിംഗ് ടു ദ പർപ്പസ് എന്താണ്? കംഫർട്ട് എയർ കണ്ടീഷനിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അക്കോർഡിംഗ് ടു ദ പർപ്പസ്, എന്ത് പർപ്പസിനാണ് ഈ എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് 2ആയിട്ട് കംഫർട്ട് എ സി ആൻഡ് ഇൻഡസ്ട്രിയൽ എ സി. കംഫർട്ട് എ സി എന്ന് പറഞ്ഞാൽ എന്താ? ആ പേര് തന്നെ അത് ഹ്യൂമൻ കംഫർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മളെ കംഫർട്ടിന് വേണ്ടിയിട്ടുള്ള എയർ കണ്ടീഷനിങ്. ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് ടൂൾ റൂമിലൊക്കെ വേണ്ടിയിട്ടുള്ള ചില സർട്ടൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലൊക്കെ ടൂൾ റൂം ലേത്ത് ഇങ്ങനത്തെ ചില സോഫിസ്റ്റിക്കേറ്റഡ് മെഷീനറീസ് കറക്റ്റ് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സർട്ടൻ ടെമ്പറേച്ചർ റേഞ്ചിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, സർട്ടൻ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം അവിടെ നമ്മൾ ആ ഒരു സർട്ടൻ എക്യുപ്മെന്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എയർ കണ്ടീഷനിങ്ങിനാണ് ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ്. അത് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന എയർ കണ്ടീഷനിങ്. ഓക്കെ, അതാണ് ഒരു ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തെ അക്കോർഡിംഗ് ടു ദ സീസൺ ഓഫ് ദ ഇയർ. അത് സമ്മറിൽ ഉപയോഗിക്കുന്ന, വിന്ററിൽ ഉപയോഗിക്കുന്ന എയർ കണ്ടീഷനിങ് ആണ് വിന്റർ എയർ കണ്ടീഷനിങ്. സമ്മറിൽ ഉപയോഗിക്കുന്ന എയർ കണ്ടീഷനിങ് ആണെങ്കിൽ സമ്മർ എയർ കണ്ടീഷനിങ്.
വിന്ററിലും സമ്മറിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എയർ കണ്ടീഷനിങ് ആണെങ്കിൽ ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് പറയും. ഓക്കെ, അതാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ. ആൻഡ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദി അറേഞ്ച്മെന്റ് ഓഫ് എക്യുപ്മെന്റ് അറേഞ്ച്മെന്റ് അനുസരിച്ചിട്ട് യൂണിറ്ററി എയർ കണ്ടീഷനിങ് ആൻഡ് സെൻട്രൽ എയർ കണ്ടീഷനിങ്. ഇത് ഈ പേര് തന്നെ ഉണ്ട്. യൂണിറ്ററി എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ ആ റെഫ്രിജറേറ്റിംഗ് എയർ കണ്ടീഷനിങ് എക്യുപ്മെന്റിൽ അതിന്റെ കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ ഡിവൈസ് ഒക്കെ എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് യൂണിറ്ററി എയർ കണ്ടീഷനിങ് ആൻഡ് സെൻട്രൽ എയർ കണ്ടീഷനിങ് പറയുന്നത്. യൂണിറ്ററി എയർ കണ്ടീഷനിങ് എക്സാമ്പിൾ ആണ് നമ്മൾ വിൻഡോ എ സി, സ്പ്ലിറ്റ് എ സി, അതുപോലെ പാക്കേജ് ടൈപ്പ് എയർ കണ്ടീഷണർ, പാക്കേജ് എ സി. ഓക്കെ, സെൻട്രൽ എ സിക്ക് സെൻട്രൽ എയർ കണ്ടീഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആ എയർ കണ്ടീഷൻ വേണ്ട എക്യുപ്മെന്റ് ഒക്കെ നമുക്കൊരു ചില്ലർ റൂം എന്ന് പറയുന്ന റൂമിൽ ഉണ്ടായിരിക്കും. ആ റൂമിൽ നിന്ന് നമുക്ക് എന്താണ് കൂൾ ചെയ്തിട്ടുള്ള എയർ, അതായത് ചില്ലർ റൂമിൽ നിന്ന് ചില്ലർ പ്ലാന്റ് നമുക്ക് ചിൽഡ് വാട്ടർ ഉപയോഗിച്ചിട്ട് പിന്നെ ആ വാട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് പോയിട്ട് എയറിനെ കൂൾ ചെയ്തിട്ട് ആ കൂൾ ചെയ്തിട്ടുള്ള എയറെ റൂമിലേക്ക് കൊണ്ടുവരുള്ളൂ. ഓക്കെ, അപ്പൊ അതായത് യൂണിറ്ററി എയർ കണ്ടീഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ all the components of the air conditioning systems are arranged from the factory itself. ആ ഫാക്ടറിയിൽ നിന്ന് നമ്മൾ ഇതെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് നമുക്ക് സൈറ്റിൽ വന്നിട്ട് അത് അസംബിൾ ചെയ്യേണ്ട പണി ഉണ്ടാവുള്ളൂ. അതാണ് യൂണിറ്ററി എയർ കണ്ടീഷൻ സിസ്റ്റം. നിങ്ങൾ സ്പ്ലിറ്റ് എ സി ഒക്കെ എങ്ങനെ കൊണ്ടുവരിക? അതിന്റെ ഇൻഡോർ യൂണിറ്റ് കൊണ്ടും ഔട്ട്ഡോർ യൂണിറ്റ് കൊണ്ടും പൈപ്പ് ലൈൻ ഉണ്ടാവും അല്ലേ? അപ്പൊ ഇൻഡോർ യൂണിറ്റ് ഇവിടെ ഫിറ്റ് ചെയ്യും, ഔട്ട്ഡോർ യൂണിറ്റ് ഫിറ്റ് ചെയ്യും, പുറത്തുനിന്ന് അത് പൈപ്പിനുള്ള കണക്ഷൻസ് കൊടുക്കും. അതിനാണ് യൂണിറ്ററി എയർ കണ്ടീഷൻ സിസ്റ്റം പറഞ്ഞത്. സെൻട്രൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതല്ല, ഒരു എൻ്റർ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ്. അപ്പൊ എൻ്റർ ബിൽഡിങ്ങിൽ ടോട്ടൽ കൂളിംഗ് ലോഡ് എത്ര വേണോ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിന് വേണ്ട കണ്ടൻസർ, അതുപോലെ കംപ്രസർ, അതിന് വേണ്ട ചില്ലർ പ്ലാന്റ്, ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഡിസൈൻ ചെയ്തിട്ട് അവിടെ വന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനെ നമ്മൾ സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് എയർ കണ്ടീഷനിങ് ക്ലാസിഫൈ ചെയ്യാം. ഇത് ഒരു പ്രാവശ്യം 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ അക്കോർഡിംഗ് ടു ദ പർപ്പസ്, കംഫർട്ട് എ സി ആൻഡ് ഇൻഡസ്ട്രിയൽ എ സി. According to the season of the year, winter AC, summer AC, year-round AC. According to the arrangement of equipment, unitary air conditioning system and central AC system. Okay. ഇനി ഞാൻ അതൊന്നും കൂടി ഇനി പറയണില്ല. ഇനി നമുക്ക് ജസ്റ്റ് സമ്മർ എ സി, വിന്റർ എ സി, ഇയർ റൗണ്ട് എ സി എന്താണെന്ന് പഠിക്കാം. ഇത് കാരണം സാധാരണ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കണം. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മറ്റേത് എഴുതാൻ എളുപ്പമാണ്. ഇവിടെ നോക്കുക. സമ്മർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിൽ നമുക്ക് എന്താ വേണ്ടത്? അത് മാത്രം പറഞ്ഞത് കിട്ടി. എന്താ സമ്മറിൽ നമ്മൾ എന്താ എയറിനെ കൂൾ ചെയ്യും വേണം, ഡീഹ്യൂമിഡിഫൈ ചെയ്യും വേണം. അപ്പൊ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ വേണ്ടത് ഇവിടെ ഉണ്ടോ നോക്കുക. ആദ്യം എന്താ ഔട്ട്സൈഡ് എയർ വന്നു. ഈ ഔട്ട്സൈഡ് എയറും പിന്നെ നമുക്ക് ഇത് ഒരു സെൻട്രൽ എ സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞിട്ട്, അതായത് നമുക്ക് കൂൾ ചെയ്യേണ്ട റൂമിൽ നിന്നുള്ള എയറും പിന്നെ കുറച്ച് ഫ്രഷ് എയറും കൂടി മിക്സ് ചെയ്തിട്ടാണ് പിന്നെ വരിക. ഓക്കെ, അപ്പൊ കണ്ടീഷൻ സ്പേസ് എന്നുള്ള എയറും ഡാമ്പർ ഉപയോഗിച്ചിട്ട് ഓപ്പൺ ആക്കിയിട്ട് എന്താ ഔട്ട്സൈഡ് എയറും കൂടി മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ടുള്ള എയർ ആദ്യം ഒരു ഫിൽറ്ററിലൂടെ പാസ് ചെയ്യും. ഫിൽറ്ററിലൂടെ പാസ് ചെയ്യുന്നത് എന്തിനാണ്? ഈ ഔട്ട്സൈഡ് എയറിൽ വല്ല ഡസ്റ്റ് പാർട്ടിക്കൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനാണ്. അത് എല്ലാത്തിനും വേണം. അപ്പൊ ഫിൽറ്റർ ചെയ്തിട്ട് വരുന്ന എയറിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കൂൾ ചെയ്യണം. അതിന് കൂളിംഗ് കോയിൽ വേണം. ഈ കൂളിംഗ് കോയിലിൽ കൂളിംഗ് കോയിലിൽ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കൂളിംഗ് കോയിലിന്റെ മുകളിലൂടെ പാസ് ചെയ്യുന്ന എയറിനെ ആ പാസ് ചെയ്യുന്ന എയറിന്റെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിനേക്കാളും കുറക്കാൻ കഴിഞ്ഞ എന്തായി? ആ എയറിലെ മോയ്സ്ചർ കണ്ടന്റ് കണ്ടൻസ് ചെയ്യാൻ തുടങ്ങൂലേ? അങ്ങനെ കണ്ടൻസ് ചെയ്യുന്ന ആ മോയ്സ്ചർ കണ്ടന്റിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഫിൽറ്റർ ഓർ പെർഫറേറ്റഡ് മെംബ്രെയിൻ വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ കൂൾ ചെയ്തിട്ട് വരുന്ന എയർ എന്നുള്ള മോയ്സ്ചർ കണ്ടന്റും കൂടി റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ പറഞ്ഞ പ്രോസസ്സും കഴിഞ്ഞു. അപ്പൊ കൂൾഡ് ആൻഡ് ഡീഹ്യൂമിഡിഫൈഡ് എയർ ആണ് ഇങ്ങോട്ട് എത്തുമ്പോൾ വരിക. പിന്നെ ഞാൻ ഇവിടെ ഒരു ഹീറ്റിംഗ് കോയിൽ കൊടുത്തിട്ടുള്ളത് എന്തിനായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? രണ്ടാമത് ഞാൻ ഇവിടെ ഒരു ഹീറ്റിംഗ് കോയിൽ കൊടുത്തിട്ടുണ്ട്. അതെന്തിനായിരിക്കും? ടെമ്പറേച്ചറിലാ വേണ്ടെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെയല്ല, എന്താ വെച്ചാല് നമ്മളിവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ എയറിനെ ഡീഹ്യൂമിഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എയറിന്റെ ടെമ്പറേച്ചർ നല്ലോണം കുറക്കണം. ഒരു 5 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ കുറക്കണം. പക്ഷെ ആ 5 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് പുറത്തേക്ക് വരേണ്ട ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആ 5 ഡിഗ്രി സെൽഷ്യസിലുള്ള എയറിനെ കുറച്ചൊന്ന് റീഹീറ്റ് ചെയ്തെടുത്തിട്ട് ഒരു 10 ഡിഗ്രി 15 ഡിഗ്രി ഒക്കെ ആക്കിയിട്ട് നമ്മൾ സപ്ലൈ ചെയ്യാം. ഓക്കെ, കാരണം കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആ എയറിന്റെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിലേക്ക് കൂൾ ചെയ്യണം.
അപ്പോൾ ആ കൂൾ ചെയ്താൽ മാത്രം അതുകൊണ്ട് എന്ത് ചെയ്യണം, പക്ഷെ ആ കൂൾ ചെയ്തിട്ടുള്ള എയറിന്റെ അത്രയും ടെമ്പറേച്ചറിൽ എയർ നമുക്ക് റൂമിലേക്ക് കൊടുക്കണ്ട. അപ്പൊ അതിനെ രണ്ടാമത് റീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഹീറ്റിംഗ് കോയിലൂടെ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ പക്ഷെ വല്ലാതെ കൂട്ടല്ല ഞാൻ പറഞ്ഞത്, ആ നമുക്ക് വേണ്ട ഉദ്ദേശിച്ച ടെമ്പറേച്ചറിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ടെമ്പറേച്ചർ റൈസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ബ്ലോവർ വെച്ചിട്ട് ആ കോൾഡ് എയറിന് സപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് സമ്മർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ വേണം? ആദ്യം മിക്സ് ചെയ്തിട്ടുള്ള എയർ വരുന്നു, ഒരു ഫിൽറ്റർ, ഒരു കൂളിംഗ് കോയിൽ കൂടുതൽ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിൽറ്റർ വേണം. ആ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്യാൻ ഫിൽറ്റർ ഉണ്ടാവും. അത് കഴിഞ്ഞ് റീഹീറ്റ് ചെയ്യണം. റീഹീറ്റ് ചെയ്തിട്ട് ബ്ലോവർ സപ്ലൈ നോക്കണം. ഇനി നോക്ക് വിന്റർ എയർ കണ്ടീഷനിങ് നോക്ക്. വിന്റർ എയർ കണ്ടീഷനിങ് എന്താണ്? ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫൈ, അതല്ലേ വേണ്ടത്. അപ്പോൾ ഹീറ്റിംഗ് ആൻഡ് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നോക്ക്, ആ ഡാമ്പർ ഉണ്ട്, ഡാമ്പറിലൂടെ എയർ വരുന്നുണ്ട്. നമുക്ക് റൂമിൽ നിന്ന് എല്ലാ എയറും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ആദ്യം ഫിൽറ്ററിൽ പോകും. ഫിൽറ്റർ ചെയ്തിട്ട് ആദ്യം എന്താ ചെയ്യണേ? ഒരു പ്രീ ഹീറ്ററിൽ കൊടുക്കും. പ്രീ ഹീറ്ററിൽ കൊടുത്തിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ആ എയർ പിന്നെ നമ്മൾ ഹ്യൂമിഡിഫൈ ചെയ്യുക. ആദ്യം പ്രീ ഹീറ്റ് ചെയ്തിട്ടില്ലാണ്ടെങ്കിൽ ഹ്യൂമിഡിഫൈ ചെയ്യുന്ന സമയത്ത് എന്താവും, ആ മോയ്സ്ചർ കണ്ടന്റ് ചിലപ്പോൾ ഫ്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നല്ല കൂളായിട്ടുള്ള എയറാണ് വരിക. ആ എയറിനെ നമുക്ക് വാമാക്കേണ്ടത് വിന്റർ എയർ കണ്ടീഷനിങ്. അപ്പൊ ആ കൂളായിട്ടുള്ള എയറിനെ ആദ്യം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു ഹ്യൂമിഡിഫയർ ഉപയോഗിച്ചിട്ട് എന്താ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതാണ് ഹ്യൂമിഡിഫയർ. എന്തിനാണ്? ഒരു വാട്ടർ സ്പ്രേ ചെയ്യാനുള്ളതാണ്. അപ്പൊ എന്താവും, ആ എയറിൽ ഹീറ്റ് ചെയ്തു, ഒന്ന് ഹ്യൂമിഡിഫൈ ചെയ്തു. പിന്നെ രണ്ടാമത് ഫൈനൽ റീഹീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ടെമ്പറേച്ചറിലേക്ക് എത്തുക. അപ്പൊ ഇവിടെ എന്ത് പ്രോസസ്സ് നടന്നു? ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫൈ എന്ന പ്രോസസ്സ് നടന്നു. അങ്ങനെ ഹീറ്റഡ് ആൻഡ് ഹ്യൂമിഡിഫൈഡ് എയർ വിൽ ബി പാസസ് ടു ദ കണ്ടീഷൻഡ് എയർ ബൈ യൂസിങ് ദിസ് ബ്ലോവർ. ഓക്കെ, അപ്പൊ അതിനുള്ള കമ്പോണൻസ് ഇവിടെ ഉണ്ടോ നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? സമ്മർ എ സിയും വിന്റർ എ സിയും കൂടി കമ്പയർ ചെയ്താൽ മതി. സമ്മർ എ സിയിലായാലും വിന്റർ എ സിയിലായാലും ഇവിടെ ഫിൽറ്റർ ഉണ്ടാവും. പിന്നെ വിന്റർ എ സിയിൽ ഇവിടെ പ്രീ ഹീറ്റർ കോയിലാണെന്നുണ്ടെങ്കിൽ സമ്മർ എ സിയിൽ ഇവിടെ എന്താ കൂളിംഗ് കോയിലാണ്. പിന്നെ ഇവിടെ ഹ്യൂമിഡിഫയർ ഉണ്ട്. ആ ഹ്യൂമിഡിഫയർ പക്ഷേ സമ്മർ എ സിയിൽ ആവശ്യമില്ല. അതിന് പകരം ഇവിടെ ഫിൽറ്റർ ആണ് വെച്ചിട്ടുണ്ടാവും. കാരണം എന്താണ്? ആ ഡീഹ്യൂമിഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടിലും പ്രീ ഹീറ്റർ വെച്ചിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ സമ്മർ എ സിയിലാണെങ്കിൽ കൂടുതൽ കൂൾ ചെയ്ത എയറിനെ കുറച്ചൊന്ന് ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വിന്റർ എ സിയിലാണെങ്കിൽ ആൾറെഡി ഹീറ്റ് ചെയ്ത എയറിനെ ഒന്നും കൂടി റീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് സമ്മർ എ സിയും വിന്റർ എ സിയും. ഇനി ഈ പറഞ്ഞ ഇതെല്ലാം കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായി? ഇയർ റൗണ്ടായി. അതായത് നോക്ക് എന്താണ് ഉള്ളത്, ഇവിടെ ഒരു ഫിൽറ്റർ ഉണ്ട്. അത് സമ്മർ എ സിയിലാണെന്നുണ്ടെങ്കിൽ കൂളിംഗ് കോയിൽ വർക്ക് ചെയ്യും. പിന്നെ ഇവിടെ ഇപ്പുറത്ത് എന്താ ഉള്ളത്? ഹീറ്റിംഗ് കോയിലാണ്. ഒരു ഹ്യൂമിഡിഫയർ ഉണ്ട്. അപ്പൊ ഒരു കൂളിംഗ് കോയിൽ, ഒരു ഹ്യൂമിഡിഫയർ, ഒരു ഹീറ്റിംഗ് കോയിൽ ഇത് എന്നുണ്ടെങ്കിൽ എന്തായി? ഇയർ റൗണ്ട് എ സി സിസ്റ്റം ആയി. അത് സമ്മർ എ സിയിലാണെന്നുണ്ടെങ്കിൽ എന്താവും? സമ്മർ എയർ കണ്ടീഷനാണെങ്കിൽ ഈ ഹീറ്റിംഗ് കോയിലും ഹ്യൂമിഡിഫയറും വർക്ക് ചെയ്യില്ല. പകരം ജസ്റ്റ് ഈ കൂളിംഗ് കോയിൽ മാത്രം വർക്ക് ചെയ്യും. ആ സമയത്ത് ഈ എയർ പാസ് ചെയ്യുന്ന സമയത്ത് കൂളിംഗ് നടക്കും. പിന്നെ അത് വിന്റർ എ സിയിലാണെന്നുണ്ടെങ്കിൽ കൂളിംഗ് കോയിൽ വർക്ക് ചെയ്യില്ല. അതിന് പകരം ഈ എയർ പാസ് ചെയ്യുന്ന സമയത്ത് ഹ്യൂമിഡിഫയറും ഹീറ്റിംഗ് കോയിലും വർക്ക് ചെയ്യും. എയറിന് ഹീറ്റ് ചെയ്യും, ഹ്യൂമിഡിഫൈ ചെയ്യും. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇയർ റൗണ്ട് എയർ കണ്ടീഷൻ സിസ്റ്റം. ഈ മൂന്നെണ്ണത്തിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. 99% ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഒന്നുകിൽ സമ്മർ എ സി, അല്ലെങ്കിൽ വിന്റർ എ സി, അല്ലെങ്കിൽ ഇയർ റൗണ്ട് എ സി. ഒന്ന് വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം അത് ഒപ്പിച്ചു വെക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഏകദേശം സാറന്മാർ ഏകദേശം ഇങ്ങനെയൊക്കെ ഉണ്ട്, ഈ പറഞ്ഞ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും 50% മാർക്കെങ്കിലും നമുക്ക് തരും. അതോടൊപ്പം തന്നെ ആ വർക്ക് ചെയ്യുന്ന എന്തായാലും സമ്മറിലാണെങ്കിൽ ആ പ്രോസസ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. സമ്മറിലാണെങ്കിൽ കൂളിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ ആണ്, വിന്ററിലാണെങ്കിൽ ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫൈയിങ് ആണ്. ഇത് രണ്ടും നടക്കുകയാണെങ്കിൽ ഇയർ റൗണ്ട് സിസ്റ്റം. ഓക്കെ, ഇനി പിന്നെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള വിൻഡോ എ സി ആണ്. അത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളഞ്ഞില്ല. നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഇട്ടിട്ടുള്ള നോട്ടിലുണ്ട് വിൻഡോ എ സിൻ്റെ വർക്കിംഗ്. പിന്നെ പാക്കേജ് എ സി എന്താണെന്നുള്ളത് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് 5 ടണ്ണിൻ്റെയും 20 ടൺ, ഒരു 5 ടൺ അപ് ടു 5 ടൺ കപ്പാസിറ്റി വരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് എ സിയോ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് സ്പ്ലിറ്റ് എ സീസ്, ഒന്നിൽ കൂടുതൽ സ്പ്ലിറ്റ് എ സി ഒക്കെ ഉപയോഗിക്കാം. 5 ടൺ മുതൽ 20 ടണ്ണിനേക്കാൾ മുകളിൽ കപ്പാസിറ്റി ആണെന്നുണ്ടെങ്കിൽ കൂളിംഗ് ലോഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെൻട്രൽ എ സിയിലേക്ക് പോകും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ്, ഇൻ ബിറ്റ്വീൻ 5 ആൻഡ് 20 ടൺ കപ്പാസിറ്റി ആണെങ്കിലാണ് നമ്മൾ പാക്കേജ് എ സി ഉപയോഗിക്കുക. അതായത് നമുക്കൊരു ഏകദേശം ഗ്രൗണ്ട് ഫ്ലോറും അതുപോലെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറുള്ള റൂം,
ഒരു 4 ബെഡ്റൂം ഒന്നിച്ചുണ്ട്. ഈ 4 ബെഡ്റൂമിലും നമുക്ക് കൂളിംഗ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് പാക്കേജ് എ സി. അപ്പോൾ നമ്മൾ റൂഫിൽ എന്ത് ചെയ്യുക, ഒരു പാക്കേജ് എ സി യൂണിറ്റ് വെച്ചിട്ട് അവിടുന്ന് ഓരോ റൂമിൽ നിന്നുള്ള എയർ, അതായത് നമുക്ക് ഫൗൾ എയർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഈ മുകളിലുള്ള എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് ഉണ്ടാവും പാക്കേജ് എസിൻ്റെ. ഈ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് പോയിട്ട് കൂൾ ചെയ്തിട്ട് തിരിച്ച് ഓരോ റൂമിലേക്കും ഡക്റ്റ് വഴി സപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്നത് പാക്കേജ് എ സി എന്ന് പറയുന്നത്. ഇനി ഇതൊന്നും കൂടി കപ്പാസിറ്റി കൂടുകയാണെങ്കിൽ സെൻട്രൽ എ സി സിസ്റ്റമായി. അപ്പോൾ സെൻട്രൽ എ സി സിസ്റ്റത്തിൽ തന്നെ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ എന്താണ് എക്സ്ട്രാ എന്താണ്, ബാക്കി വേപ്പർ കംപ്രഷൻ സിസ്റ്റം ഇവിടെ ഒരു കംപ്രസർ ഇതാ കാണുന്നു, ഒരു കണ്ടൻസർ ഇതാ, എക്സ്പാൻഷൻ വാൾവ് ഇതാ. ഇവാപ്പറേറ്ററിന് പകരം ഒരു ചില്ലർ യൂണിറ്റ് ആണ്. ഈ സർക്കിൾ കാണിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ അത് റെഫ്രിജറൻ്റ് ആണ്. ഈ ചില്ലർ യൂണിറ്റിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ റെഫ്രിജറൻ്റ് ഉപയോഗിച്ചിട്ട് വാട്ടറിനെ കൂൾ ചെയ്യാൻ, ചിൽഡ് വാട്ടറാണ്. ഈ ചിൽഡ് വാട്ടർ ചില്ലർ പ്ലാന്റിൽ നിന്നുള്ള ഈ ചിൽഡ് വാട്ടറാണ് നമുക്ക് എന്താ വെച്ചാൽ ചിൽഡ് വാട്ടറാണ് ഓരോ ഫ്ലോറിലുള്ള എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റിലേക്ക് പോകുന്നത്. അങ്ങനെയല്ല, ആ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് പോയിട്ട് എന്താവും, എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് പോയിട്ട് അവിടുന്ന് റൂം നമുക്ക് കണ്ടീഷൻ ചെയ്യേണ്ട ഓരോ റൂം ഇതാണ്. ആ റൂമിൽ നിന്ന് വരുന്ന റിട്ടേൺ എയർ വരും. ആ റിട്ടേൺ എയർ എന്ത് ചെയ്യും, ഈ നമുക്ക് എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് പോയിട്ട് ഈ ട്യൂബിൻ്റെ ഉള്ളിലൂടെ എന്താ പാസ് ചെയ്യുക, ചിൽഡ് വാട്ടറെ പാസ് ചെയ്യുക. ഈ ചിൽഡ് വാട്ടറിലെ ട്യൂബിൻ്റെ മുകളിലൂടെ എയർ പാസ് ചെയ്ത് കഴിഞ്ഞാലും എയർ കൂളായിക്കോളും. അങ്ങനെ ആ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് പോയിട്ട് കൂൾ ചെയ്തിട്ടുള്ള എയർ എടുത്തിട്ട് നേരെ ഓരോ റൂമിലേക്കും സപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 റെഫ്രിജറൻ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് പ്രൈമറി റെഫ്രിജറൻ്റ് ആയിട്ടുള്ള നോർമൽ റെഫ്രിജറൻറ്റും സെക്കൻഡറി റെഫ്രിജറൻ്റ് ആയിട്ട് എന്താ വാട്ടർ, ചില്ലർ പ്ലാന്റ് പോയിട്ട് ചിൽഡ് വാട്ടർ. ഈ ചിൽഡ് വാട്ടർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്താ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് പോയിട്ട് എയറിന് പിന്നെയും കൂൾ ചെയ്തിട്ട് റൂമിലേക്ക് കൊടുക്കുന്നത്. അപ്പം ഈ കമ്പോണൻ്റ് ഒക്കെ ഒരു 10 നിലയുള്ള ബിൽഡിംഗ് ആണെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും എന്തുണ്ടാവുക, നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കംപ്രസറും കണ്ടൻസറും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ വാട്ടർ കൂൾഡ് കണ്ടൻസർ ആവും. അപ്പം നല്ല ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേണ്ടിയിട്ടും ഈ അധികം കൂടുതലായിട്ട് ഉപയോഗിക്കൽ നമുക്ക് ഇവിടെ ഏതാണ്ട് സ്ക്രൂ കംപ്രസർ ആവും. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന കൂളിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പിന്നെ വാട്ടറിനെ കണ്ടൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കണ്ടൻസർ യൂണിറ്റ് ഉണ്ടാവും. ഈ കണ്ടൻസർ യൂണിറ്റിൽ കൂളിംഗ് വാട്ടർ ഉപയോഗിക്കുമ്പോൾ ആ കൂളിംഗ് വാട്ടർ എന്താവും, വാമാവും. ആ വാട്ടർ നമുക്ക് ഇഷ്ടംപോലെ വാട്ടർ ഉണ്ടാവില്ല. നമ്മൾ കാറിലൊക്കെ ഉപയോഗിക്കുന്ന റേഡിയേറ്റർ പോലെ എന്താവും, അതിനെ കൂൾ ചെയ്തിട്ട് നമ്മൾ റീസർക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് കൂളിംഗ് ടവർ ഉണ്ടാവും. എല്ലാ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കാണാം, നമുക്ക് കൂളിംഗ് ടവർ കാണാം. ആ കൂളിംഗ് ടവർ പോയിട്ട് കൂൾ ചെയ്തിട്ടാണ് പിന്നെ താഴേക്ക് കണ്ടൻസറിലേക്ക് വാട്ടർ വരിക. അപ്പോൾ ഈ ഒരു സിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക, പഠിക്കുക. ചിലപ്പോൾ സെൻട്രൽ എ സി ഇതിൽ ഞാൻ എഴുതി വെച്ചു. ഇതിൽ സെൻട്രൽ എ സി, സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം, വിന്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം, ഇയർ റൗണ്ട് എ സി സിസ്റ്റം. ഈ 4 നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും. ഞാനാണ് പറഞ്ഞത്, എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത്. ഇനി ലാസ്റ്റ് 1 and only 1 പോയിന്റ്, അതായത് കൂളിംഗ് ലോഡ് കാൽക്കുലേഷൻ എന്ന് പറയാം. ആ ഒരു തിയറിയും കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നിർത്തുകയാണ്. കൂളിംഗ് ലോഡ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ബിൽഡിങ്ങിലേക്ക് നമ്മൾ പറഞ്ഞു കൂൾ ചെയ്യാന്ന് പറയാം. കൂളിംഗ് ലോഡ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ടു ബി റിമൂവ്ഡ് ഫ്രം ദ സ്പേസ് ടു ബി കൂൾ. ഒരു 5 സ്റ്റാർ ഹോട്ടലാണെങ്കിൽ ആ 5 സ്റ്റാർ ഹോട്ടലിലുള്ള എല്ലാ റൂമിലെയും കൂടി നമുക്ക് എത്ര ടോട്ടൽ ഹീറ്റ് റിമൂവ് ചെയ്യണം, അതാണ് നമ്മൾ എന്ത് പറയുന്നത് കൂളിംഗ് ലോഡ് എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ടോട്ടൽ കൂളിംഗ് ലോഡ് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഈ കൂളിംഗ് ലോഡ് എന്ന് പറയുന്നതിനാണ് ഹീറ്റ് ഗെയിൻ എന്ന് പറയാം. അതായത് ഈ ഓരോ ഡിഫറെൻറ്റ് റൂംസിലേക്കും പല സോഴ്സും നിന്നാണ് നമുക്ക് ഹീറ്റ് ഗെയിൻ ചെയ്യുന്നത്. ആ ഗെയിൻ ചെയ്യുന്ന ഹീറ്റാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ കൂളിംഗ് ലോഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൂളിംഗ് ലോഡ് അല്ലെങ്കിൽ ഹീറ്റ് ഗെയിൻ ക്യാൻ ബി മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു 2. One is sensible heat gain and second one is latent heat gain. And what are the sources of sensible heat gain and what are the sources of latent heat gain? ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് ഏതൊക്കെ ചാനൽ വഴി നമുക്ക് സെൻസിബിൾ ഹീറ്റ് ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, 1 by 1 ആയിട്ടൊന്ന് നോക്കിക്കേ. ഇത് 7 മാർക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കും. എക്സ്പ്ലെയിൻ ദ കമ്പോണൻസ് ഓഫ് കൂളിംഗ് ലോഡ്. സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് കൂളിംഗ് ലോഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് ഇങ്ങനെ എഴുതാം. കൂളിംഗ് ലോഡ് എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ഹീറ്റ് ടു ബി റിമൂവ്ഡ് ഫ്രം ദ സ്പേസ് ടു ബി കൂൾഡ്. അത് മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സെൻസിബിൾ ഹീറ്റ് ഗെയിനും രണ്ടാമത്തെ ലേറ്റന്റ് ഹീറ്റ് ഗെയിനും. അതിൽ വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് സെൻസിബിൾ ഹീറ്റ് ഗെയിൻ ഒന്ന് നോക്കി. സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ വെൻ ദർ ഇസ് എ ഡയറക്റ്റ് അഡീഷൻ ഓഫ് ഹീറ്റ് ടു ദ എൻക്ലോസ്ഡ് സ്പേസ്
എ ഗെയിൻ ഇൻ ദ സെൻസിബിൾ ഹീറ്റ് ഈസ് സെഡ് ടു ബി ഒക്കർ. അതായത് നമ്മൾ കൂൾ ചെയ്യേണ്ട റൂമിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഹീറ്റ് അഡീഷൻ ഉണ്ടെങ്കിൽ, ഹീറ്റ് അഡീഷൻ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ ഒരു സെൻസിബിൾ ഹീറ്റ് ഗെയിൻ ഉണ്ടായിട്ടുണ്ട്. ഈ സെൻസിബിൾ ഡയറക്റ്റ് ഹീറ്റ് അഡീഷൻ എവിടെ നിന്നൊക്കെ ഉണ്ടാവും അതൊന്ന് ലിസ്റ്റ് ചെയ്താൽ മതി. ഏതൊക്കെ? ഒന്ന്, സോളാർ റേഡിയേഷൻ ത്രൂ റൂഫ്സ്, വാൾസ്, ഗ്ലാസ് വഴി സോളാർ റേഡിയേഷൻ വഴി ഹീറ്റ് കിട്ടാം, അതൊന്ന്. രണ്ട്, ട്രാൻസ്മിഷൻ ഹീറ്റ് ഗെയിൻ ത്രൂ പാർട്ടീഷൻ, വാൾസ്, സീലിംഗ്, ഫ്ലോർ. നമുക്കറിയാം പുറത്ത് നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ഈ വാൾസ് വഴി എന്താവും അവിടെ ഇങ്ങോട്ട് ഹീറ്റ് ട്രാൻസ്ഫറിങ് നടക്കും, ഇല്ലേ? അതുപോലെ മുകളിലുള്ള റൂമിൽ എ സി ഇല്ല, താഴെ റൂമിൽ എ സി കിട്ടുന്നുണ്ടെങ്കിൽ മുകളിൽ നിന്നുള്ള റൂമിലെ കോൺക്രീറ്റ് വഴി താഴേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാം. അതുകൊണ്ടാണ് അതിനെ ട്രാൻസ്മിഷൻ ഹീറ്റ് ഗെയിൻ പറഞ്ഞത്. മൂന്നാമത്തെ, ഇന്റേണൽ ഹീറ്റ് ഗെയിൻ ഫ്രം പവർ, ലൈറ്റ്, ഫാൻസ്, അപ്ലയൻസ്. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന റൂമിൽ ഫാനും ലൈറ്റും ഒക്കെ ഉണ്ടാവും, അതിന്റെ പിന്നെ വാട്ടേജ് ഉണ്ടാവും, അതിനെ കറസ്പോണ്ടിങ് ആ ഓരോ എക്യുപ്മെന്റും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റും ഓരോ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇന്റേണൽ ഹീറ്റ് ഗെയിൻ പറഞ്ഞത്. ദെൻ ദ ഹീറ്റ് ലിബറേറ്റഡ് ബൈ ദ ഒക്യുപ്പൻസ്. നമ്മൾ ആ റൂമിലുള്ള ഓരോ ആളുകളെയും ബോഡി ഹീറ്റ്, അതാണ് ഹീറ്റ് ലിബറേറ്റഡ് ബൈ ദ ഒക്യുപ്പൻസ്. പിന്നെ സപ്ലൈ ഡക്ട് ഹീറ്റ് ഗെയിൻ, സപ്ലൈ ഡക്ട് ലീക്കേജ് ലോ. നമുക്ക് സെൻട്രൽ എ സി സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ആ ഡക്ട് സിസ്റ്റം വരുന്ന വഴി, പുറത്തുനിന്ന് വരുന്ന വഴി ആ സപ്ലൈ ഡക്റ്റിലൂടെ ഒരു ഹീറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സപ്ലൈ ഡക്ട് ഹീറ്റ് ഗെയിൻ പറഞ്ഞത്. പിന്നെ അടുത്തത്, ഹീറ്റ് ക്യാരിഡ് ബൈ ദ ഔട്ട്സൈഡ് എയർ വിത്ത് വിച്ച് ലീക്സ് ഇൻ ത്രൂ ക്രാക്സ് ഇൻ ഡോർസ്, വിൻഡോസ് ആൻഡ് ത്രൂ ദ ഫ്രീക്വന്റ് ഓപ്പണിംഗ്. നമ്മൾ എപ്പോഴും ആ കൂളായി കിടക്കുന്ന റൂം അടച്ചിടുവോ? ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ഡോർ തുറക്കുക അടക്കുകയൊക്കെ ചെയ്യില്ലേ? When the door is opening and closing, there may be chance for infiltration of outsider into the inside room. Okay, അതായത് നമുക്കറിയാം നമ്മൾ ഡോർ തുറക്കുന്ന സമയത്ത് എന്താ പുറത്ത് ചിലപ്പോൾ ഹോട്ട് എയർ ആവും, ആ ഹോട്ട് എയർ ഉള്ളിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആ എയർ വഴി വരുന്ന എയർ അതും സെൻസിബിൾ ഹീറ്റിന് എക്സാമ്പിൾ ആണ്. അത് കൂടാതെ അഡീഷണൽ ഹീറ്റ് ഗെയിൻ അൺഅക്കൗണ്ടഡ് എബോ. ഇത്രയും ദീസ് ആർ ദ സോഴ്സസ് ഓഫ് സെൻസിബിൾ ഹീറ്റ് ഗെയിൻ. അപ്പോൾ എന്തൊക്കെയാണ്? റൂഫ്, വാള്, ഗ്ലാസ് വഴി വരുന്നത്, പാർട്ടീഷൻ വാൾ വഴി വരുന്നത്, പിന്നെന്താണ് ലൈറ്റ്, ഫാന്, പവർ സിസ്റ്റം വഴി വരുന്നത്, ഒക്യുപ്പൻസ് ആ റൂമിലുള്ള ആളുകൾ വഴി വരുന്നത്, പിന്നെ സപ്ലൈ ഡക്റ്റ് വഴി വരുന്നത്, പിന്നെ വെച്ചാൽ നമ്മൾ ഡോർ തുറക്കുക അടക്കുക, അത് ആലോചിച്ചാൽ മതി. തുറക്കുക അടക്കുന്ന സമയത്ത് ഇൻഫിൽട്രേറ്റ് എയർ വരുന്ന സമയത്ത് ഒക്കെ വരുന്നത്, ഇത് കൂടാതെ ഉള്ളത്. ഓക്കെ, ഇനി ലേറ്റന്റ് ഹീറ്റ് ഗെയിൻ പറഞ്ഞ എന്താണ്? When there is an addition of water vapor to the air of enclosed space, a gain in latent heat is said to be okay. എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ ആ റൂമിലേക്ക് വാട്ടർ വേപ്പർ ആഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു ഹീറ്റ് ഗെയിൻ ഉണ്ടാവും. ഞാൻ അതല്ല പറഞ്ഞത്, നല്ല ഹീറ്റ് ഗെയിൻ, നല്ല എന്താണ് മോയ്സ്ചർ കണ്ടന്റുള്ള സമയത്ത് നമുക്ക് ഒന്നുകൂടി ഹ്യൂമിഡിറ്റി കണ്ടന്റ് കൂടുമ്പോൾ ചൂട് കൂടിയതായ പോലെ ഫീൽ ചെയ്യും. അതെന്താണ്? ലേറ്റന്റ് ഹീറ്റ് ഗെയിൻ ഉണ്ടാവുന്നതുകൊണ്ടാണ്. അപ്പം ആ ലേറ്റന്റ് ഹീറ്റ് ഗെയിൻ ഏതൊക്കെ ചാൻസസിൽ വരാൻ ചാൻസ് ഉണ്ട്? എന്തൊക്കെയാണ്? The heat gain due to condensation of moisture from occupants, cooking of foods in the combined space. അതായത് നമ്മുടെ ഒക്യുപ്പൻസ്, നമ്മുടെ റൂമിലുള്ള ആളുകളെ പിന്നെ വേർത്തിട്ട് വന്നിരുന്നു കഴിഞ്ഞാൽ മോയ്സ്ചർ കണ്ടൻസ് ചെയ്യുമ്പോൾ വരും. അതുപോലെ ആ റൂമിൽ നമുക്ക് കാരണം 5 സ്റ്റാർ എ സിൻ്റെ ഒക്കെ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ കിച്ചൺ വരെ എന്താവും എ സി ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് എന്താവും, ആ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ടുള്ള മോയ്സ്ചർ കണ്ടന്റോട് ഇതുണ്ടാവും. പിന്നെ രണ്ടാമത്തെ, ഹീറ്റ് ഗെയിൻ ഡ്യൂ ടു മോയ്സ്ചർ ഇൻ ദ ഔട്ട്സൈഡ് എയർ എൻട്രിങ് ബൈ ഇൻഫിൽട്രേഷൻ. നമ്മൾ പറഞ്ഞു ഈ ഡോർ തുറക്കുക അടക്കുന്ന സമയത്ത് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന എയറിൽ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലാവും, അപ്പോൾ അതുകൊണ്ട് ഒരു ഹീറ്റ് ആഡ് ചെയ്യും. പിന്നെ ദ ഗെയിൻ ഡ്യൂ ടു മോയ്സ്ചർ പാസിംഗ് ഡയറക്ട്ലി ഇൻ ടു ദ കണ്ടീഷൻ സ്പേസ് ത്രൂ വാൾസ് ആൻഡ് പാർട്ടീഷൻ വാൾസ് വഴി മോയ്സ്ചർ ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഹീറ്റ് ഗെയിൻ ഡ്യൂ ടു ഡിഫൻസ് ഓഫ് ഹീറ്റ് ഹ്യൂമിഡിറ്റി. ഔട്ട്സൈഡ് എയറും ഇൻസൈഡ് എയറും തമ്മിൽ ഹ്യൂമിഡിറ്റി ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹീറ്റ് ഗെയിൻ ഉണ്ടാവും. അപ്പോൾ ദീസ് ആർ ദ സോഴ്സസ് ഓഫ് ലേറ്റന്റ് ഹീറ്റ് ഗെയിൻ. അപ്പോൾ ഈ ടോട്ടൽ സെൻസിബിൾ ഹീറ്റ് ഗെയിനും ലേറ്റന്റ് ഹീറ്റ് ഗെയിനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? റൂം ടോട്ടൽ ഹീറ്റായി. അത്രേ ഉള്ളൂ. അപ്പം ഈ സോഴ്സസ് ഒക്കെ കൂടിയുള്ള ഈ ഏതൊക്കെ സോഴ്സ് വഴിയുള്ള ഹീറ്റ് ഗെയിൻ കണ്ടുപിടിക്കുകയാണ് നമ്മൾ കൂളിംഗ് ലോഡ് എസ്റ്റിമേഷനിൽ ചെയ്യുന്നത്. അതാണ് നമ്മൾ ഡിസൈനിങ് കൂളിംഗ് ലോഡ് എസ്റ്റിമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലുള്ള പ്രോബ്ലം ചെയ്യാനെടുക്കേണ്ട അഭിപ്രായം നിങ്ങൾക്ക് ചെയ്തിട്ട് കാര്യമില്ല, ലെങ്തി പ്രോബ്ലം ആണ്. അപ്പോൾ അത് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമല്ല. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ ചോദിക്കാവുന്ന ഒരു ചാൻസ് ആണ്, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഹീറ്റ് ഗെയിൻ ഓർ കൂളിംഗ് ലോഡ് കാൽക്കുലേഷൻ. ഏതൊക്കെയാണ്? സെൻസിബിൾ ഹീറ്റ് ഗെയിനും ലേറ്റന്റ് ഹീറ്റ് ഗെയിനും. സെൻസിബിൾ ഹീറ്റ് ഗെയിൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്, ലേറ്റന്റ് ഹീറ്റ് ഗെയിൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. ഇത്ര ഉള്ളൂ. ഇനി ബാക്കിയുള്ളതൊന്നും ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതോടുകൂടി 4ാമത്തെ മൊഡ്യൂളും നമ്മൾ കംപ്ലീറ്റ് ആക്കി. 4ാമത്തെ മൊഡ്യൂള് നമ്മൾ സൈക്കോമെട്രിക് ചാർട്ട്, എയർ കണ്ടീഷനിങ് ആണ് കാര്യങ്ങൾ പറഞ്ഞത്. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ നമുക്ക് ഞാൻ നിങ്ങളെ
ഒരിക്കലും നിങ്ങൾക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം അതൊന്നും കൂടി കൺഫ്യൂസിങ് ആണ്. അത് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന, കാരണം അതിൽ കൂടുതൽ പ്രോബ്ലമാണ്. സാധാരണ അങ്ങനെ ഒരിക്കലും പ്രോബ്ലമാറ്റിക് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല. നമ്മൾ ഇത്രയും എൻ്റെ അനുഭവത്തിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ വരില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണ്ട. നമ്മൾ എന്ത് വെച്ചാൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ജസ്റ്റ് ഞാൻ തൊട്ട് മുമ്പത്തെ 2015 റിവിഷന്റെ നിങ്ങൾക്ക് 1, 3, 7 ആണെങ്കിൽ അവർക്ക് 2, 6, 8, 7 ഇങ്ങനെയാണ്. 2, 6, 15 ആ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 8, 7 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തേ ഉള്ളൂ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉള്ളൂ. ബാക്കിയെല്ലാം ഒരേപോലെ തന്നെയാണ്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വേണമെങ്കിൽ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ, റെഡി അല്ലേ? റെഡി ആണെങ്കിൽ റെഡി എന്ന് പറഞ്ഞോ. ഓക്കെ സാർ, ഓക്കെ. ആ, അപ്പൊ നമ്മള് ലാസ്റ്റ് ഇപ്പൊ നോക്കട്ടെ, ഒരു നവംബർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ 2000 നവംബർ 2020 ഇപ്പൊ ഈ ലാസ്റ്റ് നടന്ന എക്സാം ഉണ്ടല്ലോ, നവംബർ 2015 റിവിഷൻകാരുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്തു നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ഇത് കാണിച്ച് 100 മാർക്കാണ്, നിങ്ങൾക്ക് എത്രയാണ്? 75 മാർക്കാണ്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. നോക്ക്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതൊക്കെ ഒന്ന് വായിച്ചേ. എന്താണ്? ഡിഫൈൻ ദ ടേം ടൺ ഓഫ് റെഫ്രിജറേഷൻ. ഞാൻ അത് പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് അറിയാലോ. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ കോൺസ്റ്റന്റ് ഓഫ് പെർഫോമൻസ് ഓഫ് എ റെഫ്രിജറേറ്റിംഗ് മെഷീൻ? COP എന്താണെന്നപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇതന്നെ 2 മാർക്കിനും ചോദിക്കാം, 1 മാർക്കിനും ചോദിക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഒന്ന് വായിച്ചേ, ഇത് ഈ കാണുന്നവർ ആരെങ്കിലും ഒന്ന് വായിച്ചേ. ഡിഫൈൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി റെഫ്രിജറന്റ്. എന്താണ് നമ്മളാ പറഞ്ഞത്? പ്രൈമറി എന്താ, സെക്കൻഡറി എന്താ പറഞ്ഞത്? വല്ലതും ഓർമ്മ ഉണ്ടോ നോക്കാം. സെക്കൻഡറി റെഫ്രിജറന്റ് ആദ്യം കേട്ടിട്ടുണ്ടായിരുന്നോ ക്ലാസ്? സെക്കൻഡറി റെഫ്രിജറന്റ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? ബ്രൈൻ സൊല്യൂഷൻ അല്ലേ? ഓക്കെ, അപ്പൊ അതാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി റെഫ്രിജറന്റ് എന്നുള്ള ഉദ്ദേശിച്ചത്. നമ്മൾ ഇപ്പൊ പറഞ്ഞു പോയ കാര്യം തന്നെയാണ്. വാട്ട് ഡു യു മീൻ ബൈ സൈക്രോമെട്രി? ആർക്കും എഴുതിക്കൂടെ എന്താണ് സൈക്രോമെട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. പിന്നെ അഞ്ചാമത് എന്താ ചോദിച്ചത്? ഡിഫൈൻ ദ ടേം HVAC. എന്താണ് HVACന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞേ? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. ഓക്കെ, ഇത്ര ഉള്ളൂ കാര്യങ്ങൾ. ഇനി 6 മാർക്കിന് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 6 മാർക്കിന് ക്വസ്റ്റ്യൻസ് എന്താ? ലിസ്റ്റ് ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് റെഫ്രിജറേഷൻ. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യം, ഏതൊക്കെ മെത്തേഡ്സ് ഓഫ് റെഫ്രിജറേഷൻ ഉണ്ട്? ഐസ് റെഫ്രിജറേഷൻ, ഡ്രൈ ഐസ് റെഫ്രിജറേഷൻ, എയർ എക്സ്പാൻഷൻ റെഫ്രിജറേഷൻ, വേപ്പർ അബ്സോർപ്ഷൻ, വേപ്പർ കംപ്രഷൻ, ഈ പറഞ്ഞ കാര്യങ്ങൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം? ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ COP ഓഫ് എ റിവേഴ്സ് കാർനോട്ട് എയർ റെഫ്രിജറേഷൻ സൈക്കിൾ. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ COP ഡിറൈവ് ചെയ്യാൻ. ഓക്കെ, ക്ലിയർ അല്ലേ? എന്താണ് COP? എന്താ? T1/T2 - T1 ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞത്. അടുത്തത് മൂന്നാമത്തെ എന്താ? ലിസ്റ്റ് ദ ഡിസൈറബിൾ പ്രോപ്പർട്ടി ഓഫ് ആൻ ഐഡിയൽ റെഫ്രിജറന്റ്. ഐഡിയൽ റെഫ്രിജറന്റിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ലോ ഫ്രീസിംഗ് പോയിന്റ്, ലോ ബോയിലിംഗ് പോയിന്റ്, ഹൈ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപറേഷൻ, ആ പറഞ്ഞ കാര്യങ്ങളല്ല. അതങ്ങോട്ട് ലിസ്റ്റ് ചെയ്യാനാണ് ഈ 6 മാർക്ക്. ഇതന്നെ നിങ്ങൾക്ക് 7 മാർക്കിനും ചോദിക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്, എക്സ്പ്ലെയിൻ ദ. ഇത് നിങ്ങൾ സിലബസിലല്ല, അത് വിട്ടേക്ക്. നിങ്ങൾ സിലബസിലില്ല. അപ്ലിക്കേഷൻ ഓഫ് റെഫ്രിജറേഷൻ. ഇതിന് പകരം ചിലപ്പോൾ നിങ്ങൾക്ക് എന്താവും, നമുക്ക് വേണ്ട ഐസ് പ്ലാന്റ് ഒക്കെ ചോദിച്ചേക്കാം. പിന്നെ ഡിഫൈൻ ദ ഫോളോയിങ് സൈക്രോമെട്രിക് പ്രോസസ്. സൈക്രോമെട്രിക് പ്രോസസ് അല്ല, സൈക്രോമെട്രിക് പ്രോപ്പർട്ടീസ് ആണ് എഴുതേണ്ടത്. എന്തൊക്കെയാണ്? DPT, WBT, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇതിന്റെ ഡെഫിനിഷൻ എഴുതാനാണ് 6 മാർക്ക്. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്താ DPT, WBT എഴുതിയാൽ പോരെ? അടുത്ത് 6 മാർക്ക് ക്വസ്റ്റ്യൻ നോക്ക്, എന്താണ്? ഡിഫൈൻ ക്രയോജനിക്സ്. ലിസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ക്രയോജനിക്സ്. എഴുതിക്കൂടെ? ക്രയോജനിക്സ് എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ റെഫ്രിജറേഷൻ. അതിന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ്, സ്റ്റഡി പർപ്പസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് എഴുതിയാൽ മതി. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്, വാട്ട് ആർ ദ ഫാക്ടർ അഫക്റ്റിംഗ് ഹ്യൂമൻ കംഫേർട്ട്? ഹ്യൂമൻ കംഫേർട്ടിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ആ കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം നമ്മൾ എടുത്തതേ ചോദിച്ചിട്ടുള്ളൂ. ഇനി എത്ര ക്വസ്റ്റ്യൻ എടുത്തോ? 15 മാർക്കിന്റെ 2 സ്പ്ലിറ്റ് ആയിട്ടാണ് ചോദിക്കട്ടോ. ഇതിന് 15 മാർക്ക്. ഒന്നാമത്തെ മൊഡ്യൂൾ എന്നുള്ള ഇതാണ് സ്പ്ലിറ്റ്. എന്താണ്? 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ലിസ്റ്റ് ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ദി എയർ റെഫ്രിജറേഷൻ സിസ്റ്റം. നമ്മൾ ആദ്യം പറഞ്ഞു എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്. അതിന്റെ കൂടെ ചോദിച്ചത് 8 മാർക്ക് ബെൽകോൾമാൻ എന്നുള്ള പ്രോബ്ലം ആണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റിയില്ല വരാം. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇത് ഓർപ്പാട്ടിലേക്ക് പോയിക്കോ. ഓർപ്പാട്ട് എന്താ ചോദിച്ചിട്ടുള്ളത്? എക്സ്പ്ലെയിൻ ദ സിമ്പിൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം വിത്ത് സ്കീമാറ്റിക് ഡയഗ്രാം. എന്ത് എളുപ്പമാണ്! ആ കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ ഡിവൈസ്, ഇവാപറേറ്റർ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചാൽ പോരെ. അതിന്റെ കൂടെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ എന്താണ്?
പ്രോബ്ലം എന്താ? ഈ കോൾഡ് സ്റ്റോറേജ് ഈസ് ടു ബി മെയിൻറ്റൈൻ അറ്റ് -5 ഡിഗ്രി സെൽഷ്യസ് വൈൽ ദ സറൗണ്ടിങ്സ് ആർ അറ്റ് 35 ഡിഗ്രി സെൽഷ്യസ്. ദ ഹീറ്റ് ലീക്കേജ് ഫ്രം സറൗണ്ടിങ്സ് ഇൻ ടു ദ കോൾഡ് സ്റ്റോറേജ് ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി 29. ഇത് നമ്മളിപ്പോൾ ആ കാർ നോട്ടിൽ വർക്കൗട്ട് ചെയ്ത പ്രോബ്ലമാണ്. ഞാൻ നിങ്ങൾക്കൊരു പ്രോബ്ലം പറഞ്ഞു തന്നില്ലേ? ആക്ച്വൽ COP ഈക്വൽ ടു തിയററ്റിക്കൽ COPന്റെ 1/3 ആണെന്നുള്ളത് ആ പ്രോബ്ലം ആണിത്. ആ പ്രോബ്ലം നിങ്ങൾ പഠിച്ചിരുന്നുണ്ടെങ്കിൽ ഈ 15 മാർക്ക് കിട്ടിയില്ലേ? ഓക്കെ, അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നോക്ക്. 15 മാർക്കിന്റെ എന്താ നോക്ക്. സ്റ്റേറ്റ് ദ പർപ്പസ് ഓഫ് സ്ട്രെയിനർ, ഡ്രയർ ആൻഡ് മഫ്ലർ ഇൻ റെഫ്രിജറേഷൻ സിസ്റ്റം. അത് പോട്ടെ, ഞാൻ ഇപ്പോൾ പറയാൻ വിട്ടുപോയി. എന്താണുള്ളത് പിന്നീട് ഇപ്പോൾ പറയാനുള്ള സമയമില്ല. നോക്കിക്കോ, നിങ്ങൾക്ക് ഔട്ട് സിലബസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഓക്കെ, പോട്ടെ, ഇത് നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ വിത്ത് ഹെൽപ്പ് ഓഫ് ലേ ഔട്ട്. ഞാൻ പറഞ്ഞ കാര്യം അപ്ലിക്കേഷൻ ഓഫ് റെഫ്രിജറേഷൻ. ഇനി അതിന്റെ ഓർപ്പാട്ട് എടുത്തോ. എന്താണ്? കമ്പയർ വേപ്പർ കംപ്രഷൻ സിസ്റ്റം ആൻഡ് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം. നമ്മൾ ഡിസ്കസ് ചെയ്തതന്നെ. അതിന്റെ കൂടെ വന്നിട്ടുള്ള എന്താ ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവ്. ഇത് രണ്ടും നമുക്ക് എഴുതിക്കൂടെ? 8, 7, 15 ആയില്ലേ? രണ്ടാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ നോക്കിക്കോ. മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് എന്താ ചോദിച്ചുള്ളത് നോക്ക്. മൊഡ്യൂളിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മാറ്റം ഉണ്ടെന്ന് മാത്രം നോക്കിക്കോ. എന്താണ്? എക്സ്പ്ലെയിൻ ദ 2-stage കാസ്കേഡ് റിഫറൻസ് സിസ്റ്റം വിത്ത് സ്കീമാറ്റിക് ഡയഗ്രാം. 7 മാർക്കല്ലേ? എഴുതിക്കൂടെ? അതിന്റെ കൂടെ സൈക്കോമെട്രി. ഇത് ശരിക്ക് ഈ സൈക്കോമെട്രി നമ്മൾ ഇതിൽ ഏതാണ്? 4ാമത്തെ മൊഡ്യൂളിലാണ് മാത്രം. എയർ അറ്റ് DBT 5 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 80% ഈസ് ടു ബി ഹീറ്റഡ് ആൻഡ് ഹ്യൂമിഡിഫൈഡ് ടു 24.5 ഡിഗ്രി സെൽഷ്യസ് 45. ഇത് വെച്ചാൽ ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫൈങ് ആണ്. ഇത് ഞാൻ എടുത്തിട്ടില്ല. പകരം നോക്ക്, അതിന്റെ ഓർപ്പാട്ടിലേക്ക് പോയിക്കോ. എന്താണ്? ദ എയർ എൻജസ്. അതും ക്വസ്റ്റ്യൻ എന്താണ്? പ്രോബ്ലം ആണ്. ഈ നാം പറഞ്ഞല്ലോ സെൻസിബിൾ, നമുക്ക് വേണ്ട സെൻസിബിൾ ഹീറ്റിംഗ് ഒരിക്കലും ക്വസ്റ്റ്യൻ ചോദിക്കാതെ ഇരിക്കൂല. അത് സൈക്കോമെട്രിക് എന്നുള്ള പ്രോബ്ലം. ഓക്കെ, the air enters the duct at 10 degrees Celsius and 80% relative humidity at the rate of 150 meter cube per minute and is heated to 30 degrees Celsius without adding or removing any moisture. This sensible heating ആണ് ഉദ്ദേശിച്ചത്. The pressure remains constant at 1 atmospheric pressure. അത് നോക്കണ്ട. Determine the relative humidity of air exit from the duct and the rate of heat transfer. നമ്മൾ ചെയ്ത അതേ പ്രോബ്ലം, സെൻസിബിൾ ഹീറ്റിംഗ് എന്നുള്ള പ്രോബ്ലം ആണ്. അതിന്റെ കൂടെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ലിക്വിഫാക്ഷൻ ഓഫ് ഹൈഡ്രജൻ വിത്ത് സ്കീമാറ്റിക് ഡയഗ്രാം. നമ്മൾ ക്രയോജനിക് റെഫ്രിജറന്റ് ആപ്ലിക്കേഷൻ പറഞ്ഞല്ലോ, ലിക്വിഫാക്ഷൻ ഓഫ് ഹൈഡ്രജൻ. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ എയർ കണ്ടീഷനിങ് എന്നുള്ള അതും സാധാരണ നമ്മളിത് പ്രകാരം എന്താണ്? സൈക്കോമെട്രിയും AC-യും എയർ കണ്ടീഷനിങ് ഒറ്റ യൂണിറ്റ് ആണ്. ചോദിച്ചെന്താ ക്വസ്റ്റ്യൻ എന്താ നോക്ക്. AC-യും ചോദിച്ചെന്താ? എക്സ്പ്ലെയിൻ എഫക്റ്റീവ് ടെമ്പറേച്ചർ. ഞാൻ പറഞ്ഞ കാര്യം തന്നെ. അതിന്റെ കൂടെ ചോദിച്ചെന്താണ്? എക്സ്പ്ലെയിൻ വിത്ത് നീഡ് സ്കെയിൽ എ ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം. 8 മാർക്കിന് ഇയർ റൗണ്ട് AC ചോദിച്ചത്. ഇനി അതിന്റെ ഓർപ്പാട്ട് നോക്കിക്കോ. എന്താണ്? ലിസ്റ്റ് ദ വേരിയസ് സോഴ്സ് ഓഫ് ഹീറ്റ് ഗെയിൻ ഇൻ കൂളിംഗ് ലോഡ് എസ്റ്റിമേഷൻ. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത കാര്യം സെൻസിബിൾ ഹീറ്റ് ഗെയിനും ലേറ്റന്റ് ഹീറ്റ് ഗെയിനും. അതിന്റെ ബി എന്താ? എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് വിൻഡോ ടൈപ്പ് AC, വിൻഡോ ടൈപ്പ് എയർ കണ്ടീഷൻ വിത്ത് സ്കെച്ച്. ഇതിൽ ഏതെങ്കിലും ഞാൻ പറയാത്തതായിട്ട് ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ഇത് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഇരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തലയിൽ കയറിയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ പഠിപ്പിച്ചത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇത്രയും നേരം എന്നെ സഹിച്ചതിന് താങ്ക് യു. സാറേ ഓക്കെ ഓക്കെ, താങ്ക് യു സർ. സ്റ്റോപ്പ് ചെയ്യാം അല്ലേ? ഒരു താങ്ക്സ് പറയട്ടെ സുബൈർ സാറേ. ഫിറോസ് സാർ കേൾക്കുന്നുണ്ടോ? ഫിറോസ് സാർ എക്സലന്റ് ക്ലാസ് കേട്ടോ. 7 മണി തൊട്ടിട്ട് മണി 11:10 4 മണിക്കൂർ 10 മിനിറ്റ് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഒരു ബ്രേക്ക് ഇല്ലാതെ റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ 4 മൊഡ്യൂളും വളരെ നീറ്റായിട്ട്, ഇനി ഇതിനേക്കാൾ എക്സ്പ്ലെയിൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, അത്രയും എക്സ്പ്ലെയിൻ ആയിട്ട് എടുത്തു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കേരളത്തിലുള്ള മൊത്തം സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി കുട്ടികൾ, ഞാൻ ഈ കേൾക്കുന്ന കുട്ടികൾ ഒരു കാര്യം ചെയ്യുക, ഒരു പ്രാവശ്യം കൂടി ഇതേ യൂട്യൂബിൽ ലിങ്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഒഴിവുണ്ടെങ്കിൽ കാണുക, ഒപ്പം നോട്ട് എഴുതി പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. വൺസ് അഗെയിൻ ഇത് പിന്നെ കോർഡിനേറ്റ് ചെയ്ത സുബൈർ സാറിനും ക്ലാസ് എടുത്ത ഫിറോസ് സാറിനും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. നന്ദി എന്ന് മാത്രം പറഞ്ഞ പോലെ പറയാൻ വാക്കുകളില്ല. അത്ര നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു ഫിറോസ് സാർ. താങ്ക് യു സർ. നമുക്ക് എന്നാൽ എക്സിറ്റ് ചെയ്യാം അല്ലേ സർ? ഫിറോസ് സാർ എക്സലന്റ്.
എന്താ പറയാ. അത് നോക്കണ്ട. അല്ല, ആദ്യത്തെ എനർജി ആദ്യം തൊട്ടിട്ട് അവസാനം വരെ ഒരേ എനർജിയിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇത്. ഞാനത് ഒരു പറഞ്ഞ നമുക്ക് ഒരു ഡെഡിക്കേഷനെ ദിവസം മുമ്പായിരുന്നെങ്കിൽ സമ്മതിക്കാണ്. ഞാൻ പറഞ്ഞ അതുകൊണ്ടായിരുന്നു. എനിക്ക് ഒരു ദിവസം ഇന്നലെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്താ ഇന്നേക്ക് അവർ കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ഏതായാലും പിന്നെ ഏതായാലും ആ എക്സാമിന്റെ പ്രശ്നം കൊണ്ട് നമുക്ക് എന്തായാലും നിവൃത്തിയില്ല. ഇത് മര്യാദക്ക് ഇരുന്നോ എന്ത് ചെയ്യാ, ഇത് കേട്ടാൽ മതി, അത് എന്തെങ്കിലുമൊക്കെ എഴുതി പാസ്സാവാം. യെസ് സർ. എന്തായാലും സന്തോഷം. പ്രകാശ് സാറ് പറഞ്ഞ പോലെ ഈ എഫേർട്ട് ഒരിക്കലും വെറുതെ ആവില്ല. കുട്ടികൾക്ക് എന്തായാലും ഇത് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് എന്തായാലും മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോ ഒരിക്കൽ കൂടി നന്ദി എല്ലാവർക്കും. അപ്പൊ മക്കളെ വേഗം പോയിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് നോക്കി പഠിച്ച് നാളെ നന്നായിട്ട് പരീക്ഷ ചെയ്ത്. ഓക്കെ നേരത്തെ കിടന്നു താങ്ക് യു. ഓക്കെ ഓക്കെ താങ്ക് യു. ഓക്കെ.